guys and welcome back to Crew 2 and yeah let's go നമുക്ക് കുറച്ച് ലൈവ് ഇവന്റ് ചെയ്തുകൊണ്ടിരിക്കുക ലൈറ്റ് സമ്മിറ്റ് എന്ന് പറയും ഓൺലൈൻ ഇവന്റ്സ് ആണ് വീക്ക്ലി ചേഞ്ച് ആവും ഓരോ വീക്ക് സോ നമ്മൾക്ക് ലാസ്റ്റ് വീക്കിലുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തു ഈ വീക്കിലുള്ള ഇന്ന് കിട്ടിയിട്ടുണ്ട് വെനസ്ഡേ ആണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീക്ക്ലിയും സോ യാ ഇന്നത്തെ കുറച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇനോ പിന്നീട് ഞാൻ വിചാരിച്ചില്ല ഇന്ന് ലൈവ് ഒന്നും ചെയ്തിട്ടില്ല സോ ദാറ്റ്സ് കോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ചെയ്യാം ഓക്കെ സോ എൻ്റെ കൂടെ ഇന്ന് പ്രണവുണ്ട് മിസ്റ്റർ പെപ്പനായി ഉണ്ട് ആൻഡ് ഡാർക്ക് സോൾ ഉണ്ട് അവരെ ഞാൻ പോയി മീറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ ആദ്യം അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തോട്ടെ എന്നാ വാ പവനായി ഞാൻ പവനായി എന്നാണ് ഞാൻ പറഞ്ഞത് വാവ് ഇറ്റ്സ് മിസ്റ്റർ പെരേര എന്നാണ് ഓക്കെ വാവ് ഓക്കെ എന്ത് തേപ്പ് വാവ് എൻ്റെ അടുത്തുനിന്നൊരു ബൈക്ക് പോയി സോജനിയുടെ ആയിട്ട് കുറച്ച് ജാട കൂടിയിട്ടുണ്ട് അവനെ ബൂസ്റ്റ് ചെയ്തതിനായിട്ട് കൂടുതൽ കഴിക്കുന്നുണ്ട് അതിൻ്റെയാണ് വാവ് മാൻ സോജനി നീ അറിഞ്ഞോ എനിക്ക് കോണിക്സ് ഒക്കെ കിട്ടി ഫ്ലക്സിങ്ങോ അല്ല കാശ് കൊടുത്ത് മേടിച്ചാടോ ഫ്ലക്സിംഗ് അതാണ് എന്റെ പൊന്നോ നീ എന്നെങ്കിലും എന്നെ വിശ്വസിച്ചിട്ടോടാ അവൻ തുറന്നു പറയില്ലെന്ന് ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പറയാട്ടോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടേ അതൊക്കെ മതി കുഴപ്പമില്ല ഇയാൾ ഉണ്ടാക്കിയതാണോ എന്റെ പൊന്നോ വണ്ടി ഇടിച്ചാൽ ഓണ്ടക്കോട്ടം കേറുവോ ഞാൻ ചെയ്തല്ലോ ഇൻവൈറ്റ് ഞാൻ ജോയിൻ ചെയ്യട്ടെ നിന്നെ അതായത് മാധവാണല്ലോ ഹേ മാധവ് കളിക്കുന്നുണ്ടോ വെയിറ്റ് മാധവനും കൂടി ഇൻവൈറ്റ് ചെയ്യട്ടെ മാധവൻ കൂടി വരട്ടെ മാധവജി വെയിറ്റ് വേഴ്സ് മാധവ് ഓൺലൈൻ കാണിക്കുന്നില്ലല്ലോ ഈസ് ഓഫ്ലൈൻ ഓക്കെ ബോയ്സ് മാധവ് എൻ്റെ ട്രയലിന് 2 hours കൂടി ഉണ്ട് വാവ് മെൻപാ ജോയിൻ ചെയ്യ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ചെറിയ സ്പീഡ് ട്രയൽ ഒന്ന് ചെയ്തിട്ട് വരാം 180 എന്നാണ് പറഞ്ഞത് നമ്മൾ 200 above ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓ അയ്യേ തുച്ഛമായ പൈസ ഓക്കെ എൻ്റെ കണക്ഷൻ കാണിക്കാം ഗൈസ് എനിക്ക് പുതിയൊരു കാർ ഇന്ന് കിട്ടിയിട്ടുണ്ട് I'm trying to get us to go legit because if we're not running legal, people are going to get hurt. There's just too many problems. Tickets, jail time, unpleasant discussions with law enforcement officials, and that's before you start talking. ആശാൻ ഒന്ന് സംസാരം നിർത്തിയാൽ എനിക്ക് കാർ സ്വിച്ച് ചെയ്യായിരുന്നു സർ. Instead of go against is what I'm thinking. Hopefully that's what you're thinking too. Koenigsegg, where are you? Bartala. Alpha? No. That's a boat like a marble. Where's my Koenigsegg? Here we go. ഇതാണ് നമ്മുടെ ആൻഡ് ഇത് നോർമൽ അല്ല ലൈക്ക് ഒരു ഡ്രിഫ്റ്റ് ബിൽഡ് ആണ് നോർമൽ കാറല്ല ഡ്രിഫ്റ്റ് ബിൽഡ് കാറാണ് സർ ശിവറാം തമ്പി ഹേ ബ്രോ വാട്സ്ആപ്പ് സോയിലെ നിന്റെ ഫ്രണ്ട് ഹലോ ബൈ വെൽ സോയിലിൻ്റെ മാത്രമല്ല എൻ്റെയും ഫ്രണ്ട് കൂടിയാണ് സോ ഹലോ ബൈ എൻ്റെ അമ്മ ഭയങ്കര പവർഫുൾ കാറ് സോ ഇത് ഡ്രിഫ്റ്റ് ബിൽഡാണ് നമുക്കിതിൻ്റെ ഈവെൻ്റ് ഉണ്ട് ഇന്ന് നമുക്കത് ചെയ്ത് നോക്കാം ജയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മാൻ റൈറ്റ് ഹേ ബ്രോ വാട്സ്ആപ്പ് മാൻ വെൽക്കം ടു മാൻ JK ഹേ JK ബ്രോ വാട്സ്ആപ്പ് ഹാഷിം ഹേ ഹാഷിം ബ്രോ വാട്സ്ആപ്പ് NFS ഹീറ്റ് കളിക്കാറില്ലേ മാൻ കളിക്കാറുണ്ട് ബട്ട് ഇപ്പം ഈവെൻറ്റ്സ് ഒന്നും അധികം ഇല്ല ബ്രോ ഹീറ്റ്
ഞാൻ എന്ത് പറ്റി, ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ പ്രണവിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞു. ഇപ്പം ലൈക്ക് കമന്റ് തെറ്റിച്ച് റീഡ് ചെയ്ത് അതിന്റെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിന്റെ കഞ്ഞി ഒന്നും ശരിയല്ല, അതുപോലെ എന്റെ കഞ്ഞി ശരിയല്ല. മാറ്റം നീ അതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ സോയിനെ. നീ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണം അതിൽ. ഒന്നും ശരിയല്ല സോയിനെ. സോ ഹീറ്റിനെ പറ്റി ചോദിച്ചോ ബ്രോ. ഹീറ്റിലെ ബ്രോ ഇതുപോലെ ഈവെന്റ്സ് ഒന്നും അപ്ഗ്രേഡ് ആവത്തില്ല, പഴയ ഈവെന്റ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കളിക്കുക. ലൈക്ക് ടിപ്പിക്കലാണ്, ലൈക്ക് സെയിം തിങ് തന്നെ വീണ്ടും വീണ്ടും കളിക്കുക. അതാണ്. സോ വലിയ രസമൊന്നുമില്ല, ബട്ട് വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. ബട്ട് യുനോ അതാണ്. നവദീപ് യോ ഹായ് ബ്രോ, വാട്സ്ആപ്പ് ക്ലൗഡ് ഇസ് ഹിയർ നൗ. ക്ലൗഡ് ഇല്ലല്ലോ, മാധവ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ മാധവ് നമ്മളെ മിക്കവാറും ജോയിൻ ചെയ്യുന്നതായിരിക്കും. മാധവ് 2 മണിക്കൂർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞാൽ കളിക്കാൻ പറ്റുന്നത്. സോ എനിവേസ് മിസ്റ്റർ ഡാഷ് ഹേ ബ്രോ, എൻ്റെ ലാപ്പിൽ DVD സ്പേസ് ഇല്ല, അപ്പോൾ എക്സ്റ്റേണൽ ഡ്രൈവ് വെച്ച് GTA പോലെ ഗെയിം വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? യാ ബ്രോ, ഓഫ്കോഴ്സ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എൻ്റെ ലാപ്പിലും എനിക്ക് ഇൻറ്റേർണൽ DVD പ്ലെയർ ഇല്ലാത്തതുകൊണ്ട്. സോ ബട്ട് ഞാൻ എൻ്റെ ലാപ്പിന് എൻ്റെ കൂടെ എക്സ്റ്റേണൽ ഡ്രൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് മേൻ. അതാണ്. NFS ഹീറ്റ് കളിക്കാറില്ല മേൻ. കളിക്കാറുണ്ട് ലൈക്ക് യുനോ. വെയിറ്റ് ഹീറ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. വെയിറ്റ് എന്താ ബാ ജോയിൻ ചെയ്യ്. ആൻഡ് Viram Behave bro, what's up man? Mohammed, hi bro, what's up man? What's up man? Nice, you know game ഒക്കെ കളിക്കുന്നു man. Rosy Gaming, hey man, what's up man? Welcome live stream bro. Vishnu Gamer, hi bro, what's up? 2020 to 14 games Pentium GT 1030 6GB RAM കളിക്കാൻ പറ്റുമെന്ന് സജസ്റ്റ് ചെയ്യുമോ? ബ്രോ എനിക്ക് PC ഗെയിംസിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ PC ഗെയിംസ് ഒന്നും അധികം കളിക്കാറില്ല, വളരെ കുറവാണ്. ബട്ട് യാ എനിക്ക് 2-3 ദിവസം ടൈം തരാമെങ്കിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഞങ്ങളെല്ലാവരും കോൺസോളിൽ കളിക്കുന്നവരാണ്, വലിയ ഐഡിയ ഒന്നുമില്ല PC ഗെയിംസിനെ പറ്റി. മലയാളം ഗെയിം പറ്റി ഹേ ബ്രോ, ബ്രോ ടഫ് ഹേ ബ്രോ, വാട്സ്ആപ്പ് സിദ്ധാഷ് ആഡം ബ്രോ പൊളി മാൻ, താങ്ക് യു. ഓസം മാൻ, താങ്ക് യു. എവിടെ സോജി? യോ നിങ്ങൾ ജോയിൻ ചെയ്തില്ലേ? വാട്ട് വൈ? എന്നിട്ട് നിങ്ങളുടെ പേരൊന്നും കാണിക്കുന്നില്ലല്ലോ ഇവിടെ. നമുക്ക് കാണിക്കുന്നുണ്ട് ആണോ? ടോപ്പ് റൈറ്റ് ലോക്ക് എനിക്ക് കാണിക്കുന്നില്ല. ഞാൻ ഇത് ഓഫ് ആക്കി വെച്ചേക്കണം, എനിക്കൊരു സംശയം. വേടാ ഞാൻ ചെക്ക് ചെയ്യാം സെറ്റിംഗ്സ് ഒക്കെ. ചിലപ്പോ ഓഫ് ആയിരിക്കും എന്റെ എനിക്ക് നോട്ടിഫിക്കേഷൻ തോന്നുന്നു. വെയിറ്റ് എല്ലാ സെറ്റിംഗ്സ് ഓപ്പൺ ആണ്. അല്ല ബ്രോ, സ്ട്രീറ്റിലാണോ അല്ല ലൈക്ക് വണ്ടീന്റെ ഇന്ററാക്ഷൻ മെനുവിലാണോ? അല്ല ലൈക്ക് സ്ട്രീറ്റിൽ ഇങ്ങനെ കറങ്ങി നടക്കും. ഞാൻ എൻ്റെ വണ്ടി ഞാൻ ഫ്ലെക്സിങ് ചെയ്തോണ്ടിരിക്കണം. ഫ്ലെക്സ് അതാണ്. നോട്ടിഫിക്കേഷൻ നോക്കട്ടെ, ഓഫ് ഹൈലൈറ്റ്. ഓക്കെ, ഞാൻ എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. മേ ബി ഇപ്പോൾ കാണിക്കില്ല, ഐ ഡോണ്ട് നോ. ഇപ്പോൾ കാണിച്ചു, ഞാൻ ഓഫാക്കി വെച്ചേക്കുവായിരുന്നു. ഞാൻ സോയിൻ്റെ അടുത്തോട്ട് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യണോ? സബ്മിറ്റ് ചെയ്യാം. സോ എങ്ങനെയാണ് സബ്മിറ്റ് ആദ്യം ചെയ്യണോ അതോ നമ്മൾ പെൻഡിങ് ഉള്ളത് മാത്രം ചെയ്യാം? സോയിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം പെൻഡിങ് ഉള്ളത് ചെയ്യാം, എന്നിട്ട് ബാക്കി ഞാനും പ്രണവിന് കുറച്ച് തീർക്കാനുണ്ട്. സോ അത് മാത്രം ഇപ്പം ചെയ്യാം, എന്നിട്ട് ബാക്കി സമയം കിട്ടുവാണെങ്കിൽ സോയിൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, സോ മെയിൻ തിങ് ലൈക്ക് അതിൽ കാർ ബണ്ടിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. സോയിന് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എൻ്റെ കാർ വെച്ച് ചെയ്യാം സോയി. അല്ലെങ്കിൽ നീ പിന്നെ 1.7 സംതിങ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിന്റെ കയ്യിലുണ്ടോ അത്രേ? നീ ബ്രോക്കാണോ? ലെസ്നറാണോ? സോയി ബ്രോ GTA കളിക്കാറില്ലേ? ഉണ്ട് ബ്രോ, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ GTA കളിക്കാറ് ബ്രോ. കൊള്ളല്ല, പുതിയ കാർ എടുത്തോ മാൻ? യെസ് ബ്രോ, ഇന്ന് മേടിച്ച ഈ ഇവന്റ് കളിക്കണമെങ്കിൽ ആ കാർ മേടിച്ചേ പറ്റും, അതുകൊണ്ടാണ്. സോ കറന്റ്ലി ഞാൻ ലൈക്ക് ഗോൾഡിൽ എത്തി. എനിക്ക് പ്ലനിങ് കൂടി എത്തിയ 59 പോയിന്റ്സ് കൂടി കിട്ടിയ ബൂം. സോ പ്രണവ് ഏതാ ചെയ്യേണ്ടത്? നമ്മുടെ ഡ്രിഫ്റ്റ് ഇവന്റ് ആണ് ചെയ്യേണ്ടത്. ഡ്രിഫ്റ്റ് ഉണ്ട്, പിന്നെ പവർ ബോട്ടിന്റെ ഉണ്ട്. ഇല്ല ഞാൻ നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. പവർ ബോട്ട് ഉണ്ട്, ഇതുണ്ട്. കാരണം 2 ഓവർക്രാഫ്റ്റ് എനിക്കറിയില്ല, ഞാൻ ബണ്ടിൽ മേടിച്ചില്ല. ബണ്ടിലിനകത്തുള്ള 3 ബണ്ടിലിനകത്തുള്ള കാർസ് ഉണ്ടല്ലോ, അത് വെച്ച് അതാണ് ഞാൻ ചോദിച്ചത്. ബണ്ടിലിനകത്തുള്ള കാർസ് ട്രൈ ചെയ്യണം. ഞാൻ എന്തായാലും ബോട്ട് നോക്കാം. പിന്നെ നമ്മുടെ എക്സ്പേർട്ട് സോജനുണ്ട് ബോട്ടിൽ ഓടിക്കാൻ. വെള്ളത്തിലാണ് ഫുൾ ടൈം, വെള്ളത്തിലുള്ള ആളായതുകൊണ്ട് അക്വാമാൻ നമുക്ക് വേണമെങ്കിൽ വിശേഷിച്ച് പറയാം.
എന്താടാ ഊന്ന് വെക്കുന്നത്? നിങ്ങളുടെ വെള്ളത്തിലുള്ള ഭാഷയാണ് ഇത്. വീണ്ടും ആക്ച്വലി ഉദ്ദേശം അത് പിടി കിട്ടിയില്ല മാൻ. ഹായ് ബ്രോ, വാട്ട്സ് മാൻ? ക്രൂ 2 ഫ്രീ ആണോ ആഡം ബ്രോ? അല്ല ബ്രോ, ഫ്രീ അല്ല, പർച്ചേസ് ചെയ്യണം ബ്രോ. ഇടയ്ക്ക് ലൈക്ക് വില കുറവായിരുന്നു, 800 rupees മാത്രമുള്ളായിരുന്നു. 800 rupees ഉണ്ടോ? ഏതില്? ഞാൻ കേട്ട് ഏതിലാന്ന് അറിയത്തില്ല, പക്ഷെ PS5 എന്ന റിലീസ് ആകുന്നത്. PS5 ബ്രോ ഒന്നും അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് റിലീസ് ആവുന്നത്. കണക്ടിവിറ്റി ഇഷ്യൂ. ബ്രോ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പൈസ PS5 പറ്റി ഒന്നും റിലീസ് ചെയ്ത് ഐ മീൻ ലൈക്ക് ഒന്ന് അവർ പറഞ്ഞിട്ടില്ല. വാവ്, റേസ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. തുടങ്ങാം. ഓക്കെ ലെറ്റ്സ് ഗോ. കണക്ടിവിറ്റി ഇഷ്യൂ അറിയില്ല. ഇതാണ് ഫാസ്റ്റസ്റ്റ് ബോസ്റ്റ് ഇൻ ദ ഗെയിം. You're gonna win this easy peasy lemon squeezy. അത് ശരി, എന്നാ പിടിച്ചോ. ഞാൻ പറഞ്ഞില്ല ബോട്ട്. സോയിനെ കേറി പിടിക്കടാ അക്വാമാൻ. അത് വലുതാണ് മിസ്റ്റർ. ഇല്ല, പുതിയതാണ്, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ആണോ? ഞാൻ ചെയ്തിട്ടില്ല, റേസും ചെയ്തില്ലല്ലോ, പുതിയ ബോട്ടല്ലേ ഇന്ന്, ഇത് കിട്ടിയതേ ഉള്ളൂ. സോറി മിസ്റ്റർ പെരേര. താരെന്തിനും അവന് 2 മണിക്കൂർ കൂടിയേ ഉള്ളൂ കളിക്കാൻ പറ്റുന്ന. എന്റെ പൊന്നോ, ഡാം എന്തായിരുന്നു? ചത്തുപോലെ ഇങ്ങനൊക്കെ ചാടിയാല് ചാവാൻ വേണ്ടി കൊണ്ടുവന്നേക്കണോ? ബോട്ടിന്റെ നൈസ് സോജി, നൈസ്. ഓ എന്റെ പൊന്നെ, ഓ അവരുടെ റേസ് കഴിഞ്ഞോ? ലൈക്ക് നമുക്ക് നോക്കാം, ലൈക്ക് അപ്ഗ്രേഡ്സ് ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് വരാം. ബിക്കോസ് ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിക്കാം ബോട്ട് എടുത്തത് തന്നെ. എല്ലാവരും തീരുന്നു ഈ പ്രാവശ്യം. ദാനേ ജയിച്ചു കേട്ടോ. പറ്റുമല്ലേ? നോക്കട്ടെ, ബിക്കോസ് എനിക്ക് ബാക്കി കാർസ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, ബൈക്കും ചെയ്യാൻ പറ്റുന്നില്ല. അവനവിടെ കഞ്ഞി പരിപാടി ഉണ്ട് ബ്രോ. എത്രയാണ്? വണ്ടി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഗെയിമിംഗ് ബോയ് ഹായ് ബ്രോ, വാട്ട്സ്ആപ്പ് മാൻ? വേണ്ട, പെയ്ഡ് വേണ്ട. വാവ്, ഇടയ്ക്ക് വില കുറവായിരുന്നു ബ്രോ. ഇപ്പം സംതിങ് ലൈക്ക് 3000 സംതിങ് ആണ് പ്രൈസ്. ഒരു സമയത്ത് 800 rupees ഓൺലി ആയിരുന്നു. 800, ജസ്റ്റ് ഇമാജിൻ ബ്രോ. ആ സമയത്താണ് സോജിനെ എടുത്തത്, പൈസ കുറഞ്ഞ സമയത്ത്. സക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഗെയിം സോജി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ലീവ് ചെയ്യണേ, ഞാൻ പോയി വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓടിയാ. ശരി സാർ. ഡൗൺ ഹിൽ. ഓക്കെ. ആഹാ ബ്രോ, ഒരു അപ്ഗ്രേഡ്സും ഇല്ല ബ്രോ ഇതിന്. എങ്ങനെ ചെയ്യും ബ്രോ? കേട്ടോ ബ്രോ? ഹലോ, ഐ മീൻ മിസ്റ്റർ പെരേര, ഒരു അപ്ഗ്രേഡ്സും ഇല്ല ഇതിന്. ഡീമൻ അപ്ഗ്രേഡ്സ് ഇല്ല. അല്ല ബ്രോ, ഇതിന്റെ ഈവന്റ്സ് തീർക്കേണ്ടി വരും, തപ്പേണ്ടി വരും, ചെയ്യേണ്ടി. ഓ സോജിനെ ഗസ് വാട്ട്, ഐ ഗാട്ട് ദ കമേറോ. ഓ റീച്ച്. നീയും റീച്ച് ചെയ്ത് കാണുമല്ലോ ഓൾറെഡി. നിനക്ക് ലെവൽ കൂടുതലല്ലായിരുന്നോ? ഇല്ല നേരത്തെ ഇട്ടൊന്നുമില്ല. നീ 100 ആയില്ലേ? ഇല്ല ബ്രോ. യു സക്ക് മാൻ. I know man. Oh wow. Hi guys. നമ്മളെ എന്റെ പൊന്നോ, എത്ര ഐറ്റംസ് ഉണ്ട് കളക്ട് ചെയ്യാൻ. അടുത്തടങ്ങ്. Right guys. Wait, Sonu, wait. 1 second.
ഞാൻ കുറച്ച് ബ്രോക്ക് ആണ് അതുകൊണ്ടാണ് സോ നമുക്ക് പുതിയ കമാരോ കിട്ടിയിട്ടുണ്ട് ഇതിന് സമ്മാനമായിട്ട് നമ്മുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഒരു ഏജൻസ് ഒക്കെ ഓ വാവ് ഓക്കെ ആ വണ്ടി കയ്യിൽ കിട്ടിയില്ല അതിന് മുമ്പ് അങ്ങനെയൊക്കെ പറയുന്നു 34 അതിലിട്ടിട്ടുണ്ട് ഞാൻ റിച്ചില് നോക്കട്ടെ നമുക്ക് എത്ര പൈസ ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഓൾറൈറ്റ് നമ്മുടെ കുറച്ച് ലെവൽ ഐക്കണൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട് വെയിറ്റ് ഇനിയുണ്ടോ What you mean like okay bumper shift increase the stream അത് വേണ്ട increase the vehicle avoid the trans wait air speed while ahead in vehicle let's go നമുക്ക് ഈ പ്രാവശ്യം ഇതിൽ ഇൻക്രീസ് ചെയ്യാം ഓക്കെ സോ ഇവിടെ എത്ര എക്സ്ട്രാ കിടപ്പുണ്ട് മാക്സിമം മൾട്ടിപ്ലൈ ബൈ 0 പെട്ടെന്ന് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഏനാ വെഹിക്കിൾ കുറച്ച് അപ്ഗ്രേഡ്സ് കിടപ്പും വെയിറ്റ് ബ്രോ എനിക്ക് കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ലൂട്ടൊക്കെ ഇതിനകത്താണ് കിടക്കുന്നത് ലൂട്ട് ഹൗസിലാണ് കിടക്കുന്നത് അവിടെ പോയി സാധനം എടുത്തോണ്ട് വന്നാലേ അവിടെ നിന്ന് കിട്ടും ഞാൻ ഇപ്പോ ഇവിടെ കറന്റ്ലി ബോക്സർ അണ്ടർവെയർ അല്ലേ ബോക്സറോ ബോക്സർ അണ്ടർവെയർ യാ ബോക്സറിനുള്ളിൽ വേറെ അണ്ടർവെയർ ഇടണ്ടല്ലോ What? ചോദിക്കാൻ അല്ല എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല എനിക്ക് ബോക്സർ ഇട്ട അണ്ടർവെയറിന്റെ ആവശ്യം അല്ല അങ്ങനല്ല ലൈക്ക് ബോക്സർ നമുക്ക് ലൈക്ക് വീട്ടിലിട്ടാണ്ട് നടക്കാം ലൈക്ക് അണ്ടർവെയർ ഇട്ടിട്ട് അതിനിടാം കുഴപ്പമൊന്നുമില്ല അതൊരു ലൈക്ക് ഒരു ഫാഷനാണ് ബോക്സറിന്റെ അകത്ത് അണ്ടർവെയർ ഇടണോ ഇടാം കുഴപ്പമൊന്നുമില്ല അതൊക്കെ വീട്ടിൽ ഇട്ടോണ്ട് നടക്കുന്നതാണ് ഫഹദ് ഫാസലൊക്കെ ഇട്ടോണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ നത്തോലി മീനല്ല സംതിങ് ലൈക്ക് എന്താണ് എനിക്കറിയില്ല ചെറിയ മീനല്ല അതന്നെ പ്രിഫറൻസ് ഒന്നുമല്ല PC താങ്ങൂല അങ്ങനെ Yo Adam bro back again Camaro Kidu car man thank you Hurdle bro what's up GTA 5 Pentium 1080 6GB RAM il കളിക്കാൻ പറ്റും I think yes കളിക്കാൻ പറ്റും bro yes Major Jerry hi bro what's up ഞാൻ എത്തില്ലടാ സോനെ വെയിറ്റ് ഞാൻ എന്താ നമ്മൾ ഇത് തന്നെയാണ് വേണ്ടത് അത് ചെയ്യാൻ പറ്റത്തില്ല അതെനിക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും സോ വേറെ ഉള്ളത് നമുക്ക് ഡ്രിഫ്റ്റ് ഇവന്റ് മാത്രമേ ഉള്ളൂ അതും ഇച്ചിരി പാടാണ് കേട്ടോ ബ്രോ ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഡ്രിഫ്റ്റ് ഇവന്റിൽ കളിക്കണമെങ്കിൽ നമുക്ക് ഇത് വേണ്ടി വരും ട്യൂൺസ് ഒക്കെ അപ്ഗ്രേഡ് ട്യൂൺ അതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അൽത്താഫ് ഹേ പൊളി മാൻ താങ്ക് യു ബോസ് ഇന്ന് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടോ ഇത് ഗെയിം ലോഡിങ് കൂടുതൽ ടൈം എടുക്കുന്നുണ്ടോ ഗെയിമിന് ലോഡിങ് ടൈം കൂടുതൽ എടുക്കുന്നുണ്ടോ എനിക്ക് ലൈക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ട് വെയിറ്റ് ഞാൻ എൻ്റെ ആദ്യം ലൂട്ടൊന്ന് പോയി കളക്ട് ചെയ്യട്ടെ എന്താ സംഭവം എൻ്റെ ലൂട്ട് മെയിൽ ബോക്സ് കിടക്കുന്ന കിടപ്പ് കണ്ട ഗൈസ് ഓൾഡ് ഫോർ സ്ക്രാപ്പിൽ എത്ര എണ്ണമാണ് ബ്രോ ഇത് ഇത്രേ ഉള്ളൂ ഓക്കെ 17 ലൂട്ട് എക്സ്ട്രാ കിടപ്പുണ്ട് സോ ബ്രോ എങ്ങനെയാണ് ഈ ലൂട്ടൊക്കെ മാറ്റുന്നത് മറ്റേത് നമ്മളിപ്പോൾ എല്ലാം സെയിൽ ചെയ്യണോ ലൂട്ട് ഓൾഡ് വൺ ചിലത് വെക്കോ ആവശ്യമില്ലാത്തൊക്കെ വിറ്റാണ് ഓക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത അങ്ങ് വിൽക്കാം അല്ലേ ഓക്കെ ഗൈസ് നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ വിൽക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രോനില്ലാത്ത വണ്ടി വെച്ച് നമ്മള് ഞാനിപ്പോ ബ്രോന്റെ ഈവന്റ് ഗെറ ചെയ്താലും എനിക്ക് പോയിന്റ് കിട്ടാൻ പോകില്ലെന്ന് തോന്നുന്നത് കാരണം എനിക്ക് ആ വണ്ടി എന്തായാലും വേണ്ടി വരും അല്ല ഹീറ്റഡ് അങ്ങനെയാണല്ലോ ചെയ്തത് അവന് പോയിന്റ് കിട്ടിയെന്നല്ലേ ലൈക്ക് അവൻ ഇതുവരായിട്ട് ഓൺലൈൻ വന്നിട്ടില്ല അവന് സോനും കിട്ടി സോനും മേടിച്ചിട്ടില്ലല്ലോ വണ്ടി ലൈക്ക് പോയിന്റ്സ് ചെയ്താൽ മതി ലൈക്ക് അതാണ് ഒരാൾ മേടിച്ചാൽ മതിയല്ലോ വെറുതെ എന്തിനാ എല്ലാവരും പൈസ കമ്മീഷൻ മേടിക്കണേ പോട്ടെ കൂട്ടുകാരായി പോയല്ലോ സാരമില്ല ഇത് തുടങ്ങാൻ ഇത് ബാക്ക് പോകുന്നില്ലടാ ഇല്ല പറ്റുന്നില്ല ഹോൾഡ് ചെയ്തിട്ടും പോകുന്നില്ല ഓക്കെ ഞാൻ ഡയറക്റ്റ് അങ്ങ് ഡബിൾ ഹോം ബട്ടൺ ഞെക്കി തലവേദനയാണ് ഈ സാധനം കേട്ടോ ഞാൻ കുറച്ചൊക്കെ സ്ക്രാപ്പ് സോന വെയിറ്റ് ഞാൻ കുറച്ച് സ്ക്രാപ്പ് ചെയ്തിട്ട് ഓടി വരാം വെയിറ്റ് ആദ്യം കുറച്ച് ഉള്ളതല്ല എല്ലാ വണ്ടികളും അപ്ഗ്രേഡ് ചെയ്ത് വെക്കട്ടെ
ഇതിൽ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? വണ്ടികളൊക്കെ ഓരോന്ന് പോയി ക്ലിക്ക് ചെയ്യേണ്ടി വരും, അതാണ് തലവേദന. സോജിൻ അവിടെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യും സോജിൻ, അപ്ഗ്രേഡ് ചെയ്ത് തരൂ വണ്ടികളൊക്കെ. മെക്കാനിക് സോജിൻ മെക്കാനിക്സ് മേസ്ത്രി. ഓ ഇറ്റ് ഇസ് ടു ഫാർ എഫക്ട്സ് യോർ പ്ലീസ് നോട്ട്. ഇത് സമയം എടുക്കുവോ? ഞാൻ എന്നാ പോയി വെള്ളം കുടിച്ചിട്ട് വട്ടെ. നീ വെള്ളം കുടിക്കാൻ പോണോ ഉണ്ടാക്കാൻ പോണോ? കുറച്ച് സമയം എടുക്കും. എന്താണ് പരിപാടി മാൻ? സ്ട്രെച്ച് ചെയ്തിട്ട് വിട്ട് കാല്. പോയിട്ടാ. ഓക്കെ സോ വെയിറ്റ്. ഓക്കെ ഇറ്റ്സ് ടു ലോ എന്നാ. ഹാക്ക് യാത്ര പിന്നെ സ്പെൻഡ് ചെയ്ത് എത്രയാണ്? എനിക്ക് 19 ആയി കേട്ടോ. ജോമിൻ ജോഹേ ബ്രോ വാട്ട്സ് അപ്പ് മാൻ. ആ കൂടെ ഉള്ള ബ്രോയുടെ പ്ലേസ് എവിടെയാണ്? കൂടെ ഉള്ളവരെല്ലാം യു എയിലാണ് ബ്രോ, എല്ലാവരും യു എയിലുള്ളവരാണ്. മിസ്റ്റർ പെരേര യു എയിലാണ്. പിന്നെ മിസ്റ്റർ സോജിൻ ആണെങ്കിൽ ഡാക്സോൾ ആണെങ്കിൽ എൻ്റെ കസിനാണ്. ഇത് ലെവൽ കുറവാണ് ഉണ്ടോ? അതെനിക്ക് പറ്റത്തില്ല, അത് ഞാൻ സ്ക്രാപ്പ് ചെയ്യണം. വെയിറ്റ് 5 minutes. ഷുവർ ഞാൻ ആ സമയം കൊണ്ട് സ്ക്രാപ്പിംഗ് ഡിന്നർ പെട്ടെന്ന് അടിച്ചോണ്ട് ഞാൻ സ്ക്രാപ്പ് വർക്കൊക്കെ തീർത്തിട്ട് വരാം ബ്രോ. അപ്പോൾ തന്നെ ഫ്രണ്ട്സ് ഇപ്പം വരും ഗൈസ്. ഞാൻ ആ സമയത്ത് കൊണ്ട് കുറച്ച് കച്ചവടം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന. വെയിറ്റ് ഇതെല്ലാം ഞാൻ ചെയ്തതാണ് അല്ലേ? ഓക്കെ അത് കളയാൻ പറ്റില്ല. റൈറ്റ് താങ്ക് യു. ഇതിന് കിട്ടിയിട്ടുമില്ല. വാവ്. ഓക്കെ ഇതാണ് ഓഡിയുടെ പരിപാടി. ആൻഡ് നമുക്ക് മെർസിഡീസിലേക്ക് കിടക്കാം. ഇത് വിൽക്കാനുള്ളത് 200 കാര്യം ചെയ്യാം. 275 താഴെ ഉള്ളതെല്ലാം സെയിൽ ചെയ്യാം. അതാകുമ്പോൾ വേണ്ട വെയിറ്റ്. കുറച്ച് ഐറ്റംസേ ഉള്ളൂ സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഉണ്ടോ, ബാക്കിയൊന്നും അധികം ഇല്ല ഇതിൽ. അതാണ്. Friend bro, hi, what's up man? Danger dude, sup homie? Wow. Hey dude, how are you dude? എവിടെയാണ് ബോസ്? കാണാറില്ലല്ലോ ഇപ്പം. അധികം ഇല്ല എനിക്ക് സെയിൽ ചെയ്യാൻ, കുറവാണ് ഐറ്റംസ് ഫുൾ. പിന്നെ എന്തുകൊണ്ടല്ല ലൈക്ക് ഇവർ പറഞ്ഞ ലൂട്ട് ഹൗസ് ഫുള്ള് ലൈക്ക് ഫില്ലായി കിടക്കുവാണെന്ന്. ഐ തിങ്ക് എൻ്റെ ട്യൂണിങ് കാസിനകത്താണ് തോന്നുന്നു കൂടുതൽ കിടക്കുന്നത്. അതൊന്നുമില്ല, ഞാൻ നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ. കാരണം അതിൻ്റെ ഒരുപാട് ലൂട്ട് കിടപ്പുണ്ട് കളക്ട് ചെയ്യാൻ. അതെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. സോജിയും വെള്ളം കുടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ ഇവൻറ്റൊന്നും ചെയ്യാമായിരുന്നു. കാരണം സോയിന് കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. സോയൊന്നും ചെയ്തിട്ടില്ല. സോ അതൊന്ന് ചെയ്ത് കൊടുക്കായിരുന്നു. വെയിറ്റ് ഐ തിങ്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലേ. സോ നമുക്ക് പോയി അങ്ങ് എടുത്തോണ്ടിരുന്നു. ബൈക്ക് അങ്ങാണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ കിടക്കുന്നു. അതെ ഞാൻ പറഞ്ഞില്ലേ. വെയിറ്റ് എക്യൂപ്പ് ചെയ്യും. പിന്നെ ഇതിൽ കള 18 വേണ്ട. 18 വളരെ കുറഞ്ഞ ഇതാണ്. കുറച്ച് ചടങ്ങാണ് ഈ സാധനം അപ്ഗ്രേഡ് ചെയ്യാൻ. ഇതൊന്നും ഇല്ലേ? എത്തിയോ? ഓക്കെ എടാ നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഞാനും പ്രണവും കൂടി തീർത്താണ്. നീ ചെയ്യാത്ത കുറേ ഉണ്ട്. സോ അത് നമുക്ക് സെയിൽ ചെയ്യാം, അത് കളിക്കാം. ശരി സാർ. ഓക്കെ അതാകുമ്പോൾ നിൻ്റെ അപ്ഗ്രേഡ് ആകും കുറച്ച്. ഓക്കെ സോ ഞാൻ ഇതിലേക്ക് പോട്ടെ. വെയിറ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് ഇത് ചെയ്യാം. അപ്പോൾ എനിക്ക് ലൈവ് സമ്മിറ്റിൽ കയറാം. സോ ഇതിന് വേണ്ടി പെർട്ടിക്കുലർ കാറൊന്നും വേണമെന്നില്ല മാൻ. നോക്കട്ടെ. PES 20 ആണോ FIFA 20 ആണോ ബെസ്റ്റ് മാൻ? FIFA 20 ആണ് ബെസ്റ്റ് ബ്രോ. ഫോർ മീ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. PES ഒരു ഡിഫറെൻറ്റ് ഗെയിമാണ്. മിസ്റ്റർ സൈക്ലോൺ യോ എന്നെ ഓർമ്മയുണ്ട്. യാ ബ്രോ വാട്ട്സ് അപ്പ്.
ഓർമ്മയുണ്ടോ? എന്തൊരു ചോദ്യമാണ് വേദ. നമ്മൾ ഗോവിൻ്റെ ലൈവ് സ്ട്രീമിലാണ് മീറ്റ് ചെയ്തത്. ഹൗ ആർ യു ബഡി? എന്തൊക്കെയുണ്ട് വിശേഷം? ആൻഡ് ഐ ഫൗണ്ട് വൺ ചൈനീസ് ചാനൽ ഹിയർ. ഹായ് ബ്രോ, ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ട്രൈങ് ടു സെയിങ് ബട്ട് എനിവേസ് വെൽക്കം ടു ലൈവ് സ്ട്രീം ബ്രോ. കമൻറ്റ് വായിക്കും മാൻ. യാ ആക്ച്വലി കുറച്ച് അപ്ഗ്രേഡിൽ ബിസി ആയിപ്പോയി, അതാണ് സംഭവിച്ചത് മാൻ. എനിവേസ് മാൻ, വെൽക്കം ബാക്ക് മാൻ. എല്ലാവരും തേച്ചല്ലോ പാവം. വാവ്. ആക്ച്വലി ബ്രോ ഇവർ തേക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരെ തേച്ചിട്ട് പോയതാ ഒരു 1.5 മണിക്കൂർ മുമ്പ്. ഇനാ അല്ലേ സോജിൻ കുട്ടാ? ബ്രോ ബുഗാട്ടി എടുക്കുമേ. ബുഗാട്ടി എടുക്കണമെങ്കിൽ ബ്രോ 2.5 മില്യൺ വേണം. എൻ്റെ കയ്യിൽ 55 ലൈക്ക് 1 ലക്ഷം പോലും ആയിട്ടില്ല ഇതിലായിട്ട്. അല്ലേ വെയിറ്റ് 85,000 ആയതേ ഉള്ളൂ സാർ. എനിക്കത് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. സോ സ്റ്റാർട്ട് വിത്ത് ഹലോ സോജി. ഹലോ സോജി. സോ മിണ്ടുന്ന പോലും ഇല്ലായിരുന്നു അവിടെ. എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കേണ്ടി വരും. കുറച്ച് നമുക്ക് പൈസ ഡാർക്ക് ചെയ്യാൻ നമ്മുടെ ഡ്യൂട്ടി വിളിക്കുന്നത്. ഇതെന്ത് ഗെയിമാണ് ബ്രോ? ബ്രോ ഇത് ക്രൂ 2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ക്രൂ ടു. ഇത് PC യിൽ അവൈലബിൾ ആണ്, Xbox ആൻഡ് PS4 അവൈലബിൾ ആണ്. ഞാൻ Xboxലാണ് ഇപ്പോൾ കറന്റ് കളിക്കുന്നത്. വാടാ നീ ഇവിടെ എൻ്റെ കൂടെ ഇല്ലല്ലോ. എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. നീ അക്സെപ്റ്റ് ചെയ്തായിരുന്നോ? കണ്ടു. നീ വേറെ ലൊക്കേഷൻ ആ റേഞ്ചിൽ നിന്ന് ഓടാൻ നോക്ക. ഒരു സോൺ വരും. സോണിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുക. ഔട്ട് ഓഫ് റേഡിയസോ? എന്തോ സംഭവിച്ചു. ഒന്നുകൂടി കംപ്ലീറ്റ് ആയ നിൻ്റെത്? ഓക്കെ ഗുഡ്. സോ നെക്സ്റ്റ് നമ്മൾ ലോ ലാറ്റിറ്റ്യൂഡാണ് കളിക്കുന്നത്. ഐ തിങ്ക് ഇത് നീ കഴിഞ്ഞില്ലേ? ഇത് എൻ്റെ കഴിഞ്ഞു. ഇത് എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ. സോ നിങ്ങൾ ടിക്ക് മാർക്ക് കാണുന്നതെല്ലാം ഞാൻ ചെയ്താണ്. സോജിനും ചെയ്തിട്ടില്ല. സോജിന് ചെയ്യാൻ കിടക്കുന്നുള്ളൂ. പാസ്സായല്ലോ അല്ലേ? ഓക്കെ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ലാറ്റിറ്റ്യൂഡിൻ്റെ ആണ്. സെൻഡ് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് കേട്ടോ സോജി. പ്രണവ് ഫുഡ് കഴിക്കാൻ പോയാ? ഇപ്പൊ നല്ല ടൈം കിട്ടിയില്ലേ? സോ ഇത് സോയിന്ന് താഴെ നിന്ന് ഓടിച്ചാൽ മതി കേട്ടോ. പറ്റുന്ന അത്ര 4000 സംതിങ് ആണെന്ന് തോന്നുന്നു പോയിന്റ്. ലോ ലാറ്റിറ്റ്യൂഡ്. വാവ്. ഓക്കെ ഞാൻ അതാണ് പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി. സോഫിയ പിടി. സോഫിയ ഈ ചെറിയ മരങ്ങൾ. ഓക്കെ ഞാൻ ബ്രിഡ്ജിന്റെ അടി കൂടി പോയാലോ എന്ന് ആലോചിക്കണം. നൈസ് വർക്ക് സോജി. കഴിഞ്ഞോ? ആ ബ്രിഡ്ജും കൂടി കയറിക്കോട്ടെ. നൈസായിരുന്നു. ഓക്കെ 7000 പോയിന്റ്സോ. മിസ് യു ബോയ്സ്. നീ എന്നാ വരുന്നത് അത് പറ ബ്രോ. എനിക്ക് കുറച്ചുകൂടി റെക്കോർഡ് ആയിക്കട്ടെ. പുതിയ റെക്കോർഡ് സെറ്റ് ആയിട്ടുണ്ട്. എനിക്കൊരു എക്സ്ട്രാ കിട്ടി. എനിക്കൊരു 56,000 കൂടി ഉണ്ടാക്കിയാൽ എനിക്ക് പ്ലാറ്റിനമൊക്കെ കയറും. അതാ നെക്സ്റ്റ് എസ്കേപ്പ് തന്നെയാണ്, പക്ഷെ ബോട്ടാണ് കേട്ടോ. സോറി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തീർക്കല്ല, ഇത് വളരെ ചെറുതാണ്. ഹായ് ഗൈസ്, നമസ്കാരം. ഇത് കുറച്ചുകൂടി ടഫാണ് കേട്ടോ. മറ്റേ ചെറിയ ബോട്ടാണ് കേട്ടോ. സോനെ കൺട്രോൾ കിട്ടാത്ത സാധനം. വാ ലോഡായി. എൻ്റെ ഇത് സ്റ്റക്കായി. എന്തോ സംഭവം ഒന്നും എനിക്കറിയില്ല. ഇവിടെ ഓടാ മറ്റേ സോൺ വരുന്നുണ്ട്. എളുപ്പമാണ് അതിനോ. ബട്ട് വെള്ളത്തിന് കിട്ടിയോ? നിനക്ക് കിട്ടിയോ? ഓക്കെ ഗുഡ്. റേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ഒരു ബൈക്കിൻ്റെ ആണ്, അതും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ സ്ട്രീറ്റ് റേസ് കിടപ്പുണ്ട്. റാലി ക്രോസിൻ്റെ വേറെ കൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണം. ബ്രോ GTA 5 ആണ്. GTA 5 എങ്ങനെ വാങ്ങും PC യിൽ? നിങ്ങൾക്ക് സ്റ്റീം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ബ്രോ, അവിടെ നിന്ന് മേടിക്കാം. അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ
ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് GTA 5കാരുടെ തന്നെ. അത് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാം. ഐ തിങ്ക് ലൈക്ക് കഴിഞ്ഞ മാസം വരെ സംതിങ് ഓഫർ ഉണ്ടായിരുന്നു. 1000 ഇതിനു വേണ്ടി മിസ്റ്റർ പെരേറ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് പുള്ളി ചെയ്താണിത്. സോ അവിടുന്ന് മേടിക്കാൻ പറ്റും ബ്രോ. ഓഫർ ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ബൈക്കാണ് സെലക്ട് ചെയ്തോ. മോട്ടോക്രോസ് KTM ബൈക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ബൂം ബൂം മൊട്ടക്കോസ്. അതെ മൊട്ടക്കോസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ മൊട്ടക്കോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബൈക്ക് മേടിച്ചിട്ടേ ഇല്ല. നൈസ് സാധനം. ഇതൊക്കെ യൂസ് ചെയ്യേണ്ട സോജിനെ. പൈസ നീ കളിച്ചുണ്ടാക്കൂലേ? പിന്നെ ഇങ്ങനെ ജസ്റ്റ് അല്ലേ ഫുള്ള് മേടിച്ചത്. വാവ്, ഞാൻ തലകുത്തി വീണടാ. വീണ്ടും വീണു. ഞാൻ ഡബിൾ ഫ്ലിപ്പ് ചെയ്യാൻ നോക്കിയതാ. ഞാൻ ഇത് കളിച്ച് കഴിഞ്ഞതാണ്. നീ ജയിച്ചാൽ മതി സോജിനെ. നീ കളിച്ച് ജയിച്ചാൽ മതി ബോസ്. ഞാൻ ഓൾറെഡി തീർത്താണ് ഇതൊക്കെ. എനിക്ക് വേണ്ടിയാണ് രണ്ടാമൻ കളിക്കുന്നത്. ഒബ്ജക്റ്റിനെ വിളി. അവൻ ചിലപ്പോൾ ഓടിക്കഴിഞ്ഞാൽ ഡാമേജ് വീണു. ഓ ഷിറ്റ്, 180 ഡിഗ്രി കറങ്ങി. ഗോഡ് ഡാം ഇറ്റ്. ബൈക്കിൽ അങ്ങനെ സ്റ്റണ്ട് ചെയ്യാനേ പറ്റത്തില്ല. ലൈക്ക് കറങ്ങിയതല്ലടാ, ലൈക്ക് ഓൺ ഗ്രൗണ്ടിൽ നിന്നിട്ട് തന്നെ 180 ഡിഗ്രി കറങ്ങി അവൻ. പറ്റത്തില്ലേ ഒരു വാക്ക് മിണ്ടരുതേ. വെയിറ്റ്, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ്, ഞാൻ ചെയ്തു. വെയിറ്റ്, ഞാൻ ചെയ്യാം. വെയിറ്റ്. വാവ്, ബെസ്റ്റ് ആണോ ഫിഫ ആണോ ബെസ്റ്റ് മാൻ? ഫിഫ ബ്രോ. ഫിഫ ഞാൻ പറഞ്ഞായിരുന്നു ബ്രോ, കേട്ടില്ലായിരുന്നു മാൻ. കോൾ ഓഫ് ഡ്യൂട്ടി സ്റ്റോറി മോഡ് ഗെയിം അല്ല. വാട്ട്, സ്റ്റോറി ഗെയിം അല്ലേ? യെസ് ആണ് ബ്രോ. ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണല്ലോ, കണ്ടില്ലേ? അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് ബ്രോ. എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി ബ്രോ. കോൾ ഓഫ് ഡ്യൂട്ടി ഫിഫ പ്ലേയിൽ സെർച്ച് ചെയ്താൽ മതി ബ്രോ, കാണാൻ സാധിക്കും. ഓ എൻ്റെ പൊന്നോ. ഓക്കെ, ഞാനോ എന്ത് ചെയ്തിട്ടാ? എൻ്റെ ഡാർക്ക് മോനെ. എടാ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ ജയിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് വേണ്ട. മാക്സിമം സ്പീഡ് വളരെ കുറവാണ്. അറിയില്ല, ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അതാ യൂസ് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തും. എനിക്കുണ്ടാവും അത് ഇടയ്ക്ക്. ഇടിച്ചു. സോ ഇത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണേ. ഇത് ഞാൻ പോകുന്ന പോലെ. ലെഫ്റ്റ്. അതെന്നാലും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവന്മാരെ ഭയങ്കര സ്പീഡാണ് ഒബ്ജക്റ്റീവിന്. നമ്മുടെ വണ്ടി എന്നാ അപ്ഗ്രേഡും അല്ല. എനിക്ക് ആ ബണ്ടലിന്റെ കൂടെ കിട്ടിയതാ ഈ ബൈക്ക്. അല്ല, ഇത് നേരത്തെ ഉണ്ടായെന്ന് തോന്നുന്നു. കിട്ടിയിട്ടുണ്ടോ? ഞാൻ മേടിച്ചത്. ഞാൻ എടുത്തായിരുന്നു ആക്ച്വലി. 1 second boys, me coming. എത്തി, ജയിച്ചു. ഓക്കെ, ഞാൻ കഴിഞ്ഞ. അത് നല്ല തന്നെ. ഏബിൾ സോങ്സ്, ഐ യു റിമെമ്പർ മീ? നോ ബ്രോ, ഈ നെയിം എനിക്ക് ഓർമ്മയില്ല മാൻ. സ്നാപ്പി പോയ മങ്കി. വാവ്, എന്തൊരു നെയിമാണ് ബ്രോ. ഓ നൈസ് നെയിം ബ്രോ. വിൽ യു സേ നെക്ക് വ്ലോഗ്സ് മാൻ? യാ ഐ ഡു മാൻ. ഞാൻ പുള്ളിയുടെ കൂടെ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട് ബ്രോ പബ്ജി. ഒരു സമയത്ത് ഞാൻ പബ്ജി മൊബൈൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ഇപ്പൊ കളിക്കാറില്ല കളിക്കാറുണ്ട്. ആയിട്ട് നെക്സ്റ്റ് ഇനി എന്താ തുടങ്ങാനുള്ള റെസ്ട്രിക്ഷൻ ഇല്ലാത്ത 2 ഗെയിംസേ ഉള്ളൂ, അതും കൂടി ചെയ്യാം. ഹോവർ ആക്ച്വലി ഐ തിങ്ക് നമ്മുടെ പ്രണവ് ചെയ്താന്ന് തോന്നുന്നു. റാലി ഒന്നും കളിക്കാൻ പാ, റാലി ഞാൻ കളിച്ചിട്ടില്ല. ലെറ്റ്സ് സീ, അതൊന്നും കൂടി നോക്കാം. യോ ഹായ് ബ്രോ, വാട്ട്സ് അപ്പ് മാൻ, ദ ടോക്ക്, ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ, welcome to bro, how are you, kabash, hey bro, what's up, rider life, wow. GTA 5 Platinum processor, GT 1030 6GB RAM FPS കിട്ടുമോ? എത്ര FPS കിട്ടും? ഐ തിങ്ക് അറൗണ്ട് ലൈക്ക് 60 above കിട്ടും തോന്നുന്നു. ഞാനൊക്കെ 960M ആണ് യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് കാർഡ്. സോ എനിക്ക് 60 കിട്ടുക. പ്ലാറ്റിനം. Are you married? No bro. Why did you ask that question bro? Will you see tech travel ETS? സുജിത് ബ്രോനെ ആരാണ് കാണാത്ത man, come on. സൈനവാ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മലയാളി യൂട്യൂബേഴ്സിനെ കാണാറുണ്ട് ബ്രോ. എല്ലാവരും ഫൺ ടു വാച്ച് ആണ്. റാലി ക്രോസ്. ഓ ഈ വണ്ടി കൊള്ളത്തില്ല. അയ്യേ, എങ്ങനെ ജയിക്കടാ ഇത്? ഇത് ഞാൻ കളിച്ചിട്ടില്ല, ലൈക്ക് കാർ കണ്ടിട്ട് ഞാൻ പറഞ്ഞാണ്. 3, 2, 1. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വന്നു. ഹേ സുരേഷ് കുമാർ, വാട്സ്ആപ്പ് കണക്ടിവിറ്റി ഇഷ്യൂ. ഓക്കെ, എനിക്ക് ഫോക്കട്ട് അല്ല ഫോർഡ് ഫോക്കസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത് ഞാൻ ഫോർഡ് ഫോക്കസ് എന്ന് പറയാൻ വന്നാണ്. എന്റെ പൊന്നോ, ദാ പോകുന്നു കാട്ടിലോട്ടെ. എടാ തെണ്ടി, നീ എന്നെ ഇടിച്ചിട്ടാണ് പോയത്. ഞാൻ എന്റെ ബാക്കിലുണ്ടായിരുന്നു. ട്രാക്ക് നോക്കി വളച്ചാൽ മതി സോജി. ഒത്തിരി വളവുണ്ടെങ്കിൽ ഞാൻ കാട്ടിപ്പോയി. ഓഹോ, വാവ്. എന്നിട്ട് എന്റെ ബടി എന്നോട് പറയാ ഇവർ ലാസ്റ്റ് മാങ്ങാത്തുള്ളി എടുത്തോണ്ട് പോടോ. ഞാൻ ഇവിടെ കഷ്ടപ്പെടുക. അങ്ങനെ ഓടിച്ചു വിടാൻ അവൻ കാരണം ജീവിച്ചു പോകുന്നത്. രണ്ടുപേരും ഇവിടെ സ്റ്റക്കായിരിക്കുന്നു. സെക്കൻഡ്. വാവ്, പോർഷ ലൈക്ക് കൺട്രോൾ ഭയങ്കര വിയർഡാണ് ഇതിന്റെ. ഫോക്കസ് അടിപൊളിയാ. നീ ഫോക്കസ് ആണോ ഫീസ്റ്റ് ആണോ സോജി? ഫോക്കസ് ആണോ? ഓക്കെ. എന്റെ ഫ്രണ്ടിന് തേർഡ് ഉള്ളവൻ പോന്നു. പിടിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ലെറ്റ്സ് സീ, നോക്കട്ടെ. 28 ആയതുള്ളൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് സമയമുണ്ട്. 2 പേരെ കണ്ടുണ്ട് ഫ്രണ്ടില്. KT and എലിയെ പിടിക്കട്ടെ ആദ്യം. എലിയെ പിടിക്കാൻ ഒരു പൂച്ച കൊണ്ടുവന്നാ മതി അല്ലേ സോയിനെ? വളക്കി സാധനം വളയത്തില്ല. അടുത്ത വളവ് വരുന്നുണ്ട് സോയിനെ. എലി എന്റെ ഫ്രണ്ടിലുണ്ട്. വാവ്. ഓ നോ 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 നോ. റീസെറ്റ് ചെയ്ത് പെട്ടെന്ന്. എനിക്ക് കാറ് മാറ്റിയാൽ കൊള്ളാം. ഓഫ് റോഡ് കാർ വേറെ എൻ്റെ കയ്യിലുണ്ട്, അതെന്തുകൊണ്ട് കിട്ടിയില്ല. ഇത് മാത്രമേ വന്നുള്ളൂ. What the heck is going on? എൻ്റെ കൺട്രോളൊക്കെ ഡിസ്കണക്റ്റ് ആവാണോ? സൗണ്ടൊക്കെ ഭയങ്കര വിയർഡായിട്ട് കേൾക്കുന്നു ഹെഡ്ഫോണിൽ. അവന് പിടിക്കാൻ എന്തൊരു പാടാണ്. നൈസ് നൈസ്. ഏറ്റവും ലാസ്റ്റ് ആണ് സോയിനെ. സോജി ഏറ്റവും ലാസ്റ്റ് ആണോ? വെയിറ്റ് 57 ആയതേ ഉള്ളൂ. മേ ബി നമുക്ക് പിടിക്കാൻ പറ്റും. നോക്കട്ടെ. പിന്നെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഓ ഞാൻ സെക്കൻഡായി. തേർഡായി. ഐ മീൻ ഞാൻ സെക്കൻഡിന് കണ്ടിരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിലുണ്ട്. %68.
പിന്നാലെ ഒരുത്തനുണ്ടെന്ന് തോന്നുന്നു. ഓ മാൻ, കോർണേഴ്സിൽ പണി കിട്ടുമോ അതൊക്കെ? എൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനൊന്നും ഇല്ലാതാനും. 78, okay, not bad. Oh man, come on, God damn it. Shit. ഞാൻ സെക്കൻഡ് വരെ കയറിയ സോഴ്സിനെ ഇപ്പം തേർഡിങ് ഇതിന്റെ ഭയങ്കര വീടായി കാണും. തേർഡ് കളയാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, തേർഡ് കളയില്ല, ഉറപ്പ് തരാം. ബട്ട് സെക്കൻഡ് പോയി എൻ്റെ കയ്യിൽ നിന്ന്. മിസ്റ്റർ മാറി നിൽക്കൂ. അത് മിനി കൂപ്പറാണോ? ഇല്ലല്ല, തേർഡ് കിട്ടി. പക്ഷെ നമുക്ക് ഫസ്റ്റ് അടിക്കാൻ സോജി. നമുക്ക് സ്കോർ വേണം, എന്നാലും നമുക്ക് ഗോൾഡിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അതാണ് മാൻ. പൊളി ഗെയിം ആണല്ലോ മാൻ. ഡിഡ് യു നോ മാൽബ്രോ? എനിക്കെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും അറിയാം ബ്രോ. ആൻഡ് ഈവൻ മാൽബ്രോ നോസ് മീ ബ്രോ. പൊളി ഗെയിം മാൻ, താങ്ക് യു. ടോയ്ലറ്റ് അപ്പു കുട്ടൻ. വാവ്, എന്തൊക്കെ പേരാണ് ബ്രോ. യെസ്, പി സി ഗെയിം ആണോ? ഇത് പി സിയിലും കളിക്കാം, ബട്ട് ഞാൻ പി സിയിലല്ല കളിക്കുന്നത്, എക്സ് ബോക്സിലാണ് കളിക്കുന്നത്. വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് കേരള? അതെൻ്റെ നാടാണ് ബ്രോ. വാട്ട് പോളി ഡ്രിഫ്റ്റിംഗ് മാൻ, താങ്ക് യു ബ്രോ. എന്ത് ചെയ്യുന്നു ബ്രോ? ഞാൻ ജോബ് ചെയ്യുന്നുണ്ട് ബ്രോ. ഇവിടെ ഞാൻ പുറത്താണ്, ഗൾഫിലാണ്. 1 like അടിക്കട്ടെ മുത്തേ, അടിക്ക് മുത്തേ. ഓ യാ, ഓഫ് കോഴ്സ് അടിച്ചോളൂ മാൻ. വാട്ട്സ് യുവർ ഏജ് മാൻ? ഐ ആം 32 years old. Yes, looks like a Forza. Hey, what's up bro? മറ്റേത് ഇത് സോജിനെ ഹലോ. മറ്റേ ഇവന്റ് കഴിഞ്ഞാ മറ്റേ ഏതായിരുന്നു? മോട്ടോക്രോസോ? പോർഷയുടെ വീട് ബ്രോ. ഫസ്റ്റ് അടിച്ചാ? എനിക്ക് കിട്ടിയില്ല. അത് ടേണിംഗ് കുറച്ച് സൂക്ഷിച്ചാ മതി. ടേണിംഗ് ആണ് ഫുള്ള് പ്രശ്നം. അതന്നെ. വേറെ വണ്ടി ഉണ്ടോ യൂസ് ചെയ്യാൻ പറ്റിയ? എനിക്ക് ഞാൻ പ്രോ സെറ്റിംഗ് ചെയ്തായിരുന്നു തോന്നുന്നു, ഞാൻ നോക്കിട്ട് ഇപ്പൊ പറയാം. പ്രോ സെറ്റിംഗ് ചെയ്തോ? പിന്നെ പോർഷക്ക് ടേണിംഗ് കറക്റ്റ് എടുക്കണമെങ്കിൽ കുറച്ച് ഏർലി ആയിട്ട് ടേൺ എന്നിട്ട് ത്രോട്ടൽ വിട്ടിട്ട് വീണ്ടും ത്രോട്ടൽ കൊടുക്കുക. അങ്ങനെ എടുക്കാം അല്ലേ? ചെറിയൊരു കാൽക്കുലേഷൻ വേണം. അപ്പൊ വളവെത്തുന്ന കുറച്ച് മുമ്പ് ടേൺ വന്നിട്ട് ത്രോട്ടിൽ വിട്ടിട്ട് വീണ്ടും ആക്സലേഷൻ കൊടുക്കും. അന്നേരം പിന്നെ വേണമെങ്കിൽ നൈട്രസ് കിട്ടും, കുറച്ച് ചെറുതായിട്ടൊന്നും. ഫുൾ ടൈം ഞാൻ നൈട്രസ് തന്നെ യൂസ്. ഞാൻ തേർഡ് സെക്കൻഡ് വരെ എത്തി, അവിടെ തേർഡ് എത്തി. കാട്ടിലായിരിക്കും. അതാണ് നല്ല പാടുള്ള റേസ്. ഹോവർ ക്രാഫ്റ്റ് കഴിഞ്ഞാണോ ബ്രോ? ഓ, അത് ചെയ്യാൻ പറ്റിയില്ല, അത് നല്ല പാടാ. താങ്ക്സ് ഫോർ ദി സബ് ബ്രോ. ഞാൻ നെയിം റീഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഗെയിം ഇനാക്റ്റീവ് ആകുമ്പോ അവന്മാർ കിക്ക് ചെയ്യുന്നു. ഫോർസയിലും അങ്ങനെയുണ്ട്. ഓക്കെ, ഹോവർ ക്രാഫ്റ്റ് ചെയ്യാൻ സജീവ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവന്റ്സ് ആണ് നമുക്ക് പിന്നെ ചെയ്യാം. പെയ്യെ. Did you know to read Malayalam? Yeah, little bit. ചെറുതായിട്ട്. മല്ലു PS4 ഗെയിം. അയ്യോ ശിവ് പ്രസാദ് ബ്രോ, വാട്ട്സ് അപ്പ് ബ്രോ? വോൾട്ട ഇനി ഓൺലൈൻ ഉണ്ടോ? ഓൺലൈൻ ബ്രോ ഞാൻ കളിക്കാം. ഞാൻ ആക്ച്വലി കളിച്ചില്ല. ഇന്നലെയാണ് ഞാൻ PS4 ആക്ച്വലി ഗെയിം കളിച്ചത് തന്നെ. ഞാൻ ഇന്നലെ PS4 ഇന്നലെ ഓപ്പൺ ആക്കി. ഞാൻ ചെയ്യാം. അയ്യോ വെയിറ്റ്, എനിക്ക് ലോഡിങ് നിൽക്കണം. മനസ്സിലായി? ക്വിറ്റ് പാടാൻ തോന്നുന്നു. മറ്റേ ഇല്ല, ചെയ്യാൻ കുഴപ്പമില്ല. ചെയ്യാൻ പറ്റും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് റേസ് ഒക്കെ സ്റ്റാർട്ട് നടത്തേണ്ടി. നീ എന്റെ അനിയൻ തന്നെയാണോ? ഓ, വീടിന് ബാൽക്കണി ഒക്കെ ഉണ്ട്. ബ്രോ പോയിട്ടില്ലേ അപ്പോ? ഞാനങ്ങനെ ടൂറൊന്നും അടിച്ചില്ല. ഞാൻ ഫുള്ള് കയറി. അടുക്കളയിൽ കയറി, ഡൈനിങ് റൂമിൽ കയറി, ബെഡ്റൂമിൽ കയറി. പിന്നല്ലാണ്ട് ഓ, ഇവിടെ ബാൽക്കണിയിൽ സോഫ ഒക്കെ ഉണ്ടല്ലോ, ചില്ലാം. ബ്രോ കിച്ചൺ കണ്ടോ? കിച്ചൺ നോക്കിയോ? കിച്ചൺ കിച്ചൺ ഉണ്ടോ? പിന്നെ കൊള്ളാം.
എങ്ങനെ കഴിക്കാതെ ജീവിക്കും ബ്രോ അതും കൂടി പറ. സത്യം ഉണ്ട് ലൈക്ക് ആ എയർപ്ലെയിൻ നിൽക്കുന്ന അവിടെ പോകും ബ്രോ. സൊമാറ്റോ ഇല്ല പിന്നെന്തൊരു കിച്ചണോട്. ഫിഫ വേൾഡ് ടവർ നമുക്ക് ചെയ്യാം ബ്രോ. ഉടനെ ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇന്നലെയാണ് PS4 ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. ഹലോ യോ ബോയ് ഹായ് ബ്രോ വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ഡൽഹി? ആക്ച്വലി ബ്രോ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഡാർക്ക് ലോഡ് ഡിക്ലൈൻഡ്. വാട്ട് ഡാർക്കി? മെസ്സേജ് വന്ന പോലും കണ്ടില്ല. What the heck? നീ എന്തോ കണ്ടോണ്ടിരിക്കായിരുന്നു സോറി. ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം സെറ്റ് ചെയ്തു കഴിച്ചോണ്ടിരിക്കുക ഒരു വാക്ക് മിണ്ടായിരുന്നു. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം വെയിറ്റാ. ശ്രദ്ധിച്ചില്ല. ഞാൻ ഡിക്ലൈൻ. ഓ ഇത് ഹോവർ ക്രാഫ്റ്റ് അല്ല. Wicked. Hi bro, what's up man? Where are you in Kerala man? I'm all over the place in Kerala bro. You know? അങ്ങനെ പെർട്ടിക്കുലർ സ്ഥലമില്ലെന്നില്ല. ഞാൻ എല്ലായിടത്തും എനിക്ക് ആക്ച്വലി പ്രോപ്പർ മലയാളം ലാംഗ്വേജ് ഒന്നുമില്ല. എനിക്ക് എല്ലാ ലാംഗ്വേജ് മിക്സ് ആയിട്ട് ഞാൻ സംസാരിക്കാം. ബംഗാളി ഫൈൻ. സോജിന് ഇഷ്ടപ്പെട്ടു. വെയിറ്റ് ഞാൻ ബാക്ക് സബ്മിറ്റ് കൊടുക്കാൻ വെയിറ്റ്. എടാ മിസ്റ്റർ ബംഗാളി സോജിനെ ബംഗാളി ആക്കുമല്ല. ബി സേഫ്. ഓക്കെ. അമ്മൂമ്മ എന്ന് ചർമ്മ കോളം. What? Yeah, it's so weird man. ഇന്ന് ഞാൻ കുറെ weird നെയിം കിട്ടും. ഒന്ന് ലൈക്ക് ടോയ്ലറ്റ് അപ്പുകുട്ടൻ one. Wait, let me read. Like in the chat let me read wait. ഒന്ന് ടോയ്ലറ്റ് അപ്പുകുട്ടൻ, ഒന്ന് അമ്മൂമ്മ എന്ന ചർമ്മ കോളം. Okay, one. And another one like oh wait, I forgot. Like where is it? ഓസ്ട്രല്ല ഹർത്ത. Like ഇത് യൂട്യൂബ് നെയിം ആണ്. ഞാൻ ഓരോരുത്തരുടെ യൂട്യൂബ് നെയിം ആണ് you know. And another one like I forgot like oh wait, where is it? ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ കാര്യം. Yeah, I like ഞാൻ സ്റ്റാർട്ട് ചെയ്യണ. wait അല്ല ഇത് വേറെയാണ്. ഇത് വേറെയാണ് ബ്രോ. wait ഒരു നെയിം കൂടി ഉണ്ടായിരുന്നു. മിസ്സസ് wait another one is സുനാപ്പി പോയ മങ്കി. yeah it's സുനാപ്പ്. ഇതല്ല നമ്മൾ കളിച്ചല്ല. ഇത് ഹോവർകോട്ട് എസ്കേപ്പാ. ഹോവർബോർഡ്. എനിക്ക് ലാഗ് ആവുന്നുണ്ട് പണ്ടാറാം. അല്ല ഇത് വേറെ. ഇത് നമ്മൾ ആദ്യം കളിച്ച ഹോവർ ക്രാഫ്റ്റ് എടുക്കാൻ പോണേ. ബാ സ്റ്റാർട്ട് ചെയ്തിട്ട് ജോയിൻ ഡിക്ലൈൻ ചെയ്യല്ലേ. ഇന്ന് കുറെ വിയർഡ് നെയിം ഞാൻ വായിക്കുന്നുണ്ട്. കണ്ട അതുകൊണ്ട് ആൾക്കാർ ഇത് ട്രോൾ ചെയ്യാൻ വേണ്ടി ഇടുന്നതാണോ അതോ എന്താണ് അവരുടെ പ്ലാനിങ് ആക്ച്വലി. അമ്മാവോ യോ അൽത്താഫേ. എടാ അൽത്താഫ് നിന്റെ കയ്യിലുണ്ടോ ഗെയിം? പ്രണവേ കിട്ടില്ലല്ലേ? പ്രണവ് അക്സെപ്റ്റ് ചെയ്തു. അൽത്താഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മാവോന്ന് വിളിക്കുന്നതന്നെ. യെസ് കൊച്ചുമോനെ എവിടെയാണ് നീ? അവധിയായിട്ട് നിന്നെ കാണുന്നില്ല. സ്കൂളുള്ളപ്പോ എല്ലാ ദിവസവും ഓൺലൈൻ കാണും കേട്ടോ. അതാണല്ലേ. ഓ ഗേൾഫ്രണ്ടിന്റെ കൂടെ കളിയല്ലേ? Why your brother is with you? Because he's my brother. എന്താണ് ബ്രോ ഇത്? കോൺമണിക കരോട്ട്പത്തി വല്ലതാണോ? കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രോയുടെ ബ്രദർ ആണോ കൂടെ? അല്ലല്ല, അതെന്റെ കസിൻ ആണ്. ഞാൻ ഗെയിമില്ല. എൻ്റെ ബ്രദർ എൻ്റെ വീട്ടിലുണ്ട്. കണക്ടിവിറ്റി ഇഷ്യൂ. ഓക്കെ നൈസ്. ഈ ഗെയിം സക്സ്. എനിക്ക് തോന്നുന്നേ എല്ലാ സോയിന് എന്താ ടിപ്പ് എന്താ വരുന്നുണ്ടോ സോയിനെ? ഓക്കെ സോജിൻ പറഞ്ഞു വിശ്വസിച്ചു. Guess who's ahead of the pack? എന്റെ പൊന്നോ ഇടിച്ച് എന്തോ അടിക്കാണ്. ഈ സാധനത്തിന്റെ വീലൊന്നും ഇല്ലാത്ത കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റായേ തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ പോയി കൊല്ലം അതിലെ പോയി ഒക്കെ ഇടിക്കാണ്. വാഗത്തൊലി 1ാം സ്ഥാനത്തായിരുന്നു ഞാൻ.
ഞാൻ 1ാം സ്ഥാനത്തായിരുന്നു. നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് ആണ്. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യട്ടെ ഞാനാ ബ്രോ. ഇത് കഴിഞ്ഞാണ് ഈവന്റ് പ്രണവേ? ഇല്ല, ഇത് ഞാൻ അബാൻഡൻ ചെയ്തു. Did your father know mother and know Malayalam? Yeah, of course, man. അവരൊക്കെ പ്രോപ്പർ മലയാളിയാണ്, you know. റൈഡ് പോകാം, റൈഡ് പോകാനോ? വാട്ട്? ഞാൻ മാത്രം വരെ പാടി. Wow. Xbox One for sale. What? Really? 10K. Which version? Xbox original ആണോ, Xbox One S ആണോ, Xbox One X ആണോ ബ്രോ? 10K, I think like it's a good price, you know. We got this. You're a rock star. എന്റെ പൊന്നെ, അത് മണ്ടക്കോട്ട് കേറിയിട്ടൊക്കെ വരുന്നുണ്ട്. First place. I'll try my best, man. Damn. Bruh. I suck at this game, bro. ഞാൻ ഇപ്പൊ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പോവും. ഇല്ല, ഞാൻ ഇപ്പൊ പോവും. വളവാണ് പ്രശ്നം. പോന്നു ഏറ്റവും ലാസ്റ്റ്. ഷിറ്റ്. വളവ് ഭയങ്കരമാണ്. ജാസ്മിൻ, ഹായ്, വാട്ട്സ് അപ്പ്, ഹൗ യു ഡൂയിങ്? ജാസ്മിനെ വളച്ചൽ. ഞാൻ ജാസ്മിനെ ഒന്ന് വളയ്ക്കട്ടെ, ചിലപ്പം ജയിച്ചാലോ. വാവ്, ചെക്ക് പോയിന്റ് മീൻസ് വാട്ട് ദ ഫക്ക്. You're dead last. വാവ്, എന്നെ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രൊഡ്യൂസർ, ഐ മീൻ എൻ്റെ സപ്പോർട്ടേഴ്സ് എന്നോട് പറയാം യു ആർ ലാസ്റ്റ് എന്ന്. വാവ്, ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഓ, ജാസ്മിനെ വളയ്ക്കാൻ നോക്കി, ജാസ്മിൻ മൈൻഡ് ചെയ്ത് അങ്ങ് പോയി. ഹാ തെണ്ടി. നീ ജയിക്ക് സോനിയ, നീയേ ഉള്ളൂ വെള്ളത്തില്. നീ വെള്ളത്തിലെ ആളാണ്. അക്വാമാൻ. ജാസ്മിൻ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന്. ബട്ട് നോ, കേട്ടില്ല. ഓക്കെ, നൗ യു സക്ക് ജാസ്മിൻ. ബൈ, സീ യാ. ജോർജിന്റെ അടുത്ത് വരട്ടെ. വെയിറ്റ്. എന്റെ അമ്മ, ഇവരൊക്കെ എങ്ങനെ വളച്ചു പോകുന്നു? ഇത് കണ്ട്, ഞാൻ വളച്ച് അപ്പുറത്തേക്ക് പോണത്. ടോട്ടലിന്റെ കൈ എടുത്തിട്ടാണോ? കൈ മാത്രമല്ല, എല്ലാം എടുത്തിട്ടാ ഞാൻ വളയ്ക്കുന്നത്. ഓലും ചെയ്തോ? ലൈക്ക് ഹീറ്റഡ് ബോട്ട് ഇഷ്യൂ ആണ്. ലൈക്ക് അവന് ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് പറ്റും, കേറി എടുക്കാൻ നോക്ക്. അറ്റ്ലീസ്റ്റ് ഈസ് ഓൺ 3. സോ ഗുഡ്. ഓ, ഐഡിയ ബ്രോ. എന്നോട് പറഞ്ഞില്ല പോർഷ ചെയ്യാൻ. അത് സെയിം ഇഷ്യൂ ആണ് ബ്രോ. ലൈക്ക് പോർഷ ചെയ്യാൻ പറഞ്ഞില്ലേ, ലൈക്ക് വളച്ച് കഴിഞ്ഞ് നേരത്തെ വളയ്ക്കണമെന്ന്. അതുപോലെ വളച്ചാൽ മതി ബ്രോ. ആ സെയിം ടെക്നിക്കാണ് ഇവിടെ. അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ജാസ്മിൻ കൊച്ചി ഒന്ന് നിൽക്കും. മുട്ടായി തരാം, ഇഞ്ചി മുട്ടായി. അത് തന്നെ. പക്ഷെ ആക്സലേറ്റർ കുറച്ച് നോക്കി എടുക്കണം. ഓ നൈസ്. ഞാൻ പേടിച്ച് നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. അങ്ങനെ ജാസ്മിൻ എന്നെ തേച്ചു. നീ താഴാണ് സോജിനെ. ഓ കഷ്ട. ഓ കേറി. നൈസ്. കിട്ടിയോ? എന്ത് വേണം? നൈസ്, ജയിച്ചു. സമാധാനമായി എനിക്ക്. എടാ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലടാ. നമ്മുടെ ഇതിന്റെ ഈവൻസ് ഒന്നും കളിച്ചിട്ടില്ലല്ലോ. വണ്ടി കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവണം. സ്റ്റോക്കിലാണ് കളിക്കുന്നത്, അത് നീ ഓർക്ക് സോയിനെ. ഓ ജയിച്ചു. സന്തോഷമായി. ഇനിയാണ് നമുക്ക് 2-3 ഈവൻസ് ഉള്ളത്. ഓക്കെ, ജയിച്ചു. നൈസ്. വെയിറ്റ്. Hi bro, what's up? Weird name, something weird, fishy. Yes, എനിക്ക് അങ്ങനെ തോന്നി. അജിത് ബ്രോ അങ്ങനെ തോന്നി എനിക്ക്. എവിൽ സോങ് നീ ആരാന്ന്? വാവ്. Now ബ്രോയുടെ ഫ്രണ്ട് എടുത്ത് ഹായ് തരാൻ പറയുമോ? യെസ്, ഓഫ് കോഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ഹായ്
തരാൻ പറയുന്നു ഗൈസ്. ഒരു ഹായ് തരൂ പ്ലീസ്. ഹലോ. ഹായ് തരാൻ പറഞ്ഞ ഹലോ ആണോ സോജിനെ? അങ്ങോട്ട് കൊടുക്കാൻ യെസ്, ഹായ് എന്ന് പറഞ്ഞ ഹായ് ആണ് സോജിന, ഹലോ അല്ല ഹായ്. ഇതേ കണ്ടോ, പ്രണവനെ കണ്ടുപിടിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നമുക്ക് ജർമ്മനി എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് റേസ് ഉണ്ട്. അത് ചെയ്താണോ ബ്രോ? സ്ട്രീറ്റ് റേസ് അത് ചെയ്തു ഈസി ആണോ? ചെയ്തു ഈസിയാ. ഞാൻ അത് എടുത്തിട്ടുണ്ട്. അത് പോർഷ എടുത്താൽ മതി. പഴയ പോർഷ അല്ല, അത് എടുക്ക്. ഞാൻ ഹാൻഡ്ലിംഗ് ആണ് കുറച്ച് നല്ല. നമുക്ക് ആർ സെലക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ വെയിറ്റ് ചെയ്തായിരുന്നല്ലേ? സെലക്ട് എനിക്കൊന്ന് പോർഷ. I am inviting you to Patnata. Wow, I am from Patnata, bhai. Yeah, I am from Bra. Wow. എനിക്ക് ലോൺ ബൈക്ക് Kuliki Maman. Another name, Kuliki. Kata. വണ്ടി ഉണ്ടാവല്ലോ. Kata Sojine. Another name. ശരിക്കും M2 അതൊന്നേ. Another name, Kuliki Maman. Wow. Okay. Wait. Select ചെയ്യാൻ ഉള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, but why? I hate this fucking game. ബ്രോ ഗെയിമിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ കാർ സെലക്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് വന്നു, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജർമ്മനി ഇതല്ലേ ഇത്? അപ്പൊ ജർമ്മൻ കാർസ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം പിടിച്ച. ഞാൻ വിചാരിച്ചു റേസ് ചെയ്യാൻ ജർമ്മനി പോണം. അതിനായിട്ട് മൊത്തം ഉടായ്പാണ്. ജാസ്മിൻ ഗേൾഫ്രണ്ട് ആണോ? അല്ല, ഗെയിമിലൊരു ക്യാരക്ടർ ആണ് ബ്രോ. എനിക്ക് മറ്റേ AMG കിടക്കുന്ന കേട്ടോ, എനിക്ക് റേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ മറ്റേ കാറാണ്, പുതിയതാണ്, ഇതില്ലാത്ത. അത് ലാഗായി പോയി. അന്നേരം ഒന്നും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വന്നു, പക്ഷെ ലാഗായി കിടന്നു. എനിക്കുണ്ടായി, പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. എനിവേസ്, പ്രണവ് ഫസ്റ്റിലല്ലേ? നിനക്ക് ജർമ്മൻ വണ്ടി ഇല്ലായിരിക്കും സോനു, മസ്റ്റാങ്ങല്ലേ ഉള്ളൂ. പിന്നെ ഏതാ ഉള്ളത് നിന്റെ കയ്യില്? ഏത് ജർമ്മൻ കാറാണ് നിന്റെ കയ്യിലുള്ള? BMW ഉണ്ടോ സോജി? മെർസിഡീസോ? ഇല്ല. സോ അതുകൊണ്ടാണ് പ്രശ്നം. മസ്താങ് അത് സ്റ്റാർട്ടിങ് കിട്ടുന്ന ഫ്രീ ആയിട്ട്. സോ വാട്ട്? പക്ഷെ ഇതിനകത്ത് ലാംബോ ഉണ്ടല്ലോ. അതാണ് ഇവർക്ക് മാറിപ്പോയതാണ്. അല്ല, നമ്മളായിരിക്കും. ഓക്കെ അങ്ങനെ. ഓക്കെ, ഇതോട്ടെ എല്ലാ ഗെയിമിലും ലൈക്ക് എല്ലാരും ജർമ്മൻ കാസ് ആയിരിക്കും. സോജിന് ബ്രേക്ക്. ഏത് കാറാ നീ യൂസ് ചെയ്തത് സോജി? M2 ആണോ? നൈസ്, പൊളി. ഞാൻ അതുപോലെ പോയി ഇടിച്ചതാ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞാനും സ്റ്റോക്കാ കേട്ടോ സോയിനെ. ഇതെനിക്ക് ഇന്ന് കിട്ടിയ കാറാണ്, AMG GT. ഇന്ന് കിട്ടിയ കാറാണ് ഇന്ന് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കാണ്. എന്റേതാണ് 150 സംതിങ്ങേ ഉള്ളൂ ബ്രോ ലെവല്. ആ ചില്ലുന്ന പൈസ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ, ഗോൾഡ് ആയതുകൊണ്ട്. സോയിന് ഞാനൊരു ഐഡിയ പറയട്ടെ സോയിന്. നീ ഓരോ ഇവന്റിന് വേണ്ടി കുറച്ച് വണ്ടിയൊക്കെ എടുക്ക്, നിങ്ങക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ക്യാമറ കിട്ടിയോ? ക്യാമറ ട്രൈ പോലും ചെയ്തില്ല. ഡാമിറ്റ്. 1 സെക്കൻഡ് ഇപ്പൊ വരാം ഗൈസ്, ഇപ്പൊ വരാം. ഞാൻ ചാറ്റിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. 1 സെക്കൻഡ്. ഞാൻ ചാറ്റിലേക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഞാൻ ആരുടെങ്കിലും പറമ്പിലായിരിക്കും പോയി കിടക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും, റേസ് നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടും. തോറ്റുപോയ എന്റെ പാർട്ട്നേഴ്സ് എന്നെ തല്ലും. ഓ കരടി. ഇതില് മാങ്ങച്ചോടം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ല, അവിടെ വാട്ടർമെലനാണ് തോന്നുന്നു കൂടുതൽ. അത് ലാഭമാണല്ലേ. മത്തങ്ങ എടുക്കാറുണ്ടോ? മത്തങ്ങ
ബിസിനസ് മാൻ അല്ലേ മോൻ? ഡൽഹിയില് വേറെ level ആ. ഡൽഹിയിലൊക്കെ നമ്മള് ഇല്ല, ഡൽഹിയിൽ നമുക്ക് ചിക്കും പിന്നെ മുന്തിരിങ്ങയാണ് കൂടുതൽ. ഇവിടെ ഞാൻ ചിക്കു കണ്ടിട്ടില്ല. ഇവിടെ കിട്ടാറില്ലേ? യുഎയിലില്ലേ സംഭവം ഇല്ലേ? ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. കിവിയാണ്, കിവി ഏറ്റവും കൂടുതൽ. ഓ ബോയ്, ഐ ഫിനിഷ്ഡ് ബോയ്, ഫിനിഷ്ഡ്. അപ്പോൾ ഇവിടെ നിൽക്കാം. സോജിൻ ഇപ്പം വരും. സോജിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. സോജിൻ ഇപ്പം വരും ഗൈസ്, വെയിറ്റ് ചെയ്യാം, ഇപ്പം വരും. ജാസ്മിൻ ആരെ ഗേൾഫ്രണ്ട് അല്ല മാൻ. ആരോമൽ ഹൈ ബ്രോ മാൻ. Xbox One ലാഗ് ആണ്. വൈ ഓൺ എർത്ത് മാൻ? എക്സ്ബോക്സിന്റെ അല്ല ബ്രോ, ഇത് നമ്മുടെ ഗെയിമിന്റെ സർവറിന്റെ ഇഷ്യൂ ആണ് ബ്രോ. യെസ്. ഓൾ വീൽ ഡ്രൈവ് ആണോ ബ്രോ? അല്ലല്ല, റെയിൽവേല. സോയിന്റെ ലൈറ്റ് നോക്കി ബ്രോ, സോയിന്റെ വണ്ടിയുടെ ലൈറ്റ് നോക്കിയേ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടിച്ചോണ്ടാണ്. വാ ഓക്കെ, കണക്ഷൻ എല്ലാം പോയതാണല്ലേ. Crew 2 worth buying. Yeah, now അതാണ് ഞാൻ ആക്ച്വലി ഗെയിം റിലീസ് ചെയ്ത സമയത്ത് മേടിച്ച 2018. അന്ന് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മാറ്റിയിട്ടു. പിന്നെ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ബീസ്റ്റ് കളിച്ചപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ലൈക്ക് അവർ കളിക്കുന്നുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ 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 സോജിൻ, ഓക്കെ 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 ഓക്കെ. സോ അതാണ് ഞാൻ പെട്ടെന്നൊന്ന് ഇതൊന്ന് നോക്കട്ടെ. പത്തനംതിട്ട, അയ്യോ എവിടെ പത്തനംതിട്ട ആക്ച്വലി പത്തനംതിട്ട പ്രോപ്പർ അല്ല, ലൈക്ക് ജില്ല, പത്തനംതിട്ട ജില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്രോ കെൻ യു ഇൻവൈറ്റ് മീ? യാ ഷ്യൂർ ബ്രോ, ഓഫ് കോഴ്സ്, വൈ നോട്ട്. യാ നമ്മുടെ ക്ലൗഡ് ഈസ് ഹിയർ ബോയ്സ്, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് ഫൈനലി നമ്മുടെ ക്രൂവിൽ ജോയിൻ ചെയ്യാവുന്ന ഈവെൻറ്റ് കളിക്കാൻ വേണ്ടി. യൂഷ്വലി എപ്പോൾ വന്നാലും ഫില്ലായിരിക്കും നമ്മുടെ ക്രൂയിനോ, അതാണ് സംഭവം. സൂസ് മൈ ഹൗസ് ഇൻ കുമ്പുകുളം. വാ കുമ്പുഴ റൈറ്റ് ബ്രോ. സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്യുന്നുണ്ടോ? യെസ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വിയേർഡാണ്. ലൈക്ക് ഇതിന് നേരെ പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഇതിന് ആംഗിൾ സെറ്റ് ചെയ്യാൻ എനിക്കൊരു ഓപ്ഷൻ കാണുന്നില്ല. സോ അതാണ് ഞാൻ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ ബോയ്സ്. സി എനിക്ക് എത്ര അപ്ഗ്രേഡ്സ് ഒന്ന് കിടക്കുന്ന കാട്ടെ. സി എൻ്റെ പോന്നെ, ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ വണ്ടി ഇപ്പം പറന്നേനെ. നന്നായിക്കോട്ടെ, ഞാൻ എല്ലാം ലൂട്ടൊന്ന് സെയിൽ ചെയ്യാൻ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പെട്ടുപോയാണ്. എക്സോസ്റ്റ് അപ്ഗ്രേഡിങ് ബൂം, താങ്ക് യു സർ. നമ്മുടെ സസ്പെൻഷൻ ടയേഴ്സ് കൂടി. സുജിനെ റെഡി ആവട്ടെ. സുജു വാവ്, ചെല്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാ, ലൈക്ക് പിന്നെ അനക്കമില്ല. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇവൻ ക്ലോൺ വല്ലതും ആണോ, ലൈക്ക് ചില സമയത്ത് പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന പോലെ സോജിൻ ചെയ്യുന്നു. എന്താണ് ബ്രോയുടെ അഭിപ്രായം? ഇപ്പം വരുമെന്നാണോ പറഞ്ഞത്? എന്താ സംഭവം സോജിനെ? ചില സമയത്ത് ക്ലോൺ ആക്ട് ചെയ്യുന്ന പോലെയാണ്. പറഞ്ഞതും കേട്ടിട്ടില്ല. ക്ലോണൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സോജിൻ ചില സമയത്ത് ആക്ട് ചെയ്യുന്നത്. വിയേർഡ്. ഡ്രിഫ്റ്റ് ചെയ്തോ ബ്രോ? ഡ്രിഫ്റ്റ് വേണ്ടി ചെയ്തില്ല, ചെയ്യണം. എനിക്ക് കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. സോ അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വെക്കാം, കാരണം എനിക്ക് കുറേ ഐറ്റംസ് സെയിൽ ചെയ്യാം. ഞാനും അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കാം. ലൈക്ക് ചിലപ്പോൾ റേസിനകത്ത് ഒന്നും കിട്ടിയില്ല. ലാംബോ ആണ്. അവന്റെ കിടപ്പുണ്ടോ? അവൻ മേടിച്ചായിരുന്നു അത്? ഉണ്ട്, മേടിച്ചു. എന്റെ പൊന്നെ, അവൻ അന്ന് മേടിച്ചായിരുന്നു ഒരു സ്ട്രീമില്. അത് ശരി, ഞാൻ ശ്രദ്ധിച്ചു പോലും ഇല്ല. ഓക്കെ, എൻ്റെ ഓടി ഡൺ ആണ്. ക്രൂ എത്തി, നമ്മുടെ ക്ലൗഡ് എത്തിയിട്ടുണ്ട്. ക്ലൗഡേ വാ, ഇൻവൈറ്റ് ചെയ്യാം. ക്ലൗഡിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മാൻ. എടാ ബ്രോ, യു എയിൽ എവിടെയാണ് മാൻ? ഞാൻ യു എയിൽ അലൈൻ എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റി ഉണ്ട് ബ്രോ, അവിടെയാണ് ഞാൻ. അലൈൻ സിറ്റിയിലാണ് ബ്രോ, അലൈൻ സിറ്റി. ഒന്നാമത്തെ പോർഷ ഇതെവിടെ കിട്ടി? എനിക്ക് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ബ്രോ. ആണോ? ഈ വണ്ടി ഉപയോഗിക്കണ്ടേ? ഇത് നല്ല ഹാൻഡിങ്. പോർഷയോ? ഐ തിങ്ക് ലൈക്ക് ഏത് പോർഷയാണ് ഇത്? നോക്കിട്ടോ, നമ്മള് ഗോൾഡിലുണ്ട്. ഇത് എന്റെ പഴയതല്ല. അല്ല, പഴയത് ഞാൻ ഓൾറെഡി അപ്ഗ്രേഡ് ആണ്. ബട്ട് ഇത് പഴയതല്ല, ഇത് ലൈക്ക് വേറെ എന്തോ ആണ്.
911 ടർബോ 3.6. ആണോ? ഓ അത് ഞാൻ ചെയ്ത അപ്ഗ്രേഡ് ഇതിൻ്റെ അത് ഞാൻ നമ്മുടെ ആക്സിഡന്റ് ഇവന്റ് ഉണ്ടല്ലോ ആക്സിഡന്റ് ചെയ്ത ഇത് മറ്റേതാ KMN 4 GT4 എന്ന് പറയുന്ന സംഭവം അതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ആണല്ലേ? ഓ ലാൻസർ അപ്ഗ്രേഡ് കിടപ്പുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ചുമ്മാതല്ല. ഓ എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സെയിൽ ചെയ്തിട്ട് നമുക്ക് ലൂട്ട് മെയിലിനകത്ത് പോയി കളക്ട് ചെയ്യാം. ഓക്കെ ഇച്ചിരി വീടല്ല എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആവുകയാണെങ്കിൽ അത്ര നല്ലതാണ്. കാരണം ഇതിൻ്റെ അപ്ഗ്രേഡ്സ് ഒക്കെ സിമ്പിളാണ്. ലൈക്ക് നമ്മുടെ ഇത് കമാറോ ഈസ് മൈ കമാറോ റെഡ് കളർ ഞാൻ എന്തായാലും മാറ്റും. കാരണം ഞാൻ യെല്ലോ ആക്കും. കമാറോക്ക് യെല്ലോ ആണ് ചേരുന്നത്. സോ അതാണ് നല്ലത് മാൻ. I'm back, Agil bro. What's up, man? Welcome like bro. And a new game. Hi bro. What's up, man? Bro, can you invite me? Of course, man. Joel, man. Hey Joel, what's up? Crew 2 worth ആണോ? ആണ് ബ്രോ ആണ്. ബട്ട് ഇടയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു ബ്രോ. ഞാൻ ആ സമയത്ത് ആണ് സോജിൻ ആ സമയത്താണ് മേടിച്ചത്. ഇപ്പം വീണ്ടും ഗെയിമിന് വില കൂടിയിട്ടുണ്ട്. 4000 സംതിങ് ആയിട്ടുണ്ട് ഇന്ത്യൻ മണി. സോ യാ കുറച്ച് എക്സ്പെൻസ് ആണ് ഇപ്പം. ഞാൻ എടുത്തപ്പോൾ ലൈക്ക് വില കുറവായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇപ്പോഴും ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് മേടിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് വേർഷൻ മേടിക്കുക ബ്രോ. ഗോൾഡ് വേർഷൻ മേടിച്ചാൽ ഒരുപാട് നല്ല നല്ല കാശ് കിട്ടും കേട്ടോ. സ്റ്റാൻഡേർഡ് മേടിക്കുന്നേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണെന്നേ ഉള്ളൂ. അധികമല്ല കുറച്ച് പ്രൈസ് കൂടുതലാണ്. എൻ്റെ മസ്താങ് ആണ് ഇപ്പം ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ ബ്രോ വേറെ കാര്യം സൂസ് ബ്രോ ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലാണ് ഫൺ. വാവ് എത്തി. നീ എവിടെ ആയിരുന്നു സോജിനെ പറ്റി ചോദിക്കായിരുന്നു. കുറച്ച് ബിസി അല്ലേ? വാവ് ഹുറക്കിൻ എത്ര സോജി? ഓ എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു വീഡിയോക്കകത്ത് കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തത്. ഓഹോ എന്റെ പോലെ ഓൾ വീൽ ഡ്രൈവ് അല്ല. ടർബോ എൻ്റെ കിടപ്പുണ്ട്. ഡ്രൈവ് ട്രെയിൻ. അത് ശരി. അങ്ങനെ ഒരു സീൻ ഉണ്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. വെയിറ്റ് ഓക്കെ ഞാൻ സെയിൽ ചെയ്തിട്ട് ഓടി വരാം. സ്ക്രാപ്പില്ല. അതാണല്ലോ അല്ലെന്ന് പറയാൻ പറ്റും. ടർബോ GT ടർബോ 3.6 അത് ഗോൾഡ് എഡിഷനിൽ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അതെ സോജി. യെസ് അത് അടിപൊളി സംഭവമാണ്. ഒന്ന് പോടോ എടുക്കാം. പോടോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്താണ് ഞാൻ ഓടിക്കുന്നേ. ആ തനിക്ക് എന്താണ് താ പോയി കേസ് കൊടുക്കോ. വെയിറ്റർ എവിടെ? ഞാൻ സ്ക്രാപ്പ് ചെയ്തോണ്ടിരിക്കുക ഇവിടെ. ജാട് സ്ക്രാപ്പ് ചെയ്തത് എന്താണ് ഇത്ര ജാട? എന്താണ് സോചിനെ നന്നായിക്കൂടെ നിനക്ക്? 280 എൻ്റെ കുറെ എണ്ണം കിടപ്പുണ്ട്. എന്തൊരു വാവ് വേണ്ട വേണ്ട. വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് പത്തനംതിട്ട? എൻ്റെ കുടുംബ വീട് എവിടെയാണ്? ഇങ്ങനെ വായ് ബ്രോ എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് മാൻ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്ട്രീമർ ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കുന്നതായിട്ട് കാണുന്നത്. യുനോ ഇറ്റ്സ് ഫീൽ ലൈക്ക് യു ആർ ഇന്റർവ്യൂയിങ് മീ ബ്രോ. ലൈക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. യുനോ അതുപോലെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ബ്രോ. എന്തേ പത്തനംതിട്ട ആയിക്കൂടെ? ചൈനയാണോ? ചൈന. ഓ ചൈന യെസ്. ഐടി കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാല്ലേ? ചൈനീസ് ഓടിച്ചാലോ സോജന? വെയിറ്റ് ബോയ് വെയിറ്റ് ബോയ്. എന്ത് സോജന? സ്ട്രീം മൊത്തം ചൈനയിലെയാ. നിനക്കോ? ജപ്പാന്. ജപ്പനീസ്. ഹായോ ഗോസൈമാസ്. ഞാൻ ആലോചിക്കാം എന്താ പറഞ്ഞെന്ന്. ഷോണി മാഷണോ? ഷോണി മാഷോ? മാഷോണിയോ? മാഷോണോ? ഷോണി മാഷി. ഓക്കെ ആ ഹവർ കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് എന്താണ്? ബോട്ട് ചെയ്യണോ? ഡീമൻ ചെയ്യണോ?
ബ്രോ നമുക്ക് 2 ഇവന്റ് ഉള്ളൂ. ഒന്ന് തുടങ്ങിയോ ബ്രോ? ബോട്ട് ഡീമൻ ഇല്ല, തുടങ്ങില്ല. ബോട്ട് ഉണ്ട്, പിന്നെ ഡ്രിഫ്റ്റ് ഉണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യാം അല്ലേ? അഗേറ വേണ്ടത് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അഗേറ എൻ്റെ കയ്യിലുണ്ട്, അതല്ലേ മേടിച്ചത്. 1 മില്യൺ പൊന്നെ ഞാൻ ഉണ്ടായത് പൈസ ഇല്ല, അതാണ് നിന്നെ വിളിച്ചത്. നീ കിടന്നോ? ഇല്ല, മേടിക്കണ്ട സോന, മേടിക്കണ്ട. കൊള്ളത്തില്ല. ഇല്ല, കൊള്ളില്ല. ക്രോസ് പ്ലേ ഉണ്ടോ? ഇല്ല ബ്രോ, അതാണ് ആക്ച്വലി വേണ്ടത്. എല്ലാ ഫ്രണ്ട്സും കളിക്കുന്നുണ്ട്, സോ അതാണ് പ്രശ്നം. ക്രോസ് പ്ലേ മാത്രമേ ഇല്ല. മിസ്റ്റർ ടി കെ യോ മിസ്റ്റർ ഹാക്കർ, ഹൗ ആർ യു മാൻ? വെൽക്കം ടു ലൈവ് സ്ട്രീം ബ്രാ. Legendary gaming, you suck man, you suck. Titan gaming poly, hi bro, what's up man? A to Z vlogs and tech, hey bro, what's up man? Welcome to Dustin bro. Alright, let's go. ചാനൽ ഉണ്ടാക്കണോ യൂട്യൂബില്? അല്ല അക്കൗണ്ട് മാത്രം ഉണ്ട് മതിയോ? അക്കൗണ്ട് മാത്രം മതിയല്ലോ. മതി, അക്കൗണ്ട് മാത്രം മതി. എന്താ ബ്രോ പുതിയ പ്ലാൻ വല്ലതും എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ അങ്ങനല്ല, ഞാൻ ഇതില് കമന്റ് ചെയ്യാൻ വരുമ്പോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞാൻ കമന്റ് അടിക്കാറ്. ചിലപ്പോഴും നാട്ടിൽ പോകുമ്പോ ഞാൻ നിങ്ങളെ വീഡിയോ കാണാറ്. ഞാൻ എറന്റെ ആളാണ് നമ്മുടെ ആളാണ് മാൻ. പിന്നെ എന്ത് വേണം അല്ലേ? ഇത് ഡ്രിഫ്റ്റ് ഇവന്റ് ആണ് എനിക്ക് തോന്നില്ല. ടോപ്പ് അല്ല, പക്ഷേ അതൊന്നും എന്തുവായത്? താഴെ ചാടിപ്പോയത്. ഓ ആണോ? വാവ്, എന്റെ പൊന്ന വളയി സാധനം വളയത്തെന്താ? ഓക്കെ, നമ്മള് ചുമ്മാ ഓടിക്കുന്നു ബ്രോ, നമുക്ക് പ്രോ സെറ്റിംഗ്സ് ഒന്നും ഇല്ലല്ലോ. ഇതിൽ ഇച്ചിരി ഹാർഡാണ് ബ്രോ, നമ്മൾ നോർമൽ കാർ പോലെ അല്ല. ഇത് സ്ലൈഡ് ചെയ്ത് പോവാണ്, ബാക്കിലാണ് ഫുള്ള് പവർ. വാവ്, സോജിൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ റേസ് കേട്ടോ, ആരോടും മിണ്ടാതെ. All I've got to say to you is keep working your magic. എന്തോടെ ഞങ്ങൾ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാം അതിലേക്ക് കിടന്ന് വരഞ്ഞോണ്ടാണല്ലോ പോകുന്നത്. ഇത് ഡ്രിഫ്റ്റ് ഇവന്റ് അല്ല ബ്രോ, ഈ കാർ വെച്ച് റേസ് ചെയ്യുന്നേ ഉള്ളൂ. ഡ്രിഫ്റ്റ് കാർ റേസ് ചെയ്യുന്ന കൂടോ? എന്റെ ക്ലച്ച് ഒന്നും ഇല്ലേ, ഓട്ടോമാറ്റിക് വണ്ടിയാ. പോയിടിച്ച് നൈസ്. എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആഹാ, ഞാൻ പറക്കുവാണ് വേൻ. വാവ് സോജിൻ, നീ പൊളിയാ സോജിൻ, നീ പൊളി. അടുത്ത വള വരുന്നുണ്ട് ബോയ്സ്. എന്റെ പൊന്നോ, അഗേറ പൊളി കേട്ടോ. രസമുണ്ട്, എനിക്ക് ആ വളയുന്ന കാണാൻ നല്ല രസമുണ്ട്. ഓടിക്കാൻ രസമുണ്ടാ. സോജിന് ഓടിക്കാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. Here we go. Oh shit. Okay, here we go, man. Damn it. എന്റെ പൊന്നോ, എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട് ഈ വണ്ടിയെ പറ്റി. ഓക്കെ ഓക്കെ, അത് പഠിച്ചത് ഞാൻ പഠിച്ചത് കൂടി പോയെന്ന് തോന്നുന്നു. ഷിറ്റ്, 54% ഞാൻ ഏറ്റവും ലാസ്റ്റില്. എന്റെ പൊന്നോ, പ്രണവ് പോയി. ഞങ്ങൾ എവിടെ കിടന്നത്? ഗ്ലെന്ന് കയറി കേട്ടോ, ഗ്ലെന്ന് കയറി ഏറ്റവും സ്റ്റോപ്പിൽ കേട്ടോ. ട്രാവിസുണ്ട്, ആരോണുണ്ട്, ഏമിയുണ്ട്. ഏമിയാണ് എനിക്ക് പിടിക്കാനുള്ളത്. ഞാൻ എന്ത് കൂടൈപ്പ് ചെയ്തിട്ടാണ് സോജി നീ പറയുന്നത്? ഞാൻ എന്ത് കൂടൈപ്പ് ചെയ്തെന്നാ നീ പറയുന്നത് സോജി? നീ പറ, റേസ് ഒന്ന് കഴിയട്ടെ, നിന്നെ ഞാൻ ശരിയാക്കാടാ സോജിനെ.
ഇവരൊക്കെ അടിപൊളി വണ്ടി യൂസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അഗേര കൊണ്ട് തന്നേക്കും. ഇത്ര പവറുള്ള വണ്ടി ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? വേണ്ട നമ്മുടെ ഫ്രണ്ടിൽ കൂടി ക്ലൈൻ ഹായ്, ഞാൻ ഒന്ന് പൊക്കോട്ടെ. ഞാൻ നിങ്ങളെ മൂത്ത സഹോദരനാണ്, എന്നോട് ക്ഷമിക്കുക. അല്ല ചിലപ്പം കിട്ടും തോന്നുന്നു. ക്രാഷ് ഞാൻ കയറി ഞാൻ പിടിച്ചു. ഞാൻ ഡ്രിഫ്റ്റ് കിങ്ങോ? അല്ലല്ല, ഞാൻ ഡ്രിഫ്റ്റ് കിങ് അല്ല, ഡ്രിഫ്റ്റ് പ്രിൻസ് ആണ്. മൊത്തം മോഡാണ്. മോഡോ? നൈട്രസ് ഉണ്ടല്ലോ, ആ വളച്ച് കഴിഞ്ഞാൽ നൈട്രസ് അങ്ങ് കത്തിക്കും ബ്രോ. സ്ലൈഡ് ചെയ്തങ്ങ് പോകും വണ്ടി. റേസ് ഒന്ന് കഴിയട്ടെ. സോ എൻ്റെ ജാട എല്ലാം ഞാൻ തീർക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോകാം ഗൈസ്. ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് വരും കേട്ടോ. ഞാൻ ചില 10 മിനിറ്റേക്ക് ഇവിടെ കാണത്തില്ല. സോ എൻ്റെ വീട്ടിൽ പോയി 2 പൊട്ടികൾ കൊടുത്തിട്ട് വരാം. ഓ റേസ് ഇവന്റ് ഫിനിഷ് കേട്ടോ. എൻ്റെ ഫൈനൽ. I'm waiting for you boys. Beru, okay. Oh, Soj. പ്രണവാണ് കയറിപ്പോയത്. യെസ്, സോജിനെ കാണുന്നില്ലല്ലോ. സോജിൻ കഞ്ഞിവെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പം വരും. വാട്ട്? നീ റേസിലല്ലായിരുന്നു? നീ കാണിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് പോയത് എന്തുവായിരുന്നു? അല്ല, സ്ട്രീം ചെയ്തതിന് മുമ്പ് നീ കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയതാണ്. കള്ള അന്ന് പറ്റിച്ച പോലെ വീണ്ടും പറ്റിക്കാനുള്ള പ്ലാൻ കേട്ടോ. ഇവ കള്ളനാണ്, കള്ളന്റെ ഉസ്താദ്. കള്ളന്മാർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നവൻ. നൈസ് വണ്ടി അല്ലേ ബ്രോ? നൈസ് ആയിരുന്നല്ലേ? എടാ സോനെ, ഒരു ഇവന്റ് കൂടി. എടാ നീ ഫിനിഷ് ചെയ്യ്. നീ എവിടെ? നീ എത്തിയില്ലേ ഇവിടെ? എവിടെ നീ? ബോട്ട് റേസ് ചെയ്യാൻ. ആ ബോട്ട് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ വാ. അപ്ഗ്രേഡ് ആക്കി വരുമ്പോഴത്തേക്കാ റെഡിയാണ്. ബ്രോ ആ ബോട്ടിന്റെ നെയിം ഓർമ്മയുണ്ടോ? ഓ എനിക്ക് പാർട്സ് കിട്ടി എന്റെ പൊന്നു. എടാ തെണ്ടി പോയി കഴിച്ചിട്ട് വാടാ. പോയി കഴിച്ചിട്ട് വാട്ടെ. സ്ക്വാഡ്രോൺ ഹേ ബ്രോ വൈ വാട്സ്ആപ്പ് നോവ അവൻ ഇനി ക്രൂ 2 ലൈവ് ഉണ്ട് ബ്രോ, സപ്പോർട്ട് ചെയ്യോ പ്ലീസ്. ഏതാണ് ബ്രോ? ആരാണ് ബ്രോ? പോയിന്റ്സ് തന്നോ? ടെൽ ഹിം ബ്രോ. ഹലോ ബ്രോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യ് പ്ലീസ്. എല്ലാവരോടും. ആരാണ് ലൈക്ക് ആരുടെ കാര്യമാണ് പറഞ്ഞത് ബ്രോ? എന്താണ് ചാനൽ നെയിം ഒന്ന് പ്ലീസ് പറയാം. രവി ജോർജ്. ഹേ ബ്രോ വാട്സ്ആപ്പ് മാൻ ഫ്രീക്ക് വാട്സ്ആപ്പ് മാൻ ഹാപ്പിയസ്റ്റ് ആൻഡ് ഹാപ്പി വിഷ് യു മാൻ. ഹേ മാൻ വാട്സ്ആപ്പ് മാൻ സെയിം ടു യു മാൻ. താങ്ക് യു സോ മച്ച് മാൻ. STV ഡ്രൈവിംഗ് ഹേ മച്ചാനെ, ഇത് എന്ത് ഗെയിമാണ് ബ്രോ? ഇറ്റ്സ് എ ക്രൂ 2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. 2018 റിലീസ് ആയതാണ്. ബട്ട് അന്നൊന്നും രസമില്ലായിരുന്നു കളിക്കാൻ. റീസെൻ്റ്ലി കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ട് ഗെയിം കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടുണ്ട് സർ. ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. നമുക്ക് ബോട്ട് റേസ് ചെയ്യാം അല്ലേ ബ്രോ? ഞാൻ പുറത്തിറങ്ങട്ടെ. ഞാൻ ബാക്ക് അടിക്കാണ്. കിട്ടിയത് ഈ സാധനം പുറത്തിറങ്ങിയിട്ട്. ആ ബോർഡിന്റെ പേരറിയാം ബ്രോ? Demon, yeah. How can I forgot that? ഇപ്പൊ ക്ലൗഡ് എത്തിയിട്ടുണ്ട്. ക്ലൗഡ് വാ, ക്ലൗഡിനെ കൂടി റേസ് ചെയ്യാം കേട്ടോ. I can 101. ക്ലൗഡ് ആക്ച്വലി ജോയിൻ ചെയ്തായിരുന്നു, ബട്ട് ഈവന്റ് ജോയിൻ ചെയ്തില്ല. ക്ലൗഡ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ നോട്ട്സ് ഗൈസ്. നിങ്ങൾ പുതിയതായിട്ട് ഈവന്റ് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മാപ്പ് കാണിക്കുക. പഴയ സ്ട്രീമേഴ്സിനൊക്കെ വ്യൂവേഴ്സിനൊക്കെ അറിയാം, ബട്ട് ന്യൂ വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കുകയാണ്. ലൈക്ക് ഇറ്റ്സ് ഫുൾ അമേരിക്കയുടെ ഫുള്ള് മാപ്പ് ഉണ്ട് ഇതിൽ. സോ ഹ്യൂജ് ഗെയിമാണ്. നമ്മളിപ്പോൾ റേസ് ചെയ്ത ഏരിയ ഇത് മാത്രമല്ല ഇത് ഫുള്ളാണ്. അമേരിക്കയിലുള്ള ഫുൾ മാപ്പുണ്ട്, എല്ലാ സ്ഥലമുണ്ട് ഇവിടെ. നമ്മൾ ഇടയ്ക്കൊക്കെ ടൂർ പോകാറുണ്ട്. ക്ലൗഡ് എന്ത് ചെയ്യും? ക്ലൗഡ് ഇവിടെ എവിടെ അടുത്തുണ്ടായിരുന്നു. ക്ലൗഡ് ഇവിടെയാണ്. എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ അല്ലല്ലോ, ഇത് ലോസ് വേഗസ്. എനിവേസ് ഞാൻ തിരിച്ചു വരട്ടെ. ആൻഡ് നമുക്ക് ലോസ് വെങ്കസ് അതാണ്. ഐ ആം നോട്ട് ലെവൽഡ് അപ്പ് ഫോർ ലൈവ് സബ്മിറ്റ്. ഓക്കെ. എനിവേസ് നമ്മൾ ലൈവ് സബ്മിറ്റ് അല്ല ഇപ്പം ചെയ്യുന്നത്. ഞാൻ വേറെ ഇവന്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യും. ലൈവ് സബ്മിറ്റ് പുള്ളിക്ക് സംതിങ് അൺലോക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ ക്ലൗഡിന്റെ എത്രയാണ് ബ്രോ? ലെവൽ എത്രയായി ബ്രോ? സംഭവം എനിക്കറിയില്ല. ലൈക്ക് ആ ക്ലൗഡ് ഫേമസ് ആയതേ ഉള്ളൂ ബ്രോ. ഐക്കണിൽ കയറിയിട്ടില്ല. അതാണ്, ഐക്കണിൽ കയറിയാലല്ലേ നമുക്ക് ഈ പ്രൊഫഷണൽ റേസസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ്.
So, അതാണ് ശരി. എനിവേസ് ബ്രോ അത് പെട്ടെന്നാകും കേട്ടോ. ഞങ്ങളൊക്കെ ഐക്കൺ 100 പെട്ടെന്നായിരുന്നു ലൈക്ക് പെട്ടെന്ന് അതാ ഹാർലി റേസ് ചെയ്താൽ മതി. ഹാർലി റേസ് ചെയ്താൽ മതി. യാ ബ്രോ എപ്പോഴെങ്കിലും ചെയ്താൽ മതി ഹാർലി റേസ്. അന്നൊക്കെ ആയെങ്കിൽ മാക്സിമം സ്ട്രീറ്റ് റേസസ് ഒക്കെ എടുത്ത് കളിച്ചാൽ മതി ബ്രോ. ഞങ്ങളൊക്കെ അതാ ഫുൾ ടൈം പരിപാടി. എന്നാ എൻ്റെ NFS ഇതെടുക്കട്ടെ. അടിപൊളി വണ്ടിയാണ്. വെയിറ്റ് എവിടെ അപ്ഗ്രേഡ്സ് ഒക്കെ ഇതിൻ്റെ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ബോട്ട് റേസ് ആണ് ചെയ്യാൻ പോകുന്നത് ബോയ്സ്. അപ്പോൾ ഞാൻ ബോട്ട് ഒന്ന് പോയി എടുക്കട്ടെ. ബോട്ട് റേസ് ഡീമൺ അല്ല, ഡീമൺ സെലക്ട് ചെയ്യേണ്ടി വരും. എറന് ലൈവ് ഉണ്ട് മാൻ. എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യും ബോസ്. വാവ് ബ്രോ എന്ത് കണ്ടിട്ടാണ് ഇടുന്നത് മാൻ പറയും മാൻ. നമ്മുടെ എറർ ഓൾറെഡി ലൈവ് ചെയ്യുന്നുണ്ട് മാൻ. അത് ഞാൻ അറിഞ്ഞായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്. What the heck? ഇവന്റ് ആണോ അത്? അല്ല വാനിറ്റിയില് ഗ്രൂവി സ്മോക്ക്. അതൊന്നും എടുക്കുന്നില്ല. കൊള്ളാവോ? അതൊന്ന് പ്രിവ്യൂ നോക്ക് ബ്രോ. വാനിറ്റി പോയിട്ട് ഗ്രൂവി സ്മോക്ക് റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വാനിറ്റിയിലെ പോയി അത് ഞാൻ വാനി നോക്കിയതാണെന്ന് തോന്നുന്നു. വാനിറ്റി എടുക്കണം. എത്ര 1 മില്യണോ? അല്ല വാനിറ്റിയിലല്ലോ. എവിടെയാ സംഭവം അത്? വാനിറ്റിയില് വാനിറ്റി കണ്ട് ന്യൂ വാനിറ്റി റൊട്ടേഷൻ എന്ന് പറഞ്ഞു. അത് തന്നെ നോക്കട്ടെ. ട്രോപ്പിക്കൽ ടയർ ഒരു ഗ്രൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മോക്ക് ഉണ്ട്. അത് പ്രിവ്യൂ അടിച്ചു നോക്കാം. എന്റെ ഗ്രൂവി മൾട്ടി കളർ സ്മോക്ക് ഒന്ന് മേടിക്കേണ്ടി വരുമല്ലോ. ഐട്ര പ്രോഗ്രാം നോ. വാട്ട്സ് അപ്പ് ബ്രോ? വാട്ട്സ് അപ്പ് ബ്രോ? നൈസ് TP ബൈ ദ വേ. ഞാൻ നോക്കട്ടെ. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. മൾട്ടി സ്മോക്ക് ആണോ ബ്രോ എടുത്തേക്കുന്നത്? അല്ലല്ലോ. അല്ല ഗ്രൂവി സ്മോക്ക്. ഗ്രൂമി സ്മോക്ക്. ഓക്കെ യെസ് കണ്ടു. അയ്യേ അതേ ഒരുമാതിരി പെയിന്റ് ചെയ്യുന്ന പോലെ അല്ലേ? ഡബിൾ ബോക്സ്. അതാ. പിന്നെ ഗ്രീൻ നൈട്രോ ഉണ്ട് 7.99. യെസ് അതാണ്. എന്താണ് അതിന്റെ പ്രൈസ്? ഇത് 7,999 cc. 7,000 നോ എനിക്ക് 55,000 കാണിക്കുന്നത്. 7,999. സീരിയസ്ലി എനിക്ക് എനിക്ക് CC കാണിക്കുന്നത് ലൈക്ക് 55,000. വാവ്. ഗ്രീൻ നൈട്രോനാ? യെസ്. അല്ല ഗ്രീൻ നൈട്രോ അല്ല. ഗ്രീൻ നൈട്രോ എൻ്റെ കിടപ്പുണ്ട് ഓൾറെഡി. ഗ്രീൻ നൈട്രോ ഓൾറെഡി ഞാൻ ഓൺ ചെയ്താ. മറ്റേ ഗ്രൂമി സ്മോക്ക് അല്ലേ? ബ്രോ പർപ്പിൾ സ്മോക്ക് എടുക്കും ബ്രോ. പർപ്പിൾ സ്മോക്ക് എടുക്കും. അത് 7,000 ഉള്ളൂ. നൈസാണ്. എന്റെ അടുത്ത് 4,000 ഉള്ളു ഇപ്പൊ. വാവ് അത് സ്പെൻഡ് ചെയ്തു ബ്രോ ഓൾറെഡി. ഞാൻ 2 ടയർ മേടിച്ചു നേരത്തെ. 19K ഉള്ളതിന്. ഏത് ടയർ എടുത്തേക്കുന്നത്? കൊള്ളാലോ സ്മോക്ക്. 19K ട്രാക്ക് ഇതുണ്ട്. പക്ഷെ ടയറിന് അത് അധികം ലുക്ക് തരത്തില്ല. ഞാൻ കണ്ടു 19 ഔട്ടർ പർപ്പിൾ ടയർ എന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്തുവാ? പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ലുക്കേ ഉള്ളൂ അത് ടയർ. അതാണ് ലൈക്ക് ലുക്കും പിന്നെ ഓഫ് റോഡ് ഒരു ബൾക്കി ടയർ ആണ്. കണ്ടു ഒരു ഗ്രീൻ കിടപ്പുണ്ട്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞാൻ ഒരു സ്മോക്ക് എടുത്താലോ ഒന്ന് പർപ്പിളിന്റെ. ലൈറ്റ് കിടപ്പുണ്ട്. അത് രസമാണ്. 31,000. ഞാൻ സ്മോക്ക് എടുത്താലോ ഒന്ന് ആലോചിക്കാം. ലൈക്ക് പർപ്പിൾ സ്മോക്ക് കാണാൻ വല്ല കൊതിയാണ്. അത് 19,000 ഞാൻ അത്ര സ്പെൻഡ് ചെയ്യുന്നില്ല. വേണ്ട നോ താങ്ക് യു. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി. ലൈറ്റ് ഉണ്ടല്ലോ ആസ്തെറ്റിക് അണ്ടർഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ. അത് പുതിയതാണെന്ന് അറിയില്ല. അതെ അല്ല ബ്രോ നമുക്ക് ഇതിനകത്തെ സ്പെയർ പാർട്സിന്റെ പോയിന്റ്സ് ഇല്ലേ? അത് മേടിക്കാൻ പറ്റുമോ? സ്പെയർ പാർട്ട് പോയിന്റ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? കഴിച്ചില്ല സോ എന്തായിരുന്നു നീ കഴിച്ചത് ഇത്ര പെട്ടെന്ന്? സ്പെയർ പാർട്ട് പോയിന്റ്സ് മേടിക്കാനുള്ള സംഭവം. പക്ഷെ ലൈക്ക് എന്താണ് യൂസ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല സോജിനെ. ഇതാരാണ്? മാറി നിൽക്കാം. മിസ്റ്റർ പെരേര ആയിരുന്നു എൻ്റെ അടുത്ത്. ഹായ് മിസ്റ്റർ പെരേര. മിസ്റ്റർ മൈ ഇരട്ടക്കുട്ടി. പ്രണവും ഞാൻ ഇരട്ടക്കുട്ടികളാ. കണ്ടില്ലേ?
ഇരട്ട കുട്ടികൾ. എന്ത് പറ്റി? നമ്മളെ രണ്ടുപേരെ കണ്ട ഒരുപോലെ ഇരിക്കും, താടിയും മുടിയും സെയിം. ഭാഗ്യത്തിന് ഡ്രസ്സ് വേറെയാണ്, അല്ലെങ്കിൽ കൺഫ്യൂസ് ആയി പോയി എന്നെ ഡാമേജ് വേണം. അതാണ് ആ ഹീറ്റഡും വന്ന 3 ആവും. ആയിട്ട് ഞാൻ ഇനി ഈവെന്റിന് അങ്ങോട്ട് പോകണം. അതന്നെയാന്ന് തോന്നുന്നു. ക്ലൗഡ് അതാണോ? എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഈവെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. സോജിൻ മാത്രം പെണ്ണ്. സോ ഞാൻ ഇനി ഒന്നുകൊണ്ട് പോയി ഫുഡ് കഴിച്ചിട്ടോ. തുടങ്ങു ബ്രോ. വൈറ്റടോ. ഓ ജാടയായിരിക്കും. അല്ലടോ, ഈ ഇത് ചെയ്തോണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്യണം. എന്ത് കഷ്ടമാണ് മാൻ, ജാടെന്ന് പറയുന്നു. എടാ ജാട തെണ്ടി സോജിനെ ഞാൻ ഓൾറെഡി ചെയ്താണ് കേട്ടോ സോജിനെ. വാട്ട്? അത് നമ്മുടെ ശിവയുടെ സൗണ്ട് ആണല്ലോ. ആരാണ്? ഹീറ്റഡ് വോയിസ് മെസ്സേജ്. ഓ അപ്പടിയാ. ലോഡി 252 കേട്ടോ അതിന്റെ സ്പീഡ്. ഓക്കെ ബാ. എന്നിട്ട് എന്താടാ ബ്രോ, മറ്റേ റേസ് ബോട്ട് ഇതായിരിക്കല്ലോ അല്ലേ? പ്രോ റേസിംഗിനകത്തായിരിക്കല്ലോ വരുന്നേ ബോട്ടിന്റെ. പ്രോ റേസ് ആ ലാസ്റ്റിലുള്ള. അപ്പൊ ഞാൻ തന്നെ എടുക്കാൻ പോണം. എനിക്ക് ആദ്യമേ ചെയ്യണ്ട, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ ആദ്യമേ ചെയ്യാതെ ചെയ്യുവാണ്. സോയിനെ ചെയ്യുവാണ്. ചെയ്യുവാടാ. എന്ത് ജാട? എന്റെ പൊന്ന് സോജിനെ സവാരി ഗിരിഗിരി വേൻ സവാരി ഗിരിഗിരി. എന്ത് പറഞ്ഞു? പറ്റുമോ? പുള്ളി വരുമോ? അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. റെഡി ആക്കട്ടെ? റെഡിയാണോ? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും. ഡാർക്ക്, ക്ലൗഡ് ആൻഡ് പ്രണവ് സർ. Let's go. A reminder, there are delicious fresh hot pretzels available at the snack shop. ഏട്ടാ ഹാർവേഡ് ഓൺലൈൻ കോഴ്സ് കുറച്ച് ഫ്രീ ചെയ്തിട്ടുണ്ട്. നോക്കി ഫണ്ടിന് വേണ്ടി. ഹാർവേഡ് ഉണ്ടല്ലോ, ഹാർവേഡ് യൂണിവേഴ്സിറ്റി. ബോട്ടിന് എന്ത് സൈസാ! എന്റെ ബോട്ടിനല്ലേ? സ്പോട്ട് വെറുതെ അല്ല അത്. ആ I know I'm not Demon. usually the one saying this sort of thing, but are you sure about this, Ray? And I'm not the one who usually says you're worrying too much. But here we അതാണ് are. ഫാസ്റ്റസ്റ്റ് സ്പോട്ട്. It's all set. ഞാനൊരു വീഡിയോ Between കണ്ടിട്ട് this and the race in Vegas, we're showing off in new ഫാസ്റ്റസ്റ്റ് venues. എഴുതിയിട്ടുണ്ട്. So we're hoping the big jump means എന്ത് big സൈസാന്ന് numbers? പറയാ. That's the idea. It's a big chance we're taking trying a location. എനിക്ക് തോന്നുന്നു ജാഗ്വാർ വെക്ടർ ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി സ്പീഡുള്ള ബോട്ട് അല്ലേ? അതോ ഇതാണോ? Old-fashioned അല്ലല്ല, driving Jaguar will fifth always ആണ്. win. ഫിഫ്ത്ത് ആണോ? ജാഗ്വാർ ആണ് 5th. എനിവേസ് നമുക്ക് നോക്കാം. 2, നമുക്ക് നോക്കണം. 1 നോക്കും. ഓ ഫാൻ എവിടെയാണോ? എന്റെ പൊന്ന്, എങ്ങോട്ടാണ് പോയത്? എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ പോയി ഇടിച്ചു. ലൈക്ക് എന്നെ ഓട്ടോമാറ്റിക് റോങ് വേ എന്ന് കാണിച്ചു. ചെക്ക് പോയിന്റ് ഇവിടെയുള്ളത് അവൻ 5-ാം മാസത്തേക്ക്. അവൻ മരം കയറിയുള്ളവനാണ് മാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ
ഡാം അത് തന്നെ. ഇതല്ലേ നമ്മൾ കുറച്ചു മുമ്പേ കളിച്ചത്? പക്ഷെ മറ്റേ പോയിട്ട് വെച്ചിട്ട് ടീം ഇത് ഞാൻ ടീമിനാ യൂസ് ചെയ്യുന്നത് ഇപ്പൊ. പോയിന്റ്സ് ഔട്ടുണ്ട്. ഓ ഞാൻ ക്ലൗഡിന്റെ മണ്ടക്കോട്ടാണ്. ഓ ഷിറ്റ്. No hard feelings, buddy. എന്റെ പൊന്നോ. ഓ താനെയാണല്ലോ സെക്കൻഡ് ഇംപ്രഷൻ. ദാന ഫസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ടൈം. ദാനക്ക് വെള്ളത്തിന് ഭയങ്കര ഇതാന്ന് തോന്നുന്നു. ദാന എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാ. പേരാണ് താനാരാ? അതാണ് നീ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ സൂചന. ഓ വോട്ട് അപ്ഗ്രേഡ്സ്. ഓ എൻ്റെ പൊന്നോ, അതാണ് നമ്മൾ കാത്തിരുന്നത്. കുറച്ച് അപ്ഗ്രേഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ റൈസ് ഇവന്റ്സ് ഒക്കെ പ്രോഗ്രസ് ചെയ്യായിരുന്നു. അതാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത്. അത് വ്ളോഗ് ചേട്ടാ PUBG PC ലൈറ്റ് കളിക്കാൻ എന്താണ് റിക്വയർമെന്റ്? ഞാൻ സെർച്ച് ചെയ്യേണ്ടി വരും. You've got to evolve to stay relevant. ഞാൻ കട്ട്സീൻ ആണ് ഗൈസ്. Trying new venues from downtown to 10 miles east of the middle of nowhere, then എനിക്കാണ്. maybe that's what we got to do. But I know it's a gamble. It won't do us any good to win new fans if we lose the old ones. Finding a balance. That's the tricky part. എൻ്റെ വണ്ടി Mark 2. Okay, PUBG PC Lite requirement. ഓ എനിക്കിത് കാണിച്ചു മറ്റേ ബീറ്റ് ചെയ്യാനുള്ള എന്നെയും കാണിച്ചു. ഡ്യൂക്ക് എന്ന് പറഞ്ഞിട്ട്. യെസ്, അവനെ നമുക്ക് ഒരു ദിവസം നമുക്കത് ക്ലാരൻസ് അല്ല, That's ഡ്യൂക്കോ സംതിങ്. അത് സോളോ ചെയ്യാൻ I've ever seen. You're ready for a shot. സോ And to show അവനെ Clarence പൊട്ടിച്ചാലേ that being ബ്രോ റിക്വയർമെന്റ്സ് നമ്മൾ Windows 7 64 CPU ആണെങ്കിൽ ഇന്റർകോ i3 വേണം മിനിമം, അല്ലെങ്കിൽ AMD Phenom X3 722.8 GHz. RAM ആണെങ്കിൽ 4GB സിസ്റ്റം മെമ്മറി ആണെങ്കിൽ, ആൻഡ് GPU ആണെങ്കിൽ RAM ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് സീരീസ് ഉള്ളത് G60 GT 620 ഓർ Intel HD ഗ്രാഫിക്സ് 4000 ആണ്. പിന്നെ DirectX 11 വേണം. പിന്നെ 4GB അവൈലബിൾ ഓൺ ഡ്രൈവ് സ്പേസ്. സോ ഹാർഡ് ഡ്രൈവിൽ അത്ര സ്പേസ് വേണ്ടി വരും. അവർ പറഞ്ഞേക്കുന്ന ഇത്. ബട്ട് Crew 2 Edition 1700 rupees on a PS4. ഓ ഗ്രേറ്റ്. എനിക്ക് ലൈക്ക് ഇവിടെ നമുക്ക് $21 ആണ്. $21 എത്രയാണ്? USD to INR. ഓക്കെ, സോ ഞാൻ നോക്കട്ടെ $21 എത്രയാണ്. 1600 1600 നമുക്ക് ഇവിടെ. 1600 $21 ആണ് നമ്മുടെ പ്രൈസ്. ഞാൻ കൊണ്ടുവരാം. ഒരു $100 ഐ തിങ്ക് ലൈക്ക് ടാക്സ് ഒക്കെ കൂട്ടുമ്പോൾ ആ ഒരു സെയിം പ്രൈസ് ആവും ബ്രോ. സെയിം ഓൾമോസ്റ്റ്. സോ നൈസ് ആണ്. അപ്പോൾ ഗോൾഡിന് എത്ര പ്രൈസിന് ലാഭമാണല്ലോ ബ്രോ. ഗോൾഡ് ലൈക്ക് 1700 രൂപ കേട്ടോ PS4. സോ അടുത്ത ബോട്ടിന്റെ അപ്പുറത്തക്കരയിലുള്ള സൂചന. നിങ്ങൾ അപ്പുറത്തക്കരയിലാണ്. ഞാൻ അടുത്ത ബോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. You've had your run, but now it's time for the natural order Clarence. to reassert itself. ക്ലൗഡ് എന്റെ If you keep thinking you've got it in you to make a change, നീ അപ്പുറത്തക്കരയില് പറഞ്ഞിട്ടോ സൂചന? അല്ല ഞാൻ വെയിറ്റ്, ഇതല്ലല്ലോ നമുക്ക് അപ്ഗ്രേഡ്സ്. പെർഫോമൻസ് ആണ് മിസ്റ്റർ. വാട്ട് ആർ യു ഡൂയിങ്? ഓ ഇതില് ബോട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാവോ? ഞാൻ ചേഞ്ച് ചെയ്യാം. ഓഹോ മാച്ചിങ് അത് മേടിക്കാൻ കിട്ടും സൂചന. വാനിറ്റിയിൽ പോയിട്ട് നോക്ക്, ടയർ ഉണ്ടോ അവിടെ? ഇങ്ങനത്തെ കളറുള്ള ടയർ ഉണ്ട്. 7999 cc ആണ് കേട്ടോ. വേസ്റ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ അവനെ? ഇനിയൊരു ചാൻസേ ഉള്ളൂ. വാനിറ്റി $1 കൊടുത്ത് മേടിക്കണം. പിന്നെ
അതാണ് പ്ലാൻ. സോനെ കുറച്ച് ഡോളേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് സോജിൻ. അത് പിന്നെ പറയണം. പറയാധികം അറിയാം. അതാണ് ഐഡിയ. കുറച്ച് മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോജിൻ്റെ ബെസ്റ്റ് ഇതാണ് ലൈക്ക് എന്താ പറയുക, സോജിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇമേജ് സ്കിന്ന് ആയിട്ട് നമ്മൾ പ്രോ റേസിലേക്ക് വീണ്ടും കിടക്കുവാണ്. എൻ്റെ 51% ഡൺ ആയിട്ടുണ്ട്. ബീറ്റ് ദ ഡ്യൂക്കിൽ നിന്നാണ് കിടക്കുന്നത് ബ്രോ കേട്ടോ. അവനെ ബീറ്റ് ചെയ്ത് വെൽക്കം കിട്ടൂല്ലേ? സോ അത് ബീറ്റ് ചെയ്താലോ? ഓ വെയിറ്റ്, നമുക്ക് ബോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സോളാണ്. ഓക്കെ സോളോ ചെയ്യാം. ഐറ്റ് ബോയ്സ് ജോയിൻ. ഓക്കെ അടുത്ത ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യാം. വെയിറ്റ് 1 സെക്കൻഡ്, കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ. Full lighting. All racers, your insurance forms must be signed and up to date before you will be allowed to compete. എടാ നിനക്ക് ഞാൻ മറ്റേ വണ്ടി കാണിച്ചു തരട്ടെ, വൾക്കൻ. ഓ ഹീറ്റഡ് ഹൊറൈസൺ കളറ് മാറ്റിയാലോ? ഇത് ഫുള്ളൊരു ടീമുണ്ടല്ലോ. ട്രാഷ് ഉണ്ട്, ട്യൂഷ് ഉണ്ട്, റോഡ് ഉണ്ട്, മൈനാട്ടി ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. വൾക്കൻ ഏതാ ചേരാ? ഹലോ. യെസ് സർ. ഹലോ ഗൈസ്. മൈനാട്ടി ഉണ്ടല്ലോ. മൈനാട്ടി ആരോ അടി കൂടുന്നു. ഇല്ലല്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈവന്റ് ചെയ്യാണ് ഗൈസ്. അടുത്ത ഇവന്റ് സ്റ്റാർട്ട് ചെയ്തേ. നീ ആ സമയം കൂടെ ലൈവ് സബ്മിറ്റ് ഒക്കെ തീർക്ക്. എടാ ലൈവ് സബ്മിറ്റിന് പഴയ ലൈവ് സബ്മിറ്റിന്റെ പഴയതിന്റെ കുറച്ച് നമുക്ക് കിട്ടി, കുറെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഹലോ ആരാ? ഹലോ ഞാൻ കേൾക്കുന്നുണ്ട്. പറ കേൾക്കുന്നുണ്ട്. പ്രണവേ ഹലോ. ഞാൻ ലൈവ് സബ്മിറ്റ് കുറെ കഷ്ടപ്പെട്ട് ചെയ്തല്ലേ. അല്ലടാ കുറെ റിവാർഡ്സ് ഉണ്ട്, ഞാൻ കളക്ട് ചെയ്തു. പ്രണവ് എന്തിടാ? പ്രണവ് ജോയിൻ ചെയ്തോ? സോനെ പ്രണവ് ജോയിൻ ചെയ്തോ? പ്രണവേ ഹലോ. പ്രണവ് കേൾക്കുന്നില്ലായിരുന്നോ? പ്രണവേ കേൾക്കുന്നില്ലേ? ഹലോ പ്രണവ് ഇതായിരിക്കും. ഓ പ്രണവ്, എടാ പ്രണവ് ലെഫ്റ്റ്. അയ്യേ പ്രണവിന് എന്തോ നെറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടോ? വെയിറ്റ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാ. ഉണ്ട് ബ്രോ, അവിടെ മേളിൽ എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ഇതിന്റെ. പോയി കളക്ട് ചെയ്യണം. വെയിറ്റ്. ഹലോ പ്രണവേ ഹലോ. എടാ പ്രണവ് കേൾക്കുന്നില്ലേ? ഹലോ പ്രണവ് ഹലോ. കേൾക്കുന്നുണ്ട് ബ്രോ, ഒന്നും മിണ്ട്. വെയിറ്റ് കിക്ക് ചെയ്തിട്ട് ഒന്നുകൂടി കിക്ക് ചെയ്യാം. ഞാൻ പാർട്ടി ലീവായിട്ട് നോക്കാം. എന്താ ഓക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടേ. ഞാൻ പോയി റണ്ണാവിന് വെയിറ്റ് ചെയ്യാം. ലൈവ് സബ്മിറ്റ് ഞാൻ കിക്ക് ചെയ്താ. ലൈവ് സബ്മിറ്റ് എവിടെയുണ്ട് സ്ഥലത്തുള്ള? അവിടെ തന്നെ ന്യൂസിൽ പോയിട്ട് ലൈവ് സബ്മിറ്റില്ല. ലൈവ് സബ്മിറ്റ് കയറി. എന്നിട്ട് പുതിയത് കൊണ്ടല്ലോ അതിന്റെ അവിടെ എഴുതിയിട്ട് കാണും മണ്ടയ്ക്ക് റൈറ്റ് സൈഡില് മേളില്. ബ്രോ കൂടെ കളിക്കുന്ന ഫ്രണ്ട്സ് എല്ലാരും കേരള ഉള്ളവരാണോ? എല്ലാ കേരളത്തിലുള്ളവരാ, പക്ഷെ ഇപ്പൊ എല്ലാരും പുറത്ത് UAE-ലാണ്. അതില് ഒരാൾ മാത്രമേ ഉള്ളൂ നാട്ടില്. റിവാർഡ്സ് കണ്ടല്ലോ കളക്ട്.
ആണോ വന്നില്ലേ? രണ്ടാമത് ഇൻവൈറ്റ് ചെയ്തല്ലോ ഞാൻ. പ്രണവേ ഹലോ പ്രണവ് 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 ഹലോ പ്രണവ്. എടാ എനിക്ക് റിവാർഡ് സോ ഇന്ന് റേസിലുണ്ടോ? ആ ഈ റേഞ്ച് ചെയ്യാറായി. ഞാൻ ക്വിറ്റ് ചെയ്തു. വാവ്. നീ കളിക്ക്. ഹലോ പ്രണവേ കേൾക്കുന്നുണ്ടോ? ബ്രോ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങക്ക്. ബ്രോ പറയുന്നത് അയ്യോ ആരും ഉണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എല്ലാരും എന്നോട് മിണ്ടായിരിക്കാണ്. എല്ലാം കേട്ടു. ബ്രോയുടെ സങ്കടങ്ങളെല്ലാം കേട്ടു. അവിടെ റേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പാവം. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. സോജിനി ഇപ്പൊ ക്വിറ്റ് ഇടാതെ നീ ഒന്ന് പോടാ സോജിനെ. സങ്കടം പറയുന്നല്ലോ നമുക്ക് കേൾക്കാനില്ല. എടാ ഷോർട്ട് ബണ്ടിൽ വന്നല്ലോ. ഷോർട്ട് ബണ്ടിലോ? അതിന് സംഭവം ആ മസ്ദ ഞാൻ മേടിച്ചോ നീ അത്? എന്നാ ഉണ്ട് വിശേഷം ബ്രോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. ഹൗ യു മാൻ? ബ്രോ നാട്ടിലുള്ള ആരാണ് മാൻ? നമ്മുടെ നാട്ടിലുള്ള ക്ലൗഡ് എന്ന് പറഞ്ഞ നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്ന ക്ലൗഡ് എന്ന് പറഞ്ഞ ആളുണ്ട്. വാവ് ഡിക്ലൈൻ. സോജിൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യട്ടെ, ലീവ് ചെയ്യാ, ജോയിൻ ചെയ്യല്ലേ. ബാക്കോ ഇറങ്ങിക്കോ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ഇറങ്ങിക്കോ. 5 ആൾക്കാർ നടക്കൂല. ഞാനും ലീവ് ചെയ്തിട്ടുണ്ട്. 4 ആൾക്കാരായിട്ട്. Dark Panda Gaming. Hi bro, what's up? Hello man, welcome. ചെയ്യാൻ പറ്റുന്നല്ലോ മാക്സിമം. പഴയത് കിട്ടിയോടാ? റിവാർഡ് കിട്ടിയോ? ഓക്കെ, ഇവന്റ് അബോർഡ് ചെയ്തിട്ടുണ്ട്. സോജിൻ റെഡി ആവുമ്പോ പറ കേട്ടെ. എവിടെയാണ് എൻ്റെ ഇവന്റ് നടക്കുന്നത്? എവിടെ? മിസ്റ്റർ പെരേറയുടെ അടുത്ത്. വെയിറ്റ്, ആ ഷിറ്റ്. ഐഫോണിൽ ഒരു സംഭവം കണ്ടുപിടിച്ചോട്ടെ. ഐഫോണില് ബ്രോക്ക് അറിയോ? അല്ല ഞാൻ കേരള തന്നെയാണോ ഇവന്റ്? ഇല്ല ഇതാണ് ഞാൻ. ബ്രോ നേരത്തെ നിന്നെടുത്ത് ഞാൻ ഇപ്പൊ കേറിയ. ഇൻവൈറ്റ് കിട്ടിയോ? ജോയിൻ ബോയ്സ്, ജോയിൻ. എല്ലാവരും ജോയിൻ ചെയ്തല്ലേ? ഐഫോണിൽ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. വാട്ട്? അയ്യോ, നമ്മുടെ റെക്കമെൻഡേഷൻ ലെവൽ നോക്കിയേ 70 ആണ്, അവർ 90 ആണ് പറയുന്നത് കേട്ടോ. റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് നമ്മളെ ബാറ്ററി കുറച്ച് ശരിയാവുന്നുണ്ട് കേട്ടോ. ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാറ്ററി ഒന്ന് സ്റ്റേബിൾ ആണെങ്കിൽ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് കൊടുത്താൽ എപ്പോഴും വൺസിനെ വയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. ഞാൻ ചെയ്തു ഇപ്പോ എന്റെ ഈ ഫോണില്. എന്റെ ബാറ്ററി ട്രെയിൻ കൂടാൻ തുടങ്ങി. ബാറ്ററി ട്രെയിൻ നല്ലോണം വരാൻ തുടങ്ങി. ഭയങ്കര ചാർജ് നോക്കുമ്പോ ഇപ്പൊ മുമ്പേ ഭയങ്കര കുറയുന്നു. ബട്ടർ എന്റെ പൊന്നോ, സോജൻ അങ്ങ് പറക്കുവാണ്. നമ്മള് ആപ്പ് എന്റെ സോജൻ മോനോസ് ചാർജ് കിട്ടാനും തുടങ്ങി. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഓ നോ എന്റെ വളവ് ഇച്ചിരി പണി കിട്ടി എനിക്ക്. Wow, Shiva, wow. Yeah, bro. Sajine. Wow, Sajine. എന്താണ് വെള്ളത്തിൽ കൂടി വളച്ച് വിളിച്ചൊക്കെ പോകുന്നത്? നേരെ പോയിക്കൂടെ മരുന്ന്? എടാ
ഞാൻ എടുത്തു കേട്ടോ. നമ്മളതിനായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് റേസ് ഒക്കെ ഇവൻ്റൊക്കെ കളിച്ച് ഞാൻ ഇപ്പോൾ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പൈസയ്ക്ക് വേണ്ടി. ഓ വിക്ര 4ാം സ്ഥാനത്ത്. എൻ്റെ പൊന്ന് വിക്രേ, ഇങ്ങനെ ചതി വേണ്ടായിരുന്നു. ഒരേ ഇവന്റ് കളിച്ചു വർക്കാണ്. എസ്കേപ്പ് കഴിഞ്ഞു. അത് 24,000 പോയിന്റ്. യെസ്, അതാണ് ഫോളോവേഴ്സും കൂടിയിടാ, അതാണ് പ്രശ്നം. നമുക്ക് അടിപൊളിയായിട്ട് എനിക്ക് 100 ആയി ഇന്ന്. നേരെ കിട്ടി, ഞാൻ തൊട്ടുപോലും നോക്കിയില്ല. എനിക്കറിയാമോ സോജിന് വായി, പക്ഷെ അവന് ഭയങ്കര ജാട, അതുകൊണ്ട് അവന് ഇച്ചിരി ഇതാണ് റീച്ച്. ആരുടെ ഈ റീച്ച്? എൻ്റെ പൊന്നോ റേസ്. ഞാൻ മിക്കവാറും ഇത് തോക്കും. കുഴപ്പമില്ല, എൻ്റെ കൂടെ ഉള്ളവർ ജയിച്ചില്ല. എന്ത് വേണം? 7 seconds കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ 1 second. ഡാമേജ്. ഓക്കെ, അത് കയ്യിൽ നിന്ന് പോയി. ബ്രോ 2 പാർസൽ ആണോ 1 കോൺസോളോ? വാട്ട് ബ്രോ? ബ്രോ 2 per PC-ലാണോ കോൺസോളാണോ? ബ്രോ ഞാൻ കോൺസോൾ ഗെയിമർ. കഴിഞ്ഞ എടാ ഇത് കിട്ടിയായിരുന്നോ? ജയിച്ചോ സോജി? ജയിച്ചായിരുന്നോ? ലൂട്ട് കിട്ടിയോ? ലൂട്ട് HQ-ലോട്ട് പോയി. അയ്യോ, എന്റേതും പോയോ? ഇല്ലില്ല, നോക്ക് മാപ്പിലോക്ക്. ആ ചതിയായി പോയല്ലോ. എനിക്കും കാണിച്ചില്ല. എനിക്കും കാണിച്ചില്ല. എന്ത് പരിപാടി? ഈസിന്ന് പേര് മാത്രമേ ഉള്ളൂ ബ്രോ. വാട്ട് ഈസ് ദാറ്റ് പരിപാടി? ഓരോ കളിച്ചുണ്ട്. അയ്യോ എന്റെ ലൂട്ട് എല്ലാം പോയേ. അയ്യോ എന്റെ ലൂട്ട് എല്ലാം പോയേ. അയ്യോ ബ്രോ, എന്ത് ചെയ്യും ബ്രോ? HQ പോയാ മതിയോ? ഏതെങ്കിലും HQ പോ. ഏതെങ്കിലും HQ പോയാൽ മതി. ഞാൻ HQ-ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഞാനും സ്വന്തം കട എൻ്റെ ലൂട്ടെല്ലാം എടുക്കാറുണ്ടോ? എല്ലാം HQ മെയിൽ ബോക്സിൽ കിടക്കും. ഐ മീൻ മെയിലിനകത്ത് കിടക്കും. HQ ന്യൂസിനകത്ത് പോയി എന്തെങ്കിലും എടുത്താൽ മതി ബ്രോ. ലൈവ് സബ്മിറ്റ് എടുത്താൽ മതി. അതിനകത്ത് HQ ആണത്. ലൈവ് സബ്മിറ്റ് എടുക്കുമ്പോൾ ആദ്യം HQ-ലേക്കാണ് പോകുന്നത് ബ്രോ. ബാക്കി ഫ്രണ്ട്സ് PC-യിലാണോ? അല്ല ബ്രോ, അവര് ഇപ്പം കളിക്കുന്നവരെല്ലാം PC-യിലുള്ളവരാണ്. ഐ മീൻ ലൈക്ക് കോൺസോളിലുള്ളവരാണ്. ബട്ട് നമ്മൾ ഫോർസ കളിക്കുമ്പോൾ PC ഉള്ളവരുണ്ട്. ഫോർസ കളിക്കുമ്പോൾ PC ഫ്രണ്ട്സ് വരും. ഇപ്പം കോൺസോൾ ഫ്രണ്ട്സ് ആണ് എല്ലാം. എടി കൊച്ചു അവിടെ നിക്കടി, പക്ഷേ അവിടെ നിക്കടി. ഈ ക്രൂ മെമ്പേഴ്സ് 4 ആയതാണ് ഇവര് ലിമിറ്റ് ചെയ്ത് കുറച്ച് പ്രശ്നമായി. നല്ല കുറച്ച് സുഖം തന്നെ എല്ലാവരും. ഓ എന്റെ എല്ലാ ലൂട്ടും ഞാൻ എടുത്തു. 4. ഞാൻ പറഞ്ഞപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് 12 വേണം, എന്നാലേ ക്രൂ എന്നുള്ള പേരിന് ഒരു അർത്ഥം വരും. അയ്യോ ശിവ എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ കുരുവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. കുരു, മിസ്റ്റർ കുരു. കുരു എവിടെയായിരുന്നു? കുരു കളിച്ചിട്ട് ഞാൻ ഈ മെക്ലാരൻ കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ തെണ്ടിയാണ് എനിക്ക് തോപ്പിക്കാനുള്ളത്. ഈ സ്വർണ്ണമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഈ തെണ്ടിയാണ് എനിക്ക് തോപ്പിക്കാനുള്ളത്. ഇവിടെ തോപ്പിച്ചാൽ എനിക്ക് ആ ഇരിക്കുന്ന മെക്ലാരൻ കിട്ടും. ഒരു ദിവസം ഈ തെണ്ടി ഞാൻ തോപ്പിക്കും കേട്ടല്ലോ. അവൻ എൻ്റെ കൈ വരും വൺ ഡേ. ഓ ലൈവ് ബാറ്റിൽ ദേണ്ടി ഇവിടെ നിൽക്കുന്നു. എപ്പോഴാണ് കാണുന്നത്? ലൈവ് ബാറ്റിൽ ഒരു ദിവസം ചെയ്യണം. അത് നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏതോ ലൈവ് ബാറ്റിൽസ്? ലൈവ് ബാറ്റിൽസ് ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നു. സോജ മണ്ടക്കോട്ടോടാ, മേലോട്ട് വാ. സോജൻ ദേ നിൽക്കുന്നു. വേണ്ട ഈ മെക്ലാരൻ കിട്ടണമെങ്കിൽ ഈ തെണ്ടിയെ തോപ്പിക്കണം. ദേ ഈ നിൽക്കുന്ന ഇവന് 2 പഞ്ച് കൊടുത്തടാ. ഇവനെ ഡിയോ സംതിങ് അത് തന്നെ. സോജി വളയ്ക്കാന്ന്. സോജിനൊക്കെ ഹൈറ്റ് കുറവാതിന്. അയ്യേ സോജിന് ഒടുക്കത്തെ ഹൈറ്റ് കേട്ടോ. സോജിന് ഒടുക്കത്തെ ഹൈറ്റ്. സോജൻ പെണ്ണാണ്, പക്ഷെ സോജിന്റെ നല്ല ഹൈറ്റ്. ഇതിലോ ഓട്ടം ഭയങ്കര ഇതാണ്. ഞാൻ താട്ട് പോവാം. ഉണ്ടല്ലോ
പക്ഷെ ഇതുപോലെ ഇപ്രാവശ്യം പ്ലെയിൻ ഇല്ല. ഇല്ല ഇപ്രാവശ്യം പ്ലെയിൻ ഡൗൺ ഹിലേ ഉള്ളു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങുവാണ് man. ചെയ്ത് തീർക്കാം. ആയിട്ട് അടുത്ത ഇവന്റ് എടുക്കട്ടെ. ടോട്ടലി ഓക്കെയാണ്. അടുത്ത ഇവന്റ് എടുക്കട്ടെ. ഓ പ്രോ അൽ പ്രോ. വാവ്. നൈട്രോ കൂടും ഇൻക്രീസ് സ്കോറിംഗ്. അങ്ങനെയല്ലോ ഡിസ്ക്രിപ്ഷനിലുണ്ടോ? ഇത് എഫ്എക്സ് ഫിക്സ് ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് നീ പോർത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ പോലെ ലെവലായി പോയി. അത് വർക്കാന്ന്. അത് മലയാളത്തില്. വാവ്. അത് നിന്നെ തേക്കാനുള്ള പരിപാടിയാണ്. ഈ ഞാൻ മലയാളത്തില് കുരു ഫുൾ ഡിസ്ക്രിപ്ഷൻ മലയാളത്തില്. ഞാൻ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം. കുരു നാക്കാം. കുരു ടു. മൈനാട്ടി. ഇന്നലെ ഫിഫ കളിച്ചപ്പോ അങ്ങനെ ആയിട്ടാ കാൽപന്ത് കളി ആയിട്ടത്. ഫിഫ കളിച്ചപ്പോഴേ കാൽപന്ത് കളി ഞാൻ ഗൂഗിളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ഇട്ട് ചെയ്തപ്പോ അങ്ങനെ കിട്ടും. എന്ത് പറ്റി ഇന്നത്തെ ദിവസം ഫുള്ള് നീ പിണ്ടം ഒക്കെ ആണല്ലോ നീ ചിന്തിക്കുന്നത് ഫുള്ള്. എന്ത് പറ്റിയടാ? ക്രാഷ് ആയി പിണ്ടെന്ന് കേട്ടപ്പോ. വാവ്. അവൻ നിന്നെ ട്രാഷ് ആക്കുന്നതിന് മുമ്പ് നീ മുങ്ങിക്കോ. അവൻ ക്ലൗഡിന്റെ രാജാവാണ് കേട്ടോ. നല്ല പേര് ഏത് വിളിച്ചിട്ട് ഈ ക്ലൗഡ് ട്രാഷ് കിട്ടിയേ? അതൊക്കെ ഉണ്ടല്ലോ. കേറുമ്പോ തന്നെ തരുന്നതാണ് ചില നേരത്ത്. അതെ. പ്രണവിന്റെ പഴയ നിയമം എന്തായിരുന്നു? പ്രിയമോണ്ടോ മോത്ത്. അത് പ്രിയോണ്ട് മോത്ത് ലൈക്ക് ഹിന്ദിയിലാക്കി കഴിഞ്ഞാല് അതിന്റെ അർത്ഥം മാറിപ്പോ. ഹിന്ദി മാറ്റി കഴിഞ്ഞാൽ പ്രിയോണ്ട് ലൈക്ക് ഇംഗ്ലീഷ് ആക്കാം. പ്രിയോണ്ട് ഓക്കെ. മോത്ത് മീൻസ് മരണം. പ്രീ ഓർഡർ മരണം. അതാണ് പ്രീ ഓർഡർ ചെയ്തെന്ന്. ഡെത്ത് പ്രീ ഓർഡർ ചെയ്തെന്ന്. അടുത്ത 75 കേട്ടോ ബ്രോ. റെക്കമെൻഡേഷൻ 105 പക്ഷെ എനിക്ക് കിടക്കുന്ന മിസ്റ്റർ പെരേര പ്രിയോണ്ട് പെരേര കുറച്ചൊരു ബൂം ചിക്കായിരിക്കും. ഞാൻ ജയിച്ചു. ഇത് നല്ല ഈസി ഇവന്റ് ആണല്ലേ കളിക്കാൻ വരുന്നുണ്ട് 12 മണിക്ക്. വാ മെൻ ബ്രോ. എററിന് പക്ഷേ ലൈക്ക് PC കാർഡ് കൂടെ അല്ലേ കളിക്കാൻ പറ്റുന്നത്. നമ്മുടെ കൂടെ കളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ PC പ്ലേയേഴ്സ് അല്ലല്ലോ ബ്രോ. അതുകൊണ്ട് ചെറിയ പ്രശ്നം. ഓ യെസ്. പക്ഷെ നമ്മുടെ ഇവരൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ ബീസ്റ്റ് ഒക്കെ കളിക്കുന്നുണ്ട്. സോ അവരുടെ കൂടെ കളിക്കാൻ പറ്റും. ബട്ട് ദ തിങ് ഓൺലി 4 പേർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ ഒരുമിച്ച്. ഞാൻ ബ്രോ ലെവൽ കൂടുതലായതുകൊണ്ടാണ്. മറ്റേ എനിക്ക് 72 ഉള്ളൂ. ആ പാർട്സ് കിട്ടിയാൽ ഡയറക്റ്റ് മറ്റേ ബോട്ട് പോയി കിട്ടാം. അതാണ് ഞാനും ചെയ്യുന്നത്. എന്റെ ഫോനോ എന്നെ കയറി ഇടിക്കരുത് മെൽവിനെ. ക്ലൗഡ് മെൽവൻ ആവടാ. ഹായ് ക്ലൗഡ് വാട്സ്ആപ്പ്. അവൻ പാവാടാ സൂനെ. നീ വെറുതെ അവനായിട്ട് ഇങ്ങനെ അടിപിടിക്കൊന്നും പോലെ. ആരാ എന്റെ നെഞ്ചത്തിൽ ഒന്ന് ചാടിയത്? സോജിനാന്ന് തോന്നുന്നു കേട്ടോ ചാടിയത്. അതാണ് അങ്ങനെ തന്നെ വേണം സോജിന്. ആ പറ. വാവ്. ഞാൻ ഇടിച്ച് ആരാണ് കണ്ടുപിടിച്ചത്? ഇതൊരുമാതിരി വോമിറ്റ് ചെയ്യുന്ന പോലെ സോജിന്. പിന്നെ നീ ആള് ശരിയല്ല കേട്ടോ. സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോ അത് വേണം. ലൈക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് കേട്ടോ. ഞാൻ സൂപ്പർ ചാറ്റിന്റെ ട്യൂൺ മാറ്റാം. സൂപ്പർ കാറ്റോ?
നമ്മളെ പഴയ തേണ്ടി മാറി നിക്കടാ എന്റെ പൊന്നോ. ഓക്കെ, ഓ അവിടെ ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് വേണ്ടതാണ് ഞാൻ ഇങ്ങോട്ട് പൊളഞ്ഞു പോയത്. ഞാൻ കഷ്ടപ്പെട്ട് 5ാം സ്ഥാനത്ത് വരെ എത്തിയതാണ്. എല്ലാം പോച്ച്, എല്ലാം പോച്ച്. അയ്യാണോ? വാഹോ, അവിടെ ജമ്പ് ഉണ്ടായിരുന്നു. അയ്യോ, അതെടുത്താ മതിയായിരുന്നു. റേച്ചൽ എടുത്തിട്ടങ്ങ് പോകും. റേച്ചൽ നിന്നെ കൊള്ളാം കേട്ടോ. നീ പൊളി. ഏതാ ഏതാ ഏതാ? ഞാൻ പറഞ്ഞ ടെക്നിക് ഓർമ്മ വളവ് വരുന്ന കുറച്ച് വളവ് നിങ്ങളെല്ലാരും പോയിട്ടോ പോയിട്ടോ. ഞങ്ങളെല്ലാം തീർത്ത് കേട്ടോ. ഓ, ഒരു ആ ബോട്ട് കൂടി കിടപ്പുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ കഷ്ടപ്പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ നിന്റെ അടുത്ത് കുറച്ച് ലെവൽ ആവട്ടെ. Maybe I should ratchet the pressure up a little. ഓക്കെ, കഴിഞ്ഞു. ഡാമേജ് ജയിച്ചു. ഒരു സമയം കിട്ടുമ്പോൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുമോ? ഗെയിമിംഗ് ആണെന്ന്. ഓക്കെ, ഇപ്പം തന്നെ ചെയ്തേക്കാൻ പറ്റും. നോട്ട് വോളി ബ്രോ. എനിക്ക് എങ്ങനെ ഡയറക്റ്റ് എങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. വെയിറ്റ്, പേര് കോപ്പി ചെയ്തിട്ടുണ്ട്. Yo Juice, what's up man? Hi, how are you? Low spec games in high spec games in ആണോ ഇഷ്ടം? എനിക്ക് ആരോ വന്നിരിച്ചിട്ട് പോയത്. ക്ലൗഡേ സൂപ്പർ കേട്ടോ. ലോ സ്പെക് ഗെയിംസിനെ ആണോ അതോ ഹൈ സ്പെക് ഗെയിംസിനാണോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല ബ്രോ. കളിക്കാൻ പറ്റുന്ന ഏതാണോ അതാണ് ആക്ച്വലി ഞാൻ നോക്കും. പിന്നെ നല്ല സ്റ്റോറി റിലേറ്റഡ് ഗെയിം ആണെങ്കിൽ അതാണ് നല്ല. VTK YT 150 subs and 11 videos. Nice. നമുക്ക് നോക്കട്ടെ ബ്രോ. Jumping from the top of hills like what? Contents bro. GTA കുറെ കണ്ടന്റ്സ് ഉണ്ട്. നൈസ് ബ്രോ. ഗൈസ് ചെക്ക് ചെയ്യുക ബ്രോ. VTK YT എന്ന ഒരു ഗെയിമിംഗ് ചാനലുണ്ട് ഗൈസ്. ആൻഡ് ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക ബ്രോ. ഡെയിലി അപ്ലോഡ് ചെയ്യും ബ്രോ. Alright. Oh, yeah, നമ്മുടെ കഴിഞ്ഞല്ലോ അല്ലേ? Coronavirus. Aha. Alright. സൂചന ഓടിക്കോ. Coronavirus. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. എന്റെ വീട്ടിൽ വരുമെന്നാ പറഞ്ഞത്. So be ready, okay? സൂചനയൊന്ന് നന്നായി പരിചയപ്പെടാൻ. വിഷമൊക്കെ തീർക്കണം. അത് പിന്നെ ഓർമ്മിപ്പിക്കല്ലേ ബ്രോ. എന്റെ സങ്കടം ആരോട് ഞാൻ പറയാനാണ്? താൻ പോടോ, ഞാനൊന്നും ഇല്ല. താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. വാവ്, അതാണ്. താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. ഞാനൊന്നും ഇല്ല. താൻ പോടോ. തന്റെ എനിക്ക് വേറെ പണിയൊന്നുമില്ല കളാ എന്നാണ് അവൻ പറഞ്ഞത്. മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ നാണം കെടുത്താമോ? കിളവ തനിക്ക് ഒറ്റയ്ക്കുണ്ടാക്കിക്കൂടെ? ഞാൻ തന്നെ തൻ്റെ കൂടെ വരണോ? തനിക്ക് തൻ്റെ പ്രായമുള്ളവരെ പോയി പിടിച്ചുവിടണോ? അതാണ് അവന് പറഞ്ഞത്. എൻ്റെ സങ്കടം ഞാനോട് പറയാനാണ് മാത്രം. ഞാനായതുകൊണ്ട് മാത്രമല്ലേ അവനോട് ക്ഷമിച്ചത്. വേറെ വല്ലവരാണെങ്കിലോ പിടിച്ചു കിട്ടി അങ്ങ് തൂക്കിക്കൊണ്ട് കാട്ടിലെറിഞ്ഞാണ്. അപ്ഗ്രേഡ് ചെയ്യട്ടെ വൈ. ചുമ്മാ റേസ് ഇറങ്ങിയാൽ മാത്രം പോലെ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണ്ടേ? വണ്ടിയൊക്കെ ആരാ സർവീസ് ചെയ്യുന്നത്? അതും കൂടി പറഞ്ഞു തരും. വാവ്, ക്ലൗഡിന്ന് വിളിച്ചാൽ മതി. ക്ലാഷ് എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. റെസ്പെക്ട് ഹിം ബ്രോ. അത് കൂടിയ വാവ്, അത് കൂടിയ വാവ് ആയി പോയി. വെക്ടർ എവിടെ? വെക്ടർ വെയിറ്റ്, അതിനെടുക്കാൻ പറ്റില്ലേ? 104 വെയിറ്റ്, ഇതിന്റെ ഇത് അടിപൊളി ആയിട്ടുണ്ട്. ഇത് തന്നെ യൂസ് ചെയ്യാം. സോജനല്ലേ, സോജന എല്ലാ വണ്ടിക്കും അങ്ങനെയായിരുന്നു മേൻ. എന്ത് ചെയ്യണം?
അഭിഷേക് ജി എസ് ഹേ ബ്രോ ബ്രദർ നെറ്റൻഡോയിൽ കളിച്ചിട്ടുണ്ടോ? ഇല്ല ബ്രോ, ഞാൻ കളിച്ചിട്ടില്ല ബ്രോ. കണ്ടന്റ് കിട്ടുന്ന പണിഷർ ഉണ്ടല്ലോ ലിവറി. ബാറ്റ്മാൻ ഉണ്ട്. കണ്ടന്റ് കഷ്ടപ്പാടാണ് ഇടുന്നത്, റീച്ച് കിട്ടുന്നില്ല. അങ്ങനെയാണ് ബ്രോ. ഞാനും ലൈക്ക് എനിക്കും ലൈക്ക് വലിയ അതൊന്നും കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി 3 years ആവാറായി ലൈക്ക് ഓൾമോസ്റ്റ്. അങ്ങനെ ടൈം എടുക്കും ബ്രോ. ജസ്റ്റ് യുനോ ഡു യുവർ പാർട്ട്. എന്തെങ്കിലും ടൈം സെറ്റാവും. ഡോണ്ട് വറി. അഭിഷേക് ജി എസ് ഹായ് ബ്രോ. ബ്രദേഴ്സിൻ്റെ സോറി. അയ്യോ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇതുമായിട്ട് കളിച്ചിട്ടില്ല മാൻ. Killer Bean Gaming and Tech. Hey bro, what's up? Good night man. Good night boss. So how to use tag man? At the rate use here bro. At the rate use here. At the rate use here എന്നിട്ട് name exactly type ചെയ്താൽ മതി, ശരിയാവും. Okay, next mission. Bra. Yeah, boy, Pranav just subscribed, man. Thank you so much, Pranav. Appreciate it. Yes. Is that you, bro? Is that you, Mister? Is that you, Mister? I already subscribed. Nah. It's another Pranav, man. And man, thank you so much. Thanks for the support, man. You are awesome, bro. You're awesome. Hoover Dam. Another one, guys. John. Mundaris join ചെയ്തിട്ടുണ്ട്. Awesome. We need to elevate them a little higher and turn them into a racetrack. 120 ആണ് റെക്കമെൻഡേഷൻ. എൻ്റെ 104 ഉള്ളൂ. സോ ഇത് ഞാൻ നോക്കും മിക്കാറും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ പ്രോ പ്ലേയേഴ്സ് ആണ്. You're right. Oh my god, I can't believe I just said that. നിങ്ങൾ ജോയിൻ ചെയ്തില്ലേ? ഓ യെസ്. സോജിൻ 93 ആയതേ ഉള്ളൂ. വാവ് സോജിനെ ഐ തോട്ട് ലൈക്ക് നീ. വാവ് മാൻ. ഓ നമ്മുടെ ക്ലൗഡ് സ്റ്റാർ ആയിട്ടുണ്ട് കേട്ടോ. ക്ലൗഡ് ഫേമസ് കഴിഞ്ഞ് സ്റ്റാർ ആയിട്ടുണ്ട്. കോൺഗ്രാറ്റുലേഷൻസ് ക്ലൗഡ്. കോങ്കോ ബ്രോ കോങ്കോ. ഞാനങ്ങ് പോയി, എന്നെ തടയാൻ പറ്റുന്ന തടഞ്ഞ് നോക്ക് സാറേ. അതാവും അടുത്ത സെക്കൻഡ് സ്റ്റാർട്ട് ആകുമ്പോൾ. ഓക്കെ എനിവേസ്. Damn it. Choose world hand wash. Okay, thank you bro. Thanks man. Hand wash ആണ്. You know. Let's go. Last place. It's my worst nightmare. Yeah. നേരെ ഒരു ചിന്ന ജമ്പ്. സ്ട്രേറ്റ് റോഡാണ് കേട്ടോ. അങ്ങ് വിട്ടോ. Hey Brace, what's up? What's up? അയ്യോ ഇതെന്തായിരുന്നു? ഓക്കെ നൈസ്, രക്ഷപ്പെട്ടു. എന്റെ പൊന്നെ സോജിനൊക്കെ നേരെ പോയി. ഓ നോ. ജമ്പ്. ഓ പൊന്നോ എന്തോ വരുന്നത് സോജിന്. അതൊരു വല്ലാത്ത മാപ്പാണ് കേട്ടോ. ഇമാരൊക്കെ ഒരുമാതിരി. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ബ്രോ, ഭയങ്കര. ഈ ബോട്ടിന്റെ നിങ്ങളാ ലൂട്ട് ഓണാക്കി ലൂട്ടാക്കണോ? എൻ്റെ ഓൾറെഡി റിച്ചിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് ലൂട്ടിലേക്ക് കൊണ്ടുവരാം. അതാണ് രസം എനിക്ക് തോന്നുന്നു. അതാ കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. റിച്ച് എനിക്ക് ഓൾറെഡി കിടപ്പുണ്ട്, ഫുള്ളാണ്, കംപ്ലീറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇനി കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് ഇതിലേക്ക് മാറ്റാം. ലൂട്ടാക്കാം. Where are you going, Soja? ഇവന്റെ പൊന്നെ, ഇവൻ ഏതാടാ? എന്നെ കൊണ്ടാണല്ലോ പോകുന്നത്. സോജ മോനെ, നീ എങ്ങോട്ടേക്ക് പോകുന്നേ? എനിക്ക് തേർഡ് കിട്ടി. അല്ല നിക്കുമായി എന്നോട്ടെ ഇടിച്ചു കയറുന്നേ. ഷിറ്റ്. ഓ മാൻ ബ്രോ, മനസ്സിലായില്ല ടാഗ് യൂസ് ചെയ്യുന്നത്. ബ്രോ @ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാം. ബ്രോയുടെ പേര് എവിടെയാണ്? VTK. ഓക്കെ
സോ ബ്രോ യൂസ് ദാറ്റ് സിമ്പിൾ. അതിനുശേഷം ആരെയാണോ ടാഗ് ചെയ്യേണ്ടത് അവരുടെ നെയിം അങ്ങ് ആഡ് ചെയ്താൽ മതി. എനിക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട്. ഓ യെസ്, താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. വെയിറ്റ്. സോ അങ്ങനെ ടാഗ് യൂസ് ചെയ്യുന്നത് ബ്രോ. YT സ്റ്റുഡിയോ ടാഗ് ഓപ്ഷൻ ആണ്. ഓ ആ ടാഗാണ് യൂസ് ചെയ്യുന്നത് ബ്രോ. മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അതോ ലാപ്ടോപ്പോ? ബിക്കോസ് ബ്രോ മൊബൈലാണെങ്കിൽ യൂസ് ചെയ്യാൻ പാടാണ് ബ്രോ. ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ടി വരും, അതർവൈസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിക്ക് ഈസി ഇതിനായിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് അപ്ഗ്രേഡ്സിൽ 107 ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഈവൻ്റ് കൂടി ഉണ്ട്, നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം. എല്ലാം ഓൾമോസ്റ്റ് നോർമൽ ഇത് കളിച്ചിട്ടുണ്ട്. നോർമൽ മതിയായിരിക്കും അല്ലേ ബ്രോ? ബ്രോ നെക്സ്റ്റ് ടൈം പ്ലെയിൻ പ്ലീസ് ബ്രോ. ഓക്കെ ബ്രോ, ആക്ച്വലി നമ്മൾ കുറച്ച് ലെവലപ്പ് ആവാൻ വേണ്ടി ഒരു ഈവെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഈ ആഴ്ചത്തെ ലൈവ് ഇവൻ്റ് ആണ്. സോ അതിന് നമുക്ക് ഈ കിട്ടുന്ന ഇപ്പം യൂസ് ചെയ്യുന്ന ബോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊള്ളാമല്ലോ. ബിക്കോസ് നമുക്ക് റേസ് ഇവൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെവൻ ഒന്ന് കൂട്ടണം. അത് നമുക്ക് കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പം കറൻ്റ്ലി ബോട്ടെല്ലാം ചെയ്യുന്നത്. പ്ലെയിൻ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി ഒന്ന് കളിച്ചതാണ്. ജോയിൻ മീ. How nice of him. How nice this he plays. Keep an eye out. Jacob Bal, hey bro, പ്ലെയിൻ റേസ് ഇവന്റ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പം ഈ ബോട്ടിന്റെ ഇവന്റ് ഒന്ന് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് 130 വരെ കൊണ്ടുവന്നത്, എനിക്ക് 107 ആയതേ ഉള്ളൂ. Where's my friends man? Boys, where are you? Loading ആണോ? എന്താണ് ഇത്ര ടൈം ലോഡിങ്ങിന് എടുക്കുന്നത്? യൂഷ്വലി ഇത്ര എടുക്കാറില്ല ടൈം, അതാണ്. മൊബൈൽസിൽ YT സിമ്പിൾ ആണ്, PC-യിൽ വെരി സിമ്പിൾ. PC-യിൽ ആക്ച്വലി ഇപ്പോൾ PC-യിലാണ് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ടാഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതൊക്കെ PC-യിലാണ്, ബട്ട് മൊബൈലിൽ അങ്ങനെ അവൈലബിൾ അല്ല. അതാണ്. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ, ഡോണ്ട് ലൈക്ക് മീ cool. I don't wake up every day to impress you. So യൂട്യൂബ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് YT പ്രൈവറ്റ് ആക്കി YT താഴെ ടാഗ് പേസ്റ്റ് ചെയ്ത് ശരിയാണോ അതോ ശരിയാണോ ബ്രോ എന്നാൽ ചെയ്താൽ മതിയോ? അയ്യോ അങ്ങനെ ചെയ്താൽ മതി. ലൈക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടാഗ് ആഡ് ചെയ്യാം. ടാഗ് ഇടുന്നത് ഞാൻ പറയാം, ലൈക്ക് ടാഗ് ഇടുവാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ടൈറ്റിൽ ഉണ്ടല്ലോ, ടൈറ്റിലുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. മാച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് ആക്ച്വലി നിങ്ങളുടെ കണ്ടന്റ് എന്താണ് നിങ്ങൾ ഇടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാഗ്സ് ആണ് യൂസ് ചെയ്യാനുള്ളത്. സപ്പോസ് ഇപ്പം ഞാൻ ക്രൂ കളിക്കുകയാണെങ്കിൽ ക്രൂവിൻ്റെ ക്രൂ 2 എന്ന് മെൻഷൻ ചെയ്യുക, ക്രൂയുടെ മൾട്ടിപ്ലയർ ചെയ്യുക, ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ യൂസ് ചെയ്യുക, ബോട്ടാണെങ്കിൽ പ്ലെയിൻ കാസ് അങ്ങനെയൊക്കെ ഇടുക. പിന്നെ നിങ്ങളിലേക്ക് സപ്പോസ് ഇപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്, ലൈക്ക് GTA ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ താഴെ എല്ലാവരും PUBG ആയിരിക്കും ടാഗ് ഇടുന്നത്. സോ PUBG ഇടുന്ന റീസൺ ലൈക്ക് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയാണ്, എന്താ റീച്ച് കിട്ടാൻ വേണ്ടിയാണ്. ബട്ട് ദ തിങ് ഈസ് ലൈക്ക് അത് PUBG കാറ്റഗറിയിലേക്ക് പോകും. സോ കൂടുതൽ PUBG സെർച്ച് ചെയ്യുന്നവർക്കാണ് ഈ GTA എന്താ പറയുക വീഡിയോ ലഭിക്കുന്നത്. സോ അവരുടെ സെർച്ച് റേറ്റ് അവർ ചെയ്യുന്നത് ചിലപ്പം PUBGനെ പറ്റിയായിരിക്കും, നമ്മുടെ വീഡിയോ ചിലപ്പം GTA ആയിരിക്കും. സോ അവർക്ക് റെക്കമെൻഡ് ചെല്ലുന്നത് നമ്മുടെ GTA വീഡിയോ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലായിരിക്കും, കാണത്തില്ല, അതുകൊണ്ടാണ്. സോ മെയിൻ തിങ് ലൈക്ക് നിങ്ങൾ എന്ത് കണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുള്ള ടാഗ് യൂസ് ചെയ്യുക, അതാണ് സംഭവം. കാക്കേ അയ്യോ എവിടെ പോയി സാധനം പറഞ്ഞു വരാം. അതാവോ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാത്ത വെയിറ്റിംഗ് ഫോർ അതർ പ്ലെയേഴ്സ് എന്നോ ഗൈസ്. ഹലോ ബോയ്സ്, ഹലോ പിന്നെ ഞാൻ വന്നല്ലോ. ഞാൻ നിൽക്കണം, വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇവിടെ. ഡാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ക്ലൗഡ് ഡാർക്ക് ഞാൻ പ്രണവ് ജോയിൻ ചെയ്തില്ല. വെയിറ്റ് ചെയ്യാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗൈസ് നമ്മളിപ്പം കറന്റ് ആലപ്പുഴ നിൽക്കുകയാണ്. അവിടെയാണ് ബോട്ട് ജെട്ടിയിലാണ് നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നത്. അവിടെയാണ് റേസ് ഇവന്റ് നടക്കുന്നത്. ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യണം പുതിയ ഇവന്റ് ആയിട്ട്. എവിടെയായിരുന്നത്?
Oh yes, come on, Mr. Sojin. Alright. മോൺസ്റ്റർ സോജിട്ടാ മിസ്റ്റർ സോജിൻ എന്ത് പറ്റി പ്രണവ് ഹീറ്റഡ് കേൾക്കുന്നില്ലേ? നിനക്ക് എന്ത് പറ്റി ബ്രോ? ഗൈസ് join. It looks like Clarence has decided to grace us with his നിങ്ങൾ presence. നാലാണ്. Although nice isn't always how he ഞാൻ plays. പിന്നെ Keep an eye out. വാവ്, എടാ നിക്കടാ, നീ എവിടെ പോകുന്നു? നീ സബ്മിറ്റ് എല്ലാം കഴിഞ്ഞാ? ഇല്ല സബ്മിറ്റിംഗ് ആരും കണ്ട് സമ്മതി. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ ബോട്ട് എടുത്തിട്ട് നീ കുറച്ച് റേസ് ഇവന്റ് ചെയ്യും ബോട്ടിന്റെ. ആ ബോട്ടും കൂടി തീർത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. എടാ സബ്മിറ്റ് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ബാറ്റൽ ലൈവ് എന്ന് പറഞ്ഞൊരു ഈവന്റ് ഉണ്ട്, അതും കൂടി ചെയ്യണം കേട്ടോ. നല്ല പോയിന്റ്സ് കിട്ടൂടാ. ഞാൻ ബാറ്റൽ ഇതിന്റെ 2 അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. 2 PvP റേസസ് 2 അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ശിവറ നമ്പി മാൻ, വെൽക്കം ടു ലൈവ് സ്ട്രീം. വെൽക്കം ബാക്ക് ബഡി. വാട്സ്ആപ്പ് നീഡ് ഫോർ സ്പീഡ് ഹീറ്റ് കളിക്കാറില്ലേ മാൻ? ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ മെസ്സേജ് ആണോ? ഇറ്റ്സ് നേരത്തെ. സോറി, ഞാൻ ഓൾഡ് മെസ്സേജ് വായിച്ചാണ് ഗൈസ്. അതോടെ നമ്മുടെ ശിവറാം തമ്പി വീട്ടിൽ തിരിച്ചു. F1 റേസ് ഉണ്ടല്ലോ? യെസ് മാൻ, യെസ് ഉണ്ട് ബ്രോ. F1 റേസ് ഐ തിങ്ക് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്താണ്. എൻ്റെ പൊന്ന് സോജിന് എന്നാ പോക്കായി പോകുന്നത്. സോജിനെ ഈ പ്രാവശ്യം നമുക്ക് പിടിച്ച് പൂട്ടണം. അത് പറയുമ്പോൾ സോജിന് എന്നാ പോക്കാ പോകുന്നത് ചേട്ടാ. കൊല്ലണ്ട എൻ്റെ കണ്ണ് ചൊറിയുന്നു. എനിക്ക് റേസ് ചെയ്യണം, എനിക്ക് ലൈക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. എൻ്റെ 2 കൈ യൂസ് ആവുന്നുണ്ട്. ഒന്നിൽ ആക്സിലറേറ്ററും ഒന്നിൽ നൈട്രസും ഒന്ന് സ്റ്റെയറിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്. എനിക്കറിയാം, ഞാൻ ഒരെണ്ണം പോലും ഞാൻ ചെക്ക് പോയിന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു. സീ കണ്ടോ, കറക്റ്റ് എനിക്ക് പണി കിട്ടി. ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു, ഞാൻ ചെക്ക് പോയിന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന്. കറക്റ്റ് എനിക്ക് പണി കിട്ടി. ഇത് സെക്കൻഡ് ലാപ്പാണോ? അല്ല, ഇത് അതിൻ്റെ സെക്കൻഡ് ആണോ? ഐ തിങ്ക് ലൈക്ക് നമ്മൾ അവിടെ നിന്ന് തന്നെ കറങ്ങുവാണ് വീണ്ടും. സെക്കൻഡ് ലാപ്പിലേക്ക് മൂവ് ചെയ്തു. അതാണ്. Oh boy, let's go boy. ക്ലാരൻസ് അല്ലേ? അവൻ ഏത് ബോട്ടാ യൂസ് ചെയ്യുന്നത്? എന്റെ പൊന്നോ, ഒരു സെക്കൻഡിൽ വ്യത്യാസമായി സൂചന പിടിക്കാൻ. സൂചിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. F1 റേസ് ഉണ്ടല്ലോ? യെസ്, F1 റേസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. നമുക്ക് ലൈവ് സമ്മിറ്റിലൊരു റേസ് ഉണ്ട് ബ്രോ. ലൈക്ക് വീക്ക്ലി റേസസ് ഉണ്ട്. സോ ഓരോ വീക്ക്ലി ചേഞ്ച് ആയിരിക്കും. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ലാസ്റ്റ് സാറ്റർഡേ കളിച്ചാണ്. അത് ഈ വെനസ്ഡേ ഫിനിഷ് ആയതുകൊണ്ട് പിന്നെ ഓരോ വെനസ്ഡേ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവൻറ്റ്സ് ഒക്കെ. പുതിയ ഈവൻറ്റ് വന്നിട്ടുണ്ട്. അതിനൊരു കാർ ബണ്ടൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കോണക്സാഗ് ഉണ്ടായിരുന്നു. പിന്നെ AMGയുടെ GT കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് അടുത്ത റേസിലേക്കുള്ള പരിപാടി. യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് മതി മാൻ. ടാഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് അതിലുണ്ട്, പക്ഷേ നമ്മൾ PC ചെയ്യുമ്പോൾ നിങ്ങൾ PC ടാഗ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സജഷൻ വരും. നിങ്ങളിപ്പോൾ PUBG ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ PUBGയുടെ റിലേറ്റഡ് ടാഗ്സ് വരും. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഫുൾ ടൈപ്പ് ചെയ്യണമെന്നില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, PC കുറച്ചുകൂടി ഈസിയാണ്. ഹായ് ക്ലൗഡ്, ഹായ് ബ്രോ, വാട്സ്ആപ്പ്. താങ്ക്സ് ബ്രോ, നോ പ്രോബ്ലം ബ്രോ. വാർസോൺ ഈ വീക്കിലുണ്ടോ? വാർസോൺ ബ്രോ ഞാൻ ആക്ച്വലി എനിക്ക് ആ ഗെയിം എനിക്ക് അത്ര കളിക്കാൻ താല്പര്യമില്ല. ബട്ട് ഇന്ന് THXൽ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ആ ചാനലിലായിരിക്കും ഈ പോസ്റ്റ് അങ്ങനത്തെ ഗെയിംസ് കളിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ഞാൻ ചെയ്യത്തില്ല.
എന്തായാലും അതിലായിരിക്കും ഞാൻ സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ചാനലിൽ. സോ എന്തായാലും ഞാൻ കൂടാതെ പലരും അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് അപ്പെക്സ് ചെയ്യുന്നുണ്ട്, ഫോർട്ട്നൈറ്റ് ചെയ്യുന്നുണ്ട്, പബ്ജി കളിക്കാറുണ്ട് അവിടെ. സോ ബെസ്റ്റ് നിങ്ങൾക്ക് അവിടെ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ അങ്ങനത്തെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കൂടുതൽ അവിടെ കാണാൻ സാധിക്കും. ഞാൻ കൂടുതലും ലൈക്ക് ഇങ്ങനത്തെ ഗെയിംസാണ് ഇവിടെ കളിക്കുന്നത് ഈ ചാനലിൽ. ആൻഡ് മോണിറ്റൈസ് പോലത്തെ ഗെയിംസ് ഒക്കെ ലൈക്ക് ക്ലിപ്സ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ആയിട്ട് ഓക്കെ, ഐ തിങ്ക് മതിയായിരിക്കും അല്ലേ ബ്രോ? ലൈക്ക് ഒന്നുകൂടി ചെയ്യണോ? വെയിറ്റ് നോക്കട്ടെ. ഒരു റേസ് കൂടി നോക്കായിരുന്നു അല്ലേ? ഒരെണ്ണം ചെയ്യാത്ത ഒരെണ്ണം കിടപ്പുണ്ട്. പക്ഷെ എല്ലാം ലൈക്ക് 135 കിടക്കുന്നത്. എനിക്കത്ര ലെവലില്ല. പിന്നെ എങ്ങനെ ലൈക്ക് പിന്നെ എന്ത് ചെയ്യും? ഇത് ചതിയായി പോയല്ലോ ബ്രോ. 110. ഓ ലൈക്ക് ബ്രോ ഒരു 3-4 റേസ് കൂടി കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ ഇവന്റ് ഫുള്ള് തീരും. അപ്പൊ നമുക്കത് തീർത്താലോ? Okay, not so wide on the eastern front. Okay, let's go man, let's go. So guys, 4 ഇവന്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഇവന്റ് ഈ ഗെയിമിലെ ബോട്ട് ഇവന്റ് എല്ലാം ഫിനിഷ് ചെയ്തു. അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടില്. ഞാൻ ലൈക്ക് ഒരു 2 ഈവൻസ് കൊണ്ട് എനിക്ക് 200K ആയത്. അത്യാവശ്യം നല്ല. അത് നമ്മൾ നോർമലിലാണ് കളിക്കുന്നത്. ബോയ്സ് റെഡി? സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട് പറഞ്ഞപ്പോ. ഞാൻ മിസ്റ്റർ എന്നാണ് പറഞ്ഞത്. മിസ്റ്റർ, നോട്ട് മോൺസ്റ്റർ. ടോം ക്ലാൻസി ഗോസ്റ്റ് റെക്കോൺ വൈൽഡ് ലാൻഡ്സ് കളിക്കാറുണ്ടോ? എൻ്റെ കയ്യിലോ ആ ഗെയിം ഉണ്ടായിരുന്നു ആദ്യം, ബട്ട് ഇപ്പം ഇല്ല. ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ അതിന് സിഡി മേടിച്ചുകൊണ്ടോ ഞാൻ തിരിച്ചു കൊണ്ടുകൊടുത്തു. കളിക്കാൻ പറ്റത്തില്ല ഇപ്പം. ഞാൻ കുറച്ച് കളിച്ചായിരുന്നു ഫുള്ള് കളിക്കാൻ പറ്റിയില്ല മാൻ. അതാണ് ബ്രോ. മോണിറ്റൈസേഷൻ ഇനേബിൾ ആയി. ഇപ്പം ലൈക്ക് അത് ഇനേബിൾ ആയിട്ട് 1.5 വർഷം ആയിട്ടുണ്ട്. ബട്ട് ഞാൻ ആഡ്സൻസ് ഒന്നും ഇത് ചെയ്തില്ല ഇതിനായിട്ട്. അപ്പൊ ഇതിന് അപ്പൊ പ്രണവനാണെങ്കിൽ ബാക്കി ഇവന്റ് കളിക്കാൻ ആ സമയം കൊണ്ട്. അതെ ശരിയാണ്. That's also the bad news. അങ്ങനെയൊന്നുമില്ല, ഞാൻ പോർച്ച് ഓർമ്മ കഴിഞ്ഞില്ല. നീ എന്ത് മടിയനാടാ. ഞാൻ പോത്തല്ല. നീ എന്തായാലും അവന്റെ ബ്രദറാണേ. ഓഹോ അതെന്തായിരുന്നോ? അതെന്തായിരുന്നു? I heard this game. ഞാൻ ആരെ ക്രാഷ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നെ റീസെറ്റ് ആക്കി. I hate this bro. ഞാൻ ക്രാഷ് ചെയ്തില്ല, എന്നെ റീസെറ്റ് ചെയ്ത് എന്റെ പൊസിഷൻ. What the fun? What's wrong with this game? എന്റെ ഫ്രണ്ട് ദാനയുണ്ട്. ഒന്ന് വളയ്ക്കാൻ നോക്കട്ടെ. മാങ്ങാത്തൊലി എല്ലാം കൊണ്ടുപോയി. നമ്മ തമാശ പറഞ്ഞാണ് മിസ്റ്റർ. ഞാൻ ദാനയുടെ പുറകെ പോയിട്ട് ഇടിച്ചു. ഇനി ഒരു പെണ്ണിന്റെ പുറകെ പോവില്ല, സത്യം. ഇടിച്ചു പോയി. അവളെ വളയ്ക്കാൻ പോയതാണ്. എന്താക്കി അപ്പൊ തന്നെ ഇടിച്ചു. എന്താ എടാ നീ എന്താടാ ബ്രാൻഡിയോ വിസ്കിയോ അതോ വോഡക്കയോ എന്താണ് നീ അടിച്ചേക്കുന്നത്? എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സംശയം ഇല്ലാതില്ല. ഒലക്ക അടിച്ചതാന്ന് എനിക്ക് തോന്നുന്നു. ഒലക്ക അടിക്കാതെ പാട്ട് ചാര എന്തോ അടിച്ചു വെച്ചേക്കോനാ. കൂതറ സാധനം തോന്നുന്നു. നീ എന്ത് ചെയ്താലും അറിയുമേടാ.
ഞങ്ങൾക്ക് എല്ലാ പരിപാടിയുണ്ട് മാൻ. യൂബിസോഫ്റ്റ് ആണ് ഡെവലപ്മെന്റ് ബട്ട് കണ്ടാൽ പറയില്ല വാട്ടർ ഡീറ്റേ എല്ലാം അടിപൊളി മാൻ. വാവ്. യൂബിസോഫ്റ്റിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ പരിപാടി ലൈക്ക് കുറച്ചുകൂടി ഡീസെന്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ലൈക്ക് ഞാൻ കുറച്ച് ഇവന്റ്സ് കളിക്കുന്നത് ഇതിലുണ്ടായിരുന്നു ആ വാച്ച് ഡോഗിലൊക്കെ നല്ല രസമാണ് മാൻ. ബണ്ടിൽ എടുക്കണം. അധികം യൂബിസോഫ്റ്റ് ഗെയിംസും കളിച്ചിട്ടില്ല. ഫാർ ക്രൈ കളിച്ചിട്ടുണ്ട്. അത് നോട്ട് ബാഡ്, നൈസ് ഒരു ഗെയിമാണ്. ഫാർ ക്രൈ 3 വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടുള്ള അധികം 4 വരെ നമുക്ക് കളിക്കാം. ബട്ട് Nobody's gonna hold the door open for you just because you're a pro. They're more likely to shut it in your face. There are drivers out there who will do anything to win. ആഡം ബ്രോ ഇൻവൈറ്റ് But if the voice in your ear says corners is മിസ്റ്റർ ഞാൻ തെറിക്കാം. നീ തെറിക്കല്ല, നീ തെറിപ്പിക്കൂ. അല്ല ഞാൻ അപ്പോഴത്തേക്ക് ഓഫ് റോഡ് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കും. act like a professional. ബ്രോ ആൽഫ ഗ്രാൻഡ് പ്രിക്സ് എടുത്തോ? Yourself. ആൽഫ ഗ്രാൻഡ് പ്രിക്സ് എടുത്തോ ബ്രോ? And അത് ഫാസ്റ്റസ്റ്റ് കാറാ കേട്ടോ ഇതില്. ആൽഫ ഗ്രാൻഡ് പ്രി ഏത് മാർക്ക് 2 ആണോ മാർക്ക് 4 ആണോ? മാർക്ക് 4 പ്രോട്ടോ 1. ഓ മറ്റേ എലീറ്റ് ബണ്ടലുള്ള യാ അതെടുത്തോ? അത് ഫാസ്റ്റസ്റ്റ് കാറാണ് ഇതില്. ഫാസ്റ്റസ്റ്റ് ലൈക്ക് അതിന് അനദർ ലൈക്ക് മില്യൺസ് ഉണ്ടാക്കേണ്ടി വരും എനിക്ക്. സീരിയസ് ലൈക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഓ സോ സീരിയസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ആ ബ്രോ ലൈക്ക് ഞാനിപ്പം ലൈക്ക് ഇപ്പൊ കണ്ടതാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ആ മറ്റേ ഒരു മദാമ ഇങ്ങനെ നിക്കത്തില്ലേ കയ്യും പൊക്കിയണോ പത്രം വിൽക്കുന്ന അത് തന്നെ. അത് തന്നെ. ആ സോജി എവിടുന്നോ ചാടി വന്നു കണ്ട. ഞാൻ അടുത്തുനിന്ന് പോയിട്ട് വട്ടെ, മദാമയുടെ അടുത്തുനിന്ന് പോയിട്ട്. മദാമ അയ്യോ ഞാൻ താഴ്ത്തു വീഴുവാണോ? ഓ യെസ് ബൂം. നാളെ ഫോർസക്ക് സൂപ്പറിന്റെ ഇവന്റ് ആണ്. ഓ നാളെ വ്യാഴാഴ്ച ആണോ? ഇത്ര പെട്ടെന്ന് ഒരാഴ്ച പോകുന്നേ? എന്റെ പൊന്നു, ഇന്നലെ പോയ പോലാണ്. ഇന്നലെ അല്ലേ ഫോർസ് കളിച്ചത്? ഇന്നലെ ഇത്ര പെട്ടെന്നാണ് മേൻ ഒരു ദിവസം ഒരാഴ്ച പോകുന്നേ? അഗേര ഉണ്ടായിരുന്നു. അഗേര ഞാൻ ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്തായിരുന്നു. അഗേര പറഞ്ഞു പുള്ളിയുടെ കൂടെ ആരും ഇല്ല കളിക്കാൻ, നമുക്ക് കളിക്കണ്ടേ. ഞാൻ അടുത്ത ഇവന്റിന്റെ അടുത്ത് പോട്ടെ മിസ്റ്റർ. അടുത്ത ഇവന്റിന്റെ അടുത്ത് പോട്ടെ. ജ്യൂസ് വേൾഡ് ടെയിൽ ഫ്രം ദ ബോർഡർലാൻഡ്. എൻ്റെ വർക്ക് ആയി പൊളിയാണ്. ബെറ്റർ ദാൻ ദ എൻ ലൈഫ് ഇസ് സ്ട്രേഞ്ചർ. വാട്ട് റിയലി? ഞാൻ അത് കേട്ടിട്ട് പോലും. ടെയിൽ ഫ്രം ദ ബോർഡർലാൻഡ്. വാവ്. ഞാൻ തെറിക്കണ ബോസ്. ബ്രോ വേറെ ചാനൽ ഉണ്ടോ? ലിങ്ക് താ. വാട്ട്? ഞാൻ നാളെ കളിക്കാൻ ബ്രോ വേറെ ചാനൽ ഉണ്ടോ? ലിങ്ക് താമേ. ആ ഓക്കെ വെയിറ്റ് 1 സെക്കൻഡ്. എവിടെ പോടാ സോജി? സമയം എത്ര? 12 മണി. ആ വർത്താനം നീ പറയില്ലേ? നീ എഴുന്നേറ്റ് തന്നെ. നീ 7 മണിക്ക് എഴുന്നേറ്റ്. ഇവ കള്ളനെ കേട്ടോ. നീ കള്ളം പറയരുത്. നീ വൈകുന്നേരം 7 മണിക്ക് എഴുന്നേറ്റാണ്. എത്ര വിളിച്ചു നിന്നെ? കള്ളം പിശാരടി. എനിക്കറിയില്ല നീ കള്ളനാണ്. നീ കള്ളനാണ്. ഇവ കള്ളന കേട്ടോ. ഇവനെ വിശ്വസിക്കരുത്. എനിക്കറിയില്ല മാൻ. വാവ് എന്തൊരു സാധനം. വാവ്. ഓക്കെടാ നീ കിടന്ന് ഉറങ്ങിക്കോടാ. കള്ള തേപ്പൻ. നമുക്ക് ഹാർലിയാം. ഞാൻ ഹാർലിയാൻ പോ. ആ സോറി നീ പോയി ഹാർലിക്കാം. അപ്പൊ തന്നെ ഞാൻ ബോട്ടൊക്കെ തീർക്കട്ടെ. നമുക്ക് ഹാർലിക്കാം. നമുക്ക് ഹാർലിക്കാം. ബൈ ഗൈസ്. ഞാനും പോകുന്നു. നാളെ കാണാം. നാളെ കാണാം. സ്വീറ്റ് ഡ്രീംസ്. ഹാർലി സെലക്ട് ചെയ്തോ? അത് ഞാൻ ചെയ്യണം ബ്രോ. ഗുഡ് നൈറ്റ് എടാ. ഞാൻ ഉറങ്ങട്ടെ. കയ്യിന്നില്ല. ഞാൻ ഫുൾ ഇതാക്കിയിട്ടുള്ള പോയിന്റ്സ് അതിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട് ഹാർലിയില്. ആക്കിയിട്ടുണ്ടോ? ഓക്കെ. നാളത്തേക്കുള്ള അതിനു മുമ്പ് ഞാനും കുറച്ച് നാളെ ഫോർസ് ഡേ ആണല്ലോ. ടുമോറോ ഫോർസ് വേണ്ടേ? ഓക്കെ ഞാൻ നാളെ ബീസ്റ്റ് നാളെ ഐ തിങ്ക് ലൈക്ക് നേരത്തെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ട്രൈ ചെയ്യുന്ന മുമ്പ് നമുക്കൊന്ന് ഇത് ചെയ്യുന്നു. ഈ വീഡിയോയിൽ മലയാളം ടാഗ് കോമഡിയാണ്. വാ റിയലി?
ഞാൻ ഇതിൽ ടാഗ് ഒന്നും ആഡ് ചെയ്തില്ല ബ്രോ. ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഇങ്ങനെ ടാഗ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലൈവ് എല്ലാം കഴിഞ്ഞിട്ടാണ് ടാഗ് ചെയ്യുന്നത്. ഐ തിങ്ക് ലൈക്ക് പ്രീവിയസ് ഞാൻ സ്ട്രീം ചെയ്തതിൻ്റെ ടാഗ് അങ്ങോട്ടായിരിക്കും കിടക്കുന്നത്. സോ ഈ ലൈവ് സ്ട്രീം കഴിഞ്ഞാലേ നമുക്ക് ടാഗ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ലൈവിലുള്ള ടാഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡ്യൂഡ് വ്ളോഗ്സ് ഹായ് ബ്രോ വാട്സ്ആപ്പ് കള്ളൻ സോജിൻ. എനിക്ക് അങ്ങനെ തോന്നുന്നു എന്തോ കള്ളത്തരമുണ്ട് സോജിൻ. അതാണ് ചിലപ്പോൾ അവൻ എന്തെങ്കിലും സീരീസ് കാണാൻ പോയി കാണും ഇപ്പം. എനിക്ക് തോന്നുന്നു ഫാർ ക്രൈ 5 കൊള്ളാം, ഞാൻ കളിച്ചിട്ടുണ്ട് PC യിൽ. സൂപ്പറാണ്. ബട്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ബ്രോ. അതാണ് എനിക്ക് 3-ലൊക്കെയാണ് 3ഉം 2 ഞാൻ 2 കളിച്ചിട്ടുണ്ട് ബ്രോ. 2 അടിപൊളിയാണ്. 1ഉം കുഴപ്പമില്ല. 1 ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്, ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ 2 അടിപൊളിയാണ്, 3ഉം അടിപൊളിയാണ്, 4 കുഴപ്പമില്ല, 5 എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു വൈബ് കിട്ടത്തില്ല 5-ലൊന്നും. 3-ലൊക്കെയുള്ള കളിക്കുന്ന ഒരു വൈബ് അതിൽ കിട്ടത്തില്ല. അതാണ് മാൻ. ബ്രാം ഗോയിങ് ബൈ മാൻ ഓഫ് ദി ബ്രോ. ഓക്കെ ക്ലൗഡ് പോയിട്ടുണ്ട് കേട്ടോ. ക്ലൗഡ് ബൈ ബൈ. ക്ലൗഡ് പോയിട്ടുണ്ട് ബ്രോ. ഈ വീഡിയോയിൽ ടാഗ് ക്രൂസിങ് അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പഴയ വീഡിയോയുടെ എന്തോ ടാഗാണ് ഇപ്പോൾ കിടക്കുന്നത്, മലയാളത്തിൽ കിടക്കുന്നത്. അതൊന്ന് ഞാൻ നേരത്തെ അല്ല, ഇത് നമ്മുടെ ഓൾഡ് വീഡിയോയുടെ ടാഗാണ്. ബിക്കോസ് ഞാൻ ഇപ്പം പുതിയ യൂട്യൂബ് സ്റ്റുഡിയോയുടെ അനുസരിച്ചാണെങ്കിൽ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഴയ ലൈവിൻ്റെ അവർ സജഷൻ തരും, നമുക്ക് അതിൽ നിന്ന് നെയിമൊക്കെ സജസ്റ്റ് ചെയ്തെടുക്കാം. സോ ഞാൻ പഴയ ക്രൂവിൻ്റെ അത് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണത്. ബെസ്റ്റ് പി സി ഗെയിംസ് പറയും. ബെസ്റ്റ് PC ഗെയിംസ് ഒരുപാട് ഗെയിംസ് ഉണ്ട് ബ്രോ. ഏത് ടൈപ്പ് ഗെയിംസാണ് ബ്രോന് വേണ്ടത് പറഞ്ഞാൽ മതി. ഒരുപാട് ഗെയിംസ്. വൈൽഡ് ലാൻഡ് ഉണ്ട്, പിന്നെ ഡിവിഷൻ ഉണ്ട്. വെയിറ്റ് പ്ലോട്ടിലോട്ട് ഒന്ന് കയറട്ടെ. പ്ലോട്ടിനകത്ത് ഐക്കൺ 34 ട്രാക്കാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്ന ഗെയിം പ്ലേ. വാവ് ഗെറ്റവേ സ്കിൽ ഹലോ ബ്രോ. ബ്രോ ലൈക്ക് നമ്മള് എൻ്റെ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഗിഫ്റ്റ് ഏതാ എടുക്കണ്ടേ? ഗോൾഡ് ഫൈൻഡർ ആണ് എടുക്കണ്ടേ? റിച്ച് തന്നെയാ കീപ്പ് ചെയ്യണ്ടേ. ഗിഫ്റ്റ് എന്തിനു വേണ്ടിട്ടാ? മറ്റേ നമ്മുടെ കോയിൻ ഐക്കൺ പോയിന്റ്സ് ഉണ്ടല്ലോ അത്. അല്ല ബ്രോ എന്ത് ഇവന്റാ ചെയ്യുന്നത്? എനിക്ക് ലൈക്ക് ലൂട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ലൂട്ട് ഗോൾഡ് ഫൈൻഡർ ആണ് നല്ല. ഗോൾഡ് ഫൈൻഡറും പിന്നെ അതിന്റെ അടിയിലും ഒന്നുണ്ട് ലക്കിയോ? അല്ല രണ്ടും ഓക്കെ ഓൾറെഡി എന്റെ ഇപ്പം ഫില്ലായി. ക്വാണ്ടിറ്റി കൂടുതലാവും. എനിക്ക് 3.4 ആണ് കിട്ടുന്നത് കേട്ടോ. ബഗ്സ് ലൈക്ക് ബഗ് കൂടുന്നു. അങ്ങനെ റീസെറ്റ് ചെയ്താൽ മതി. ഓക്കെ കുറെ കട്ട്സീൻ വന്നിട്ടുണ്ട് നമുക്ക്. ഗാലറി ഇതുമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല സാധനം. എനിവേസ് ഹീറ്റഡ് വന്നോ? ഇല്ലല്ലോ, ഹീറ്റഡ് പോയില്ലോ അല്ലേ? അപ്പൊ നമുക്ക് ബൈക്കിന്റെ മറ്റേ ഹാർലി ചെയ്യാറുന്നല്ലേ ബ്രോ? ചെയ്യാം ബ്രോ. വരുന്നുണ്ടോ? ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യണോ? ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുവാണ്. ഏസ് ചെയ്യാം. ഇല്ല വെയിറ്റ് ഇൻവൈറ്റ്. 2 ഇവന്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം സ്ട്രീം. എന്നിട്ട് നമുക്ക് നാളെ കാണാം ബോയ്സ്. നാളത്തേക്ക് വീഡിയോ ഒന്നും ഇല്ല, എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു മേൻ. ഇന്നലെ എഡിറ്റ് ചെയ്യാൻ ഇട്ടിട്ട് ഒന്നും ശരിയായില്ല. എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണിയല്ലേ? അതെ. ഇനി തുടങ്ങിക്കോ ബ്രോ. തുടങ്ങിക്കോ. ഇവിടെ മഴയുണ്ടല്ലോ. ബ്രോ എനിക്കൊരു മെസ്സേജ് വന്നു, ബാങ്ക് റിലേറ്റഡാ. എന്താണ്? 0.50 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. 0.50. അത് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ആൻഡ് താഴെ എഴുതിയേക്കുന്നത് ലൈക്ക് കുറച്ച് അക്കൗണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദെൻ ATM ചാർജസ് റിവേഴ്സൽ COVID-19. ഒന്നെങ്കിൽ അവർ ഫണ്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ടാവും കസ്റ്റമേഴ്സിന് എടുത്തുന്നത്. ലൈക്ക് COVID-19 ലൈക്ക് അതിന്റെ സപ്പോർട്ട് ഫണ്ട് പോലത്തെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഡൊണേഷൻ ഒക്കെ കൊടുക്കാൻ അങ്ങനെ കാണാൻ വേണ്ടിട്ടായിരിക്കും. ബ്രോ ഞാൻ റെഡിയാ, തുടങ്ങിക്കോ. ഞാൻ ഈ COVID-19 കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. Anyways, let's go boys.
ബ്രോ കളിച്ചതിൽ ബെസ്റ്റ് ഗെയിം, ഞാൻ ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ട്, ബട്ട് ഞാൻ PC ഗെയിംസ് കളിക്കാറില്ല ബ്രോ. ഞാൻ എല്ലാം കോൺസോൾ ഗെയിംസാണ് കളിക്കുന്നത്. ഞാൻ കളിച്ചത് ബെസ്റ്റ് ഗെയിംസ് GTA 5 ബെസ്റ്റാണ്, റെഡ് ഡെഡ് റിഡംപ്ഷൻ ബെസ്റ്റാണ്, ആൻഡ് ലാസ്റ്റ് ഓഫ് അസ് ബെസ്റ്റാണ്. ഇപ്പോൾ അത് PC ഗെയിം അല്ല. ആൻഡ് ഓൾസോ ഡീട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ, അത് നല്ല ബെസ്റ്റ് ഗെയിമാണ്, നല്ല ഗെയിമാണ് കളിക്കാൻ പറ്റിയത്. ആൻഡ് ബാറ്റിൽഫീൽഡ് 1, ബാറ്റിൽഫീൽഡ് 5, പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കളിച്ച അത് കൊള്ളാം. ലാസ്റ്റ് ഓഫ് അസ് ആ സീരീസ് കൊള്ളാം. ഫാർ ക്രൈ 3, 4 കുഴപ്പമില്ല. 2 നൈസാണ്, 2 കളിക്കുക, നൈസാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് മാൻ. അഭിഷേക് ബ്രോ ഗുഡ് നൈറ്റ് മാൻ, ടേക്ക് കെയർ, ബൈ ബൈ. ഷൂട്ടിംഗ് വെച്ചാണെങ്കിൽ ബ്രോ, ഷൂട്ടിംഗ് വൈസ് ആണെങ്കിൽ ഏതാണ്, വൈൽഡ് ലാൻഡ് നല്ലതാണ് ബ്രോ, ഫാർ ക്രൈ നല്ലതാണ് ഷൂട്ടിംഗ് വൈസ്, കോൾ ഓഫ് ഡ്യൂട്ടീസൊക്കെ നല്ലതാണ് എല്ലാം. ഞാൻ കളിച്ചിട്ടില്ല, ബട്ട് കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാവരും പറയുന്നത് നല്ലൊരു ഗെയിമാണ്. നമ്മുടെ ജോസ് വേൾഡും കൂടി പറയുന്നുണ്ട്, ബ്ലാക്ക് ഓപ്സ് 2 എന്ന് പറയുന്നുണ്ട്, നല്ല നൈസാണ്. ബാറ്റിൽ ഫീൽഡ് ബാഡ് കമ്പനി 2, അത് നല്ലതാണ്, അത് ഞാൻ കളിച്ചിട്ടുണ്ട്, ബട്ട് ഫുള്ള് കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, കുറച്ചേ കളിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഫീൽഡ് 5 പൊട്ടയാണ് അങ്ങനെ പറയില്ലേ ബ്രോ, നൈസ് ഗെയിമാണ്, റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കും ബ്രോ, നൈസാണ്. പിന്നെ അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്, ലൈക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ഫോർ മൈ ഒപ്പീനിയൻ എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതുള്ള ഈ ബാറ്റിൽ ഫീൽഡാണ്. അതിൻ്റെ ഒരു ഫീൽ കളിക്കുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ അധികം കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ ഫോർ മൈ ഫേവറേറ്റ് ബാറ്റിൽ ഫീൽഡ് തന്നെയാണ്. കോൾ ഓഫ് ഡ്യൂട്ടി എനിക്ക് ലൈക്ക് ലാസ്റ്റ് വൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് സ്റ്റിൽ എനിക്ക് ബാറ്റിൽ ഫീൽഡാണ് ഇഷ്ടപ്പെട്ടത്. അതെൻ്റെ ഫേവറേറ്റ് ഗെയിംസിൽ എന്നും കാണും. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. സ്പെഷ്യലി ബാറ്റിൽ ഫീൽഡ് 3 ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. 4 ഒക്കെ നല്ല പൊളി ഗെയിംസാണ്. 4 ഓൾമോസ്റ്റ് ലൈക്ക് ബാറ്റിൽ ഫീൽഡ് കോൾ ഓഫ് ഡ്യൂട്ടി പോലെയാണ് 4. ബട്ട് അത് കഴിഞ്ഞിട്ട് 1 ഇറങ്ങിയതാണ് സൂപ്പർ കിടുവായി, നമ്മുടെ വേൾഡ് വാർ 1ൻ്റെ സീരീസ്. അത് കണ്ടിട്ടാണ് കോൾ ഓഫ് ഡ്യൂട്ടിക്കാരൊരു വേൾഡ് വാർ സീരീസ് ഒന്ന് ഇറക്കിയത്, ലൈക്ക് വേൾഡ് വാർ പോലത്തെ ഗെയിംസ് ഇറക്കിയത്. ബട്ട് അത് വിജയിച്ചു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാറ്റിൽ ഫീൽഡ് 5 ഇറങ്ങിയത്. അതും നല്ലൊരു അടിപൊളി സ്റ്റോറി ആയിരുന്നു, ലൈക്ക് വേരിയസ് സ്റ്റോറീസാണ് അതിന് വന്നേക്കുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു, നല്ല രസമാണ് കളിക്കാൻ. ഞാൻ കളിച്ചതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ലൈക്ക് നല്ല ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ സ്റ്റോറി റിലേറ്റ് ചെയ്ത് ലൈക്ക് എല്ലാം പൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കളിച്ചാണ്, ലൈക്ക് ഫീൽ ചെയ്യും നമുക്ക് അത്രയ്ക്ക് നല്ല ഫീലാകും ആ ഗെയിം കളിക്കുമ്പോൾ. കോൾ ഓഫ് ഡ്യൂട്ടിക്കിലും ഉണ്ട്, ഇല്ലെന്നല്ല, ബട്ട് ഞാൻ പറയാനുണ്ട് ലൈക്ക് അതൊക്കെ അത്രയ്ക്ക് ഞാൻ ഫീൽ ചെയ്ത് കളിച്ചിട്ടുള്ള ഗെയിംസാണ്. ഞാൻ കളിച്ചിട്ടുണ്ട് ബ്രോ, നൈസ്, അടിപൊളി. ഒരു ചാപ്റ്റർ ഒരു ലൈക്ക് ചാപ്റ്റേഴ്സ് അല്ല, ലൈക്ക് ഡിഫറെൻറ്റ് സ്റ്റോറി, 5-6 സ്റ്റോറീസ് ഉണ്ട് അതിൽ. ഒന്ന് അമ്മയും മോളുടെ ഒരു സ്റ്റോറി ഉണ്ട്, പിന്നെ ഒരു 2 ബ്രദേഴ്സിൻ്റെ സ്റ്റോറി ഉണ്ട്, പിന്നെ ഒന്ന് എന്തുവാ ലൈക്ക് സീനിയർ ജൂനിയർ ഓഫീസേഴ്സിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് അത് കളിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ നമുക്ക്, നല്ല രസമാണ്. എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒരിക്കലും. കളിച്ചു പോകാൻ കോൾ ഓഫ് ഡ്യൂട്ടി നൈസാണ്, ബട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു ഫീലോടെ കളിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല. കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിംസ് കളിക്കുമ്പോൾ യൂഷ്വലി നമുക്ക് ഫീൽ ചെയ്യുന്ന ഓരോ ഹീറോയിസം മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ, വേറെ ഫീലിങ്സ് നമുക്ക് ഉണ്ടാവില്ല അതിൽ. അതറിയാം, അതാണ് വളരെ ചുരുക്കം ഗെയിംസാണ് ഇങ്ങനെ നല്ല നല്ല ഫീലിങ്സ് തരുന്നത്. ലാസ്റ്റ് ഓഫ് അസ് പൊളി. ആദ്യമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ വിചാരിച്ചു ലൈക്ക് ബോറിങ് അടിച്ച് തുടങ്ങും, ബട്ട് പിന്നീട് ലൈക്ക് ആ ഒരു ടേണിങ് പോയിന്റ് അതിൻ്റെ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഗോഡ് ഓഫ് വാറും. അതും നൈസ്. അത് ഇടയ്ക്ക് ബോർ അടിപ്പിക്കും ശരിക്കും, കുറച്ചിടയ്ക്ക് ബോറിങ് അടിപ്പിക്കുന്ന പാർട്സ് ഉണ്ട്. അത് ഗോഡ് ഓഫ് വാർ നൈസാണ്, അതുമല്ല. ബട്ട് ഞാൻ ഇതിന് മുമ്പത്തെ ഗെയിംസ് ഒന്നും കളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറേ ഐറ്റംസ് മിസ് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റോറി ഒന്നും മനസ്സിലാവുന്നില്ല, ആരുമായിട്ട് എന്ത് ബന്ധമുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. അതിനകത്തറിയോ ഗോഡ് ഓഫ് വാറിനകത്ത് തോർ വരുന്നുണ്ട്, നമ്മുടെ അവെഞ്ചേഴ്സിനകത്തുള്ള തോർ. ഗെയിമിലുണ്ട് ലൈക്ക് ആസ് എ വില്ലനാണ്. കാരണം തോറിൻ്റെ 2 മക്കളെയാണ് ഗോഡ് ഓഫ് വാറിലെ ആ ക്യാരക്ടർ കൊല്ലുന്നത്. മോദി എന്ന് പറഞ്ഞ് തോറിൻ്റെ മോനാണ് മോദിയുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു പേരുണ്ട്. സോ ഇവരെ കൊല്ലുന്നുണ്ട്. മറ്റേ നായകൻ്റെ മോന് ഒരാളെ കൊല്ലും, ഒരാളെ മോദിയെ ചെക്കനാണ് കൊല്ലുന്നത്, മറ്റേ ഫാദറാണ് വേറെ ഒരാളെ കൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെ റിവെഞ്ചിന് വേണ്ടി ലാസ്റ്റ് കാണിക്കും തോർ വരുന്ന നിൽക്കുന്ന ഡോറിൻ്റെ അവിടെ. നൈസാണ്. ലൈക്ക് ബൈ ദ വേ സ്പോയിലറാണ് എനിക്കറിയാം, ബട്ട് കാണാത്ത പലരും കാണും. ബട്ട് ഐ എം സോ സോറി, ബട്ട് ലൈക്ക് ഗെയിംസ് ഇറങ്ങിയിട്ട് കുറേ നാളായി. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെക്ക് ചെയ്യുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഗെയിം പ്ലേസ് കിടപ്പുണ്ട്. ഇനി മലയാളം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്തും ചെയ്തിട്ടുണ്ട്, ഗെയിം ഗാലക്സി. ചെക്ക് ചെയ്യാൻ മറക്കരുത്, ചെക്ക് ചെയ്യുക.
കാണാത്തവർക്ക് വേണ്ടി കേട്ടോ. അതൊക്കെ കണ്ടിരിക്കുന്ന ഗെയിംസ് അല്ലെങ്കിൽ കളിച്ചിരിക്കുന്ന ഗെയിംസാണ്. നിങ്ങൾ PS4 കളിക്കുന്നവരാണെങ്കിൽ PS4 ഗെയിംസ് അതിനോ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബട്ട് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കളിക്കുക. ലൈക്ക് ഇപ്പം ഗെയിംസ് ചീപ്പായിട്ട് കിട്ടും. ഇപ്പോൾ അല്ല, ലൈക്ക് കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും. ഗെയിം ലൂട്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. അവിടെ കുറച്ചുകൂടി ചീപ്പായിട്ട് ഗെയിംസ് കിട്ടാറുണ്ട്. മസ്റ്റായിട്ട് കാണുക, നൈസാണ്. ഡിജിറ്റൽ കീസ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല. അത് ഇവിടുത്തെ ഇംഗ്ലണ്ടാണോ, ഇംഗ്ലണ്ടിൻ്റെ ആണോ അതോ എനിക്ക് സംശയം. അത് ഇന്റർനാഷണൽ ആണല്ലേ? ചീപ്പസ്റ്റ് സെല്ലേഴ്സിന്റെ ഇതാണ്. അവർക്ക് എങ്ങനെ ഇത്ര ചീപ്പായിട്ട് കിട്ടുന്നത്? അതാണ് ഞാൻ ആക്ച്വലി ആലോചിക്കുന്നത്. അത് അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻ, ഡിമാൻഡ് കളിക്കുന്നുണ്ടോ? വേറെ നാട്ടിലെ ആൾക്കാർ അഡ്വാൻറ്റേജ്. ഞാൻ ഷോർട്ട് കട്ട് എടുക്കാൻ വേണ്ടി കയറിയതാ ഒരു സ്ഥലത്ത് കേട്ടോ. വല്ലാത്തല്ല ഷോർട്ട് കട്ട്. എൻ്റെ പൊന്നെ ഇതാ ഇടിച്ചു. വണ്ടി താഴോട്ടാണ്. ലൈക്ക് അവിടെ എത്തി, പക്ഷെ അവിടെ എത്തിയിട്ടും കാര്യമൊന്നുമില്ല. 48% ഡൗൺ കേട്ടോ. ബാറ്റിൽ ഫീൽഡ് 5 71% ലൈക്ക് ഉള്ളൂ. പക്ഷെ 71 എന്ന് പറയുമ്പോൾ നല്ലൊരു റേറ്റിംഗ് ആണ് ബ്രോ. 71 എന്ന് പറയുന്നത് ഈവൻ പെസ്സിന് കിട്ടിയേക്കുന്നത് കണ്ടോ, ലൈക്ക് 62% സംതിങ് ഞാൻ ഇന്ന് കണ്ടത്, ലൈക്ക് സ്കീമില്ല. ബട്ട് ഈവൻ ദോ പെസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. റേറ്റിംഗ് ഒന്നും വലിയ നോക്കിയിട്ട് കാര്യമില്ല, അത് പേഴ്സണൽ ഒപ്പീനിയനാണ് എല്ലാവരുടെ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിംസ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ആ ഡിഫറെൻ്റ് ടു ബി ഓണസ്റ്റ്, ലൈക്ക് എനിക്ക് പല ഗെയിംസ്, ലൈക്ക് പലർക്കും ഇഷ്ടമല്ലാത്ത ഗെയിംസൊക്കെയാണ് ഞാൻ കൂടുതൽ കളിക്കാറ്. ആൾക്കാർ ലൈക്ക് അത് നമുക്ക് കളിക്കുമ്പോഴാണ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി 2 ഗെയിംസ് പർച്ചേസ് ചെയ്തു കേട്ടോ ബ്രോ. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട്ടിട്ടുണ്ട്, ദ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഗെയിം അല്ല, അത് ഗെയിം അല്ല ആക്ച്വലി. അത് ഗെയിം അല്ല, അതൊരു മൂവിയാണ്. Xboxൽ അവൈലബിൾ ആണ്, PS4 അവൈലബിൾ ആണ്. അതൊരു മൂവിയാണ്. അതിന് നമ്മൾ ലൈക്ക് റിയൽ ക്യാരക്ടർ, മൂവിയിൽ അഭിനയിക്കുന്ന റിയൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. ബട്ട് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ വെച്ചാണ് ഗെയിം കളിക്കുക. അത് ചെയ്യാം. ഒരു 1.5-2 മണിക്കൂർ എന്തോ ഉണ്ടാകുക. ഞാൻ കളിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇത് ഗെയിമാണോ റിയാലിറ്റി ആണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എൻ്റെ അത് മൂവിയായിട്ട് തോന്നുന്നു. എനിക്കറിയില്ല ലൈക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലെന്ന്, അത് വേറെ കാര്യം. ലൈഫ് ഇസ് സ്ട്രേഞ്ച് എന്ന് പറയുമ്പോൾ ലൈക്ക് സ്റ്റിൽ ലൈക്ക് അതൊരു ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് അത് ആനിമേഷൻ ക്യാരക്ടർ അല്ലേ. ലൈക്ക് ഇപ്പം കളിക്കുന്നത് തന്നെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തതല്ലേ, ഇതൊക്കെ മോഡലല്ലേ ഇതൊക്കെ. ഇത് റിയൽ ലൈഫ്, പക്ഷേ ഇതേമാതിരി ചോയ്സ് ഉണ്ട്. അതെ ചോയ്സ് ചെയ്തെടുക്കാം. ബട്ട് രസമാണ്, നൈസ് ഗെയിം. 2 കിട്ടിയിട്ടുണ്ട്. ലേറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു, അതൊരു ഹൈസ്റ്റ് ഗെയിമാണ്. ഹൈസ്റ്റ് ചെയ്ത് പോകുന്നവർ ലേറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയില്ല, എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് അതിനൊക്കെ മൂഡ് വേണം, ചുമ്മാ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അത് തിരികെ 2 ദിവസമായിട്ട് ഞാൻ ഓൾറെഡി മൂഡെല്ലാം ഡള്ളായിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ 2 ദിവസം കളിക്കാൻ പോലും വരാൻ. ഞാൻ ഗെയിം ചെയ്തില്ല, കളിക്കാനും വന്നില്ല. അതാണ് 2 ദിവസം കാണാൻ. ഞാൻ ട്യൂസ്ഡേ കളിച്ചില്ല. രാത്രി അത് ഏറ്റോട് വിളിച്ചോണ്ടോ അന്ന് സൂര്യനെ വിളിച്ചില്ല. സൂര്യനൊക്കെ കിടന്ന് ഉറങ്ങുവാണെന്ന് പറഞ്ഞു. നാളെ റെക്കോർഡ് ചെയ്യാം. ഞാൻ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്തില്ല. എഡിറ്റ് ചെയ്യാൻ തലവേദന. കുറെ ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ യൂട്യൂബേഴ്സിനെ പറയാറുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടാം. അവർ രാവിലെ മൊത്തം ഇത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 6 മണി മുതൽ തുടങ്ങും 10 മണി വരെ എഡിറ്റിംഗ്. ചിലപ്പോൾ അതിനെക്കാട്ടി ടൈം. ഞാൻ യൂഷ്വലി ഒരു 1 hour ഒക്കെ ഫുള്ള് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ 30 minutes ഒക്കെ ആവും. കട്ട് ചെയ്ത് ഒരേ കുറേ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സോജിൻ്റെ കൂടെ ഗിയർ ഓഫ് വാർ ബ്രോ 1 hour 52 or 58 minutes സംതിങ് ആണ് ഞാനും സോജിനും കൂടി റെക്കോർഡ് ചെയ്തത്.
ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ വെറും 38 മിനിറ്റ്സ് ആ ഒരു വീഡിയോ. ഞാൻ കട്ട് ചെയ്തു ലോഡിങ് എത്ര ഉണ്ടല്ലോ. ഞാൻ സോയിലും കൂടി കളിക്കുന്നുണ്ടല്ലോ. ലൈക്ക് ഒരുപാടുണ്ട്, ലൈക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ചില മിഷൻസ് ഒക്കെ നമ്മൾ റീട്രൈ ചെയ്യും. കാരണം ഗിയേഴ്സിനകത്ത് ഒത്തിരി ഗ്ലിച്ചുണ്ട്. അതാണ് പ്രശ്നം. നമുക്കൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അടുത്ത ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല, അങ്ങ് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ അങ്ങ് നിന്ന് ഞാൻ സോയിനൊക്കെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇങ്ങനെ നോക്കി നിൽക്കുക സ്റ്റാർട്ട് ആവുമോ എന്ന്. ഇവിടെ അനങ്ങുന്ന പോലും ഇല്ല ആ സാധനം. അത് കുറെ ടൈം എടുത്തല്ല ഗെയിം റിലീസ് ആയി. അതെ. പക്ഷെ അത് പോരാ. ലൈക്ക് 4 എന്ത് രസമാണ്. 4 3 കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ കളിച്ചിട്ടില്ല. എൻ്റെ 1 2 3 ഇപ്പം ഫ്രീ ആയി കിടപ്പുണ്ട് എക്സ്ബോക്സിൽ. പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഓപ്പായിട്ട് കളിക്കണോ അതോ സോളായിട്ട് കളിക്കണോ, അതാണ്. ഓപ്പ് ഇങ്ങനെയാണ്, ലൈക്ക് ചില സമയത്ത് സോളിനെ കിട്ടത്തില്ല റെക്കോർഡിങ് ടൈം. ഇന്ന് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1 hour or 2 hours റെക്കോർഡിങ് ചെയ്യാമെന്നുള്ളത്. ആശാനങ്ങ് പോയി. അതാണ്. അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ. ഇന്നലെ എനിക്ക് മൂഡില്ലായിരുന്നു, ഇന്നലെ ചെയ്തില്ല. ഇന്നലെ ചെയ്താൽ മതിയായിരുന്നു, അവൻ്റെ റെഡി ആയിരുന്നു. പക്ഷെ അവൻ ടൈഡായിരിക്കും. അതാണ് ഒരു ചെറിയ പ്രശ്നം ലൈക്ക് പോപ്പായിട്ട് കളിക്കുമ്പോൾ. പിന്നെ ഫൈനൽ ഫാന്റസി അതും രസമാണ് കളിക്കാൻ. കോപ്പാണ് തോന്നുന്നത്. അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നല്ല സ്പീഡിലാണ്. നോക്കട്ടെ, സോളിന് ടൈം ഉണ്ടെങ്കിൽ സോളിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ റൈഡർ ഇന്നാണ്ട് ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്ബോക്സ് ഗ്രൂപ്പിൽ. ഫൈനൽ ഫാന്റസിയുടെ ഗ്രാഫിക്സ് ഒന്ന് കാണുമ്പോൾ അതൊക്കെ പഴയ ഗെയിമാണ്. എന്നിട്ട് ഗ്രാഫിക്സ് ഒന്ന് കാണും, ഞെട്ടും കാണും. ഒരു മൂവി കാണുന്ന ഫീലാണ്. ജപ്പനീസിൻ്റെ ആണ്. അതാണ് അവരൊരു വർക്ക് ചെയ്താണ്ടല്ലോ, പക്ക വർക്കായിരിക്കും അല്ലേ. കാര്യങ്ങള് ഫൈനൽ ഫാന്റസിന്റെ മെയിൻ ഒരാളുണ്ടല്ലോ, അയാളാണ് കൊജീമയാണോ? അത് എന്താണ് പേര് പുള്ളിയുടെ? പുള്ളി തന്നെയല്ലേ നമ്മുടെ ഇതും ചെയ്തേക്കുന്നത്, എന്തായിരുന്നു ഗെയിമിന്റെ പേര്? മെറ്റൽ ഗിയറോ സംതിങ്. അതന്നെ മെറ്റൽ ഗിയർ സോളിഡ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. കമൻറ്റ് എവിടെയായിരുന്നു? ബാറ്റിൽ ഫീൽഡ് 3 പൊളിയായിരുന്നു. 3 കുഴപ്പമില്ലായിരുന്നു. 4 ഞാൻ കളിച്ചാണ്. 3 ഫുള്ള് കളിക്കാൻ പറ്റില്ല. 4 ഞാൻ ഫുള്ള് കളിച്ചു. ഐ തിങ്ക് 4 ഉണ്ട് ഇപ്പോഴും ഇതിൽ കിടപ്പുണ്ട്. ഇവിടെ മഴ പെയ്യണം കേട്ടോ. യെസ്, അവർ സീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇന്ന് രാവിലെ മൊത്തം. രാവിലത്തെ എനിക്ക് ഞാൻ ഓർത്തുമില്ല, കിടക്കം ഉറക്കമായിരുന്നു. അതുകൊണ്ട് പുതിയ ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, പുതിയ സീറ്റും കിട്ടി. യെസ്, ഈ കുറേ പുതിയ കോമ്പൗണ്ട്സ് കിട്ടുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്യാറുണ്ട് ബ്രോ. കോൾ ഓഫ് ഡ്യൂട്ടി World War 2 കളി നല്ല ഫീലിംഗ് ആണ് തോന്നുന്നത്. എൻ്റെ കിടപ്പുണ്ട് ബ്രോ, ഞാൻ കളിക്കാത്തതാണ്. മെഡൽ ഓഫ് ഹോണർ, വാർഫെയർ കിടിലമാണ്. യെസ്, അത് നല്ല. അതിനകത്താണ് അബുദാബിയിലൊരു സീൻ വരുന്നത്. അബുദാബിയിലൊരു ചേസ് സീൻ ഉണ്ടല്ലോ അതിനകത്ത്, ആ ഗെയിമിനകത്ത്. മെഡൽ ഓഫ് ഹോണർ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഫേവറേറ്റ് ഗെയിം കമ്പനി ഏതൊക്കെയാണ്? എനിക്ക് കമ്പനി ബേസ് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, വളരെ കുറവാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നും. ബ്രോ EA ക്രൈസിസ് മറന്നോ? ബെസ്റ്റ് ഷൂട്ടിംഗ് ഗെയിം ബ്രോ. ഞാൻ ക്രൈസിസ് കളിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ബ്രദർ കളിച്ചിട്ടുണ്ട്, ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്ന കാണാം. TTG, വാൽവ്, ഇൻഫിനിറ്റി വാർ, റോക്ക് സ്റ്റാർ ഗെയിംസ് എന്നിവരെയാണ് മൈ ഫേവറേറ്റ്. ഓ നൈസ്. ഇത് കുറേ ഉണ്ടല്ലോ. ഇത് കുറച്ച് ലോങ് ഈവൻ്റ് ആയിരുന്നു. നല്ല പ്രൈസും കിട്ടും ബ്രോ. എനിക്ക് എത്ര കിട്ടി? 94 സംതിങ്, 97 99 സംതിങ് കിട്ടി. പ്രൈസ് കിട്ടും ഇതിൽ. അതിൻ്റെ കുറേ ലൂട്ടും കിട്ടും ഇതിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പൈസ ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. അതെ. ഒപ്പീനിയൻ ഗെയിംസിൽ പൊളി ടെൽ ടൈംസ് ഗെയിം ആണ്. യെസ് ബ്രോ. ചാനൽ പ്രൊമോഷൻ ചെയ്യുമോ ബ്രോ? അങ്ങനെ ഞാൻ ചാനൽ പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല ബ്രോ. ഞാൻ യൂഷ്വലി പ്രൊമോട്ട് ചെയ്യാറുള്ളത് ലൈക്ക് എൻ്റെ കൂടെ കൊളാബ് ചെയ്യുന്നവരുടെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ബട്ട് ബ്രോ നല്ല കണ്ടൻറ്റ്സ് ഇടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. ഡോണ്ട് വറി. ഞാൻ ബ്രോനെ സബ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി.
നൈസ് കേട്ടോ. എനിക്ക് എല്ലാം ഓൾമോസ്റ്റ് ഹൈ ലെവലിലാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം. എനിക്കെല്ലാം ബൈക്സ് എല്ലാം ഒന്നുകൂടി കസ്റ്റമൈസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ആയി. വെയിറ്റ്, വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് വൺ? ഞാൻ അപ്ഗ്രേഡ് ചെയ്തില്ലായിരുന്നു. വെയിറ്റ്, നമുക്കൊരു സീറ്റ് ഇട്ടിട്ടുണ്ട്, അതും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് വരാം മാൻ. ഫ്രീ സീറ്റ് അല്ലേ? ഫ്രീ അല്ലേ? ഓ സോ ഈ സീറ്റ്, വെയിറ്റ്, എൻ്റെ കയ്യിൽ നല്ല പൊളി സീറ്റ് ഇരിപ്പുണ്ടോ? ഈ സീറ്റാണ് നമ്മൾ തന്നേക്കുന്നത്. നമുക്ക് ഇതല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് ഉള്ളത് സിംഗിൾ സീറ്റാണ്. ഇനി നമ്മൾ സിംഗിൾ പേഴ്സണുകളാണ്. അതാണ് മനസ്സിലായില്ല അല്ലേ? സിംഗിൾ സീറ്റാണ് നമുക്ക് പറ്റിയത്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ഏത് സിനിമയിലെ ഡയലോഗാ അറിയില്ല. ലൈക്ക് കുറെ ആൾക്കാർ ലൈക്ക് സ്റ്റേറ്റസ് ഇടുന്നുണ്ട്. സോ അതിലൂടെയാണ് ഞാനും അറിയുന്നത്. ലൈക്ക് ഇവൻ ഹീറ്റഡും പറയുന്നുണ്ട് ഇടയ്ക്കിടെ. വീട്ടിൽ ഇടയ്ക്ക് ഇടാറുണ്ട് സ്റ്റേറ്റസ്. അതാണ് വീട്ടിൽ ഇടാറുണ്ട്. അതാണ് ഞാൻ കണ്ടായിരുന്നു എവിടെയോ. അവനൊരു പെണ്ണിനോടാ പറയാറിപ്പോ. ആഹാ, ഇവന്റെ സിംഗിൾ പസംഗയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കോളാം. നൈസ്. പോലീസ് ഹോൺ അടിക്കുന്നുണ്ടല്ലോടാ. പക്ഷെ പോലീസുകാരെ കാണുന്നില്ലല്ലോ. റിയൽ ലൈഫിലാണോ? ഇവിടെ ഇവിടെ വാവ്. സൈറൻ കേൾക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റി? ആരെങ്കിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കളിക്കുന്നുണ്ടോ അവിടെ? ലോക്ക്ഡൗൺ ടൈമില് ചുമ്മാ കറങ്ങുന്നുണ്ടാവും. ക്വാറന്റൈൻ ടൈം അല്ലേ, എന്നാണ് ലോക്ക്ഡൗൺ ടൈം അല്ല. അതെ അതെ. വീട്ടിലേക്ക് പൈപ്പിംഗ്. ഗോ ഹോം ഗോ ഹോം. ഇവിടുത്തെ പോലീസുകാർ നല്ല മര്യാദക്കാരാണ്. അമ്മാർ അയ്യോ. വേറെ വണ്ടി KTM റെഡി. പിന്നെ ഏതാ ഉള്ളത്? മസ്താങ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഒന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കുണ്ട്. ഞാൻ ഇനി ഓഫ് ലൈൻ ഇരുന്നിട്ടെ എല്ലാ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം എന്നിട്ട് ഇല്ല വേണ്ട റേസസ് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ അല്ല, നമുക്ക് കുറേ ലൂട്ട് കിടപ്പുണ്ട് ആവശ്യമില്ലാത്ത. സോ ഫസ്റ്റ് എല്ലാം കാർസും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ലൂട്ട്സ് ഒക്കെ എടുത്ത് കളയണം. കാരണം ചില വണ്ടിയൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഇന്ന് ജസ്റ്റ് ഓഫ് റോഡ് ചെയ്യാം നമുക്ക്. അതാണ് അല്ല സോറി, ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ ചെയ്തില്ലായിരുന്നു. ഓഫ് റോഡ് അല്ല, ഗ്രൈൻഡ് ചെയ്യാം. ബ്രോന്റെ ഇഷ്ടംമാതിരി എന്താ വേണ്ടതെന്ന് വെച്ചാൽ. അതല്ല, ഗ്രൈൻഡ് ചെയ്യാണ്. എനിക്ക് ആക്ച്വലി ഗ്രൈൻഡിങ് ആണ് പ്ലാനിങ്. ഞാനത് പിന്നെ ഡയറക്റ്റ് ഗ്രൈൻഡ് ചെയ്യുന്നേക്കാൾ നല്ല നമ്മുടെ കുറേ ഈവെന്റ്സ് നമുക്ക് കളിക്കാനുണ്ടല്ലോ. ലൈക്ക് പ്രോ റേസറിനകത്തും അല്ലെങ്കിൽ സ്ട്രീറ്റ് റേസ് ഒക്കെ കുറേ ഉണ്ടല്ലോ നമ്മൾ കളിക്കാത്ത. അതൊക്കെ നോർമൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെവലപ്പും ആവും, ആ ഇവൻറ്റും കഴിയും, പ്ലസ് നമ്മുടെ ആ വേർഷൻ അത്രയും തീരും. ഞാൻ ഫ്രീ ടൈമിലൊക്കെ അത് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി ഉണ്ട്. ലൈക്ക് സ്ട്രീറ്റ് റേസൊക്കെ ഒത്തിരി കിടക്കുന്നു കളിച്ച് തീർക്കാൻ. പ്രോ റേസ് ഓൾമോസ്റ്റ് തീർന്നു. ലൈക്ക് എനിക്ക് കുറച്ച് ആൾക്കാരെ ബീറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ വിചാരിക്കുന്നു അതൊക്കെ നല്ല രസമാണ് കാണാൻ. അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഫേസ് ക്യാം ഒന്നും ഇല്ലാതെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഏത് ഇവന്റ് ചെയ്യേണ്ടി ബ്രോ? സെറ്റ് ചെയ്തോ, ഞാൻ അപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഓൾറെഡി ആയതാണ്. ഓ വെയിറ്റ്, ഇതിനകത്തുണ്ട് കുറേ ചെയ്യാൻ. വാങ്ക്വിഷ് ബ്രോ അപ്ഗ്രേഡ് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു ഫുള്ള്? വാങ്ക്വിഷ് അല്ലേ ചെയ്തായിരുന്നോ? ഒത്തിരി അപ്ഗ്രേഡ്സ് കിടപ്പുണ്ട് ചെയ്യാനായിട്ട്. ഞാൻ പറ്റും. അഭിജിത്ത് ഹായ് ബ്രോ, വാട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട് ബ്രോ വിശേഷം? സുഖമാണോ മാൻ? കണ്ടു. പാർട്ട്ണർ പ്ലെയർ എവിടെയാണ് മാൻ? പാർട്ട്ണർ പ്ലെയർ ബ്രോ ഐ മീൻ ഇൻ റിയൽ ലൈഫാണ് ചോദിച്ചത് ബ്രോ? റിയൽ ലൈഫിലാണെങ്കിൽ പുള്ളി അബുദാബിയിലുള്ളതാണ്. ഞാൻ വ്ളോഗ് ചെയ്തില്ലായിരുന്നു ഒരെണ്ണം, ലൈക്ക് എക്സ്ബോക്സ് പ്ലേയേഴ്സിനെ മീറ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്തുണ്ട് നമ്മുടെ ദുൽഖർ സൽമാൻ, യൂണോ അതന്നെ.
ദുൽഖർ സൽമാൻ. പ്രണവിന് കിട്ടിയ പേരാണ് ദുൽഖർ സൽമാൻ. ഞാൻ കേട്ടില്ലായിരുന്നു, വേറെ ശ്രദ്ധയിലേക്ക്. നമ്മുടെ വ്ളോഗിനകത്ത് ദുൽഖർ സൽമാൻ ലുക്കുള്ള പയ്യൻ, ദുൽഖർ സൽമാന്റെ ലുക്കുള്ള പയ്യൻ ആരാന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പ്രണവാണ്. ബ്രോ ഏത് ഫണ്ടെല്ലാം എടുക്കാൻ പ്ലാൻ? ഞാൻ മറ്റേ മാർട്ടൻ എടുത്താ മതിയായിരുന്നു, ആൽഫേന്റെ. അതെടുത്താൽ മതിയായിരുന്നു. ഞാൻ ബണ്ടിൽ ഓൾറെഡി എടുത്തു ബ്രോ. ഇതാ എടുത്തേക്കുന്നത്, ലൈക്ക് ഡൗൺ ടു ഹില്ലുള്ള ബണ്ടിൽ എടുത്ത്. എലീറ്റ് എടുത്തില്ല. എലീറ്റ് എക്സ്പെൻസീവ് ആ. ലൈക്ക് എൻ്റെ അത്ര ഇല്ല. ലൈക്ക് എൻ്റെ 300K അത് എത്ര 2 million സംതിങ് വേണ്ടേ? 2 million വേണം. അതിന് വേണമെങ്കിൽ ഞാനൊക്കെ രാത്രി ഇരുന്ന് ഫുള്ള് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു 2-3 ദിവസം കളിച്ചാൽ ശരിയാവും. മറ്റേ ബണ്ടലില് ഇത് നല്ല വണ്ടിയാ, എന്താ പറയാ, ഫോക്കസ് RX. അതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. അത് പക്ഷെ ഓഫ് റോഡ് അല്ലേ? മറ്റേ റാലി ക്രോസ് അല്ലേ? ഓഫ് റോഡ് യാ. കഴിഞ്ഞിട്ടില്ല. സർ ഹായ്, വാട്ട്സ് അപ്പ്? ബ്രോ കാരനെല്ലാം തീർന്നു. യെസ്, എൻ്റെ കുറച്ച് തീർന്നതാണ്. സ്റ്റീം ലാബ് ഇവിടെ? സ്റ്റീം ലാബ് ഇവിടെ ഇല്ലേ? വാവ്, സ്റ്റീം ലാബ് എവിടെ സാർ? നിങ്ങൾ കാണാനില്ലല്ലോ. ആൾക്കാർ ചോദിക്കുന്നതായിട്ട് എന്താണ് മേൻ? പുള്ളി ജാടയാണ് കേട്ടോ, ഇറങ്ങത്തില്ല. അയ്യോ ആയിക്കല്ലേ, എവിടെയാണ് മേൻ? നിന്നെ കാണാറില്ലല്ലോ ഇപ്പം. എന്തോ സ്റ്റോപ്പ് ആയി പോകുന്നു പോലെ ഫീൽ ചെയ്യുന്നു. വാവ് മാൻ, വാവ് ലൈവ്. യെസ്, ഓക്കെ. ബ്ലോഗ്സ് പറയുന്നു എനിക്കും കട്ടാവുന്നുണ്ട് മാൻ. റിയലി? എനിക്കിവിടെ നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല ഗൈസ്. മേ ബി നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് എനിക്കിവിടെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നത്. യൂഷ്വലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ മെസ്സേജ് വരും ബ്രോ, ലൈക്ക് നിങ്ങളുടെ നെറ്റ് കട്ടാവുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. ലൈക്ക് ബട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ ആർക്കെങ്കിലും ഉണ്ട് ലൈക്ക് കിട്ടാവുന്നുണ്ട്? എപിക് ടെക് ഇൻ ഗെയിം മലയാളം. ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ? ബിസി ആണ് മാൻ. വാവ്. എനിവേസ് മാൻ, സ്റ്റേ സേഫ് ഗൈസ്. സോ വേറെ ആർക്കെങ്കിലും ഉണ്ട് ഈ ലൈവ് കട്ട് ചെയ്യുന്നത്? ബ്രോ പറഞ്ഞോ. ഞാൻ റെഡിയാണ്. എന്ത് ഈവെന്റ് ആണെങ്കിലും ഐ ആം റെഡി മാൻ. ആക്സിഡന്റ് ചെയ്യണോ? അത് കുറച്ച് ബോറിംഗ് ആയി. അത് ബോറിംഗ് ആയി. ലൈക്ക് ഓഫ് റോഡ് അല്ലേ തന്നെ? ഹാർലി ഓഫ് റോഡ് ചെയ്യാം. ഓഫ് റോഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഹൈപ്പറിന്റെ ഒന്നും. അത് പക്ഷെ ഒത്തിരി ലോങ് ആണ്. അതിൽ ഷോർട്ട് വല്ലതും ഉണ്ടോ ഹൈപ്പറിൽ വല്ലോ? ഞാൻ ഇന്നുമായിട്ട് നോക്കിയിട്ടില്ല. ഹൈപ്പർ ഈവെന്റ്സ് ലോങ് ആണല്ലേ? പക്ഷെ നല്ല ക്യാഷ് കിട്ടുമോ? ഇല്ല, ക്യാഷും ഇല്ല. അതാണ് പ്രശ്നം. അതാണ് അത് ടഫ് ആണ് ആക്ച്വലി. യുനോ ടഫ് ആണ് ആ സാധനം. ടഫ്. ആ സ്ട്രീറ്റില് ഡ്രിഫ്റ്റ് ട്യൂൺ ചെയ്ത് കറക്റ്റ് ആയെങ്കിൽ ഈസിയാണ്. അന്ന് നമ്മൾ റീസെന്റ് ഒന്നും കളിച്ചില്ലേ കോണിക്സാഗിന് വേണ്ടി? അതിന് പൈസ കിട്ടുമോ? നല്ല ഏത് ആ ഈവെന്റോ? ആ ഈവെന്റിന് 30K ആണ്. 30K കിട്ടും. അത് എത്ര മിനിറ്റ് ആണ്? 30K. അത് 20 മിനിറ്റ് ഉണ്ട്. എന്റെ ഫോണിനോ? അതൊക്കെ നഷ്ടമാണ് ലൈക്ക് അത് കളിക്കുന്നത്. അത്ര ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് ദേഷ്യം ഒന്നും ആ വണ്ടി കിട്ടാതിരുന്നപ്പോ. കാലം വയ്യാത്ത അങ്ങേർക്ക് ആ വണ്ടി. നമുക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അധികം ചെയ്തിട്ടില്ല. എന്നാ അത് ഫോക്കസ് ചെയ്യാം അല്ലേ? അതില് ഫോക്കസ് ചെയ്യാം. എനിക്കും റാലി കാർസ് ഞാൻ നോക്കട്ടെ. എനിക്ക് കുറച്ച് അപ്ഗ്രേഡ്സ് ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ ഞാൻ അപ്ഗ്രേഡ്സ് എല്ലാം ഉണ്ടോ. BMW ചെയ്താൽ മതിയല്ലോ അല്ലേ? അത് മാത്രം യൂസ് ചെയ്യാം അല്ലേ ബ്രോ? റാലി ക്രോസ് ആണോ അത് മറ്റേത്? ഏതാ മോട്ടോ ക്രോസോ? BMW യൂസ് ചെയ്യുന്നത് നോക്കട്ടെ. ഞാനും കാറ്റഗറി നോക്കട്ടെ. റാലി ക്രോസ്. വെയിറ്റ്, എനിക്ക് അപ്ഗ്രേഡ്സ് കിടപ്പുണ്ട് BMW കേട്ടാ. അല്ലേക്ക് എനിക്ക് വേറെ വണ്ടി ഇല്ല. അല്ലേക്ക് ഒന്നും പർച്ചേസ് ചെയ്താലോ? ഏത് വണ്ടിയാണ്? ഒരു വണ്ടി ഒന്ന് സജസ്റ്റ് ചെയ്തേ, നോക്കട്ടെ മേടിക്കാൻ പറ്റൂല്ലേ. ഫോക്കസ് RX അങ്ങനെ എന്തോ ഉള്ള ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. മോട്ടോർ ക്രോസ് അല്ലേ? ആണെന്ന് തോന്നില്ല. സോറി, മോട്ടോർ ക്രോസ് അല്ല, അതാന്ന് തോന്നുന്നില്ല. റാലി ക്രോസ്. ആറ്റം കുഴപ്പമില്ല, പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. വെയിറ്റ്, വാട്ട് ഈസ് ദിസ്? സുപ്രന്റെ ഹാൻഡ്ലിംഗ് ആണ് ഇഷ്യൂ. അതാണ്. നമുക്ക് പ്രോ സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഈസി ഹാൻഡ്ലിംഗ് ചെയ്തിട്ടും കാര്യം വരുമല്ലോ അത്ര ചില വണ്ടിക്ക്. അത് വേഴ്സ് ആവുന്നു. നോക്കട്ടെ. ഓ എന്താ കിടപ്പുണ്ടല്ലോ കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ. ഹാൻഡ്ലിംഗ് സംബന്ധിച്ച് അത്ര നോക്കിയിട്ടില്ല.
Oh boy, let's go. 30, 160, okay, good. അവൈലബിൾ ഒരു ബൈക്ക് കൂടി വന്നു, അത് കൂടി ചെയ്താൽ സൂപ്പർ ആയിരിക്കും man. 52 likes man, awesome boys man. What? Nice man, thank you everyone man, support ചെയ്ത എല്ലാവർക്കും man. Thank you guys. You guys are awesome man. കേട്ടോ, ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. സോറി, ഫോക്കസ് RS അല്ലേ, അതെടുക്കണോ? ഹാർഡാണെന്നല്ലോ കിടക്കുന്നല്ലേ? ഹാൻഡ്ലിങ് ഹാർഡാന്ന് തന്നെ പറയുന്നത്. വേറെ ലൈവിന് ഇഷ്യൂ ഒന്നും ഇല്ല man. ഞാൻ ഐക്യലേ കൊള്ളാലോ. ഈ ചാനൽ എനിക്ക് പരിചയമില്ല, എന്റെ പുതിയ ചാനലാണ്. ബ്രോ എന്താ പറഞ്ഞേ? അല്ല, എല്ലാത്തിനും ഹാൻഡ്ലിങ് ഹാർഡാ. പിന്നെ ആകെ ഈസി ആയി കാണിച്ചത് ചാർജർ RTM പഴയ ചാർജർ ഉണ്ടല്ലോ, പക്ഷെ കൊള്ളാമായിരിക്കും. പെർഫോമൻസ് ലെവൽ കുറവാണ്. അല്ലേ പിന്നെ പോർഷെ വെച്ചിട്ട് തന്നെ ഒപ്പിക്കാം നമുക്ക്. പോർഷെ നോക്കാം അല്ലേ? എനിക്ക് തോന്നേ പോർഷെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നു. ശരിയാവുന്ന വിചാരിക്കാം, പ്രതീക്ഷ. ഒരു കാര്യം ചെയ്യാം, ഞാൻ റേസ് തുടങ്ങുമ്പോ പറയാം. ഇത് ബ്രോ കുറച്ച് പഴയ ചാനലാണ് ഇത്, കുറച്ച് ഇതുണ്ടല്ലോ, കണ്ടന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, 68 വീഡിയോസ് സംതിങ്. എനിവേസ് എനിക്ക് അറിയില്ലായിരുന്നു. എനിവേസ് താങ്ക്സ് മാൻ. എനിക്ക് പ്രോബ്ലം ഇല്ല, എന്നാൽ ജ്യൂസിന് പ്രോബ്ലം ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നെറ്റിൻ്റെ ഇഷ്യൂ എന്തോ ആണ് മാൻ. യൂട്യൂബ് ബഗ് ആയിരിക്കും ചിലപ്പോൾ, ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മാൻ. ഇന്നത്തെ അപ്ലോഡ് പെസ് വീഡിയോ കാണാൻ പോട്ടെ, ബായ് മാൻ. ഓക്കെ മാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത്. ഞാൻ സോജിൻ്റെ കൂടെ ആദ്യമായിട്ട് കളിക്കുന്നത്. സോജിന് ആക്ച്വലി പെസ് കളിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ജസ്റ്റ് കളിയതുള്ളൂ. പക്ഷെ അത് നന്നായി കളിച്ചു. യെസ് ഗോ, നമ്മുടെ പ്രണവ് ചേട്ടൻ നമ്മളെ വിളിക്കുന്ന പോയിട്ട്. യെസ്, ഞാനും ജോയിൻ ചെയ്തേ. ഞാൻ ഒരു സ്ക്രീൻ വീഡിയോ വാട്സാപ്പിൽ ഇടാം. ഓക്കെ ബോസ്. വെഡിങ് ലൈവ് കോപ്പിറൈറ്റ് കിട്ടിയോ? യാ ബ്രോ, ഞാനത് ചെറുതാക്കി എന്നിട്ടും കിട്ടില്ല, ബട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്റ്റർ ഗെയിം, ഹേ മാൻ, വാട്ട്സ് അപ്പ്? ഈ കാണിച്ച പ്രശ്നക്കാരനാണ്, ഭയങ്കര ടേണിംഗ് ആണ്. ലൈക്ക് നൈസ് കളർ ബോയ്. നമ്മളെ ചിലവന്മാർ നല്ല ലിവറി ഇടുന്നു. ബ്രോന്റെ പെർഫോമൻസ് ഞാൻ ഐ തിങ്ക് ലൈക്ക് 250 or something ആണോ ഒന്നും സംശയം. ലൈക്ക് അധികം ഇല്ല, കുറവേ ഉള്ളൂ. എനിക്ക് അധികം ഇല്ല, എന്നാൽ എനിക്ക് അത്ര ഉള്ളായിരിക്കും. എനിക്ക് കൂടുതലാന്ന് തോന്നുന്നു. ലൈക്ക് കണ്ടോ, അല്ലല്ലോ വളയല്ല. ജമ്പ് കഴിഞ്ഞാൽ ടേണിംഗ് ഉണ്ട്, സൂക്ഷിക്കുക. ബ്രോ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ എടുക്കുന്നത്. ലൈക്ക് ടേണിംഗ് ഒക്കെ ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വളച്ചിട്ട് എടുക്കാനാണ് എൻ്റെ പ്ലാനിങ്. ബട്ട് ഇടയ്ക്കൊന്ന് പണി കിട്ടി. ഫസ്റ്റ് കയറി ഒരുത്തൻ, അതിനൊന്ന് പിടിക്കണം. വണ്ടി ഒന്ന് കഴുകിയിട്ടുണ്ട്. ആ ടേണിങ് കഴിയുമ്പോൾ ഒരു ഇതുണ്ട്, ടേണുണ്ട്, ഭയങ്കര മെനക്കേടാ. എൻ്റെ പൊന്നതാ ക്രിസ്റ്റലും കയറി. ക്രിസ്റ്റൽ ചേട്ടാ ക്ഷമിക്കണം, ഞാനിപ്പോൾ കയറിക്കോട്ടെ, ഒരു ചെറിയ ആവശ്യമുണ്ട്. അങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. ആ ഫ്രണ്ടിലുള്ളവൻ ജോർജ് ഒടുക്കത്തെ പോക്കാം കേട്ടോ പോന്നെ. എൻ്റെ പൊന്നെ ഇടിച്ച് ജോർജ്. ഐ തിങ്ക് ഒരു പഴയ കാർ എന്തോ കമാരോ എന്ന് തോന്നുന്നു, SSO. അവന് അതാന്ന് തോന്നുന്നു എടുക്കുന്നത്, പക്ഷെ അവനെ കാണാനില്ല ഇപ്പൊ. ഓ ലാൻസിയ, എൻ്റെ പൊന്നെ കേറി. ലൈക്ക് ഞാൻ കേറി ലാൻസിയെ പിടിച്ചിട്ടുണ്ട്. ലാൻസി ഇച്ചിരി ടഫാണ്. വോൾസ് വാഗൺ ഉണ്ടോ ഇതില്? അതൊക്കെ വേണമായിരുന്നു, ലൈക്ക് അതൊക്കെ വേണമായിരുന്നു ഓഫ് റോഡിന് പറ്റിയ വീട്ടിലൊക്കെ.
ഞാൻ വളവ് കഴിയുമ്പോൾ തന്നെ നൈട്രസ് യൂസ് ചെയ്യും കേട്ടോ, കുറച്ച് സ്പീഡ് കിട്ടാൻ വേണ്ടി. ഫിനിഷ് വന്നു. ഞാൻ സെക്കൻഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ബ്രോ. വണ്ടി കഴിയിട്ട് ഓടി വരാം. കുഴിയായിരുന്നു അവിടെ, ഞാൻ എൻ്റെ വണ്ടി അങ്ങ് മുങ്ങി കുഴിക്കത്തൊക്കെ പോയി. ബ്രോ ബൈ. എന്ത് ഭയങ്കര അലമ്പാണ്. അപ്ഗ്രേഡ് കിട്ടി കുറച്ച് കേട്ടോ. നൈസ്. 2 കിട്ടി. ടയേഴ്സ് ആൻഡ് എക്സോസ്റ്റ്. വലിയ ഗുണമില്ലാത്തതാണ്, ബട്ട് എന്തായാലും കുഴപ്പമില്ല. ഏതാ ആക്കണ്ടേ? ബൂട്ടിലേക്കാ? ഗോൾഡ് ഫൈൻ റിച്ച് ഓൾറെഡി ഞാൻ ഇടുന്നുണ്ട്. പൈസ ആവശ്യത്തില്ല, ശതമാനം കൂടാൻ പോകുന്നില്ല. എന്റെ ഇപ്പൊ 170 ആണ്. പ്രണവിന്റെ വധുവിനെ പരിചയപ്പെടുത്തിയില്ല മേൻ. കല്യാണം നടന്നില്ല ബ്രോ. അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ തന്നെ അടി. സോജിന് കാരണം എന്തോ ആണെന്ന് തോന്നുന്നു, അടി നടന്നു. സോജിനൊക്കെ അച്ചാർ വിളമ്പി വെച്ച ബക്കറ്റുമായിട്ട് വന്ന ചെക്കൻ്റെ അല്ല പെണ്ണിന്റെ ഫാദറിന്റെ തലയ്ക്ക് വന്ന് അടിച്ചത്. എന്ത് ചെയ്യാനാണ്? അടി ഒടുക്കത്തെ അടിയായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് മാക്കി കയറി വന്നു. മാക്കി ആയിരുന്നു വന്നപ്പോ. യെസ്, വെൽക്കം ടു പൊന്നാനി. വെൽക്കം ടു പൊന്നാനി. എന്തായിരുന്നു ഈ പൊന്നാനി? എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു അടിക്ക് കാരണം കേട്ടോ. അവൻ തെറി വിളിച്ചാണെന്ന് എല്ലാവർക്കും സംശയം. റാൻഡമൈസ്. യോ ബ്രോ വാട്ട്സ് അപ്പ്? പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ കട്സിനൊക്കെ. നമ്മളെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറെ പാട്ടൊന്നും ഇല്ലാത്ത ഏരിയ ഒക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. രണ്ടാമത് അതെ എഡിറ്റ് ചെയ്ത് കയറ്റാം. കുറച്ച് മീം ഐറ്റംസ് കൂടി കയറ്റാന്ന് അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വണ്ടി ആ സമയം കൊണ്ട് അപ്ഗ്രേഡ് ഒന്നും ചെയ്യട്ടെ. പെട്ടെന്ന് എനിക്ക് എക്സോസ്റ്റിലൊന്ന് ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. ഞാൻ ടയർ മാറ്റാൻ പറഞ്ഞു കേട്ടോ, അത് ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇതിനായിട്ട് ബ്രേക്സ് കിട്ടിയിട്ടില്ല. ആ സാധനമാണ് എനിക്ക് വേണ്ടിയത്. അത് ഇച്ചിരി ടഫാണ്. ഞാൻ പറഞ്ഞല്ലോ പോയിന്റ്സ് ഇതിലിട്. എന്നാണ് ലക്കിയും ഗോൾഡ് ഫൈൻഡറല്ലോ. ഓക്കെ, പോയിന്റ്സ് ലക്കി ആൻഡ് ഓക്കെ ലക്കി സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡ് ഫൈൻഡ് എന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഒന്ന് ലൂട്ടിന്റെ ഇൻക്രീസ് ദ ലൂട്ട് ക്വാണ്ടിറ്റി ബൈ യാ ഗോൾഡ് ഫൈൻഡർ. മറ്റേത് ക്വാളിറ്റി കൂട്ടും. അതെ, കിട്ടുന്ന ലൂട്ട് കുറച്ച് ഹൈ പെർഫോമൻസ് ഉണ്ടാകുമ്പോ. ബ്രോ നമുക്ക് നൈട്രസ് വരെ ഉണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. പ്യോർ അത് വേണമെങ്കിൽ നമുക്ക് ലക്കി ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാം. ലക്കി, ഗോൾഡ് ഫൈൻഡർ ആൻഡ് പോപ്പുലർ ഇതൊക്കെ ലൈക്ക് എത്ര വേണമെങ്കിൽ കൂട്ടി പോകാം. ലൈക്ക് ഒരിക്കലും നിൽക്കില്ല. ബാക്കിയുള്ള 25 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. നൈട്രസ് ഞാൻ ഇതിനെ വെക്കാറ്, മറ്റേ ഹൈപ്പർ കാർ റേസിന് നൈട്രസ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നൈസ്. ഓരോ 2 സംഭവം ഉണ്ട്. ഓരോ കാറിനല്ലല്ലോ ഇത് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ശരി, ഓരോ കാറിനല്ലല്ലോ ഇത്. ഏത് കാറായാലും അല്ല അത് ശരി, കോമൺ ആണ്. ഏത് വണ്ടി എടുത്താലും ആപ്ലിക്കബിൾ. സ്പെൻഡ് 5 പോയിന്റ്സ്. വാട്ട്? വാവ്, ഒന്നും വരുന്നില്ല എനിക്ക്. ഓക്കെ, എനിവേസ് സ്റ്റാർട്ട് ചെയ്തോളൂ. അതെ, ഒരു മിനിറ്റ്. ഇപ്പം തുടങ്ങുന്നു. യോ, ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് ആക്ച്വലി ലൈക്ക് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിന് മേളിലുണ്ട്. സീരീസ് ആയിട്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ലൈക്ക് ഓൾറെഡി നമ്മൾ വേറൊരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആഡമിനാട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞ്. അതെ, ഞാൻ ചെയ്തു ആഡമിനാട്ടി വ്ളോഗ് എന്ന് പറഞ്ഞ്. ഞാൻ അതെന്തായാലും 10 മിനിറ്റ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നാളെ കാണും. ഓരോ ദിവസം ഇടവിട്ടാണ് ഇടാൻ പോകുന്നത്. നാളെ വ്യാഴാഴ്ചയല്ലേ? നാളെ ഇടുന്നുണ്ട് എന്തായാലും. സോ ഇതും ഞാൻ ഇടുന്നതായിരിക്കും നാളെ. ഓക്കെ, അത് രസമാണ് കേട്ടോ. അത് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് നമ്മുടെ 2 മെമ്പേഴ്സ് ഇപ്പം മിസ്സിങ് ആണ്. ഡ്യൂഡും പിന്നെ നമ്മുടെ എപ്പിക്കും മിസ്സിങ് ആണ്. എപ്പിക് ആണെങ്കിൽ കൺട്രോളർ ഇല്ല. ഡ്യൂഡാണെങ്കിൽ എക്സ്ബോക്സ് കേടായി, സർവീസ് ചെയ്യാൻ കൊടുത്തു. കൊറോണ ആയതുകൊണ്ട് അതങ്ങ് പോയി, അതങ്ങ് പെട്ട് കിടക്കുവാണ് പാവം. അതാണ് കറക്റ്റ് സമയത്താണ് ഇതൊക്കെ ആയത്. അതാണ് രണ്ട് കറക്റ്റ് ഇത് ചെയ്യാനാണ്. ഡസ്റ്റ് കയറുന്നത് കൊണ്ടാണ്. ഓ ബ്രോ, ടയേഴ്സ് ഇപ്പോഴാണ് ശ്രദ്ധിച്ച കേട്ടോ. കൊള്ളാം, ഒരുമാതിരി കൂടുതൽ ഗ്രിപ്പ് ഉള്ളത് പോലെയാണ്. ഇത് ഓഫ് റോഡ് ടയറാണ്. ശരി.
ശരി, ഞാൻ ഇപ്പോൾ വരാവേ. ഓട മേടിച്ചിട്ട് ഓടി വരാം. Alright, 5 seconds. Oh boy, let's start. Boom. 3, 2, 1. Stream ending songs, yeah. Actually, stream ending songs എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടാക്കി തന്നാണ്. എൻ്റെ ഇൻട്രോയും എൻഡിങ് ഔട്ട്രോ ഒക്കെ പുള്ളി ഉണ്ടാക്കി തന്നാണ്. പുള്ളി യൂസ് ചെയ്തേക്കുന്നില്ല, ഞാൻ ആ സോങ്സ് തന്നെയാണ്. ഐ തിങ്ക് അതെന്തുമായിരുന്നു അത് എനിക്ക് സംഭവിച്ചത്. എൻ്റെ പൊന്നോ, ഷോർട്ട് കട്ട്, നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുന്നു. അത് ചതിയായി പോയല്ലോ ബ്രോ. അവനെ പിടിക്കാൻ കേട്ടോ, അവനെ ഇതാ മിന്നിയാ, അതല്ല ആൻസർ ആണോ? എൻ്റെ പൊന്നോ, ഞാൻ പുറത്ത് പോയി, ഞാൻ ഏരിയക്ക് പുറത്ത് പോയി. അവനെ പിടിക്കാം. റോണ്ടനി, അവൻ്റെ പേരെന്താ? റോഡ്നെയോ? ഭയങ്കര വീടാണല്ലോ നെയിം. റോണി അല്ല, റോഡ്നെ എന്നോ സംതിങ്. എൻ്റെ പൊന്നോ, എന്തായിരുന്നു റൈറ്റ് എടുത്തു. ഞാൻ അവനെ ഫോളോ ചെയ്യട്ടെ, വെയിറ്റ് ഞാൻ നോക്കട്ടെ. ഈ കട്ട്സ് ഇത് പെശക്ക് പിടിച്ച കട്ട്സ് ഇതാണ് കേട്ടോ ബ്രോ. ഇതൊരു കയറല്ലേ. ഞാൻ പെട്ടു. ഇത് എങ്ങനത്തെ ഷോർട്ട് കട്ടാണ് പെട്ടു. മറ്റേത് തന്നെയാണ് നൈസ്, ഫുള്ള് ടേണിങ് ഒക്കെയാണ്. ചില ഷോർട്ട് കട്ടൊക്കെ ഭയങ്കര പണി തരും നമുക്ക്. ഓക്കെ ആയിട്ട് വേണം പിടിക്കുന്നുണ്ട് സൈഡൊക്കെ. എനിക്ക് ബ്രേക്ക് കൂടി അപ്ഡേറ്റ്സ് കിട്ടിയാൽ പൊളിക്കും. സ്റ്റോക്ക് കുറച്ചൊരു പ്രശ്നമാണ്, കിട്ടത്തില്ല പിടിച്ചാവുന്നു. ഓക്കെ, എൻ്റെ പുറകെ ഒരുത്തനുണ്ട്. മിസ്റ്റർ ഹൗ ആർ യു? എല്ലാ പ്രാവശ്യം അവിടെ വെച്ചാണ് ഇടിക്കുന്ന. അതെ ബ്രോ, അങ്ങനല്ലേ ഫസ്റ്റ് അല്ലേ? ഇല്ല, അവൻ പുറകില്ല ഡൗൺ പറയും. റോങ് സൈഡ് ഒന്നും കയറണ്ട, ലൈക്ക് ഷോർട്ട് കട്ട് ഒന്നും എടുക്കണ്ട, നേരെ വിട്ടാൽ മതി. നൈസ്, കഴിഞ്ഞുണ്ട്. അത് നല്ല ഓഫ് റോഡിൽ കുറച്ച് കുറവാണ് റേസസ്. അല്ല, ഇതിന്റെ പെർസെന്റേജ് കംപ്ലീഷൻ കൂടി വരുന്നുണ്ട്. അതെ, ഞാൻ അപ്ഗ്രേഡ് ചെയ്യട്ടെ വണ്ടി ഒന്ന്. Mega game, hello, what are you up to? I'm just playing some random games, you know, racing events. Ooh. Boom. Oh, break kitti, poli. That's what I want. Thank you. And also suspension kudi kittindi. That's nice. Okay. Almost ellam ready ആയിട്ടുണ്ട്. And 169 ആ കേട്ടോ ബ്രോ എൻ്റെ കിടക്കുന്നത്. എന്റേത് 173. 173 അതാണ്. എനിക്ക് 169 ആണ്, 70 ആവുന്നേ ഉള്ളൂ. ഓ ബോയ്, എല്ലാം ശരിയാണ് ബ്രോ. റെട്ടൽ സ്നേക്ക് ആ വണ്ടി കസ്റ്റമൈസ് ചെയ്തായിരുന്നോ? റെട്ടൽ സ്നേക്ക് എന്ന് പറഞ്ഞ് നമ്മള് ഒരു ഇവന്റ് കളിച്ചില്ലായിരുന്നു, ഡിബോയോ സംതിങ്. ഇടിക്കുന്ന ഓരോരുത്തരെ ഇടിച്ചിടിച്ച് കളിക്കുന്ന ഒരു ഇവന്റ് കളിച്ചില്ലായിരുന്നു? ഇല്ല, അത് ഞാൻ അന്ന് കിട്ടിയ ലൂട്ട് വെച്ച് അപ്ഗ്രേഡ് ചെയ്തേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. എനിക്ക് ലൈക്ക് അന്ന് കളിച്ചതിന് ശേഷം ഒന്നും വന്നിട്ടില്ല. അടുത്ത സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, അതിന് ആ ഈവന്റ് തന്നെ കളിക്കണം, ആ റിലേറ്റഡ് റേസ് ഈവന്റ് കളിച്ചാലേ കിട്ടുള്ളൂ അല്ലേ? അതാണ്. പക്ഷെ രസമായിരുന്നു അല്ലേ? ഫ്രണ്ട്സ് വേണം, അല്ല അതർവൈസ് ലൈക്ക് ബോറിംഗ് കളിക്കാൻ. ബെസ്റ്റ് വീഡിയോ, നൈസ് മാൻ, താങ്ക് യു ജ്യൂസ്, താങ്ക്സ് മാൻ. അത് ഞാൻ സോയിലും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ. സോ ഇതിനറിയാലോ കളിക്കാൻ അറിയില്ല. എനിക്കും ലൈക്ക് വലിയ അത് എടുത്തൊന്നുമില്ല പെസ്. ലൈക്ക് എനിക്ക് ലൈക്ക് ഭയങ്കര വിയേഡായിട്ടാണ് തോന്നി. ലൈക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്ന്. ഇന്നലെ ഫിഫ കളിച്ചപ്പോഴും അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇന്നലെ ഫിഫ കളിച്ചു അതുപോലെ തന്നെ. ലൈക്ക് ഞാൻ പാസ് കൊടുക്കുന്നിടത്തല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സൂസ് പറഞ്ഞത് ലൈക്ക് ഓൺലൈൻ കളിക്കുമ്പോൾ ഇച്ചിരി വിയേഡാണ്.
ഓക്കെ എൻ്റെ വണ്ടിയുടെ സൗണ്ട് പോയി. വാവ്. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവും. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞായിരുന്നു. ഞാനാണ്, പേടിക്കണ്ട. ಜಾಸ್ತಿ ಕಸ್ಟಮ್ ಆಪ್ಷನ್ ಇಲ್ಲ ನೋಡಿ ಅವರಿಗೆ. ಜಾಸ್ತಿ ಕಸ್ಟಮ್ ಆ್ಯಂಡ್ ಆಪ್ಷನ್ ഒന്നും ഇല്ല. വളരെ കുറവാണ് അതെ. ഇപ്പം വരാം. ഞാൻ ചെറിയൊരു സംഭവം മേടിക്കാൻ പോയതാ. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ബോർഡ് എന്റെ വണ്ടീന് വേണം. സ്റ്റക്കോ? ഹൗ ബ്രോ? ഡബിൾ ഇത് RB and LB ചെക്ക് ബ്രോ. വാട്ട്? അവർക്ക് ഷോർട്ട് കട്ട് എടുക്കുന്നു. God damn it, how dare you people. Shit. എനിക്ക് മടിയാണ് ഇത് ഈ കാര്യത്തിന് ഷോർട്ട് കട്ട് എടുക്കാൻ. ബിക്കോസ് ഇതിന്റെ ഷോർട്ട് കട്ട് മാതിരി ലോങ് കട്ട് പോലെ ട്രിക്കിയാണ് ആക്ച്വലി. എവിടെ പോകുന്നു മിസ്റ്റർ മസ്ത? Where are you going? Oh no, 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 no. No, god damn it. Thank you. അത് തന്നെ എനിക്ക് സംഭവിച്ചു. സെയിം തിങ് ഹാപ്പൻസ് ടു മീ. നോക്കിയത് ഷോർട്ട് കട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യും. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് അത് വർത്താണോ. ഞാൻ കണ്ട് താട്ട്. ഓ ബ്രോ സർവൈവ് ചെയ്തു. നൈസ്. കല്ല്. ഓ ഞാൻ ഈ പ്രാവശ്യം ഷോർട്ട് കട്ടിലൂടെ കയറി വന്നത്. നൈസ് നൈസ് നൈസ്. എന്ത് ചെയ്ത സെക്കൻഡ് ഓർ തേർഡ് ബഡീസ് ഒക്കെ അങ്ങ് ദൂരെയാണ് വരെ. ഇതാ പോകുന്നു. അവിടെ പിടിക്കാൻ പറ്റും. നല്ല ഷോർട്ട് കട്ട് ട്രൈ ചെയ്തു, പക്ഷെ എനിക്കത്ര പിടിച്ചില്ല. നൈസ്. തേർഡ് എനിക്ക് അറ്റ്ലീസ്റ്റ് തേർഡെങ്കിലും വരണം നമുക്ക്. ഇത് പോയി കേട്ടോ. ഇത് പോയി ബ്രോ. ഇത് പോയി. അറ്റ്ലീസ്റ്റ് ആ തേർഡിനെ പിടിച്ചാൽ നമുക്ക് ജയിക്കാം. 85% ഡൺ ഓൾറെഡി. സോ ഇറ്റ്സ് ഹാർഡ്. ഇതാവുന്നു എഡ്വേർഡ്. മിസ്റ്റർ സ്റ്റേ ചെയ്യ. ഓക്കെ പിടിക്കാൻ നോക്കട്ടെ. പിടിക്കാൻ കിട്ടും തോന്നുന്നു. നോ ബ്രോ, അവൻ കറക്റ്റ് ഫിനിഷിംഗ് പോയിന്റ്. റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് ചെയ് മാൻ. ജ്യൂസ് മാൻ ബൈ മാൻ. ഗുഡ് നൈറ്റ് ബോസ്. 2000 ഉയ്യോ. അത് എനിക്കുണ്ട് ഓപ്ഷൻ. വെയിറ്റ്, ഞാൻ ചെയ്തു. ഈവന്റ് ബ്രോ അല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ഞാനാണ് ചെയ്തേ. പക്ഷെ ഞാൻ ക്രൂ മെമ്പർ ആണ്. ലീഡർ ഞാൻ ഓപ്ഷൻ വരാം. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഇടിച്ചു കറക്റ്റ്. അതെ ഞാൻ എടുത്തു ഓൾറെഡി ഷോർട്ട് കട്ട്. കൊള്ളാം കേട്ടോ. ഈ വണ്ടി രസമാണ് ഓടിക്കാൻ. ഇച്ചിരി ട്രിക്കി ആണെങ്കിലും ഓടിക്കാൻ രസമുണ്ട്. ആയിരിക്കണം എപ്പോഴും. അതാണ്. ആ കല്ലേ ഇടിക്കാതിരുന്നാ മതി. ഷോർട്ട് കട്ടല്ലേ, കല്ലേൽ ഇടിക്കാതിരുന്നാ മതി. ട്രിക്കിയാണ് മാൻ. ഡാം ഇറ്റ്. ഓക്കെ എൻ്റെ ക്യാം ഓക്കെ ഗുഡ്. കല്ലേ ഇടിക്കാതിരുന്നാ മതി കേട്ടോ. ഓ കറക്റ്റ് വണ്ടക്ക് ചാടി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അത്രയും ചാടി വരുമെന്ന്. പക്ഷെ എങ്ങനെ ചാടാൻ സാധിച്ചെന്ന്.
ഉണ്ടല്ലേ? നല്ല ലോങ് ഡിസ്റ്റൻസ് ജമ്പ് കിട്ടും. ഒന്നുകൂടി ചാടാം. എന്റെ പുറകെ ഒരുത്തനുണ്ട് തൊട്ട് പിന്നാലെ. ഓ ഇല്ല, ആരുമില്ല. ഓ നോ ഷിറ്റ്, സ്റ്റക്ക്. ഞാൻ സ്റ്റക്ക് വരുന്നുണ്ട്, ഞാൻ ഓടുക. അതാണ് നമ്മൾ എത്തി കുഴപ്പമില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സമാധാനായി മാൻ. ഓ മാൻ, മോർണിംഗ് ഞാൻ പഴയ വീഡിയോ ഒക്കെ കാണുമായിരുന്നു മാൻ. അസസൻ ക്രീഡ് ഒക്കെ ശരിക്കും എൻജോയ് ചെയ്തു മാൻ. റിയലി അസസൻ ക്രീഡ് ഒക്കെ ഞാൻ ശരിക്കും ബോറടിച്ചിട്ടാണ് ബ്രോ കളിച്ചത്, അറിയാമോ? ബിക്കോസ് എനിക്ക് ലൈക്ക് അത്രയ്ക്ക് കലിപ്പ് വന്നു. ലൈക്ക് 1 year എടുത്ത് ആ ഗെയിം ഫിനിഷ് ചെയ്യാൻ. ഒന്നാമത് ആ ഗെയിം നെക്സ്റ്റ് ലെവൽ കളിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെവൽ പാവണം, അതർവൈസ് കളിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല, അതിൻ്റെ കൂടെ ഇതൊക്കെ വന്നേക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ആ ഗെയിം ഫിനിഷ് ചെയ്തത്. ബട്ട് ലാസ്റ്റൊക്കെ എത്താറായപ്പോൾ നല്ല രസമായിരുന്നു. കട്ട് സീൻസും ആ സ്റ്റോറി പോയ രീതിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അടിപൊളിയായിരുന്നു. അതാ ചില ഗെയിംസ് അങ്ങനെയാണ്, ട്രിക്കിയാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. നെക്സ്റ്റ് യു വോണ്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. എനിക്ക് ടയർ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ 1 ECU കിട്ടിയിട്ടുണ്ട്. നൈസ്. ഇനി പുതിയ ബ്രെയിൻ പറഞ്ഞ പോലെ ECU ന്യൂ ബ്രെയിൻ കൂടി കിട്ടിയിട്ടുണ്ട് മാൻ. ഡാം നൈസ്. ഞാൻ കേറി. ഇനി ബാക്കി വീഡിയോസ് ഒക്കെ കാണണം. അതെ അതെ, ഞാൻ ഫസ്റ്റ് ചെയ്ത ഗെയിം പ്ലേ ഉണ്ടല്ലോ, നീഡ് ഫോർ സ്പീഡ് 15, അതൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടം. അതൊക്കെ ഫ്ലോപ്പായ ഗെയിംസ് ആണ്. ബട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ കളിക്കുന്ന മിക്ക ഫ്ലോപ്പായ ഗെയിംസ് ഒക്കെ ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതൊക്കെ ഫ്ലോപ്പായതാണ്. നീഡ് ഫോർ സ്പീഡ് 15 ഒക്കെ. അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഏമി എന്ന് പറഞ്ഞ്. എനിക്ക് ഏമി അല്ല, എന്താണ് ഒരു ക്യാരക്ടറിൻ്റെ നെയിം വരെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു അതിൽ, ആ ഒരു ക്യാരക്ടറിനോട്. എന്ത് ചെയ്യാ, ഞാൻ ആക്ച്വലി സ്ട്രീമിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പേരെന്തുവായിരുന്നു ആ പുള്ളിക്കാരത്തിയുടെ? അയ്യോ, ഷോർട്ട് കട്ട് അല്ലായിരുന്നു, സ്ട്രേറ്റ്. ഷോർട്ട് കട്ട് എടുക്കാൻ പോയതാ. ഓ നൈസ്. ഓ എൻ്റെത് മുഗേലിൻ്റെ റേ ആൻഡ് മിസ്റ്റർ പെരേറ. ഓ നൈസ്. റേയുടെ വണ്ടി കൊള്ളാം കേട്ടോ. മസ്തിയാണ് അത് ബ്രോ റേ യൂസ് ചെയ്യുന്നത്. അയ്യോ ബ്രോ ഇടിച്ച്. ഞാനൊന്ന് നോക്കട്ടെ പിടിക്കാൻ പറ്റുമോ. Oh, idiot! Ah, come on. Damn it. Ray, Mr. Ray, where are you going? Come back, man. ഇത് സ്ട്രെയിറ്റ് പോയിട്ട് വളവുണ്ട് ചെറുതായി. റേനെ ഞാൻ പിടിച്ച കേട്ടോ. ഇവന്മാര് ലൈക്ക് റോയ് എന്നാണ്. ഓ ഞാൻ റേ എന്നാണ് വായിച്ചത്. ഞാൻ ഈ പ്രാവശ്യം എടുത്തു. അത് നൈസാണ് കേട്ടോ. കുറച്ചുകൂടി ടേൺ ഉണ്ടെങ്കിലും നൈസാണ് ആ സാധനം. ടേൺ ചെയ്തെടുക്കാൻ ഞാൻ പിടിച്ചിട്ടുണ്ട്. ടേണിങ് ഇവിടെ കണ്ടാന്ന് തോന്നുന്നു എനിക്ക് ലാസ്റ്റ് ടൈം പണി കിട്ടി. ലാസ്റ്റ് ലാപ്പാണ് ഇത്. ബജറ്റിൻ്റെ പൊന്നാതെ വീണ്ടും ചോപ്പർ ഷോപ്പ്. എൻ്റെ പൊന്നോ, ആ ടേണിങ് ചില സമയത്ത് വണ്ടി കൈ നിൽക്കത്തില്ല. അതൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ലൈഡ് ആവുകയാണ്. ടേൺ കിട്ടുന്ന ആങ്കറും ചേഞ്ച് ആയി പോകുന്നുണ്ട്. ആ പണി കിട്ടി. റോയ് കേറി പിടിക്കാം. അത്തണ്ടി പിടിക്കും. സമ്മതിക്കില്ലടാ റോയ്. പിടിക്കണം.
കിട്ടി. ഓ ബ്രോ, ഫിനിഷിന്റെ അവിടെ വെച്ച പണി കിട്ടി. ഓ മാൻ, ഓ എന്തായിരുന്നു. ഓ ചെറിയൊരു പണി കിട്ടി. ഓ എനിവേസ് ജയിച്ചു. അടിപൊളിയായിരുന്നു. ഏമി ആയിരുന്നു. ഏമി അല്ല ബ്രോ, ആ പുള്ളിക്കാരത്തിന്റെ പേര് റോബിൻ. ഏമി മറ്റേ ഹൈറ്റ് കുറച്ച് പെണ്ണല്ലായിരുന്നു. റോബിൻ എന്നായിരുന്നു പെണ്ണിന്റെ പേര്. ലൈക്ക് ഒരു സ്ലിം പുള്ളിക്കാരത്തെ ഒരു ചെറിയ ക്രഷ് എന്ത് ചെയ്യാനാണ്. ആ ഗെയിമൊക്കെ കഴിഞ്ഞപ്പോൾ ക്രഷൊക്കെ മാറി. ലൈക്ക് ആ ഒരു ഗെയിമിൽ കട്ട് സീൻസ് എന്ന് പറഞ്ഞാൽ റിയൽ പീപ്പിൾസ് ആയിരുന്നു, എല്ലാം റിയൽ പീപ്പിൾസ്. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. ഹായ് ബ്രോ DTZ, ഹായ് ബ്രോ ഇൻസെയിൻ, how are you man? Bro, hi bro, good to hear you again. Thanks man, thank you man. Hey man, what's up? Hey King Omega, what's up King Omega bro, what's up man, how are you? Insane moment man, wow. ആ ഒരു ലൈക്ക് നമ്മൾ ഓൾമോസ്റ്റ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു ഈവൻ്റ് ആണ്. സഡൻലി എൻ്റെ കാറ് വന്ന് ക്രാഷായി. പെട്ടെന്ന് ഞാൻ റീസെറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ആശാൻ കയറിപ്പോയി, റോയ് ആണെങ്കിൽ കയറിപ്പോയി. എനിക്ക് പിന്നെ രണ്ടാം കളിക്കണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. വെയിറ്റ്, എൻ്റെ ഇത് കിട്ടിയില്ല. ഇല്ല എൻ്റെ ലൂട്ട് എടുക്കട്ടെ. എൻ്റെ ലൂട്ട് ഞാൻ കളക്ട് ചെയ്തില്ല. ഇല്ല വേണ്ട എല്ലാം സെറ്റ് ചെയ്തു, ഞാൻ കളക്ട് ചെയ്ത് പോയി. ഇത് PC ആണോ? അല്ല ബ്രോ, ഇത് PC അല്ല, ഇത് Xboxിലാണ് കളിക്കുന്നത്. ബട്ട് ഇത് PC-യിൽ അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾക്കിപ്പം ഗെയിം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഇപ്പം വില കുറവായിട്ടുണ്ട്. യൂഷ്വലി ഒരു 3000-4000 വിലയാണ് ഗെയിമിൽ. ഇപ്പം 1600 1700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പം. സോ കുറഞ്ഞിട്ടുണ്ട്. അതും നോർമൽ അല്ല, ഗോൾഡൻ എഡിഷൻ ആണ് പ്രൈസ്. ലൈക്ക് ആ ഗോൾഡൻ എഡിഷൻ്റെ പ്രൈസാണ് അത്രയും. സോ ഇപ്പോൾ ബെസ്റ്റ് ബൈ ടൈമാണ്. സോ മേടിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭമാണ്. സോ മേടിച്ച് കഴിഞ്ഞാൽ ലാഭമായിരിക്കും. ആൻഡ് ഒരുപാട് ഫണ്ണുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഗെയിമാണ്. ഒരു സാധനം മാത്രമേ ഉള്ളൂ എനിക്ക് ഗെയിമിൽ ഇഷ്ടപ്പെടാത്ത, ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ലിമിറ്റഡ്, ലൈക്ക് 4 പേർക്കേ കളിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഒരു 5-6 പേരുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കളിക്കാം. ബ്രോ ഒരു ഷോർട്ട് കട്ട് ഞാൻ കണ്ടു. അമ്മർ ചാടിപ്പോയി. ലൈക്ക് അമ്മർ നമ്മളൊക്കെ 5-6 മിനിറ്റ് കൂടുതലാ. കണ്ടോ? ആണോ? ഓക്കെ ഞാൻ ലോങ് ഹെട്ടിലാ കയറി വന്നു. ഞാൻ വെള്ളത്തിനകത്ത് മുങ്ങി. ആണല്ലേ? ഓക്കെ ജോക്കറാണ് കോഡല്ലേ? ഓക്കെ ബ്രോ. എനിക്ക് പക്ഷേ നോക്കട്ടെ. എന്റെ വണ്ടി ഇത്തവണ ഞാൻ പെട്ടുപോയി. ബ്രോ എവിടെയാണ്? 2ാം സ്ഥാനമാണോ? ആ റൂബിനെയും കൂടി പിടിക്കാൻ നോക്കേ. എനിക്ക് ഇപ്രാവശ്യം പോയി, ലൈക്ക് കയ്യിലങ്ങ് പോയി. അത് മഴ പെയ്യുവാണ് പണ്ടാരം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മഴയിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവില്ല. ഇത് ഫോർസന് അത്ര ബെസ്റ്റ് ചേട്ടാ. ഷോർട്ട് കട്ട് എടുക്കാതിരിക്കുന്ന നല്ലത്. ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ അത് ഞാൻ വെള്ളത്തിന്റെ ഉള്ളിൽ പോവാ. അവിടെ ടേൺ ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. അത് പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെറിയ അബദ്ധം എനിക്ക് അവിടെ പറ്റുന്നത്. നൈസ് മാൻ. ഓക്കെ വീണ്ടും അവിടെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങോട്ട് പോരുത് കയറി. കട്ട് സീൻ. നൈസ്. Damn it. കഴിഞ്ഞോ? എയ്ത്ത് പൊസിഷൻ നമുക്ക് കിട്ടിയല്ലോ അല്ലേ? കിട്ടി. നൈസ് മാൻ, നൈസ്, അടിപൊളി. ഞാൻ വണ്ടി അപ്ഗ്രേഡ് ചെയ്യട്ടെ. ലാസ്റ്റ് ടൈം അപ്ഗ്രേഡ് ചെയ്യാൻ മറന്നു. 13 കിട്ടി, അത്യാവശ്യം നല്ല പൈസ. 400K ആയി കേട്ടോ. 4 ഇവന്റ് കളിച്ചപ്പോൾ 400K ആയി. എനിക്ക് 300K കിടന്നതാണ്.
ആയിട്ട് ഞാനാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യട്ടെ മാൻ. ശരി എന്നാ മാൻ. ഓക്കെ മാൻ, താങ്ക് യു മാൻ, താങ്ക്സ് ഫോർ കമ്മിങ് ഇൻ ബോസ്. ആയിട്ട് ഞാൻ പോയി അപ്ഗ്രേഡ് ചെയ്യട്ടെ പെട്ടെന്ന്. എനിക്ക് 5 ഉണ്ട് ഇപ്പോൾ അപ്ഗ്രേഡ്സ്. ഞാൻ ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. 167 171 ആയി ഇപ്പം എനിക്ക്. 172 180. എന്റെ 179 നടക്കുന്നത്. കുറെ ബ്രേക്സും ഇതാ വരുന്നത് എനിക്ക്. എന്താ പറയാ, എക്സോസ്റ്റ്. എനിക്ക് ബ്രേക്കൊക്കെ ഇപ്പോഴാണ് ലൈക്ക് 1 കിട്ടി. ഇപ്പോൾ 2 കിട്ടിയെന്ന് തോന്നുന്നു. 2 എനിക്ക് 174 കേട്ടോ ടോട്ടൽ അപ്ഗ്രേഡ്സ്. നൈസ്, താങ്ക് യു. നല്ല പരിപാടി തന്നെ ഇത്. അതെ അതെ, ഒന്ന് നമ്മുടെ പ്രോഗ്രസ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുകൂടാതെ ഇവന്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ടൈം എക്സ്ട്രാ ഉണ്ടാവുന്നുണ്ട്. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്താ പറയാ, ഫൈനൽ ബോസിന്റെ ഇൻവൈറ്റ് വരും. ഫൈനൽ ബോസ് ഭയങ്കര ലെങ്തിയാ. ഞാൻ ഒരു ഫൈനൽ ലെവൽ കളിച്ചിട്ടില്ല ഇപ്പൊ. ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് രാവിലെ. എല്ലാ ബോസസ് തന്നെ ബീറ്റ് ചെയ്യുന്ന റേസ്. അപ്പൊ ഇതിന്റെ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. ഇതിലൊരു ജാഡിലുള്ള ഒരുത്തനുണ്ട്, അവനെ ബീറ്റ് ചെയ്തിട്ടാണ് ശരിക്കുള്ള ടോപ്പ് പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കറുത്തോടത്തനാണോ ജാഡ? അതന്നെ. അതാണ് ഞാൻ കുറച്ച് സോയിനെ എടുത്ത് കാണിച്ചേടാ, ഈ തെണ്ടിയാ നമുക്ക് തോപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു. അവനെ തോപ്പിക്കാനല്ലേ നമുക്ക് മെക്ലൈനെ കണ്ട് കിട്ടുന്നത്? അല്ലല്ല, അത് സ്ട്രീറ്റ് റേസിലുള്ള. സ്ട്രീറ്റ് റേസ് ടിയോയോ? ടിയോ. അതെ. കിങ്സ് ഒമേഗ കൊള്ളാം മാൻ, താങ്ക് യു ബ്രോ. ഇപ്പോൾ ഗെയിം എടുക്കുന്നുണ്ടോ ബ്രോ? ഇതൊക്കെ പി സിയിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനോട് കളിക്കാൻ പോകുന്നു കേട്ടു. നൈസായിരിക്കും എല്ലാവരും കൊണ്ട് ചെയ്യുമ്പോൾ. ഹരികൃഷ്ണൻ എം ഡി, ഹായ് ബ്രോ, വാട്സ്ആപ്പ്, വെൽക്കം ടു ലൈവ് സ്ട്രീം. മൈക്കൊന്ന് സ്റ്റോപ്പ് ആക്കട്ടെ. Two, 1, 1, 1, not 1. Oh, Ford Focus. Oh, എൻ്റെ പൊന്നോ. റെഡ് കാർ ഏതാണ് ബ്രോ? വൈറ്റ് ആൻഡ് റെഡ് ഏത് കാറാണത്? മസ്തയാണോ? ഫീറ്റാണോ റെഡ്? ബ്രോയുടെ തൊട്ട് ബാക്കിലുള്ള ടക്ക. അത് ശരി. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് മസ്ദയുടെ RX-7 പോലെ ഒരു ലുക്ക് തോന്നിയത് കണ്ടപ്പോ. ഓ കമാൻ. ആണെങ്കിൽ അവിടെ ട്രാക്ക് അവൻ കയറിയോ? വെയിറ്റ് ചെയ്യാനും വരട്ടെ. ഞാൻ ഏറ്റവും ലാസ്റ്റിലായി പോയി ഇപ്പൊ. ഒരു ക്യാമറ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. അത് മാറ്റി കളിച്ചു ഫുള്ള്. ജോർജ്, ജോർജ്, ഹായ് ജോർജ്. സ്പീഡെല്ലാം പോയി. No. You can drive better than that. Yeah, I know. എന്നെ കളിയാക്കരുത് ദേവി. എനിക്ക് 6th പൊസിഷനിൽ നിന്ന് കയറാൻ പറ്റില്ല. ജോർജിന്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. അവിടെ അടുത്തെത്തുമ്പോ എന്തേലും ഇടിക്കും. അവന്റെ അടുത്ത് ചെന്നല്ല ഉടനെ ഇടിക്കുവാണ്. അതാണ് ചാട്ടം.
എന്റെ പൊന്നോ, ഓ വണ്ടി നിൽക്കുന്നില്ല, കൺട്രോൾ. ഒരു കാര്യം മറന്നു, നമ്മുടെ ഈ നൈട്രസ് ഉണ്ടെന്ന്. ഞാൻ നൈട്രസ് ഞാൻ യൂസ് ചെയ്ത് കറക്റ്റ് വഴി ഒരു പോസ്റ്റ് അടിച്ചു. ചോദിച്ചാ പൊളി പൊളി. വിക്കി, ആ ശരി, വിസ്കി, വിസ്കി എന്നല്ലേ പേര്? അവനെ വിസ്കി എന്നൊക്കെ വിളിച്ചൂടെ? ഓ 16K, നൈസ്. വാച്ച് ചെയ്യുന്നുണ്ടോ? അപ്ഗ്രേഡ് ചെയ്യട്ടെ. അതാണ്, എനിക്ക് PC ഒന്നുമില്ല ബ്രോ, ഉള്ള ലാപ്ടോപ്പ് അടിച്ചു പോയി. വാട്ട് റിയലി? ഓ മാൻ, വാവ്. ഇവിടെ അവിടെ PC ബിൽഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ലൈക്ക് ഗൾഫിലാകുമ്പോൾ ബിൽഡ് ചെയ്യാൻ വെച്ച പാടാണ്. ലൈക്ക് നീ ഇൻ കേസ് നാട്ടിൽ പോകേണ്ടി വന്നാൽ പൊക്കിക്കൊണ്ട് പോകാൻ പാടാ മാൻ. അതുകൊണ്ടാണ് ഞാൻ ബിൽഡ് ചെയ്യാതെ. ഫ്രീ സ്റ്റൈലില് പിന്നെ ഒരു പെണ്ണിനെ ബീറ്റ് ചെയ്യേണ്ടതാണ്. ആ അതേതാണ് ഫ്രീ സ്റ്റൈലിനകത്തുള്ള? ഫ്രീ സ്റ്റൈൽ ഈവന്റ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ആ മോൺസ്റ്റർ ട്രക്ക്, പിന്നെ ഫ്ലൈറ്റിനെ കൊണ്ട് ഷോ കാണിക്കുന്നില്ല, പിന്നെ ചെറിയ ബോട്ട്. ഓ ഓക്കെ ഓക്കെ, അതാണ്. കയറാൻ പറ്റുമോ? ആ ജോയിൻ ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈക്ക്, കാറിന് മനസ്സിലാക്കി 180 അങ്ങനെയൊക്കെ. കാരണോ? ബൈക്കാണ് ഇനി മോട്ടോർ ക്രോസ്. ആ ബൈക്കാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അതിന്റെ റേസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് എനിക്കൊന്ന് പ്രൂവിന് ഇത് അൺലോക്ക് ആവും. മറ്റേ ഫൈനൽ റേസിന് ലാസ്റ്റിന്റെ ലൂട്ട് ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു. ഇനി ലൂട്ട് മെയിൽ ബോക്സിൽ പോയി എടുക്കേണ്ടി വരും. എടുത്തില്ല, ഞാൻ മിസ് ചെയ്തു. ഞാനെങ്കിൽ അവിടെ ലെഫ്റ്റ് ചെയ്ത് കളിക്കുക. ഇപ്പൊ നാട്ടിലുള്ള ദാറ്റ്സ് വൈ. യാ ബ്രോ. ഡൗൺലോഡ് ചെയ്യാൻ പേ ചെയ്യണോ? എങ്ങനെയാണ് ബ്രോ? എങ്ങനെ ചെയ്യാം ബ്രോ? ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പേ ചെയ്യേണ്ടി വരും ബ്രോ. ബട്ട് നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വില കുറവാണ് ഇപ്പം. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്റ്റീമിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സ്റ്റീമിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ബ്രോ. പ്രൈസ് കുറവാണ്. ഇപ്പൊ ലൈവ് ചെയ്യുന്ന സ്റ്റീം ലാബ്, ഞാൻ സ്റ്റീം ലാബ് അല്ല ബ്രോ. വാട്ട്? സ്റ്റീം ലാബ് അല്ല, ഞാൻ OBS ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സ്റ്റീം ലാബ് പേഴ്സണലി ഇഷ്ടമല്ല. ബട്ട് സ്റ്റീം ലാബ് ഈസി ആക്കും കുറച്ചുകൂടി. വാവ്. റൂബൻ സ്പിൻ ഔട്ടായി. ഓ താങ്ക്സ് ബ്രോ, താങ്ക്സ്. ഞാൻ സ്പിൻ ഔട്ട് ആവാൻ പോയതാ. റൂബനെ പിടിക്കണ്ടേ? എന്റെ പൊന്നോ, അവൻ നൈട്രസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അവന് കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്തല്ലേ ഉള്ളു പ്രശ്നം. അതാണ്, നമുക്ക് അത്ര യൂസ് ചെയ്യാൻ അറിയില്ലല്ലോ. എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ഓ അവൻ സ്പിൻ ഔട്ടായി. ഓ ഞാൻ കയറി കേട്ടോ. പിടിച്ചു. ഇതില് ഷോർട്സ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ബ്രോ? അതെ അതെ. എന്റെ പൊന്നേതാ പോന്നു. എന്റെ റൂബനെ ഒന്ന് അടങ്ങിയിരിക്കും. ഒന്നെങ്ങനെ ഇടിക്കുവാണ് ചങ്ങായി. എന്റെ ചങ്ങായി ഒന്ന് അടങ്ങിയിരിക്കും. അവന്റെ വണ്ടി അവന്റെ കയ്യിൽ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. സ്പിന്നായിട്ടോ ഇപ്പോ അവന്റെ കയ്യിൽ നിന്ന്. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് അവിടെ. സോ അവിടെ നമുക്ക് അഡ്വാൻറ്റേജ്. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കയറിപ്പോവാം. അങ്ങനെ എനിക്ക് ആദ്യം കയറി പോകാൻ പറ്റിയത്. കേറി ഷിറ്റ്. മിസ്റ്റർ
ഞാൻ അവന്റെ തൊട്ട് പിന്നാലെ ചെന്ന് പോയി ഇടിച്ച് ലൈക്ക് അവനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ കണ്ടു ആ വളവിലാണ് വളവിലുള്ള ലൈൻ ശരിയില്ല. ലൈക്ക് ഞാൻ ഫസ്റ്റ് അടിച്ചണ്ടേ നമുക്ക് ടോപ്പ് 3 എന്നാലും ഞാൻ കാണിച്ചൊരു അബദ്ധം. അവനെ പോയി ബൂസ്റ്റ് ആ സൈഡിൽ നിന്ന് എടുക്കേണ്ടത് ഞാൻ ഫസ്റ്റ് അടിച്ചേനെ. എനിക്ക് വെയിറ്റ് ഓൺ ചെയ്യണേ. ഞാന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത വെയിറ്റ്. ഞാനിനി മോട്ടോർ ക്രോസ് അതിലാണ് പോകാൻ പോകുന്നത്. മോട്ടോർ ക്രോസ് നമുക്ക് ഒരു വണ്ടിയല്ലേ ഉള്ളൂ. മോട്ടോർ ക്രോസ് ഒരു ബൈക്കേ ഉള്ളൂ. ബൈക്ക് ഒരു ബൈക്കേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ബണ്ടൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർ ബൈക്ക് എനിക്ക് കിട്ടണ്ടേ, പക്ഷെ കിട്ടിയിട്ടില്ല ഇതിനായിട്ട് കേട്ടോ. എനിക്കത് അവര് റീപ്ലേസ് ചെയ്തു, ഓൾറെഡി വാങ്ങിച്ചു, അവരെ റീപ്ലേസ് ചെയ്തു. അപ്പൊ എനിക്ക് നഷ്ടമല്ലേ, ഒരു ബൈക്ക് അങ്ങ് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ലൈക്ക് ഇല്ല, എനിക്ക് ഓൾറെഡി ഉണ്ട്. ലൈക്ക് അവർ റീപ്ലേസ് ആയി, അതാണ് മെയിൻ സംഭവം. ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ, വെൽക്കം ബാക്ക് ബ്രോ. യാ ലൈക്ക് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ വണ്ടി, സോ അതുകൊണ്ട്. സോ അത് രണ്ടാമത് അവർ ഫ്രീ ആയിട്ട് തരുന്ന ബൈക്കൊന്നും എനിക്കങ്ങ് കിട്ടിയില്ല. പിന്നെ ഞാൻ നോക്കട്ടെ, എനിക്ക് മെയിൽ ബോക്സ് ഒന്നും ഇല്ല ഇവിടെ. ലൈക്ക് അപ്പോൾ ലാസ്റ്റ് ടൈം എനിക്ക് ലൈക്ക് എടുത്തായിരുന്നോ? സ്റ്റാർട്ട് ചെയ്ത് നോ പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയിരിക്കും. സത്യം ഇവിടെ ടെമ്പററി ആണ്, ഞാൻ സെറ്റപ്പ് നാട്ടിൽ അപ്ഗ്രേഡ് ചെയ്തുള്ളൂ വേണ്ട. വാവ്, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പീസ് ഒന്നും ബിൽഡ് ചെയ്യാതെ ഞാൻ ഉള്ള ലാപ്ടോപ്പ് വെച്ച് നടക്കും. ഇനി എന്തെങ്കിലും നാട്ടിൽ സെറ്റിൽ ആകുമ്പോൾ നോക്കാം ബ്രോ, PC ബിൽഡിങ് കാര്യങ്ങളൊക്കെ. മറ്റു കാര്യങ്ങളൊന്നും ഉറപ്പില്ലല്ലോ, അതാണ്. ഇവിടെ ഇപ്പോൾ ലൈവ് ചെയ്യുന്നത് സ്റ്റീം ലാബ് ആണോ? അതേപോലെ ഞാൻ ലൈവ് ചെയ്യുന്ന സ്റ്റീം ലാബ് അല്ല, ഞാൻ OBS ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റീം ലാബ് OBS ഓൾമോസ്റ്റ് സെയിം ആണ്. ബട്ട് സ്റ്റീം ലാബിൽ കൂടുതലാണ് യൂസേജ് എടുക്കുന്നത്. എനിക്ക് പേഴ്സണലി OBS ആണ് ഇഷ്ടം. വാവ്, ഞാൻ മറിഞ്ഞടിച്ച് വീണു. ഞാൻ വീണു ലൈക്ക് അവിടെ. ഈ വണ്ടി ഭയങ്കര സെൻസിബിലിറ്റി ആണ്. ഞാൻ ഇപ്പോൾ കളിക്കുന്നത് സ്റ്റിയറിംഗ് യൂസ് ചെയ്താണോ? അല്ല ബ്രോ, ഞാൻ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ഭയങ്കര വിയർഡായി ഇതിൽ കേട്ടോ. എന്തൊരു കൊലീഷൻ ആയിരുന്നത് എന്റെ പൊന്നോ. ഞാൻ ഇതില് ബാലൻസ് എടുത്തില്ല. ഒന്നാമതെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്. എന്റെ പൊന്നോ, ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ആക്ച്വലി ഫ്രണ്ടിലേക്ക്. പക്ഷേ ജമ്പ് ചെയ്യുമ്പോൾ ഒന്നും ഞാൻ ചെയ്യാറില്ല. ടേണിങ്ങിന് പണി കിട്ടും. അലക്സേ വരാം. എന്റെ പൊന്നെ, അലക്സ് ഭയങ്കര പോക്കാണല്ലോ ബ്രോ. എന്റെ പൊന്നെ, എന്തൊരു സ്ലോ ആണ് ടേണിങ്ങില്. ഈ ബൈക്ക് ടേണിങ്ങില് സ്ലോ ആണ് കേട്ടോ. നൈസ് ബ്രോ, ഐഡിയ ലൈക്ക് സൈഡിൽ കൂടി പോകാൻ കേട്ടോ, ജമ്പ് ചെയ്യണമെന്നില്ല. നൈട്രസ് ഇടാല്ലേ, ഞാൻ മറന്നു പോയി എല്ലാ പ്രാവശ്യം. ആരാണ് ഈ ബോർഡ്? നൈട്രസിലങ്ങ് പറക്കണല്ലോ ബ്രോ ഇത്. എനിക്ക് ചെക്ക് പോയിന്റ് മിസ്. എന്റെ പൊന്നെ, I don't know, sorry sir. എന്റെ പൊന്നോ, ഞാൻ ഷോർട്ട് കട്ട്സ് എടുക്കാൻ നോക്കുന്നുണ്ട്. ബ്രോ ഫ്രണ്ടിലാണോ? അല്ല, കാരണം ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ് ഇപ്പൊ. ഞാൻ ഓക്കെ, ഞാൻ 5th അങ്ങാണ്ടായി. മുഖത്ത് നൈസ്, അത്രയെങ്കിലും കിട്ടിയല്ലോ. നൈസാണ് മാൻ. FIFA 2019 DVDയിൽ
എത്രയാണ് വില എത്രയാണ്? വില ബ്രോ എനിക്കറിയില്ല. ലൈക്ക് 19 എടുക്കുന്നേക്കാൾ നല്ലത് 20 എടുക്കുന്നതാണ് ബ്രോ. ബിക്കോസ് 19 വെച്ചാൽ പഴയതല്ലേ, 20 ആണ് കുറച്ചുകൂടി നല്ലത്. എനിക്ക് പ്രൈസ് അറിയില്ല. നിങ്ങൾക്ക് പ്രൈസ് ചെക്ക് ആണെങ്കിൽ ഗൂഗിളിൽ ഒറിജിൻസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവരാണ് ഈ ഫിഫയൊക്കെ വിൽക്കുന്നത്. സോ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ലൈക്ക് അത് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൈസ് കാണത്തില്ല, ലോഗിൻ ചെയ്യേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യുക ഒറിജിൻസ് നമ്മുടെ ഇതിൽ PC-യിൽ. അതിനുശേഷം നിങ്ങൾക്ക് വാങ്ങാൻ നേരത്തെ പ്രൈസ് കാണിക്കും എത്രയാണ്. ഐ തിങ്ക് അറൗണ്ട് ലൈക്ക് ഒരു 3000 ഒക്കെ ആയിരിക്കും. എന്തായാലും അതിന് അബവ് ഇതിന് താഴെ വരാൻ സാധ്യത കുറവാണ്. അവർ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ലൈക്ക് FIFA 20 പ്രൈസ് എന്ന് പറയുന്നത് FIFA 20 പ്രൈസ് നോക്കട്ടെ. വെയിറ്റ്, ആയിട്ട് ബ്രോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയെ. ആയിട്ട് നോക്കട്ടെ. സോ ഇവർ പറയുന്നത് ലൈക്ക് ലാസ്റ്റ് പ്രൈസ് 175. ഓക്കെ, ഗീക്കി വെയിറ്റ്, ഇത് എവിടെയുള്ളത് ഈ പർച്ചേസ് ചെയ്യുന്നത്? ഓ ഇതിന്റെ പെർസെന്റേജ് കൊടുത്തില്ല ഇനി മോട്ടോർ ക്രോസിന്റെ. അതെന്തേ? കാരണം ഒന്നാമത് പെർഫോമൻസ് കുറവാണ് ഇനി മുതലുള്ള. അയ്യോ, അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? നഷ്ടമല്ലേ നമുക്ക്. പെർസെന്റേജ് കൂട്ടാൻ നമുക്ക് ഇത് ചെയ്യാൻ വേണമെങ്കിൽ എന്താ പറയാ, ആ BMW ബൈക്ക് ഓട്ടിക്കുന്ന റേസ്, നവാജോ ട്രെയിൽ, നോർത്തേൺ കാലിഫോർണിയ, പോർട്ടോ ഫോളിയേജ്. നോക്കട്ടെ ബ്രോ എന്താണ് പ്രൈസ്. ഒറിജിൻസിലേക്ക് കയറട്ടെ. BMW ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഗെറ്റ് ദ ഗെയിം. ഓക്കെ വെയിറ്റ്, നോക്കട്ടെ പ്രൈസ് എന്താണെന്ന്. ബേസിക് ആണെങ്കിൽ വെയിറ്റ്, ബൈ നൗ. ഇൻവൈറ്റ് വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓർലി എക്സസ് അല്ലാതെ നമുക്ക് വേണം. ലൈക്ക് സ്റ്റാൻഡേർഡ് 23.99 യൂറോ ആണ്. അപ്പോൾ യൂറോ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ്, യൂറോ ബ്രോ ഇംഗ്ലണ്ടിൻ്റെ അല്ലേ ബ്രോ യൂറോ? അല്ല, യൂറോപ്പിന്റെ. ഇംഗ്ലണ്ടിന്റെ പൗണ്ട്സ് ആണല്ലേ? യൂറോ ടു INR. ഓക്കെ, what's the price? Okay, wait, one second. 32.99, 33.99 for 33.99 bro. 2200 കൂട്ടിക്കോ. ആ ഒരു പ്രൈസ് റേഞ്ച് വരും, 2200 വരും. അത് സ്റ്റാൻഡേർഡ് എഡിഷൻ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓ BMW നമ്മുടെ കൂടെ ഇവരുണ്ടോ? ഓ അവൻ എന്ത് പോക്കാ ബ്രോ പോന്നെ. ട്രക്ക് യു. ഈ റേസിൽ നമുക്ക് ഏരിയസ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാണ്. ആണോ? പക്ഷെ അവൻ ബാക്കിലാണല്ലോ. നമ്മൾ കേറി ബാക്കിലായി. അവന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് ട്രക്കിയാണെന്ന്. എന്റെ പൊന്നോ, BMW ഒക്കെ ചാടിപ്പോന്നു. നൈസ് ബ്രോ. ഞാൻ പോയി അങ്ങ് ഇടിച്ച്, സന്തോഷമായി എനിക്ക്. ഈ ട്രാക്ക് എങ്ങോട്ടാ പോയത് മാൻ? അവൻ കേറില്ല, എനിക്ക് വഴി മാറിപ്പോയി ഇടയ്ക്ക് വെച്ചു ബ്രോ. ഞാൻ അവനെ പിടിക്കാം കുഴപ്പമില്ല. ജമ്പ് കണ്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നോ. Wait, straight. Nice. Shut up, man. അതിന്റെ ഇടയ്ക്ക് അവൻ ഡയലോഗ് അടിക്കുന്നു. നിങ്ങൾ കയറി കേട്ടോ. ഞാൻ കേറിയിട്ടുണ്ട്. ഓ ഷിറ്റ് come on, damn it. മേളിൽ കയറ്, മലയുടെ മണ്ടയ്ക്ക് കയറ്. ഓക്കെ നൈസ്. താഴോട്ട് പോകണല്ലോ. എടാ മേലോട്ട് കയറടാ. എന്റെ പോന്നോ,
ഏത് വഴിയൊക്കെ അവൻ പോകുന്നത്? എന്റെ താഴേന്നൊക്കെ വഴി കാണിക്കുന്നുണ്ട് കേട്ടോ ബ്രോ. ഓ ജമ്പ് വരുന്നുണ്ട്, ജമ്പ് ജമ്പ് ജമ്പ്. ഓ ഫിനിഷ് ലൈൻ കണ്ടു, ഫിനിഷ് ലൈൻ കണ്ടു. ഫുൾ ഐസാണ്. ഓ എന്റെ ഫ്രണ്ടിലൊക്കെ പോകുന്ന ഐറ്റംസ് കണ്ടോ? എത്തിയാ? കണ്ടു കണ്ടു. അത് കുറച്ചുണ്ട് ബ്രോ, കുറച്ചുണ്ട്. ചില പണി കിട്ടും. ആ ഓക്കെ 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 ഓക്കെ. ഷിറ്റ്. ഓ ഹോളി മോളി പുറാ കൺട്രോൾ ഇട്ട് പോണ വണ്ടിയില്ല. ഓ ഞാൻ എത്തി, ഞാൻ എത്തി. ഓ ഓ ഷിറ്റ്. ആ പറഞ്ഞടിച്ചു വീട്. ഓ നേരെ വേണ്ട. എന്തായിരുന്നു? ഞാൻ ട്രാക്കിൽ ഓഫായി, ഞാൻ ട്രാക്കിൽ ഓഫായി. അതാണ് ലൈക്ക് ജമ്പ് ചെയ്ത്. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ജയിച്ചിട്ടുണ്ട്. ഓ നൈസ്. എഡമിനാറ്റി ഇങ്ങോട്ട് ചോദിക്കാൻ ചാറ്റിൽ വരാൻ പറയൂ. വാട്ട്? എഡമിനാറ്റിയോട് പറയാം. വൈറ്റ് 1 സെക്കൻഡ്. എഡമിനാറ്റി ഇവിടെ ഉണ്ടോ നോക്കട്ടെ. വാവ് നൈസ് കേട്ടോ. എഡമിനാറ്റിയുടെ കാര്യം ചോദിച്ചതുകൊണ്ട് നൈസ്. കാരണം ബാറ്ററിയിൽ ആണെങ്കിൽ ബാറ്ററി ആപ്പാടെ. Oh, cutscene. Hell of a race there. Bra. Yeah. Too bad Wade wasn't around to spoil it. I told you the finish. I love the cutscene, man. Ee game la അടിപൊളിയാണ്. ബൈനോക്കുലർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ബൈനോല്ല, അവന് ഫോണ് പിക്ചർ എടുക്കുന്നേ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്. ഓക്കേ നൈസ് പരിപാടിയാണ്. ഫസ്റ്റ് നൈസ്. ഡേവിഡ്. ഓ നൈസ് നൈസ് ആണ് കേട്ടോ. അതാണ്. Adaminati, please come to the live, bro. Nice, bro. Nice. Very nice. I remember a couple years back. I hit a patch of scree and got totally turned around. We found this perfect little lake. Bye, bro. Good night, man. Good night, Vaishak, bro. Welcome, man. Good night, man. Sleep tight, bro. It's the best thing. Wait, what is this? Cutting a trail like that. എന്താ സംഭവം? നമുക്കും വൈൻഡ് അപ്പ് ചെയ്താലോ? വേറൊരു കട്ട് സീൻ എനിക്കൊന്ന് അവന്റെ അൺലോക്ക് ആയിട്ടുണ്ട്. ഓ ആയിരിക്കും. ആ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം, അവൻ്റെ പറ്റി ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാലേ? എന്നിട്ട് നാളെ സൂചിയും കൂട്ടിയിട്ട് സൂചി വേണം ആക്ച്വലി. വെയിറ്റ്. ആ വെയിറ്റ്, ലൂട്ട് കിടപ്പുണ്ട്, പോയി എടുക്കട്ടെ. ഇത് ജയിച്ചാൽ ഹെലികോപ്റ്റർ കേട്ടോ. ഓ റിയലി? മറന്നടിച്ച് വീണ്. ഹീറോ ഷമ്മി ഹായ് ബ്രോ, വാട്സ്ആപ്പ് മാൻ, വെൽക്കം ടു ലൈവ് സ്ട്രീം ബ്രോ. ഹീറോ ഷമ്മി ഹലോ, ഹായ്. അഭിജിത്ത് ബ്രോ ഹായ്, വാട്സ്ആപ്പ്. സി നമ്മുടെ എഡമിനാറ്റി ലൈവിൽ വന്നിട്ടുണ്ട്. അനസ് സി എം ഹായ് അനസ് ബ്രോ, വാട്സ്ആപ്പ്. ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കരടി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈ കരടി എന്ത് മഹാനായ കരടിയാണ്. നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മൾ ചെറുതായിട്ട് അടുത്ത് ചെന്നാൽ പേടിച്ചോടും. അവിടെ അലയ്ക്കുന്നുണ്ടോ? ഏ കരടി മാമ വാട്സ്ആപ്പ്. നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ പോയിക്കോട്ടെ. ഓ ലുക്ക് അറ്റ് ദാറ്റ് ബോയ്സ്. എന്ത് പാവാണ് കരടി നോക്കിയേ. അതാണ് ഇതാണ് നേച്ചർ. വാവ്. ഞാൻ വിചാരിച്ചു എന്നെ കടിക്കാൻ വരുവാണെന്നാണ്. ആരും എൻ്റെ ഫ്രണ്ടിൽ കൂടി പോയി. മിസ്റ്റർ പെരേര. അപ്പൊ നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ഇവിടെ നിന്ന് ചാടി ചെയ്താലോ? എന്റെ പോന്നു. റിയൽ ലൈഫിലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വടിയായി പോയെന്നെ. നമ്മുടെ കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നൈസായിരുന്നു. ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വെക്കട്ടെ വണ്ടി. നമുക്ക് പിന്നീട് യൂസ് ചെയ്യാലോ. അത് ശരി. എൻ്റെ ലൈക്ക് 140 വരെ ഉള്ളൂ കേട്ടോ ഇതിന്. എനിക്ക് 140 ഒന്നും ആയിട്ടില്ല. എനിക്ക് 122 ആയതേ ഉള്ളൂ. ഓ 122. അത് കഴിഞ്ഞാൽ പറ്റൂലേ? ഞാൻ ലൂട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഞാൻ വേറെ നമ്മുടെ ഏരിയൽ കാർ കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ഇവിടെ ഒന്നും ഇല്ല. ഏരിയൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ മെർസിഡീസ് എക്സ് ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റും ഈ ഇവന്റിൽ. അവൻ ചെയ്തായിരുന്നു തോന്നുന്നു അല്ലേ? Not bad. Not bad. Come on. Please.
ഓ വെയിറ്റ് ബ്രോ, നമുക്ക് മറ്റേ ബോട്ടിന്റെ ഇവന്റ് ചെയ്തായിരുന്നു നമ്മുടെ ലൈവ് സബ്മിറ്റിന്റെ. ഇല്ലല്ലോ, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇല്ല, അത് ചെയ്തില്ല. അതിപ്പം ചെയ്യണോ? ബാക്കിയുണ്ട്. അത് പക്ഷെ അപ്ഗ്രേഡ് ആയോ ബ്രോന്റെ? അറിയില്ല, ലൈക്ക് എനിക്ക് 110 അങ്ങാണ്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആയോ ഇല്ലെന്ന്, പക്ഷെ എനിക്കറിയില്ല. 110 പോരാ, ലൈക്ക് 150 അറ്റ്ലീസ്റ്റ് വേണ്ടി വരും ബ്രോന്. അത് ഓ, എനിക്ക് നോർമൽ ഈവന്റ് കളിക്കണമെങ്കിൽ 140 പറയുന്നത്. എനിക്ക് അത്ര ഒന്നും ആയിട്ടില്ല. ഓക്കെ, എനിവേസ് നമുക്ക് പിന്നെ കംപ്ലീറ്റ് ചെയ്യായിരുന്നു മാൻ. ഹായ് മിനാറ്റി, വാട്സ്ആപ്പ് മാൻ. റിയൽ ലൈഫ് ആയിരുന്നെങ്കിൽ പെട്ടി ഡാൻസ് ചെയ്യാവ്, ശരിയാണ്. ബട്ട് റിയൽ ലൈഫിൽ എനിക്ക് ബൈക്കൊന്നും ഓടിക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. ഐ മീൻ കഫ് ആൻഡ് ഡാൻസ് ചെയ്യാം ബ്രോ. എനിക്ക് മനസ്സിലായ സംഭവം. ആ ഒരു കഫ് ആൻഡ് ഡാൻസ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ GTA വീഡിയോ ബ്ലോക്കായി പോയത്. കഫ് ആൻഡ് ഡാൻസ് കാണിക്കാൻ പോയതാണ്. വൈ കഫ് ആൻഡ് ഡാൻസ്? എനിവേസ്, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഗോൾഡിലാണ് കേട്ടോ. എൻ്റെ പൊസിഷൻ റാങ്ക് കിടക്കുന്നത് 3976 ആണ്. ടോപ്പ് 3000 ആവണം പ്ലാറ്റിനമിൽ കയറണമെങ്കിൽ. ഡീറ്റെയിൽ നോക്കട്ടെ മാൻ എന്താണെന്ന്. പക്ഷെ ഇതിന്റെ ഫൈനൽ റേസ് ചെയ്യണമെങ്കിലും എനിക്കൊന്ന് നമുക്ക് ഇത് വേണ്ടി വരും. മറ്റേ മോട്ടോർ ക്രോസ് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അതാണ് അപ്പൊ കുറച്ച് അതും ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും മിക്കവാറും. പണിയാണ്. ലൈക്ക് ഇതിനകത്ത് എഴുതിയിട്ടില്ല ലൈക്ക് എത്ര ഇത് വേണമെന്ന് കാറിന്റെ. കാരണം അല്ല, അതില് റിക്വയർമെന്റ് കാണിക്കൂല. നമ്മള് റേസ് ചെയ്യുമ്പോ മനസ്സിലാവും നമ്മളെ റേഷ്യോ കുറവാണ്. ഞാൻ നോക്കട്ടെ എത്ര ആണെന്ന് റേസ് കാണാൻ വേണ്ടി. എഴുതി കാണിക്കോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അതൊന്നും ഇല്ല ഇതിന്. ഹരികൃഷ്ണൻ ഹായ് ബ്രോ, വാട്സ്ആപ്പ് മാൻ. GTA ലൈവ് പോസ്റ്റ് ചെയ്യും. ലൈവ് GTA പോസ്റ്റ് ബ്രോ. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തായിരുന്നു ബ്രോ ആ വീഡിയോ. ആൻഡ് ആ വീഡിയോ ഇപ്പോൾ ആർക്കും കാണാനും പറ്റത്തില്ല. നമ്മുടെ ആ വീഡിയോ ബ്ലോക്ക് ആയിട്ടുണ്ട് വേൾഡ് വൈഡ്. ലോകത്ത് ഫുള്ള് നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട് GTA കളിച്ചിട്ട്. അതാണ് എനിക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കും. അത് സംഭവം തന്നെ. അഭിജിത്ത് ബ്രോ മിസ് ചെയ്തല്ലോ ബ്രോ. വാട്ട് റിയലി? ഓക്കെ നോ പ്രോബ്ലം ബ്രോ. മിസ് ചെയ്തെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാം എന്തായിരുന്നു സംഭവം. ലാസ്റ്റ് കാണണമായിരുന്നു ആ കല്യാണം പൊളിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടുകാരെ തല്ലാൻ വേണ്ടി ഓടിയ സോജിൻ അച്ചാർ ഉണമ്പി വെച്ചൊരു ബക്കറ്റ് എടുത്തോണ്ട് വന്നാണ് തലക്കടിക്കാൻ പോയത്. അതൊക്കെ കാണേണ്ട സീൻ തന്നെയായിരുന്നു അല്ലേ? ഓ വെയിറ്റ്, അയ്യോ ഇവന്റ് എവിടെയായിരുന്നു ഉണ്ടാക്കി കണ്ടില്ല. വെയിറ്റ് 3, 2, 3, 2, 1 എന്നൊക്കെ കാണിക്കുന്നു. എനിക്ക് അത് ഐ തിങ്ക് 100. I don't know why anyone else is even bothering. നോക്കട്ടെ, അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ജയിച്ചാൽ സൂപ്പർ ആയിരിക്കും ബ്രോ. ഇതിന് പറ്റും കേട്ടോ ബ്രോ. ഞാൻ എത്തി ലൈക്ക് ഫസ്റ്റ് വരെ എത്താറായി. ഐ മീൻ ലൈക്ക് തേർഡ് അതെ ലൈക്ക് ബോട്ട് റേസിൻ്റെ അവിടെ ലൈക്ക് സപ്പോർട്ട് ചെയ്യട്ടെ. ഇത് ബൂസ്റ്റ് കിട്ടാത്ത എന്താണ്? ബൂസ്റ്റ് ലൈക്ക് അറിയുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ഡാനയാണ് 1ാം നമ്പർ. 1ാം നമ്പർ. ഓ ഞാൻ ഫസ്റ്റ് കയറി. എൻ്റെ പൊന്നു ബ്രോ കയറോ? ഈ ഇവൻ്റെ കൂടി ഉള്ളൂ നമുക്ക് തീർക്കാൻ പറ്റിയ ബ്രോ. ഗെയിം കളഞ്ഞോ ലൈക്ക് കിട്ടിയതോ? ഇല്ലേ? അപ്പോൾ ഞാൻ ബോട്ട് ചെയ്യട്ടെ. നമുക്ക് രണ്ടുപേർക്ക് ചെയ്ത ആ ഈവൻ്റ് അങ്ങ് തീരും. അതല്ലേ ഉള്ളൂ ഫിനിഷ് ചെയ്യാൻ, വേറെ ഒന്നുമില്ലല്ലോ. ഹോവർക്രാഫ്റ്റ് നമ്മൾ ചെയ്തല്ലോ. അല്ല അത് സോജിൻ ചെയ്തു. അത് നമ്മൾ ഫിനിഷ് ചെയ്തു. സോജിൻ ജയിച്ചില്ലേ? ജയിച്ചു. നമ്മൾ ഇതേ മാത്രമേ ഉള്ളൂ ലൈക്ക് കിട്ടാൻ. ഓക്കെ ഞാൻ ബ്രോനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? പാട്ട് ഇതിലുണ്ടല്ലോ, ക്രൂവിലുണ്ടല്ലോ അല്ലേ? ഇതും കൂടി ചേർന്നാൽ തീർന്നു. നമുക്ക് ഈ ആഴ്ച ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ പിന്നെ സമയം കിട്ടുന്ന പോലെ ചെയ്താൽ മതിയല്ലോ ബാക്കി ഇവൻറ്റ്സും കൂടി. എനിവേസ് വാട്സപ്പ് ചെയ്യണേ. യെസ്, വാട്സപ്പ് ചെയ്യാൻ പറ്റും. അത്ര പോർഷൻ ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടാം. ഓ പെരേറ ഡിക്ലൈൻ ചെയ്തു. വെയിറ്റ് ഞാൻ ഒന്നുകൂടി വരാം. ഞാൻ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാം. വെയിറ്റ് 1 സെക്കൻഡ്. അതുകൂടി ചെയ്താലേ നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നു. പിന്നെ ആർക്കാ ചെയ്യാനുള്ളത്? ഹീറ്റഡിനും സോജിനേ ഉള്ളൂ അല്ലേ? സോജി നാളെ വരും നമ്മുടെ അടുത്ത്. ഇത് ചോദിച്ചിട്ടുണ്ട് ബ്രോ നമുക്കത് ചെയ്യാം അപ്പോൾ ഞാൻ കാണിച്ചു. ഞാൻ സോജിനോട് പറയും സോജിനെ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയിട്ട് വരാടാ.
ഒരു പെങ്കൊച്ച് ഓടുന്നുണ്ടല്ലോ എന്റെ മുമ്പില്. നമുക്ക് ഹീറ്റിന്റെ മെസ്സേജ് അയച്ചല്ലോ അത്. സ്റ്റാർട്ട് ചെയ്യട്ടെ ബ്രോ. സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിക്കോ. കിവി ഹരികൃഷ്ണൻ PS4 അല്ല ബ്രോ, ഞാൻ എക്സ്ബോക്സിലാണ് കളിക്കുന്നത്. PS4ലേക്ക് ഞാൻ മേടിച്ചിട്ടില്ല ഈ ഗെയിംസ് ഒന്നും ബ്രോ. PS4 വളരെ ചുരുക്കമാണ് ഗെയിംസ് ഒക്കെ മേടിക്കുന്നത് തന്നെ. എനിക്കൊരു ഗെയിം ഒരു ലൈക്ക് ഒരു ഷോപ്പ് ഗെയിം നടത്തുന്ന ഒരു കടക്കാരൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരുന്നതാണ് ഈ PS4 ഗെയിംസൊക്കെ. 3 ഗെയിംസ് കണ്ട് എനിക്ക് തന്നു. ലൈക്ക് ഒരു FIFA 20 എനിക്ക് തന്നിട്ടുണ്ട്, PUBG തന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ ലൈക്ക് തന്നെ ഫാർ ക്രൈയോ അതും തന്നിട്ടുണ്ട്. അല്ല ഫാർ ക്രൈ ഈ 3 ഗെയിം തന്നിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യം പുള്ളി മീറ്റ് ചെയ്യാൻ പോയപ്പോൾ കടയൊക്കെ പൂട്ടി, അവിടെ നിന്ന് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി, ലൈക്ക് ഇത്ര ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഹായ് അഡമിനാറ്റി, ഹായ് ബ്രോ, പീസ് ഔട്ട് മാൻ, പീസ് ഔട്ട്. സോ അഡമിനാറ്റി ഗുഡ് നൈറ്റ് ബ്രോ. ഓർക്കൊന്നില്ല അഡമിനാറ്റിക്ക്. I'll stop talking so you can start driving. അതെ അതെ, അത് നമ്മുടെ ബോട്ട് മാത്രമല്ല സ്പീഡ് കേട്ടോ. You got the lead. Don't give it up. റിച്ചാർഡോ, ഓക്കെ റിച്ചാർഡോ, അങ്ങനെങ്കിൽ അങ്ങനെ. ഞാൻ ഫസ്റ്റ് കയറി ബ്രോ. നമ്മളൊരാളെ ജയിച്ചപ്പോരെ. ഞാനും ഡാമിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, ഓ ഇടിച്ച്. ആ ഡാമിൽ ചാടുമ്പോൾ ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ, ആൾക്കാരെ എത്തുന്നേ ഉള്ളൂ. ഓ ബ്രോ, വളയ്ക്കുമ്പോഴേ ലൈക്ക് ആക്സിലേറ്റർ തീരെ വിട്ടിട്ടങ്ങ് വളച്ചാൽ മതി, പെട്ടെന്ന് വളയും. ആക്സിലേറ്ററിന് കൈപോലും എടുക്കത്തില്ലായിരുന്നു. അതെ അതെ, നൈസാണ്. ഫിനിഷിംഗ് പോയിന്റ് എത്തി ബ്രോ. ജസ്റ്റ് ഇമാജിൻ ബ്രോ, ഇത് സ്റ്റാർട്ടിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര കഷ്ടപ്പെട്ടു ഈ ബോട്ടിന് വേണ്ടി. യെസ്, ജയിച്ചു. ഓ ഫുള്ള് കംപ്ലീറ്റ്. നോക്കട്ടെ, ഞാനിപ്പം ഇപ്പോഴും ഗോൾഡിലാന്ന് തോന്നി. അതാണ് ബ്രോ പ്ലാറ്റിനം ആയിരുന്നല്ലോ അല്ലേ? 3000 റേറ്റ് എന്നാ പറഞ്ഞത്. എൻ്റെ 3000 ആയിട്ടില്ല. 44,000 എനിക്ക് കുറച്ച് അപ്ഗ്രേഡ്സും കിട്ടിയിട്ടുണ്ട്. നോട്ട് ബാഡ്, വെരി ഗുഡ്. കട്സിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ലച്ചി സോജിൻ എവിടെ പോയി? സോജിൻ ഉറങ്ങാൻ പോയി, ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് സോജിൻ എഴുന്നേറ്റ് തന്നെ 7 മണിക്കാണ്, 8:30 ആയപ്പോഴത്തേനും അവൻ ഉറക്കം വരുന്നെന്ന് പറഞ്ഞു പോയി. വാവ്. സോ ഈ ആഴ്ചത്തെ നമ്മളെല്ലാം ഈവെന്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്ലാറ്റിനം കയറി ബ്രോ. ഞാൻ പ്ലാറ്റിനം കയറി. ആ എന്റെ ഇപ്പൊ 1500 റാങ്ക്. എന്റെ റാങ്ക് വെയിറ്റ്, ഞാനിപ്പോ 3,10,000 3,10,000 ഉണ്ട്. അതെ ഓക്കെ ബ്രോ, ഞാൻ പ്ലാറ്റിനത്തിന്റെ മേളിലാണ്. അല്ലല്ല, പ്ലാറ്റിനത്തിന്റെ താഴെയാണ്. പ്ലാറ്റിനം ആയിട്ടില്ല. ലൈക്ക് 1,000 അല്ല 1,00,000. എന്റെ റാങ്ക് 2,239 ആണ്. നമ്മൾ ടോപ്പ് റാങ്ക് കയറി. ആ ലൈക്ക് നൈസ്, അടിപൊളി. ഈ ആഴ്ച കഷ്ടപ്പെടണ്ട ഇനി അല്ലേ? ഇത് ഈസി ആയിരുന്നു ഈ വീക്കിലെ കേട്ടോ. ലാസ്റ്റ് വീക്കാണ് ഈ ആഴ്ച കിട്ടാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ പ്രാവശ്യം കിട്ടുന്നത്? നോക്കട്ടെ, പിന്നെ വോൾസ്വാഗന്റെ 4 വീല് ബ്രോയിനാണ് കൂടുതൽ കേട്ടോ. ലൈക്ക് ബ്രോയുടെ കിടക്കുന്നത് 4,24,845 ലൈക്ക്. എങ്ങനെ കാണുന്ന ലീഡർ ബോർഡിൽ പോയാൽ മതി ബ്രോ. നമ്മുടെ ഇതെടുത്തിട്ട് ലീഡർ ബോർഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടല്ലോ, നമ്മുടെ ലൈവ് സമ്മിറ്റിൽ കയറുക.
നമ്മുടെ ഈ ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട് സി ലീഡർ ബോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ മതി ഫ്രണ്ട്സിന്റെ എല്ലാം. ഇല്ല ഞാൻ ജോയിൻ ചെയ്യത്തില്ല. ഡിക്ലൈൻ ചെയ്തിട്ടില്ല. ഇത് എങ്ങനെയാണ് ഇനി കളിച്ചാൽ ഇനി പോയിന്റ്സ് കൂടുവോ എനിക്ക്? ഇല്ല, ഇനി ടൈം ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഉള്ള റീസണ് ടൈം ഇംപ്രൂവ് ചെയ്താൽ എന്റെ പോയിന്റ്സ് കൂടും. ബ്രോ ജോയിൻ ചെയ്യില്ലേ? ഇല്ലില്ല, ഞാൻ എന്റെ പേഴ്സണലിന് വേണ്ടിയാണ് കയറിയിരിക്കുന്നത്. ഗുഡ് നൈറ്റ് ആഡമിനാട്ടി. ആഡമിനാട്ടി ഉറങ്ങി എപ്പോഴും എന്താണ് കാണിക്കുന്നത്? ഒരുത്തന് 1,336 പോയിന്റ്സ്. വേൾഡ് പൊന്നോ, ട്രക്ക് എന്നാ പോക്കായി പോന്ന്. കുറച്ചുകൂടി ഓപ്പൺ ഫീൽഡ് എനിക്ക് കിട്ടിയാൽ ഞാനും തകർത്ത് പോയായിരുന്നു. ഒബ്ജക്റ്റീവ് കംപ്ലീറ്റഡ്. ഓക്കെ, എന്റെ പൊന്നോ, come on. Okay, നോക്കട്ടെ. 1,881. Okay, not bad. I don't know, like ഓഫ് റോഡ് കാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ലൈക്ക് ഞാൻ ഓൾഡ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഇപ്പൊ റെഡിയാണോ? അടുത്ത സ്ട്രീം അല്ല, ലൈക്ക് എല്ലാവരും സെറ്റ് ചെയ്യണം. ഹീറ്ററിനെയൊക്കെ നേരത്തെ വിളിച്ച് വരുത്തണം. അതാണ് ഓഫ് റോഡ് റൂട്ട് നോക്കണം. അതിന് ബെസ്റ്റ് സെൻ ആൻഡ്രിയാസ് ഉള്ള ഏരിയ ആണ്. അവിടെയാണ് കുറച്ചുകൂടി ഓഫ് റോഡിന് പറ്റിയത് നമുക്ക്. നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ബൈക്ക് വെച്ചിട്ട് BMW അല്ല, വാട്ടർ ക്രോസ്. ഈ 2,000 കിട്ടി ഈ പ്രാവശ്യം കേട്ടോ. ന്യൂ റിവാർഡ് സെറ്റ്. താങ്ക് യു സർ. ഓക്കെ, നല്ല റേസ് ആയിരുന്നു കേട്ടോ. ലോ ആറ്റിറ്റ്യൂഡ് അതും കൂടി ഒന്ന് ചെയ്യണം. ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ മാൻ. Zesty, hey man, what's up? What's up man? ഹായ്. ഉണ്ടോ, പെയ്യുന്നുണ്ടോ? നല്ല ലൈറ്റിംഗ്. ഞാൻ വിചാരിച്ചെന്തോ എൻ്റെ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. എനിക്കിവിടെ മഴയൊന്നുമില്ല. ബട്ട് ഓ വെയിറ്റ്, സ്റ്റാർട്ട് ചെയ്തോ. ഗെയിം സ്റ്റക്കായി. ഇതൊക്കെ ഈയിടെ ഗെയിം ഒത്തിരി സ്റ്റക്കാവുന്നുണ്ട്. ആഴായിട്ട് മാൻ, ഗുഡ് നൈറ്റ്. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. Ouch! Now! Shit, what the? അത്ര താഴെ കൂടി എടുത്ത് എന്തിനാണ് മിസ്റ്റർ? Wow! I can't believe it just happened, bro. What the? വളച്ചിട് വായി. Okay. Nice. Okay, good. Wow. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ സാധനം. Hey, Zesty, what's up? ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഒന്നൊന്ന് ചെക്ക് ചെയ്തട്ടെ. നമ്മുടെ പ്രണബ് ബ്രദർ പോയിട്ടുണ്ട്. ഫ്ലൈ വെരി ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ലോ തന്നെയാണ് ഓടിക്കുന്നത്. Oh no, what the? Okay, anyways. Hey Sophia, what's up? ഒബ്ജക്റ്റീവ് ലോസ്റ്റ് ആവുമെന്നൊരു സംശയമുണ്ട് എനിക്ക്. വിക്കറ്റ് പൊങ്ങട്ടെ.
നൈസ്. 8,000 കിട്ടിയിട്ടുണ്ട്. വേണ്ട, അതിലുള്ള എത്ര എടുക്കേണ്ടി? 3000 എടുത്താൽ മതിയായിരുന്നു. ലാസ്റ്റ് ടൈം എനിക്ക് എത്ര കിട്ടി? ലാസ്റ്റ് ടൈമിനേക്കാൾ കൂടുതലാണ് കേട്ടോ. മറ്റേ ലാസ്റ്റ് ടൈം നമുക്ക് 7000 എന്തോ ഉണ്ടായിരുന്നു. റൈറ്റ്, നമുക്ക് സിറ്റിയിലേക്ക് പോകാം. അപ്പോൾ വണ്ടി സ്വിച്ച് വേണ്ട, വണ്ടി സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എസ്കേപ്പ് നമുക്ക് ബോട്ട് എസ്കേപ്പാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തതാണ്. ഐ തിങ്ക് ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്താന്ന് തോന്നുന്നു. സോജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയെന്നോ നമ്മൾ ചെയ്തിരുന്നു ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. സോ ഞാൻ ഇപ്പോൾ കറണ്ട്ലി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ വീക്ക്ലി ഇവൻറ്റ്സ് ആണ്. സോ വീക്ക്ലി എല്ലാ വെനസ്ഡേ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവർ എല്ലാ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഡിലേ ഉണ്ട്. കണ്ട what the heck, like even ഞാൻ സ്റ്റാർട്ട് പോലും ചെയ്തില്ല. This game sucks, man, you know, sometimes. Clarence, come back. Clarence, come back, buddy. I said come back. എന്നാ പോക്കായി പോന്ന്. ഡ്യൂഡ്, ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്, ഗുഡ് ന്യൂസ്. ബട്ട് നമുക്കിനി പോകണം. 1000 ആയിട്ടുണ്ട് ഇവിടെ. എത്ര ലാസ്റ്റ് ടൈം ഞാൻ എടുത്തത്? ഐ തിങ്ക് ലൈക്ക് കുറച്ചാണ് ഞാൻ ലാസ്റ്റ് ടൈം എടുത്തത്. കൂടുതലായിരുന്നു കമ്പയർ ചെയ്ത് നോക്കിയാൽ. ഓൾഡ് ഈസി. ലൈക്ക് ലാസ്റ്റ് ടൈം 900 സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കഴിഞ്ഞു. ആൻഡ് നൈസ്. നെക്സ്റ്റ് വൺ എസ്കേപ്പ് ഉള്ളത് ഐ തിങ്ക് ഒരു എസ്കേപ്പ് എന്താണ്? Okay, if you complete 9 activities of a summit, you will receive 100k summit points. Okay, right. എൻ്റെ വണ്ടിയുടെ സൗണ്ട് കാണുന്നില്ല. ഇതാണ് ഞാൻ ഇപ്പം ചെയ്തത്. അന്നില്ല, ഇത് വേറെ. ഇതാ ഇപ്പം ചെയ്തത് കേട്ടോ. ആണോ ലൈക്ക് ഓഫ് റോഡിൽ നമ്മൾ റോഡിൽ കൂടി നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് കിട്ടിയില്ല, കുറവാണ്. I don't know, like എല്ലാ പ്രാവശ്യവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. I don't know why. അപ്പോൾ by the way നമുക്ക് പോയിന്റ്സ് കൂടുതലാണ്. വീണ്ടും കുറച്ചിട്ടുണ്ട് 9. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മാൻ. താങ്ക്സ് അഭിജിത്ത് ബ്രോ. ഇത് ഞാൻ ചെയ്താണ് മോട്ടോർ ക്രോസ്. ഇത് ഇത് നൈസ് റേസ് ആണ് മാൻ. ആ മറ്റേ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കണം ബൈക്ക് വെച്ച്. അടിപൊളി ഒരു ജമ്പും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമുക്ക് 360 റൊട്ടേഷനൊക്കെ ചെയ്യാൻ സാധിക്കും. അതൊന്നും ചെയ്താൽ അതും പൊളിയായിരിക്കും. ബട്ട് നമുക്ക് ടൈം ബീറ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ടൈം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിരിക്കും. ആൻഡ് ഹെവിക്കാവും. 3, 2, റൈറ്റ്, 1. ബൂം. Stay focused on the route and you'll ace this. Right, sir. $360. Damn it. Slip pipe. Shortcut and I'm not planning to
വഴി ഇപ്പം മാറിപ്പോയെന്ന് എനിക്ക്. വീണു. Nothing like നമ്മൾ BTAയും 16.7ലേക്കാണ് നമ്മൾ എത്തിയത്. 16.62. ഓക്കെ നൈസ്, കുഴപ്പമില്ലായിരുന്നു അതൊക്കെ. ഓ സബ്മിറ്റ് ചെയ്യല്ലേ വേൻ. യെസ് ബ്രോ, ആക്ച്വലി നമ്മുടെ സബ്മിറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പുതിയൊരു റെക്കോർഡ് കൂടി ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ബട്ട് ഇത്തവണ കിട്ടിയില്ല, കുറച്ച് സ്ലോ ആയി പോയി. ലാസ്റ്റ് ടൈം പോയി ഇടിച്ച്. അല്ലെങ്കിൽ ബ്രോ സബ്മിറ്റ് എല്ലാം കഴിഞ്ഞു. ഐ ട്രൈഡ് ബട്ട് വണ്ടി എല്ലാം ഇല്ല മാൻ. ആക്ച്വലി ബ്രോ നമ്മൾ എന്ത് ചെയ്ത് എല്ലാം നോർമൽ റേസസ് എല്ലാം കളിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി 1.7 മില്യൺ സംതിങ് ഉണ്ടാക്കിയിട്ട് ഒരു ബണ്ടൽ ഇപ്പം പർച്ചേസ് ചെയ്തു, അഗേറ RS കിട്ടുന്നത്. സോ അതിനുശേഷം നമ്മൾ ആ ഒരു വണ്ടി വെച്ചാണ് ഇപ്പോൾ റേസ് ചെയ്തേക്കുന്നത്. ലൈക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു ബണ്ടൽ മേടിക്കും, ആൻഡ് ബാക്കി 4 പേർക്ക് അതിൻ്റെ കൂടെ കളിക്കാൻ സാധിക്കും. സോ അതാണ് നമ്മൾ അടുത്ത ബണ്ടലിന് വേണ്ടി കുറച്ച് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആയിട്ടില്ല. ആൻഡ് ഐ തിങ്ക് അതൊക്കെ ഒരു 5 ലക്ഷം ആയതേ ഉള്ളൂ. ഇനി നമുക്കൊരു ഐ തിങ്ക് ഒരു 1.5 മില്യൺ കൂടി വേണ്ടി വരും. സോ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൈസ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മേടിക്കാം. ഞാൻ ഇത്തവണ നമ്മുടെ AMG GT യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് ടൈം യൂസ് ചെയ്തിരുന്നു, അന്ന് അപ്ഗ്രേഡും ചെയ്തില്ല. ബട്ട് എന്നാലും നമ്മളന്ന് അത്യാവശ്യം നന്നായിട്ട് ജയിച്ചിരുന്നു. മേ ബി ഒന്നുകൂടി നല്ലൊരു ലൈക്ക് ടൈം നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ, നോക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ഇവൻറ്റ് വരെ ചെയ്ത് നോക്കാം. ആൻഡ് അതും കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കിത് റിവാർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ്. നൈസ് പരിപാടി കേട്ടോ ഇത്. സിദ്ധാർത്ഥ് സഞ്ജീവൻ, ഹേ ബ്രോ വാട്ട്സ് അപ്പ് മാൻ, ലാസ്റ്റ് ബ്രോ പ്ലാറ്റിനം കയറി ഓൾറെഡി പ്ലാറ്റിനമാണ് ബ്രോ. ബട്ട് എനിക്ക് കുറച്ചുകൂടി ടൈം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റാങ്ക് എൻ്റെ 2000 സംതിങ് ആണ് കിടക്കുന്നത്. എനിക്കത് ബീറ്റ് ചെയ്ത് ഒരു 1800 സംതിങ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നൈസായിരിക്കും. ഇത് നൈസ് കാർ കേട്ടോ, നല്ല ബാലൻസ്, നല്ല കൺട്രോള്, അത്യാവശ്യം നല്ല സ്പീഡുമാണ്. പെട്ടെന്ന് കയറി പോകുന്നത്. റിയൽ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് കയറിയും പോകും പെട്ടെന്ന്. ചില സമയത്തുണ്ട് അതിൻ്റെ ഗ്രിപ്പുണ്ട്, അതിൻ്റെ പക്കയാണ്. ടൈം ബീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ എനിക്ക്. ഞാൻ രണ്ട് ഇവൻറ്റ്സും ട്രൈ ചെയ്തു, രണ്ടെണ്ണത്തിനും ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കുറച്ചുകൂടി ടൈം എക്സ്ട്രാ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് പല ഇവൻറ്റിൽ നമ്മൾ ടൈം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പോയിന്റ്സ് നമുക്ക് ഇൻക്രീസ് ആവും. ഇരിക്കുന്നുണ്ട് സൈഡൊക്കെ. ഈസി 10 seconds. ഓ അവൻ എന്നെ 10 seconds പിന്നാലെയാണ്. I think like 45% is done. അതിങ്ങനെ സ്ട്രൈറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു വളവേ ഉള്ളായിരുന്നു, വലിയ വളവൊന്നും ഇല്ല. ഇനി കാണാം, ബൂസ്റ്റ് കൂടി കൂടിയാൽ എനിക്കത് അപ്ലൈ ചെയ്യായിരുന്നു. കൂടാൻ കുറച്ച് ടൈം എടുക്കും. ആൻഡ് 58% ഡൺ. ഈസി. അടുത്ത ടേൺ വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ലാതെ എടുക്കാം. ഞാൻ ബ്രേക്ക് പിടിച്ചില്ല. ബ്രേക്ക് അപ്ലൈ ഇതിലേക്ക് ബ്രേക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഈ വണ്ടി പിടിച്ചാൽ അത് അധികം കിട്ടുന്നില്ല. എനിക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാറാവുന്ന ഇതിലൂടെ. നമ്മുടെ നൈട്രോ സെറ്റായിട്ടുണ്ട്. ഹെവി ഗോ. ഞാൻ കുറച്ചുകൂടി സ്ട്രൈറ്റ് റൈഡ് ഒന്ന് വന്നോട്ടെ, എന്നിട്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഇരിക്കണം. ചെറിയ ടേൺ ഉണ്ട് ഇവിടെ. അടുത്തൊരു ടേണും കൂടിയുണ്ട്. 78% ഡൺ. ഇരിക്കാൻ ഒരു 95 ഒക്കെ ആകുമ്പോൾ തന്നെ അപ്ലൈ വേണ്ടിയിരിക്കണം. What the heck was that? Shit, എൻ്റെ ടൈം ഐ തിങ്ക് ലൈക്ക് ടൈം കുറച്ച് ബീറ്റായെന്ന് തോന്നുന്നു. 3 മിനിറ്റ്സിലേക്ക് മൂവ് ചെയ്തു. അടുത്തൊരു നൈസ് ടേൺ വരുന്നുണ്ട്. സ്ട്രൈറ്റ് ആണ് പിടിച്ച.
ഫിനിഷിംഗ് ബൂം. ലാസ്റ്റ് ടൈം വെച്ച് ബീറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ലൈക്ക് ലാസ്റ്റ് ടൈം ഐ തിങ്ക് പ്രണവ് ബീറ്റ് ചെയ്തത്. സോ നമ്മൾ നല്ല ടൈമിനായിരിക്കും നമുക്ക് കിട്ടിയത്. ലാസ്റ്റ് ടൈമിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് കയറിയിട്ടുണ്ട്. ഓസം. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്തേക്കുന്നത് ലൈക്ക് 3 minutes 34 seconds സംതിങ് ആണ്. ഇത്തവണ എനിക്ക് 3 minutes 12 seconds നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചുകൂടി പോയിന്റ്സ് കൂടിയിട്ടുണ്ട്. വേണ്ട ഓസം. പ്ലാറ്റിനം കയറിയിട്ടുണ്ട് ബ്രോ. ഇപ്പോൾ ഞാൻ എൻ്റെ റാങ്ക് കിടക്കുന്നത് ലൈക്ക് കാണിക്കാം. ഇപ്പോൾ എൻ്റെ റാങ്ക് കിടക്കുന്നത് 1821 ആക്ച്വലി അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ബട്ട് എനിക്ക് പോയിന്റ്സ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ 3,72,000 ഉള്ളൂ. എനിക്ക് കുറച്ചുകൂടി കൂട്ടിയാൽ കൊള്ളാം. നമ്മളിപ്പം സ്ട്രീറ്റ് റേസ് ആണ് കളിച്ചത്. റാലി ക്രോസ് കൂടിയുണ്ട്. ദെൻ ഹോവർക്രാഫ്റ്റ് ആണ് എനിക്ക് കുറച്ച് ലൈക്ക് പറ്റാത്ത ഇവൻറ്റ്. അത് ഞാൻ ലാസ്റ്റിൽ കളിക്കാം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഇവൻ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു മാൻ. ആഡം ബ്രോ സോറി, ഇതുവരെ കളി ആയിരുന്നു, ഇപ്പോഴാണ് കഴിഞ്ഞത്. ഓക്കെ മാൻ, നോ പ്രോബ്ലം. No problem. No. It's okay, man. Cabash, man. More points. Solidify your rank in platinum. Good points. Like അതെന്താ സംഭവം മനസ്സിലായില്ല. More points. Solidify your rank in plat. Good points. നാളെ ലൈവ് ഉണ്ടെങ്കിൽ ഏത് ഗെയിമാണ് നാളെ ബ്രോ നമ്മൾ കളിക്കുന്നത്? ഇതാണ്. നാളെ നമ്മൾ കളിക്കുന്നത് ഇതായിരിക്കും, ഫോർസ ആയിരിക്കും ബ്രോ. ലാസ്റ്റ് ടൈം നമുക്ക് ബീസ്റ്റിൻ്റെ കൂടെ കളിക്കാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ എന്തായിരുന്നു സംഭവം. ബട്ട് നോക്കട്ടെ, ഇത്തവണ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫോർസയ്ക്ക്. മേ ബി അതായിരിക്കാം റീസൺ. ഓക്കെ, സോ ലാസ്റ്റ് ടൈം ഈ ഇവൻറ്റ് കളിച്ചപ്പോൾ പെട്ടുപോയായിരുന്നു. ബിക്കോസ് ഇച്ചിരി ട്രിപ്പിയാണ്. ഫസ്റ്റ് കയറാൻ നോക്കട്ടെ. തേർഡ് കണ്ടാ വന്നത് ലാസ്റ്റ് ടൈം. ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതുകളൊക്കെ ഞാൻ കുറച്ച് റേസൊക്കെ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തില്ലേ ഓഫ് റോഡിൻ്റെ. സോ അതുകൊണ്ട് കാറ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് ജയിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ കളിച്ചത് തന്നെ സ്റ്റോക്ക് വെച്ചാണ്. സോ അതൊരു ശരി. ഓക്കെ, ലൈക്ക് ഓക്കെ, ഈ സാധനം കൈവിട്ട് പോണേ. ആശം ബാക്കിലുണ്ട്. ലാൻസിയ just took the lead. Taxi, bye. I mean, ഇടിച്ചില്ലല്ലോ. What the? Oh man, damn it. Ellie and Katie. Okay, hey Katie, what's up? You boys. Box വഴിന്ന് മാറും. കാർ ഇച്ചിരി ലൈക്ക് ഇതല്ലേ അതിൻ്റെ ഫ്ലക്സ് മാൻ സാധനം കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 25. ഓക്കെ കോൺസെൻട്രേറ്റ് ബോയ്സ്. ഇതിന് വേണ്ടി ഇച്ചിരി ഇതാണ്. സ്പെഷ്യലി കാർ ഇച്ചിരി വീടാണ്. ഈസി. നമുക്ക് നൈട്രസ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാം, ബട്ട് ബ്രേക്കിംഗ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 52% ഡൺ. ഓക്കെ, ഞാൻ നോക്കട്ടെ പിടിക്കാൻ പറ്റൂല. ഓക്കെ, ആനിമൽസ് ആണ് പോകുന്നത്. അല്ലായിരുന്നു അത് പോയത്. ഓക്കെ വെയിറ്റ്, ഐ ഡു വൺ തിങ്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യട്ടെ ഇവൻറ്റ്. ഷിറ്റ്, മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നതാണ്. നാളെ പറഞ്ഞ ഏത് ഗെയിമാണ് ഞാൻ ഇപ്പോൾ എത്ര ഗെയിംസ് പെൻഡിങ് ആയിരുന്നു? ഇപ്പോൾ ഒത്തിരി ഗെയിംസ് പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ലെവൽ എത്രയാണ് ബ്രോ ഇതിൽ കിടക്കുന്നത്? അതൊന്നും കാണിക്കുന്നില്ല അല്ലേ. സോ ഒത്തിരി ഗെയിം കൊണ്ട് കിടപ്പുണ്ട്. ഓഴി കിടപ്പുണ്ട്. ഓഴയുടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു. ഹൊറൈസൺ 0 ഉണ്ട്. മെറ്റൽ ഗിയർ കിടക്കുന്നു.
ലൈക്ക് അതേ ഉള്ളൂ. പിന്നെ ഗിയേഴ്സ്, പിന്നെ യങ് ബ്ലഡ് കിടക്കുന്നു. ഓൾമോസ്റ്റ് 6 ഗെയിംസോ 5 ഗെയിംസ് സംതിങ് പെൻഡിങ് കിടക്കുന്നു. 6 or 5. I'm sending happy winning thoughts. I do one thing. ഞാൻ അധികം ഷോർട്ട് കട്ട്സ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കാം, അതാണ് നല്ലത്. ആ മരത്തിൽ അങ്ങാണ്ട് ഇടിച്ചിരുന്നെങ്കിൽ I'm not. I just lost a checkpoint. എനിക്ക് ഫോർഡ് RS എടുത്താൽ കൊള്ളാമെന്നുണ്ട്. സോ അതിനുവേണ്ടി ഇനി അടുത്ത പൈസ ഉണ്ടാക്കേണ്ടി വരും. ബിക്കോസ് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ലൈക്ക് ഓവർ പവേർഡ് ആണ്, ബട്ട് ഐ നോ, ബട്ട് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര വീട്. റിയൽ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഓൾ വീൽ ഡ്രൈവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. കറന്റ് പൊസിഷൻ 4ാമത്തെ ജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് 22% ഡൺ. സ്ലോലി മൂവ് ചെയ്യാൻ താവട്ടം പോലും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്താൽ മതി അല്ലേ. നൈസ്. idea, not bad. LA. Hi. No. You see this now. Okay. എനിക്ക് തോന്നില്ല എനിക്ക് മലയാളം വേണ്ട കയറിയപ്പോൾ തന്നെ പണി കിട്ടും. കാരണം ടൈം ചെയ്യുന്നില്ല. ഒന്നത് ഐസാണ്. ഐസിന് പുറത്തുള്ള ഈവൻസ് ഒക്കെ മാറ്റി വെച്ചിടന്മാർക്ക് പോസ്റ്റ്പോണ്ട് ചെയ്ത് വെതറൊക്കെ ശരിയാക്കിയിട്ട് കളിക്കാം. നൈസ്. Thank you. Oh man, I'm so sorry, bro. So, ഞാൻ 6 ആയിരുന്നു, ഡയറക്റ്റ് 8ലേക്ക് കയറി. ഇപ്പോൾ 7ലേക്ക് കയറി. നമ്മൾ ഷോർട്ട് കട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാം, ബട്ട് ലൈക്ക് അവർ യൂസ് ചെയ്തത് ഒരു വല്ലാതെ ലൈക്ക് ചെക്ക് പോയിന്റ് മിസ് ചെയ്യാത്ത രീതിയിലാണ്. I'm losing this game, bro. Last time third-ലായതാണ്. Oh boy. ഞാൻ നോക്കട്ടെ, ഒരു 70% ആരെങ്കിലും ഒന്ന് തോപ്പിക്കാൻ പറ്റൂല്ലേ എന്ന്. അല്ലെങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാം. Almost there, boys. Excuse me. I see. Something over the damn it. Oh, okay, wait. Let me try once again. Damn it. Adendo ayirunnu, damn it. Hey, Akhil Anthony, hey, well going, bro. How are you, man? MSG5 man. Ade ഞാൻ വിചാരിച്ചത് ആ ഗെയിം എനിക്ക് ഇനി കളിക്കാൻ പറ്റില്ലെന്ന്, ബിക്കോസ് എക്സ്ബോക്സ് ലൈവിലായിരുന്നു. അത് ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. സോ അത് ഞാൻ ഇതിലായിട്ട് കളിച്ചില്ല. എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. വിച്ച് ഗെയിം ബ്രോ? ഐ എം പ്ലേയിങ് Crew 2 ബ്രോ. Crew 2. അഖിൽ ആൻ്റണി ബ്രോ Crew 2 കളിക്കുകയാണ്. ആൻഡ് ബ്രോ ഡൗൺലോഡ് ചെയ്ത ഒപ്പീനിയൻ ഗെയിമിൻ്റെ നെയിം ഒരു വട്ടം കൂടി പറയാമോ? വൺ സെക്കൻഡ്, ഞാൻ കറക്റ്റ് വായിച്ചില്ല. ഒരു ചെക്ക് പോയിന്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് ഇവിടെ വെച്ചാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ വന്ന് ഞാൻ ഒരു ചെക്ക് പോയിന്റ് ഫസ്റ്റ് തന്നെ മിസ്സായി. ലാൻസ് വാട്സ്ആപ്പ്. No. Okay. That's the one. I always miss. ഈ ഒരു ചെക്ക് പോയിന്റ് ആണ് ലാസ്റ്റ് ടൈം ഞാൻ മിസ് ചെയ്തത്. ആൻഡ് ഡയറക്റ്റ് ലേറ്റ് ആയി പോകും. ബട്ട് ദിസ് ടൈം നമുക്ക് പോകാൻ നോക്കാം. ഡയറക്റ്റ് ഇത് റീഡ് ചെയ്യുന്നത്, ഐ മീൻ മാപ്പ് ചെക്ക് ചെയ്യുന്നത്, അതൊന്നും പ്രശ്നമല്ല.
മീ ബോയ്സ്. നമ്മൾ എന്തോ ലൈക്ക് കൺവെർസേഷൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നൈസ് അടിപൊളി ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു. ബോയ്സ് ലൈക്ക് സ്ലോയിൽ കളിക്കാൻ ഇത്ര ഡിഫിക്കൽട്ടാണ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. എനിക്കൊരു ദോഷയാന്ന് തോന്നി എൻ്റെ ഫ്രണ്ട് വിക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. Yes, come on, God damn it. തിരിച്ചോ. Damn it. Come on, show these bozos you can. Trying, man. Shut up. Boys. വീണ്ടും പൊസിഷൻ 5 കയറിയിട്ടുണ്ട്. ആൻഡ് there's a turn. സ്ലോ ആയിട്ട് ടേൺ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പോകും സ്ലൈഡ് ചെയ്തിരുന്നോ. എവിടെ വെച്ചോ ഷോർട്ട് കട്ട് എടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഇപ്പം അല്ല ലൈക്ക് നേരത്തെ അത് ഇതുവഴി വെച്ചു ഇതുവഴി തന്നെ. ബട്ട് ഐ ഡോണ്ട് നോ ലൈക്ക് അവൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നു. ബിക്കോസ് അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. പോയിന്റ് മിസ് ചെയ്തു. ആൻഡ് ഹേ വിക്കോ ആ മരം ഓൾമോസ്റ്റ് ആ ഒരു ചെക്ക് പോയിന്റ് ലാസ്റ്റ് ഫുള്ള് ടേണിംഗ് ആണ് ഗായ്സ്. സോ രക്ഷയില്ല. Oh shit, what I did. Damn it. ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കിയതാണ് ബട്ട് പെട്ടുപോയി. 54 5 59 കയറി പിടിക്കാൻ നോക്കട്ടെ. നമ്മൾ ലൈക്ക് അധികം സ്പീഡിലല്ല ആരും പോകുന്നത്. ലൈക്ക് സ്ലോ ആണ് ഓടിക്കുന്നില്ല. Katie, what's up? Now gain some separation. What? We got my first position here, but the thing is like keep your two. Oh man, there, please. I'm dying here. That is tough race, guys. 73% done. Let me try. Okay, but to win out there, it's pretty tense, you know. Oh, nice. Boy, I kashtabettu കുറച്ച്. 83 done. I need more. Time കൂടി ഉണ്ട്. Concentrate ചെയ്യേണ്ടി വരും. Otherwise, you know, I am lose now. Yeah. Almost done. 91. No. അതിൻ്റെ തൊട്ട് പിന്നാലെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു പേടിയുണ്ട് ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ കയറി പോകുന്നൊരു സംശയം. See the finishing, man. Where is it? Oh, there is it. Okay, let's go. Let's go. Woo, we did it. Woo, damn. So, last time finish ചെയ്തത് തേർഡിലായിരുന്നു. അതുകൊണ്ടാണ് ജയിച്ചത്. ഇത്തവണ ഫസ്റ്റ് ആകാൻ സാധിച്ചു. That's nice. It's a little bit. And even though like last time കുറച്ചുകൂടി ഫാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 19 seconds. ഇംപ്രൂവ്മെൻറ്റ് കുറച്ച് ടഫായിരുന്നു ഈ റേസ്. ഓൾമോസ്റ്റ് തോറ്റ റേസ് ആയിരുന്നു ഇത്. വീണ്ടും ജയിക്കാൻ സാധിച്ചു. ദാറ്റ്സ് ജസ്റ്റ് വേൾഡ് ഹായ് മിനാട്ടി. വാട്ട്സ് അപ്പ് മാൻ? മിനാട്ടി ഈസ് ഹിയർ. ഐ തിങ്ക് ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു മിനാട്ടി അല്ലേ. ഇസ് ഹിയർ ബ്രോ. വാട്ട്സ് അപ്പ് മിനാട്ടി? ഇതാ ഓക്കെ. ഈസ് കമ്മിങ്. ഈസ് ബിസി. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഈ റാലിയാണ് അല്ലേ. സോ വാട്ട് വി ഗാട്ട് ഹിയർ. സോ ഒന്ന് ഡീമൻ ഉണ്ട് ആൻഡ് ഓൾസോ അഗേര കളിച്ചല്ലോ. അഗേരാണ് ഡ്രിഫ്റ്റ് ഇവൻ്റ് ആണ്. അത് ഞാൻ കളിച്ചതാണ്. ബട്ട് നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമല്ലേ നോക്കാം. അവിടെയാണ് നമുക്ക് പിടിക്കാനുള്ളത്. ജെസി ഗ്ലോറിയസ്. ഹേ ഗ്ലോറിയസ് ബ്രോ, വാട്ട്സ് അപ്പ് മാൻ? നൈസ് ടൈം ബ്രോ. Capash, hey bro, Cap, what's up? Come on. I did actually, you know. Yeah, got to practice ചെയ്താൽ നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നേ ഉള്ളൂ. And yeah, let's see. And what? Minati is coming on your way, boys. Yeah.
അഗേറ ആറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡ്രിഫ്റ്റ് എഡിഷൻ കാറാണ്. സോ ഡ്രിഫ്റ്റ് കാറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ഈ ഗെയിം ഇച്ചിരി ലൈക്ക് ഇതാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. Wait. 3, 2, Oh. 1. Oh, race. Yeah, let's go. Go, go, go! ഇത് ഈസിയാണ് കുറച്ചുകൂടി കേട്ടോ. ലൈക്ക് ഡ്രിഫ്റ്റ് ആയതുകൊണ്ട്. Yeah, victory dance, here I come! വൈപ്പ് ഡ്രിഫ്റ്റ് കാർസും ആൻഡ് ഡ്രിഫ്റ്റ് കാർസ് ആണ്, ബട്ട് നോർമൽ റേസ് ആണ്. ഡ്രിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടേൺ ചെയ്ത് പോയാൽ മതി. ബട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ അത്ര രസമാണ്, കാണാൻ ഭംഗിയാണ്. കറൻ്റ് ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഓക്കെ let me do something. ഇവിടെ കുറച്ച് നല്ല വണ്ടിയുടെ കോലം കാണാൻ സാധിക്കും. ഒന്നും സംഭവിച്ചിട്ടില്ല. യൂഷ്വലി അത് ആ ഏരിയയിൽ പെയിൻറ്റ് പോകും. അതാണ് നമ്മൾ പെയിൻറ്റ് ജോബ് എന്ന് പറയുന്നത്. പെയിൻറ്റ് അതിന് വേണ്ട. എനിക്ക് ക്ലീനായിട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ചില സമയത്ത് കിട്ടത്തില്ല. പോയി എന്താ സ്ലൈഡ് ചെയ്ത് ആ ഒരു ഏരിയയിലേക്ക് ഒന്ന് പോവാം. വലിയ ലൈക്ക് മാഗ്നറ്റ് പൊട്ടിച്ച പോലെ. Damn it. അടുത്ത ടേൺ. This is hard. Okay, we got boom. Damn it. Sip, together. Go. Boy. I'm winning. 45 ആയതേ ഉള്ളൂ. What the? No. Crash over there. Oh, nice. No. ലാസ്റ്റ് ടൈം സംഭവിച്ചു ഇത് തന്നെ. എനിക്കറിയായിരുന്നു. Maybe I shouldn't have bet all our money. ചേട്ടാ മാൻ ഇല്ല എപ്പോൾ ഒന്നും എന്തായാലും അടിക്കില്ല. നമുക്ക് പിടിക്കാം ഗായ്സ്. ഡോണ്ട് വറി. ഞാൻ എത്താൻ ഡിസിഷൻ ആയതേ ഉള്ളൂ. കുറച്ചുകൂടി കയറി വരാം. നമുക്ക് അവസരമുണ്ട് ഇനി. ലെറ്റ്സ് ഗോ. 58%. Not bad. ഒരു boys, Demon, Hellcat, hi, TT. Mustang ആണ് ടോപ്പിൽ. How dare you Mustang? Wow. What the heck? ആ കല്ല് എവിടുന്ന് കയറി വന്നു? Now, I don't want to lose. Come on, man. Come on, Minati. There we go. ഞാൻ കയറട്ടെ boys. Hey, Glenn always ടോപ്പിലായിരിക്കും. I don't know what's the matter with him. Always ടോപ്പായിരിക്കും. Right. Straight road ആണ്. 84. Not bad. ചെറിയ ടേൺ ഉണ്ട്. But it's okay. 90%. Almost done. Checkpoint, last finish. Okay. Damn.
ലെറ്റ്സ് സീ നമുക്ക് ലാസ്റ്റ് ടൈമിംഗ് എന്തായിരുന്നു ഇപ്പോഴത്തെ ടൈമിംഗ്. ഐ തിങ്ക് ഇത്തവണ കുറച്ചുകൂടി ടൈം ഞാൻ വെയിറ്റ് ചെയ്തു ആക്ച്വലി. ബൈ ദ വേ ഇറ്റ്സ് എ ന്യൂ റെക്കോർഡ്. കുറച്ച് നമുക്ക് പുതിയ പാർട്സും കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ഓസം. ഒരു ബോഡി പാർട്ടും കിട്ടിയിട്ടുണ്ട്. ഓ നൈസ്, ചെയ്യുന്നതായിരിക്കും. Okay, so let's come back and self-promotion not allowed. Wow, it's not self-promotion, it's a different guy, you know. ബ്രോ എക്സ്ബോക്സിലാണ് ഇപ്പോൾ. അതെ ബ്രോ, ഞാൻ എക്സ്ബോക്സിലാണ് കളിക്കുന്നത് ബ്രോ. ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എക്സ്ബോക്സ് തന്നെയാണ്. അതാണ്. നൈസ് കാർ, താങ്ക് യു മാൻ. ഒരു മൂവി മോഡൽ ഒപ്പീനിയൻ ഗെയിം ഡൗൺലോഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? യാ ബ്രോ, വെയിറ്റ്, ഞാൻ കാണിക്കാം അത് എന്താണ് സംഭവം. ഇതാണ് കോംപ്ലെക്സ്. ലെറ്റ് മീ ഷോ യു. ഐ തിങ്ക് ലൈക്ക് അതിന് ഇതുണ്ടെന്ന് തോന്നുന്നു. ദി കോംപ്ലെക്സ്. Like it's a, oh wait, where is Anyana in a reading. Yeah, here we go. That's the Game Boy. Wait one second. Kando. So this game actually I'm playing. ഇതും ഉണ്ട്. പിന്നെ the last shift എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. Stand on the precipice of ഗെയിം സൗണ്ട് കൂടുതലാണോ? അല്ലല്ലോ. Our teams have been working with some of the country's top scientists. So നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെയാണ്. ലൈക്ക് ഗെയിം അല്ല, ആക്ച്വലി ആസ് എ മൂവി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ആക്ച്വലി ഗെയിമാണ്. സോ ഒരു വൈറസ് ആണ്, വൈറസ് റിലേറ്റഡ് ആണ്. ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അതിനെ ഒന്ന് ലൈക്ക് സ്പ്രെഡ് ആവുന്ന സംതിങ് ആണ്. അത് ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് റോങ് ഹാൻഡിലേക്ക് പോകും. അങ്ങനെ സംഭവം ആണെന്ന് തോന്നുന്നു. ലൈക്ക് എനിക്ക് സ്റ്റോറി അറിയില്ല, ബട്ട് അത് റിലേറ്റഡ് ആണ്. നമ്മൾ അതിനൊരു ആന്റിഡോട്ട് ഉണ്ടാക്കും. അത് റോങ് ഹാൻഡ്സ് പോകുന്നുണ്ട്. അതിനെ തടയുന്ന ഒരു സീൻ എന്തോ നമ്മൾ ആസ് എ സയന്റിസ്റ്റ് ആണ് നമ്മൾ. സോ അങ്ങനെ എന്തോ ആണ്. ഫൈറ്റ് ചെയ്ത് ഫസ്റ്റ് എത്തി. അത് ആക്ച്വലി ഈസി റേസ് ആയിരുന്നു കേട്ടോ. Really into this game, bro. And actually, so ഇത് ഫുള്ള് ചോയ്സസ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് ദീന, സേവ് തലോ സംതിങ്, ഇങ്ങനെ നമുക്കൊരു ആൻസേഴ്സ് ഉണ്ടാവും. സോ അത് നമ്മുടെ ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പോലെ ഇരിക്കും. സോ ദിസ് റീസെൻ്റ്ലി റിലീസായ ഗെയിമാണിത്. ഐ തിങ്ക് ലാസ്റ്റ് മന്ത് 18-ാം തീയതി ആണോ അത് 20-ാം തീയതി ആണോ സംതിങ് ആണ്. മാർച്ചിലാണ് റിലീസായത് ഇത്. ബട്ട് ഇറ്റ്സ് നൈസ് ഗെയിം. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് മലയാളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. ബട്ട് ലൈക്ക് എനിക്കിഷ്ടപ്പെട്ടു ലൈക്ക് കണ്ടപ്പോൾ. സോ മാർച്ച് 31st ലൈക്ക് മാർച്ച് 31st റിലീസ് ആയത്. കോംപ്ലെക്സ് എന്നാണ് ഗെയിമിൻ്റെ പേര്. ആൻഡ് ഐ തിങ്ക് ലൈക്ക് ഇത് PC വേർഷനിലും ഉണ്ടെന്ന് തോന്നുന്നു. PC-ലും ഉണ്ട് ഗെയിം. ആൻഡ് ഓൾസോ ഇതിൽ Xbox PS4-ലും ഉണ്ട്. ലൈക്ക് ഈ 3 പ്ലാറ്റ്ഫോമിലും ഉണ്ട്. പിന്നെ വേറെ ഉണ്ടത് ലേറ്റ് ഷിഫ്റ്റോ, അതും ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് സംഭവം, ലേറ്റ് ഷിഫ്റ്റ്. ആദ്യം ഇത് ഇച്ചിരി പഴയതാണ്. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ സംതിങ് ആണ് റിലീസായത്. ആൻഡ് ഇതൊരു ഹൈസ്റ്റ് ബേസ് ചെയ്ത് ഒരു ബേസ് ചെയ്തുള്ള സ്റ്റോറിയാണ്. സോ ഇതാണ് ആക്ച്വലി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാനാണ് എൻ്റെ. സോ ലൈക്ക് രണ്ടും സെയിം ഒരു ഡെവലപ്പേഴ്സ് തന്നെയാണ്. വെയിൽ ഇൻറ്ററാക്റ്റീവ് എന്ന് പറഞ്ഞ് അവർ തന്നെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ലൈക്ക് രണ്ട് സ്റ്റോറി റിലേറ്റ് ചെയ്യുന്നത് ലൈക്ക് ലണ്ടൻ സിറ്റി റിലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ നായകൻ. ഞാൻ കുറച്ച് സ്റ്റാർട്ടിങ് ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു ലൈക്ക് എന്താണ് ഗെയിം എങ്ങനത്തെ ആണെന്ന് അറിയാൻ വേണ്ടി. സോ ലൈക്ക് രസമായിരിക്കും ലൈക്ക് കളിക്കുന്നത്. അതാണ് ആ ഗെയിം നെയിം എന്താണ്, ദ കോംപ്ലെക്സ് ആൻഡ് ദ ലേറ്റ്. ഇത് ലേറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് എന്ന് റിലീസായത്. ഇത് ലൈക്ക് ലാസ്റ്റ് ഇയർ ആയതാണ്, 2019 സംതിങ് ആയതാണ്. ഇത് എനിക്ക് അറിയില്ല, ബട്ട് ഇതിനു മുമ്പ് കാണിച്ചത് ലാസ്റ്റ് മന്ത് 31st റിലീസ് ആയതാണ്. അത് ഇവരുടെ കയ്യിൽ എത്ര TTG ഗെയിംസ് ഉണ്ട്. എൻ്റെ ഇഷ്ടമുള്ള ലൈക്ക് കാണിക്കാം ഞാൻ. എൻ്റെ കാണിക്കാം, ഇതൊന്ന് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഡ്യൂഡ് വ്ളോഗ്സ് ബ്രോ, ഒരു റെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ആരോ റെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഈ ഗെയിം ഫിനിഷ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോംപ്ലക്സിലേക്ക് മൂവ് ചെയ്യാം. കോംപ്ലക്സ് കുറച്ചുകൂടി
ഐ തിങ്ക് ലൈക്ക് ഫണ്ണാണ്, ഇത് ഫണ്ണാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. Threatened to drug you. Oh, he just surprised me. No, give me the ball. Trust me, please. When they find us, they're gonna kill us. It's not that simple. നൈസ് ലെറ്റ്സ് see ഗെയിം പ്ലേ. ഞാൻ ആക്ച്വലി ഷോർട്ട് ഗെയിം പ്ലേ ചെയ്യാനാണ് പ്ലാനിങ്, ലൈക്ക് 30 minutes. ഓക്കെ, ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. We should belong to no one. What the heck? So, late shift. Your decisions are your... Okay. We've all had a very long night. If you don't come to your senses, I can assure you that yours will become even longer. Nice. See? So, ഈ 2 ഗെയിംസാണ് ഞാൻ മിക്കവാറും ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ വീക്ക് എന്തായാലും കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇത് ചെയ്യുന്നതായിരിക്കും. 2 ഗെയിംസ് എൻ്റെ കിടപ്പുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. ഞാൻ എൻ്റെ ഒരു ചെറിയ സ്റ്റോറി ടെല്ലിംഗ് ഗെയിംസിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കാം. ഫുൾ ലൈബ്രറിയിലേക്ക് പോകാമെങ്കിൽ നമുക്ക് ഫുള്ള് കാണാൻ സാധിക്കും. ഓൾ ഓൺ ഗെയിംസ്. ഓക്കെ, സോ സ്റ്റോറി ഗെയിം ഉള്ളത് ഒന്ന് ബാറ്റിൽ ഫീൽഡിൻ്റെ ബാറ്റ്മാൻ കിടപ്പുണ്ട് എൻ്റെ, ബട്ട് ഞാൻ കളിച്ചിട്ടില്ല. ബാറ്റിൽ ഫീൽഡ് ഞാൻ ഫിനിഷ് ചെയ്താണ്. ബ്ലെയർ വിച്ച് കംപ്ലീറ്റ് ചെയ്തു. കോൾ ഓഫ് ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. കോംപ്ലക്സ് കിടക്കുന്നു കളിക്കാം. പിന്നെ അതുകൂടാതെ നമ്മുടെ ക്രൂ കിടപ്പുണ്ട്. ക്രൂവിൻ്റെ ട്രെയിൽ കിടപ്പുണ്ട്. ട്രെയിലർ മീൻസ് ട്രെയിൽ വേർഷനാണ് എൻ്റെ കിടക്കുന്നത്. ബട്ട് ഫുൾ ഗെയിം എൻ്റെ കിടപ്പുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. ബട്ട് ട്രയൽ വേർഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ശ്രമിക്കാറ് അതിൽ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ ക്രൂ 2 നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന. പിന്നെ മാൻ ഓഫ് മേഡൻ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇതൊരു ഹൊറർ ഗെയിമാണ്, നൈസായിരുന്നു. നമ്മുടെ ചോയ്സ് ബേസ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് FIFA 18 അത് സ്റ്റോറി ആയിരുന്നു അതിൽ. ആൻഡ് ഫോർസ ഹൊറൈസൺ 3 ഒരു ചെറിയ സ്റ്റോറി പോലെ ഉണ്ടായിരുന്നു, അതുണ്ട്. 4 സ്റ്റോറീസ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് സ്റ്റോറി ലൈൻസ് ചെയ്യണം, ബട്ട് അത്രയും മെയിനായിട്ടില്ല. ആൻഡ് GTA 5 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ലാസ്റ്റ് ഷിഫ്റ്റ് അതും ചെയ്യുന്നത്. ലൈഫ് ഇസ് സ്ട്രേഞ്ച് എൻ്റെ ഈ ഫുൾ വേർഷൻ കിടപ്പുണ്ട് കേട്ടോ, ഞാൻ കളിച്ചില്ല. ഫുള്ള് കിടപ്പുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യണം. നീഡ് ഫോർ സ്പീഡ് വെരി ഫസ്റ്റ് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യം തുടങ്ങിയൊരു സ്റ്റോറി ഗെയിമാണ്, ലൈക്ക് ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത്. സോ ഇതാണ്. ആൻഡ് പേ ബാക്ക് ഞാൻ കുറച്ച് കളിച്ചു, ഇഷ്ടപ്പെട്ടില്ല, സ്റ്റോപ്പ് ചെയ്തു വേണം. ആൻഡ് പ്രൊജക്ട് കാർസ് ഞാൻ കളിക്കാത്ത അധികം ഗെയിമാണ്. റെഡ് ഡെഡ് റിഡംപ്ഷൻ കിടപ്പുണ്ട്. റെസിഡൻറ്റ് ഈവൽ ഡെമോ ഉണ്ട്. സീ ഓഫ് തീവ്സ് അതിനകത്ത് സ്റ്റോറി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഡെഡ് വാക്ക്. ഓക്കെ, ദ വാക്കിംഗ് ഡെഡ് കിടപ്പുണ്ട്, അത് ഞാൻ തൊട്ടിട്ടില്ല. വേ ഔട്ട് കിടപ്പുണ്ട്, അതിന് ട്രയൽ വേർഷനാണ്, ബട്ട് ഞാൻ കളിച്ചിട്ടില്ല. വേ ദ ബീസ് മേക്ക് ഹണി, അതൊരു ചെറിയ സ്റ്റോറി റിലേറ്റഡ് ഗെയിം ആയിരുന്നു, നല്ലൊരു ഗെയിം ആയിരുന്നു. എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയത്. ആക്ച്വലി ഒരു സ്പോൺസർ ആയിരുന്നു, ഒരു ഇംഗ്ലണ്ടുകാരൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ചോദിച്ചു ഈ ഗെയിം ഒന്ന് കളിച്ചൊന്ന് നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും പറയാമോന്ന്. ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇത് സ്പോൺസർ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ കളിച്ചു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നൈസർ ഗെയിം ആയിരുന്നു. ഓൾ ഗെയിം ഇൻസ്റ്റാൾഡ്. ഓക്കെ, ഇൻസ്റ്റാൾഡ് ഹിഡനിൽ നോക്കട്ടെ എന്തൊക്കെയാണ് കിടക്കുക. ആന്തം കുറേ ഗെയിംസ് കിടപ്പുണ്ട് കേട്ടോ, ലൈക്ക് റൈവൽസ്. വാച്ച് ഡോഗ് 2, ലൈക്ക് വാച്ച് ഡോഗ് 2 ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഞാൻ കളിച്ചുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഗോസ്റ്റ് റെക്കൺ കിടപ്പുണ്ട്. ഗിയർ ഓഫ് വാർ 4, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓൾസോ വെയിറ്റ്, what else? അത് ഇതാണ്. ഓക്കെ, വെയിറ്റ്, എൻ്റെ ക്രൂ 2 ഓഫ് ആയി പോയി. ഷിറ്റ്. ഓക്കെ, എനിവേസ് ഏലിയൻ ഐസൊലേഷൻ. ഏലിയൻ കിടപ്പുണ്ട്, ഞാൻ അത് കാണിച്ചില്ലല്ലോ. വെയിറ്റ്, ഇനിയുണ്ട് ഗെയിംസ് ഗൈസ്. വൺ സെക്കൻഡ്. കുറേ ഗെയിംസ് കിടപ്പുണ്ട്. ഇതൊന്നും ഞാൻ പർച്ചേസ് ചെയ്തതല്ല. ഈ ഏലിയനൊക്കെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എക്സ്ബോക്സ് പാസിൽ അവൈലബിൾ ആണ് ഈ ഗെയിംസൊക്കെ. ഏലിയൻ ഐസൊലേഷൻ കിടപ്പുണ്ട്. ഓൾസോ ബ്രദേഴ്സ് ടെയിൽ ഈ ഗെയിം കിടപ്പുണ്ട്. ആൻഡ് 5 Nights at Freddy ഇത് എനിക്ക് തന്നത് ജോയിലിൻ്റെ അക്കൗണ്ട്. വെയിറ്റ് ചെയ്യാൻ ലെറ്റ് മീ ഷോ യു. ജോയിൽ അവൻ്റെ അക്കൗണ്ട് തന്നിട്ടുണ്ട്, ആ ഗെയിമിൽ കിടന്നതാണ്. അത് കൂടാതെ വേറെ 2-3 അക്കൗണ്ട്സ് എൻ്റെ കിടപ്പുണ്ട്. ഒന്ന് അക്കീറ്റോയുടെ അക്കൗണ്ട് കിടപ്പുണ്ട്, ഒന്ന് ക്ലീറ്റസിൻ്റെ കിടപ്പുണ്ട്. സോ ഇവരുടെ അക്കൗണ്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല, അതിലധികം ഗെയിംസ് ഇല്ല. പിന്നെ ഇത് എനിക്ക് അതിൽ നിന്നാണ് കിട്ടിയത്, ജോയിലിൻ്റെ അതിൽ നിന്ന്. സോ ഗിയർ ഓഫ് 5 ഞാൻ കറൻ്റ്ലി ചെയ്യുന്നത്. പിന്നെ ഹെൽ ബ്ലേഡ് സാക്രിഫൈസ് സംതിങ്, അതുകൊണ്ട് ഇതുണ്ട്. ഹെല്ലോ നെയ്ബേഴ്സ് അതും കുഴപ്പമില്ല, നല്ല നൈസ് ഗെയിമാണ്. പിന്നെ ഫാൻറ്റം പെയിൻ മെറ്റൽ ഗിയർ അത് കിടപ്പുണ്ട്. ഓറി ആൻഡ് ദ ബ്ലൈൻഡ് ഫോറസ്റ്റ് അത് ഫസ്റ്റ് വേർഷൻ അതിൻ്റെ. പിന്നെ ഓറി ആൻഡ് ദ വിൽ ഓഫ് വെസ്പ് എന്ന് പറഞ്ഞാൽ അതും സെക്കൻഡ് വേർഷൻ കിടപ്പുണ്ട്. കോണ്ടംപററി കിടപ്പുണ്ട്. ആൻഡ് സ്നൈപ്പർ ലൈറ്റ് കിടപ്പുണ്ട്. സൺസെറ്റ് ഓവർ റൈഡ് അത് നൈസ് ഗെയിമാണ്, സൂര്യനോട് പറഞ്ഞു. സോ അതുകൂടാതെ ഒരു സ്റ്റിയറിംഗ് വീലിൽ കളിക്കാൻ പറ്റിയ ഒരു ട്രക്ക് ഡ്രൈവ് കിടപ്പുണ്ട്. അത് പുതിയ ഗെയിമാണ്, ഐ തിങ്ക് റിലീസ് ആയെന്ന് തോന്നുന്നു. അതോ ജസ്റ്റ് സ്റ്റിൽ ഇപ്പോഴും ഡെമോ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വോൾഫൻസ്റ്റൈൻ യങ് ബ്ലഡ് കിടപ്പുണ്ട്. യക്കൂസ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ഗെയിംസ് ഉണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഇതുവരെയായിട്ട്. സോ
ബ്രോ ഉണ്ട് ബെസ്റ്റ് ഗെയിമർ എവർ പ്ലേഡ് ചെയ്താണ് മാൻ. ഞാൻ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബ്രോ ഞാൻ പറയാം. എക്സ്ബോക്സിലാണെങ്കിൽ ഞാൻ പറയാം, എക്സ്ബോക്സിൽ റെഡ് ഡെഡ് റിഡംഷൻ ഉണ്ട്. വേർ ഇസ് റെഡ് ഡെഡ് റിഡംഷൻ മാൻ? എൻ്റെ കളക്ഷനിൽ കാണിക്കുന്നില്ലല്ലോ. റെഡ് ഡെഡ് റിഡംഷൻ ഇറ്റ്സ് ഡൺ ഓർ സംവെയർ, ഐ ഡോണ്ട് നോ. യാ അത് ഇൻസ്റ്റാൾഡ്, യാ ഇറ്റ്സ് അപ്പ് ഹിയർ. സോ റെഡ് ഡെഡ് റിഡംഷൻ ആണ് ആൻഡ് ഓൾസോ GTA ആണ് ഐ തിങ്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇത് ഇമോഷണൽ സ്റ്റോറിയാണ് ലൈക്ക് റെഡ് ഡെഡ് റിഡംഷൻ. സോ യാ റെഡ് ഡെഡ് റിഡംഷൻ ഉണ്ട്. TWD ഉയര് മാൻ, വാവ്. യാ റെഡ് ഡെഡ് റിഡംഷൻ ആണ് എൻ്റെ ഇതിലും ബെസ്റ്റ്. ആൻഡ് ഓൾസോ എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുള്ള ബാറ്റിൽ ഫീൽഡ് 5-ലെ 1-ലെയാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബട്ട് 5 ഇറ്റ്സ് ഓക്കെ, 5 ഓക്കെയാണ്. പിന്നെ ഇത് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പറ്റും ഞാൻ തൊട്ടിട്ടില്ല ഇതിലായിട്ട്. എനിവേസ് ഞാൻ എന്തായാലും ലേറ്റ് ഷിഫ്റ്റും ആൻഡ് ദ കോംപ്ലക്സ് കൂടി ആയിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, ബാക്കിയുള്ള ഗെയിംസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ഗെയിംസ് അധികം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇല്ല. ലൈക്ക് ഇത് 2 ഷോർട്ട് ഗെയിംസ് ആണ്. ലൈക്ക് ഇത് ഐ തിങ്ക് ഇത് 1.5 മണിക്കൂറും ഇതങ്ങാണ്ട് 2.5 മണിക്കൂറോ 3 മണിക്കൂർ സംതിങ് ഒരു മൂവിയുടെ ആ ഒരു ഇതേ കാണത്തുള്ളൂ. സോ മിക്കവാറും ഒരാഴ്ച കൊണ്ട് റെഗുലർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് ഫിനിഷ് ആവാൻ പെട്ടെന്ന്. സോ ഇതാണ് എനിക്കൊരു അപ്ഡേറ്റ് അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു, ഞാൻ അത് ചെയ്തോ എന്നൊരു സംശയം. ഞാൻ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാൻ പോയത്, അതിൻ്റെ ഇടയ്ക്ക് ഗെയിം ഓപ്പൺ ആക്കി. ആയിട്ട് ഓക്കെ മാനേജ് ആയിട്ട് ഫോർട്ട്നൈറ്റ് മാനേജ് ഇത് കിടക്കുകയാണ്. എനിവേസ് സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും എൻഡ് ചെയ്യാണ്. ഇവിടെ 12 മണി എത്രയായി? 12:47, 1 മണി ആവുന്നു. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് ദാറ്റ് മീൻസ് നാട്ടിലും ഒരു 2:30 ആവുന്നു എന്നുവെച്ചാൽ. എനിവേസ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. ഇതിൽ വാക്കിംഗ് ഡെഡ് റീമാസ്റ്റേഡ് ആണോ? അല്ലല്ല, ലൈക്ക് ഓൾഡ് വേർഷൻ ആണ് ബ്രോ. ലൈക്ക് ആദ്യത്തെ റീമാസ്റ്റേഡ് അല്ലെന്ന് തോന്നുന്നു. റീമാസ്റ്റേഡ് ആണോ ഇനി? അല്ലല്ല, റീമാസ്റ്റേഡ് അല്ല, ഓൾഡ് വൺ ആണ് മാൻ. സീസൺ 2-ലെയാണ്. സീസൺ 2 ഉണ്ട് ആൻഡ് ഇത് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റോറീസൊക്കെയാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ലൈക്ക് ഞാൻ കളിച്ചിട്ടില്ല, ഞാൻ കുറച്ച് ഗെയിം പ്ലേ കണ്ടത്. ഞാൻ ഗെയിം പ്ലേ കണ്ടത് ഇത് നമ്മുടെ ഒരു മലയാളി യൂട്യൂബർ ഉണ്ടല്ലോ, ഐക്യൽ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. പുള്ളിയുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി മൊബൈലിലാണ് കളിച്ചത്. സോ പുള്ളിയുടെ അതിലാണ് ഞാൻ ഗെയിം പ്ലേ കണ്ടത്. ലൈക്ക് അന്നേരം ഞാൻ കണ്ടപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കിടപ്പുണ്ട്. 2:17 AM. ഓ രാവിലത്തെ 2:17 ആയിട്ടുണ്ട് മാൻ. ഓക്കെ ഗുഡ് നൈറ്റ് മാൻ, ഗുഡ് നൈറ്റ് ജ്യൂസ് മാൻ. ഓക്കെ മാൻ, ക്യാപ് ബ്രോ. എന്തായാലും ഞാൻ നിർത്താൻ പോവാണ്. ഇനി നമുക്ക് നാളെ എന്തായാലും ഞാൻ റെക്കോർഡിങ് ചെയ്തു. എനിക്ക് നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ, ഇവിടെ സമയമായി. അല്ലെങ്കിൽ രാവിലെ ഒരു ഫോർസയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. സൂര്യൻ്റെ കൂടെയുള്ള ഒരു ചെറിയ നമ്മുടെ ഈവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേസ് അല്ല അല്ലാതെ ഒരു ജസ്റ്റ് ഓഫ് റോഡ് ഒരു ടൂർ പോകുന്ന ഒരു ഈവെൻ്റാണ് ചെയ്തത്. സോ അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആയിട്ട് സോ എനിവേസ് ഞാൻ ഇപ്പോൾ എൻ്റെ അപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഗൈസ് എല്ലാവർക്കും ദ ഡെഡ് വാക്കിംഗ് സീസൺ 1-2 ആണ് ബെസ്റ്റ്. ഓ റിയലി? ഹേ നോവ, വെൽക്കം ബാക്ക് ബ്രോ. സോ എനിവേസ് ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ് വോയിസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ഈവെൻറ്റിൽ കാണാം. എൻ്റെ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുക. എന്താണ് അലേർട്ട് വന്ന് ലൈക്ക് ദ പോസ്റ്റ്. ഓക്കെ, എന്ത് പോസ്റ്റാണാവും? ഷോർട്ട് സ്ക്രീൻ. ഓക്കെ, നമ്മൾ GTA അന്ന് കളിച്ചേ. GTA ഫണ്ടായിരുന്നു കേട്ടോ. ബസ്സിൻ്റെ ഈവെൻ്റ് അത് മിസ് ചെയ്തായിരുന്നു. രണ്ടാമത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് കോപ്പിറൈറ്റ് ഇട്ടതുകൊണ്ട് എല്ലാം ടോട്ടലി ആ വീഡിയോ ഡൗൺ ആയി പോയി. ലൈക്ക് 5 hours സംതിങ് നമ്മൾ കളിച്ചതാണ്, എല്ലാം ഡൗൺ ആയി പോയി. ഡാം. ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നാളെ ചെയ്യാം. ടുമോറോ ഫോർസ ആയിരുന്നു അല്ലേ? നാളെ ഫോർസ, യെസ്, നമ്മൾ ഫോർസ ആയിരിക്കും ചെയ്യുന്നത് നാളെ. ഞാൻ നോക്കട്ടെ, ബീസിൻ്റെ കൂടെ ഒന്നുകൂടി ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വീക്ക് ചെയ്യാൻ പറ്റിയില്ല ഇടാ. ആൻഡ് എന്തായാലും നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, ആൻഡ് വെയിറ്റ്, നമ്മുടെ മിക്സർ ഗൈസ്, നിങ്ങൾ മിക്സർ ആരെങ്കിലും കാണാറുണ്ടോ? മിക്സർ ലൈക്ക് നൈസാണ്. കുറേ സ്ട്രീമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അക്കീറ്റൊക്കെ അതിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു സമയത്ത്. ഇപ്പോൾ ഉണ്ടോയെന്ന് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ലൈക്ക് ഇപ്പം കുറച്ച് നാളായി പുള്ളി സ്ട്രീമൊക്കെ നിർത്തിയിട്ട്. കുറേ പേരുണ്ട്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ. ലൈക്ക് നിഞ്ചൊക്കെ അതിലാണല്ലോ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ അക്കീറ്റോ ഉണ്ട് കേട്ടോ. അക്കീറ്റോ ഉണ്ട്, നമ്മുടെ സമുറായി ഉണ്ട്, ഓൾസോ സൺഫ്ലവർ ഉണ്ട്. ഇവരൊക്കെയാണ്. ഞാൻ ഇടയ്ക്ക് പലപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. നൈസാണ്. നമ്മുടെ ട്വിച്ച് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. എനിവേസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ ചെയ്യണമെന്ന്. ബട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നെ കീപ്പ് ചെയ്യാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തിനാ 2-3 പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്? അതാണ് എഫോട്ടെക് മലയാളം. ഹേ ഗോണ ലൈവ് റെയ്ഡ് ചെയ്തല്ലോ മാൻ. വാട്ട് റിയലി? അപ്പോൾ
നമുക്ക് പോയി റെയ്ഡ് ചെയ്താലോ ഗോമിനെ? ഗോം നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഒരു റെയ്ഡ് നമ്മൾ പോകുന്ന മുമ്പ് റെയ്ഡ് ചെയ്തിട്ട് പോകാല്ലേ? എന്ത് പറയുന്നു ഗോമിനെ? വെയിറ്റ്, ഞാൻ ഗോമിനെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 1 സെക്കൻഡ്. നമ്മൾ കുറേ നാളായി. നമ്മൾ എത്ര പേരുണ്ടല്ലോ, അത് മതി. 8 പേരുണ്ട് നമ്മളിപ്പോൾ. വാവ്. ഞാൻ ട്രൈ ചെയ്തു, ബട്ട് ഐ സ്റ്റോപ്ഡ് മാൻ. ഐ ആക്ച്വലി ഈ ട്വിച്ച് ആൻഡ് ഓൾസോ ലൈക്ക് മിക്സർ പോലത്തെ ഇതുണ്ടല്ലോ പ്ലാറ്റ്ഫോംസ്, അതിൽ നമ്മുടെ കൂടുതൽ നെറ്റ് യൂസേജ് ആവുന്നുണ്ട്. അതാണ് ഒരു ചെറിയ മതി. വെയിറ്റ്, ഗോമിസിയർ. വെയിറ്റ്, ഞാൻ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. വോയിസ് പോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റ്, ആൻഡ് ഗോമിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഗോമിൻ്റെ അടുത്ത് ഇങ്ങോട്ട് റെയ്ഡ് ചെയ്യാൻ വരുവാണോ? വാവ്. വെയിറ്റ്, ഓക്കെ. എനിവേസ്, ഞാൻ ഗോമിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി 1 സെക്കൻഡ്. ഞാൻ എടുക്കട്ടെ ഗോമിൻ്റെ ഇത്. ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ജസ്റ്റ് പോവാം. എൻ്റെ ബ്രൗസർ സ്ലോ ആണ് എപ്പോഴും. സി, ഓക്കെ, ഗൈസ്, ടേക്ക് ദ ലിങ്ക്, ക്ലിക്ക് ചെയ്യുക. #P4Playo ആഡമോ എനിത്തിങ് ലൈക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. ചെല്ലുക ഗൈസ്, അവിടെ ചെല്ലുക. വെയിറ്റ്, പുള്ളി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. വെയിറ്റ്, റൈഡ് കൊടുക്കാണ്ട് നമ്മൾ പോകാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് പോയി ഗോമിനെ പോയി അങ്ങോട്ട്. പുള്ളി നമ്മളെ റൈഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ഞാൻ ഓഡിയോ സൗണ്ട് കുറച്ചുകൂടി കുറയ്ക്കട്ടെ, ബിക്കോസ് എനിക്കാണ് ഇവിടെ മൈക്ക് ഹെഡ്ഫോണും കുത്തിയിട്ടില്ല. സോ അത് മൈക്ക് കൂടി പിടിക്കും. ഓക്കെ, ഹായ് ഗായ്സ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ. ആരൊക്കെ ലൈവ് ആക്ച്വലി? ബാക്കിയുള്ളവരെയും കൂടി ചെയ്താലോ? ES ഡാർക്ക് ഉണ്ട്, നമ്മുടെ ഗോമുണ്ട്, സൈക്ലോൺ ഉണ്ട്. സൈക്ലോണിനെ ഞാൻ ഗോമിൻ്റെ ചാനൽ കൂടി പരിചയപ്പെട്ടാണ്. Alright, everyone's there, man. Hi. Oh, Rash also there. Hi, man. Dude Vlogs. Hi, thank you, man. M4 Tech, man. Thank you, Jusul. Hi, bro. Nova, thank you, bro. Wow. 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 ഞാൻ ഓൾറെഡി ബ്രോഡ് അവിടെ ഉണ്ട്. Oh wow, it's my video. Wow. Right. Wow, ഞാൻ ഗോമിനെ റെയ്ഡ് ചെയ്യുന്നു, ഗോം എന്നെ റെയ്ഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഗുഡ് ബ്രോ. നൈസ് ബിസിനസ് ആണല്ലോ. Wow. Nice. Wow. എന്ത് പറ്റി വേണം, എന്ത് ചെയ്യാനാണ് മേഡം? താങ്ക് യു ഗൈസ്. എല്ലാവരും റെഡി ചെയ്ത എല്ലാവർക്കും വേണം നന്ദി. താങ്ക് യു. ഹായ് ബ്രോ. ബൈ ദ വേ, ഞാനിപ്പോൾ ഗോമിനെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നൈസ്. എനിക്ക് ഇത് ഭയങ്കര ലാഗ് ആവുന്നുണ്ട്. Oh shit. Wow, man. Hali Jain, man. Thank you so much. From Gom nu vannavare ellarkum orupaadu nanni. Thank you so much, guys. Don't forget to subscribe and like the video and pattuvanenkil share cheya, and keep the support, guys. Thank you. Aarana next raid cheyendid next pone mumbe endalum cheyidu pova alle. And എനിക്ക് അപ്പോഴ് ലൈക്ക് 4 പേരേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്ത ES ഡാർക്ക് ഗെയിമിങ്ങിൻ്റെ അടുത്ത് പോട്ടെ. പുള്ളി GTA ചെയ്തുകൊണ്ടിരിക്കാം, മലയാളം സംതിങ്. വാവ് മാൻ, ആരോ someone just subscribe, man. Thank you. ലൈക്ക് കണ്ടില്ല ആരാണ്. താങ്ക്സ് മാൻ. താങ്ക് യു. വെയിറ്റ് 1 സെക്കൻഡ്. ആരായിരുന്നു അത്? സോഷ്യൽ മീഡിയ സ്ലൈഡ് അല്ല, അലേർട്ട് ബോക്സ്. അലേർട്ട് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഷിറ്റ്, ഞാൻ ലാസ്റ്റ് ടൈം ലൈക്ക് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു. ആരാ സബ് ചെയ്തെന്ന് പോലും കാണിച്ചില്ല എൻ്റെ. ഓക്കെ,
എൻ്റെ ലൈക്ക് CPU ഭയങ്കര യൂസേജ് ആണെന്ന് തോന്നുന്നു. ഓ വെയിറ്റ്, വേർ ഐ എം പോസ്റ്റിംഗ് ദിസ് തിങ്. വാവ് എൻ്റെ ചാറ്റിൽ പോസ്റ്റ് ചെയ്യാൻ ഉള്ളത്. ഞാൻ എവിടെ പോയി പോസ്റ്റ് ചെയ്യുന്നത്? താങ്ക് യു ഗൈസ് ഫ്രം ഗോം സൈഡ് മാൻ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഓക്കെ, സോ അനദർ പോസ്റ്റിലേക്ക് നമുക്ക് പോകാം. അനദർ ചാനലിലേക്ക് പോകാം. മാൻ അടിയപ്പു മാൻ, ഹായ്, താങ്ക് യു ബ്രോ, താങ്ക്സ് ഫോർ ദ സബ് ബ്രോ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ട്രേഡിലേക്ക് പോകാം മാൻ. PNX ലൈവ് മാൻ, താങ്ക് യു മാൻ. RK Gaming YT മാൻ, താങ്ക് യു സോ മച്ച് മാൻ. സന്ദീപ് S165 മാൻ, താങ്ക് യു ഗൈസ്. Psycho Kid, hi bro, what's up? Dude Vlogs, hey bro, what's up man? Thank you guys, thank you so much for the raid. Awesome, you guys are awesome man. ഞാൻ രണ്ടിലും കൂടി മുട്ടിച്ചു. what? Wow, I'm very confused bro. Wow, actually bro, ആരും എന്നോട് പറഞ്ഞു ലൈക്ക് ഇങ്ങോട്ട് റെയ്ഡ് വരുന്നുണ്ട്. I thought like അതിന് മുമ്പ് അങ്ങോട്ട് പോയാലോ എന്ന്. And ഗോം ജസ്റ്റ് നമുക്ക് $200 നമുക്ക് സൂപ്പർ ചാറ്റ് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാൻ, അപ്രീഷിയേറ്റഡ് ബ്രോ. ഹേയ് മാൻ, ബാന്ന് എഴുതിയിട്ടുണ്ട് മാൻ. വാവ്, താങ്ക് യു ബ്രോ, പൊളി മാൻ, താങ്ക് യു, യു ആസം ബ്രോ. അതുവഴി നമ്മൾ ആക്ച്വലി ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോയായിരുന്നു. ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ്. ആൻഡ് നമ്മുടെ സ്ക്വാഡിൽ നമ്മൾ നോവ അവിടെ എത്തിയിട്ടുണ്ട്. താങ്ക് യു നോവ ജ്യൂസ് വേൾഡ്. ഹായ് ഡ്യൂഡ് വ്ലോഗ്സ് മാൻ, താങ്ക് യു ഗൈസ്. ആൻഡ് എന്താണ് ലൈക്ക് പുള്ളിയുടെ എനിക്ക് ചെറിയ ലാഗ് പോലെ ഫീൽ ചെയ്യുന്നു. എൻ്റെ ഇഷ്യൂ ആണോ അതോ പുള്ളിയുടെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. ബൈ ദ വേ എൻ്റെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ ബ്രോ. ഹൗ എൻ്റെ ചാനൽ റെയ്ഡ് ചെയ്യാമോ? യെസ് ഓഫ് കോഴ്സ് ബ്രോ. ഇപ്പോൾ ലൈവ് ഉണ്ടോ? ലൈവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം ബ്രോ. ബട്ട് അതർവൈസ് ലൈവ് നമുക്ക് റെയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. ഷിപ്രസ ലൈവ് അല്ലെന്ന് തോന്നുന്നു. ലൈക്ക് വെയിറ്റ്. റൈറ്റ്, ഓക്കെ. ഞാൻ GTRP കളിച്ചിട്ട് കുറേ ആയി ഗൈസ്. ഓ THXന്റെ എംബ്ലം കാണിക്കുന്നുണ്ടല്ലോ അവിടെ. വാവ്, ദാറ്റ്സ് നൈസ്. കണ്ടപ്പോൾ ഒരു സന്തോഷം. വീണ്ടും അത് നിന്ന് പോയി. അത് എൻ്റെ ഇഷ്യൂ ആണോ അതോ ആരുടെ ഇഷ്യൂ ആണോ അത്? ലൈക്ക് എനിക്കിതിനു മുമ്പ് അങ്ങനെ വന്നിട്ടില്ല. അന്ന് കളയട്ടെ, വെയിറ്റ്. ലെറ്റ് മീ സെർച്ച് മാൻ. എൻ്റെ ഈ CPU യൂസേജ് ഒക്കെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ലൈക്ക് താങ്ക് യു. ഇത് നമ്മുടെ THX ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നൈസ്, അത് കൊള്ളാമല്ലോ. ആ സാധനം എനിക്കും വേണം. THXൽ ലൈവ് ചെയ്യുമ്പോൾ ആ സാധനം കറങ്ങുന്നത്. ഞാൻ CPU ഒക്കെ ഓക്കെ ആണ്. ലൈക്ക് അധികം ഒന്നും ഓടുന്നില്ല. CPU 36 ഉള്ളൂ. ലൈക്ക് പിന്നെന്താ ഇത്ര ലാഗ്? ഐ ഡോണ്ട് നോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് നമുക്ക് ചെയ്യേണ്ടത് മാൻ? നോ, ഐ ഹാവ് എ ബഫറിങ് സി ഓൺ ഹിം ബ്രോ. പുള്ളിയുടെ ആയിരിക്കും അല്ലേ ബ്രോ? പൊളിച്ചു മാൻ, താങ്ക് യു മാൻ. റൈറ്റ് മാൻ, ഞാൻ ഒരു ദിവസം ഇതായിട്ട് മാത്രം വരാം കേട്ടോ. നമുക്ക് റെയ്ഡ് മാത്രം ചെയ്യാം. കുറേ പേര് എനിക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. വെയിറ്റ്, ഹാക്ക് എനിക്ക് എന്തുകൊണ്ട് വേറെ ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ന്യൂ ടാബ് എടുക്കാം. ഗോം 200 rupees സൂപ്പർ ചാറ്റ് ചെയ്തു മാൻ. യെസ് ബ്രോ, യെസ് ചെയ്തിട്ടുണ്ട് മാൻ. താങ്ക് യു മാൻ. ഗോം അടിപൊളിയാണ് മാൻ. സി ഹി ഈസ് ഓസം മാൻ. പലരും ലൈക്ക് അത്രയും ലൈക്ക് മനസ്സിലാക്കുന്നില്ല പുള്ളി. ഐ ഡോണ്ട് നോ, എന്തെങ്കിലും മനസ്സിലാക്കും അല്ലേ. സൈക്ലോൺ ചെയ്തിട്ടുണ്ട്. സൈക്ലോണിന് പരിചയമുണ്ട് ഗൈസ് ആർക്കെങ്കിലും? ഞാൻ പുള്ളി എൻ്റെ ന്യൂ ഒരു യൂട്യൂബ് ബഡിയാണ്. ഞാൻ റീസെൻ്റ്ലി മീറ്റ് ചെയ്താൽ നമ്മുടെ സൈക്ലോണിനെ നമ്മുടെ ഗോമിൻ്റെ സ്ട്രീമിലൂടെ. പുള്ളി നൈസാണ്. പുള്ളി ഇപ്പം PUBG കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുള്ളിക്കൊരു നമുക്കൊരു പുള്ളിയെ പോയി ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ബോയ്സ്, വേർ ഇസ് ഇറ്റ്? ഗോം. ഓക്കെ, മിസ്റ്റർ സൈക്ലോണിൻ്റെ അടുത്ത് പോകാം. പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആയിട്ട് ഐ തിങ്ക് അത് 2-3 പ്രാവശ്യം ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ഒരു വീഡിയോ. എനിക്കറിയാം. വാവ്, ആയിട്ട് പിന്നെ വേറെ ആരാ ഉള്ളത് ലൈവ് ചെയ്യുന്നത്? നോക്കട്ടെ, വെയിറ്റ്. ഷെറോൺ, ഹായ്. വൈപ്പടെക് മലയാളം. വാവ്, വിളിച്ചിരിക്കുന്നു. നോവ മാൻ, താങ്ക്സ് മാൻ. ജ്യൂസ്, താങ്ക് യു മാൻ. താങ്ക് യു ഗൈസ്. പുള്ളി മൊബൈലിൽ നിന്നാണ് സ്ട്രീം ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. നെക്സ്റ്റ് ആരാ ഉള്ളത്? ഇതാ ഇത്ര പേരേ ഉള്ളൂ, ബാക്കി ആരും ലൈവ് ചെയ്യുന്നില്ലല്ലോ.
അയ്യോ എന്റെ ഊര് ഞാൻ മറന്നുപോയി. അയ്യോ പീപ്പിൾ പ്ലേ വിട്ടേ. സോറി ഓ പുള്ളി ഇപ്പൊ ഓർത്തയ്യാ. പെട്ടെന്ന് അങ്ങനെ പോയി. സോറി ഞാൻ ഓർത്തില്ല. നമുക്കൊന്ന് ചിരിച്ചിട്ട് വരായിരുന്നു. പുള്ളി നൈസാണ് കേട്ടോ. ഞാൻ കുറെ നേരം ലൈക്ക് എനിക്ക് ഫസ്റ്റ് ടൈം നമ്മൾ പരിചയമില്ലാത്ത ഒരു പേഴ്സണോട് നമ്മൾ സംസാരിച്ച് ലൈക്ക് ഞാൻ ഐ തിങ്ക് ലൈക്ക് 1.5 മണിക്കൂർ ഒരു പരിചയമില്ലാത്ത ഒരാളോട് ചുമ്മാ സംസാരിച്ച് അത്ര ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു. അതെ പുള്ളി ആ ഇൻസിഡന്റ് പറയാം ലൈക്ക് എന്നെ പരിചയപ്പെട്ട. അതാണ് നമ്മുടെ നൈസല്ലേ. ഓ നിങ്ങൾക്ക് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല പുള്ളിയുടെ അല്ലേ? ആ ഞാൻ ഓഫ് ആക്കി വെച്ചിരിക്കുന്നു. യൂട്യൂബറാണ് ആടാ, എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വേറെ ആരാ ലൈവ് ഉള്ളത്? ആരുമില്ല, 3 പേരുള്ളൂ. നൈസ് നൈസ് നൈസ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ P4 ചേട്ടനാണ്. സോറി എനിക്ക് ആദ്യം ക്ലിക്ക് ആയില്ല. എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല എനിക്ക് റേഡ് ഇരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന് മനസ്സിലായില്ല. Anyways guys, Tech Malayalam, thanks for the raid man. No problem bro, I know you from Mr. Cycloid അല്ലേ? Cycloid അല്ലായിരുന്നു പേര്, ഞാൻ പെട്ടെന്ന് മറന്നു. Yes, Cyclone. Yes man, thank you so much man. Just hi man, thanks for the raid man. No problem bro. No, hi bro, what's up man? വേറെ ആരും ഇല്ല ഇപ്പോൾ ലൈവ് കേട്ടോ. കറന്റ് എല്ലാവരും ഓഫ്ലൈനിൽ കിടക്കുവാണ്. സോ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് മോർണിംഗ് ടൈം, ബട്ട് മോർണിംഗ് ടൈമിൽ ആരും ലൈവ് സ്ട്രീം ചെയ്തില്ല. ആൻഡ് ഈവനിങ് ആകുമ്പോൾ ഞാൻ ലൈവ് സ്ട്രീമിലേക്ക് വരും, അതുകൊണ്ടാണ് നോക്കുന്നത്. ബട്ട് എനിവേസ് എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്തു. പിന്നെ ഉള്ളത് ആരാണല്ലോ നോക്കട്ടെ. വെയിറ്റ് 1 സെക്കൻഡ്. നമ്മുടെ മലയാളത്തിലെ നിങ്ങൾക്ക് ആർക്കും പരിചയമുണ്ട് ലൈക്ക് ഞാൻ ആഡം എന്നുള്ള പേര്, എൻ്റെ റിയൽ നെയിം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതങ്ങ് ഓഫ് ആക്കട്ടെ. സോ എൻ്റെ റിയൽ നെയിം ഞാൻ ആഡം എന്നുള്ള പേര് കണ്ടുപിടിക്കാൻ കാരണം ലൈക്ക് ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കാണുന്നതാണ്. ലൈക്ക് ആഡം സലാം എന്നാണ് പുള്ളിയുടെ പേര്. ആഡം എന്നുള്ള പേര് ഞാൻ പുള്ളിയുടെ ഇതിൽ നിന്നാണ് എടുത്തേക്കുന്നത്. പുള്ളിയുടെ പണ്ട് പ്രാങ്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പുള്ളി. നൈസാണ് പുള്ളി. ഇപ്പോഴും വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. 4.82 മില്യൺസ്. ഞാൻ പുള്ളി കാണുന്നത് 1.2 മില്യൺസ് ഉള്ളപ്പോഴാണ് ഞാൻ പുള്ളിയെ ലൈക്ക് കാണുന്നത്. പുള്ളി വെയിറ്റ് പുള്ളിയെ പറ്റി പറയുവാണെങ്കിൽ പുള്ളി ഒരു ബോക്സറാണ്, പ്രൊഫഷണൽ ബോക്സർ, ഒരു സിംഗറാണ്, വ്ളോഗറാണ്. ലൈക്ക് ഒരുപാട് ലൈക്ക് പുള്ളി ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വന്ന് കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ലൊരു ലൈക്ക് ഞങ്ങൾ ഫാനായിപ്പോൾ ലൈക്ക് അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറാണ്. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാൻ കുറേ വ്ളോഗേഴ്സിനെ കാണാറുണ്ട് ഇപ്പം. ഈവൻ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ ഒരുപാട് പേര് കാണാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ AR7 YTയുടെ പുള്ളിയുടെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ എല്ലാം അടിപൊളിയാണ് മാൻ. പിന്നെ ഏതാണ് ബെന്നി പ്രൊഡക്ഷൻ. ആർക്കെങ്കിലും ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസോ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ പൈസ കൊടുക്കണം. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കണമെങ്കിൽ ബെസ്റ്റ് ചാനലാണിത്, ബെന്നി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ചാനലാണ്. റീസെൻ്റ്ലി ഹാക്കായി പോയത്. ലൈക്ക് ഹാക്ക് ചെയ്തു പുള്ളിക്ക് ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വന്നു കുറേ നാൾ 2 മാസമല്ല 2-3 ആഴ്ച ലൈക്ക് പുള്ളിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവർ കുറേ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ചാനൽ തിരിച്ചു കിട്ടിയത്. അങ്ങനെ ഒരാളാണിത്. പുള്ളി ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം ലൈക്ക് ആ ഒരു കാര്യത്തിന്. പുള്ളിയുടെ ഞാൻ എല്ലാം ഫോട്ടോഷോപ്പിൻ്റെ ടിപ്സ് എല്ലാം ഇതിൽ നിന്നാണ് പഠിക്കുന്നത്. പുള്ളി ഫോട്ടോഷോപ്പ് മാത്രമല്ല നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ആഫ്റ്റർ എഫക്ട്സും ഇതെല്ലാം ഇതിൽ ചെയ്യുന്നുണ്ട്. സോ ചെക്ക് ചെയ്താൽ മതി ഗൈസ്. ബെന്നി പ്രൊഡക്ഷൻ എന്നാണ്. എനിക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള KP എന്ന് പറഞ്ഞ ഒരാളാണ്. KP പുള്ളിക്കൊരു സ്വന്തമായിട്ട് ചാനലുണ്ട്. നൈസ് ചാനലാണത്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ബിഗ് ജാക്ക്, പിന്നുള്ള ബൂം സ്ലാങ്, ബിസി ഗെയിമിങ്, ചക്ക ഗെയിമിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് മാൻ. അതുപോലെ തന്നെ ദ ഫക്കിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് കിടുവാണ്. പിന്നെ കുറച്ച് BGM വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. ഇതൊരു മലയാളിയാണ്, പക്ഷേ അടിപൊളി കണ്ടൻസ് ആണ് എല്ലാം.
നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ് ഇത് കേട്ടോ. പുള്ളിക്ക് അത്യാവശ്യം നല്ല BGM ഒക്കെയാണ് ഇടുന്നത്, എല്ലാം നല്ലതാണ്. ഇത് ചെക്ക് ചെയ്താൽ മതി. ആൻഡ് ജിഷ്ണു നമ്മുടെ ഉണ്ടാകും സപ്പോർട്ട് അങ്ങോട്ട് മാൻ. താങ്ക് യു ബ്രോ, താങ്ക് യു. വൈപ്പർടേക്ക് മാൻ, താങ്ക് യു മാൻ. ദർ ഈസ് എ റിയൽ നെയിം. വാട്ട് then is a real name? And what is your real name? My real name bro Prince എന്നാണ്. ആൻഡ് ആക്ച്വലി പ്രിൻസ് എന്നാണ് എൻ്റെ റിയൽ നെയിം. ബട്ട് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് നിങ്ങൾ ഇത്ര ക്ലോസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളോട് എല്ലാവരോടും. അത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ലൈക്ക് എൻ്റെ റിയൽ നെയിം. ബട്ട് എനിക്കിഷ്ടമല്ല ആ നെയിം, സോ അതുകൊണ്ടാണ് ഞാൻ ആഡമിലേക്ക് മാറ്റിയത്. ഏണോ ആൻഡ് ദ റീസൺ കാരണം ലൈക്ക് നമ്മൾ ഇൻട്രോ പറയുമ്പോൾ ആ ഒരു പ്രിൻസ് എന്നുള്ള പേര് അത്രയും എനിക്കത് ആ സ്ലാങ്ങിൽ വരുന്നില്ല. വെൽക്കം ടു ദി ലൈവ് സ്ട്രീം, മൈ നെയിം ഇസ് പ്രിൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ലാങ്ങിൽ വരുന്നില്ലായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ആ നെയിം അവിടെ നിന്ന് ഒരു അഡോപ്റ്റ് ചെയ്ത് എടുത്തത്. മെയിൻ റീസൺ അതാണ്. ആൻഡ് വേറെ ഒരുപാട് ചാനൽസ് ഉണ്ട് ഗൈസ് ഇവിടെ. ഞാൻ കുറേ ചാനൽസ് ഉണ്ട്. ഗെയിമർ ഗാലക്സിയെ കണ്ടിട്ട് കുറേ ആയി. പിന്നെ എന്തെങ്കിലും സ്ട്രീമിനെ പറ്റി റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനോ അല്ലെങ്കിൽ OBSോ സൗണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിലാണ് ഗെയിമിംഗ് കരിയർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇതിലൂടെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇപ്പം കറൻ്റ്ലി എൻ്റെ വെബ് ക്യാമിൻ്റെ ഞാൻ ബ്രൈറ്റ്നസ്സും കളറിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് പുള്ളിയുടെ ഇത് നോക്കിയിട്ടാണ്. ഞാൻ ഇതിൽ നിന്നാണ് എല്ലാം ചെയ്യുന്നത്. സോ പുള്ളിയുടെ ഇതിൽ കുറേ അടിപൊളി കണ്ടൻസ് ഒക്കെയാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. 4 വീക്ക് മുമ്പ് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് 99K ഇട്ടിട്ടുണ്ട്. പുള്ളിക്ക് അധികം സമ്പില്ല, കുറവാണ്. ലൈക്ക് കമ്പയർഡ് ടു ഒരു ഇന്ത്യക്ക് പുറത്തുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും സബ് എന്ന് പറയുമ്പോൾ കുറവാണ് ആക്ച്വലി. ബട്ട് പുള്ളിയുടെ കണ്ടൻസ് വളരെ നല്ലതാണ്. വളരെ നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ എല്ലാ നമ്മുടെ OBSൻ്റെ എല്ലാം പുള്ളിയുടെ ഇതിൽ നിന്നാണ് പഠിക്കുന്നത്. എല്ലാം ഓൾമോസ്റ്റ് അല്ല ലൈക്ക് എല്ലാം അല്ല, ഓൾമോസ്റ്റ് എല്ലാം ഇതിൽ നിന്നാണ് പഠിക്കുന്നത്. ലൈക്ക് കുറേ ഡീറ്റെയിൽസ് നമുക്കിതിലുണ്ട്. അപ്പോൾ അതൊരു നല്ല സംഭവമാണ്. ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇത് ഗെയിമിംഗ് കരിയർ എന്നാണ് പുള്ളിയുടെ ഇത്. ആൻഡ് ഓൾസോ നമ്മുടെ ഗിംബെ സ്മാക്കി ജോജോ വേറെ നല്ല ചാനൽസ് ഞാൻ നോക്കട്ടെ. ഓരോ ചാനൽസ് ഞാൻ നോക്കാം. ഞാൻ കുറേ സബ് ചെയ്തിട്ടുണ്ട്. പിന്നെ KSI നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ വേറെ കൊമേഡി ചാനലുണ്ട്. ലൈക്ക് ഞാൻ പണ്ട് വൈൻസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു സമയത്ത് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ലെനാറി എന്ന് പറഞ്ഞ്. സോ ഞാൻ ലൈക്ക് പ്ലേ ഒന്നും ചെയ്യുന്നില്ല ബിക്കോസ് പുള്ളിയുടെ കണ്ടൻറ്റ്സ് എല്ലാം ഇതാണ് എന്താ പറയുക കോപ്പിറൈറ്റഡ് ആണ് പുള്ളി. ബട്ട് എന്നിട്ടും പുള്ളി ഇത് ചെയ്യാറുണ്ട്. പുള്ളി ഗെയിമൊക്കെ കളിക്കാറുണ്ട്. ആൻഡ് എല്ലാം ഉണ്ട്. ലൈക്ക് ഇടയ്ക്കൊരു ദ ബോക്സ് എന്ന് പറഞ്ഞ ഗെയിമൊക്കെ ഇറക്കിയില്ലായിരുന്നു. സോ അതിനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, നല്ല രസമാണ്, നല്ല ഫണ്ണാണ്. പബ്ജിയുടെ എന്തോ ഉണ്ടല്ലോ, PUBG മൊബൈൽ പ്ലേ സം. പുള്ളി PUBG ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫണ്ണാണ് പുള്ളിയുടെ. ലൈക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. നല്ല നൈസാണ് പുള്ളി. ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ നൈസ്, അടിപൊളി പരിപാടിയാണ്. പിന്നെ ലോഗിൻ പോളിനെ ഞാൻ കാണുന്നുണ്ട്. മാൽബ്രോ ഉണ്ട്, കുറേ പേരുണ്ട്. മാൽമർ ജൂനിയർ, മാൽമർ, മാഷ് TV, ആൻഡ് മിസ്റ്റർ ബീസ്റ്റ് കമ്മിങ്. ഓക്കെ. പിന്നെ നെക് വ്ളോഗ്സ് ഉണ്ട്. നെക് വ്ളോഗ്സ് റീസെൻ്റ്ലി ഞാൻ വ്ളോഗ്സ് കാണാറുണ്ട്. പുള്ളിയുടെ ഗെയിം പ്ലേസ് ഞാൻ അധികം കാണാറില്ല, കുറവാണ്. പിന്നെ പോസ്റ്റ് മലോൺ. പിന്നെ അഡോബി പ്രീമിയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത ഒരു ചാനലുണ്ട്. ഇതാണ് ഞാൻ കൂടുതൽ എഡിറ്റിംഗ് ബേസ് ചെയ്ത്. ലൈക്ക് അധികം എഫക്ട്സ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ബട്ട് നമുക്ക് ഈസി മെത്തേഡാണ് എഡിറ്റിംഗ് നോക്കുള്ള എല്ലാം കിട്ടും. പ്രീമിയർ ഗേൾ എന്നാണ് ഇത് ചാനൽ. ഒരു പെണ്ണാണ്. ബട്ട് എല്ലാം ലൈക്ക് നൈസ് ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓരോ ഇതും നമുക്ക് എന്തെങ്കിലും എഫക്ട്സോ എല്ലാം നമുക്ക് പ്രീമിയറിലൂടെ കിട്ടും. പ്രീമിയർ മാത്രമല്ല ആഫ്റ്റർ എഫക്ട്സും ഉണ്ട്. ഒരുപാട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ചാനൽ ഞാൻ കണ്ടുപിടിച്ചത് ഒരു ചാനൽ ഉണ്ടായിരുന്നു, പിക്സ് ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞ സംഭവം. സോ ഇതൊരു ഇന്ത്യൻ മനുഷ്യനാണ്. ലൈക്ക് എനിക്കറിയില്ല ഏത് സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് ബട്ട് പുള്ളിയുടെ ലൈക്ക് ഓരോ കണ്ടൻറ്റ്സ് ലൈക്ക് ഇതാണ്. ലൈക്ക് പുള്ളിൻ്റെ ഉമേഷ് എന്നാണ് പേര് പുള്ളിയുടെ. പക്ഷേ പുള്ളിക്ക് 1.98 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നൈസാണ്. ആൻഡ് പുള്ളിയുടെ ഓരോ ലൈക്ക് ട്യൂട്ടോറിയൽസും യൂസ്ഫുൾ, ഓരോന്നും നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്താൽ മതി. പിക്സ് ഇംപെർഫെക്റ്റ് എന്നാണ് കിടക്കുന്നത്. പിക്സം ഇംപെർഫെക്റ്റ്. സോ അതാണ്. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. നൈസ് ചാനലാണ്. പിന്നെ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ളത് പിന്നെ റാൻഡംലി നമ്മുടെ സ്ട്രീമേഴ്സിൻ്റെ ചാനലൊക്കെ ഉള്ളൂ. ഷോൺ എഡിറ്റ്സ്, പിന്നെ സ്റ്റഡിയാനോ,
ട്രൂ ഗെയിമിംഗ് സ്റ്റുഡിയോ. പ്രണവ് ബ്രോ കുറച്ച് നാളത്തേക്ക് നിർത്തിയേക്കുവാണ്, ബട്ട് പിന്നെ വരും എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഹിം. VR എവിടെ പോയിരിക്കുക? ലൈക്ക് പുള്ളിയുടെ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. ഐ തിങ്ക് ലാസ്റ്റ് ഒരു 4 or 5 months മുമ്പാന്ന് തോന്നുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം കാണാറില്ല. എവിടെ പോയി? ലൈക്ക് പുള്ളി വല്ല മെൻഷൻ ചെയ്തായിരുന്നു വീഡിയോ ലൈക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല എന്തൊക്കെ ലാസ്റ്റ് 4 months മുമ്പാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു സ്ട്രീമറായിരുന്നു പുള്ളി. ലൈക്ക് ഞാൻ RP കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. നൈസ് വീഡിയോ പക്ഷേ ഇപ്പം കാണാമല്ലോ, കുറേ നാളായി ലൈക്ക് കണ്ടിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാനൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. യുനോ എന്നെ മറ്റേ എന്താണ് ബണ്ണി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലില്ല, ഞാൻ ഫോട്ടോഷോപ്പിനെ പറ്റും. ഈ പുള്ളിയാണ് എനിക്ക് പരിചയപ്പെടുത്തി. പുള്ളി കുറേ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. റേസിംഗ് റിലേറ്റഡ് ആണ് വീഡിയോസ് കൂടുതലും. ബസ്സിൻ്റെ ഇതൊക്കെ ബസ് സിമുലേറ്ററോ ട്രക്ക് സിമുലേറ്ററോ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം. ഓക്കെ, നൈസ് കണ്ടൻസ് ആണ്, നൈസ് വർക്കാണ്. ചെയ്യണമെന്നില്ലായിരുന്നു, ബട്ട് എനിവേസ് മാൻ താങ്ക് യു സോ മച്ച് മാൻ. സോ ഗൈസ് ഞാൻ പറയുന്നില്ല, എനിക്ക് ഡൊണേഷൻ ചെയ്യണമെന്നില്ല. ഡൊണേഷൻ ചെയ്താൽ ഡൊണേറ്റ് ചെയ്യണമെന്നില്ല. മെയിൻ തിങ് നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്താൽ മതി. ബിക്കോസ് ഞാൻ എൻ്റെ ഡൊണേറ്റ് ചെയ്താലും അത്ര പൈസ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരും. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് ഞാൻ ഇതിലായിട്ട് ആഡ്സൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. സോ ആ പൈസ അവിടെ കിടക്കുമായിരിക്കും. ഐ ഡോണ്ട് നോ, ഞാൻ ഇതിലായിട്ട് അതിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും ലൈക്ക് ഡൊണേറ്റ് ചെയ്യരുത്. മെയിൻ തിങ് അതാണ്. ബട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, താങ്ക് യു. ബട്ട് ദ മെയിൻ തിങ് അത് ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് ഷെയർ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് വീഡിയോ ഷെയർ ചെയ്താൽ മതി. ലൈക്ക് വീഡിയോ ഒന്ന് റീച്ച് ആയി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറേ കണ്ടൻറ്റ്സ് ചെയ്യുന്നുണ്ട് ലൈക്ക് യുണോ, എന്നിട്ടും വീഡിയോസ് വളരെ കുറവാണ് ലൈക്ക് കിട്ടുന്നത് എനിക്ക്. സോ അതാണ് മെയിൻ തിങ്. റീച്ച് എന്തെങ്കിലും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ദ വേ ആഷിഖ്ലി മാൻ ഹൈ ബ്രോ, വാട്ട്സ് മാൻ കൃഷ്ണകുമാർ MD ഹൈ ബ്രോ. പ്രിൻസിനായോ വിചാരിച്ച ആഡം തന്നെയാണ് ഒറിജിനൽ നെയിം. വാട്ട്? ആക്ച്വലി പ്രിൻസ് എന്നാണ് ആക്ച്വലി. ബട്ട് ആഡം എന്ന് വിളിക്കുന്നതാണ് നല്ലത്. ഇപ്പം എല്ലാവരും എന്നെ ആഡം എന്നാണ് അറിയുന്നത്. ലൈക്ക് പുറത്തുള്ള ഓഫീസിലൊക്കെ പ്രിൻസ് എന്നാണ് അറിയുന്നത്. അതാണ് ലോ സ്പെക് ഗെയിമർ പൊളി ചാനൽ ആണ് മാൻ. ലോ സ്പെക് ഗെയിമേഴ്സ് അങ്ങനെ ഒരു ചാനലുണ്ട് ബ്രോ. വീഡിയോ ഞാൻ സെർച്ച് ചെയ്യട്ടെ. കാരണം നമുക്ക് ലൈക്ക് പുതിയൊരു യൂട്യൂബ് നേരത്തെ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ വരുന്നില്ല. അതാണ് പ്രശ്നം. നോക്കട്ടെ, ലോ സ്പെക് ഗെയിമർ. യെസ്, വാട്ട് ദ ഹെക്ക്. പുള്ളിയുടെ ചാനൽ നോക്കട്ടെ സംഭവം എന്ത് ടൈപ്പ് കണ്ടൻറ്റ്സ് ആണ് പുള്ളി ഇടുന്നത്. നല്ല സബ് ഉണ്ടല്ലോ ബ്രോ. Red Dead Redemption on Low Spec to get a beta view. What? ലൈക്ക് പുള്ളി ഇത് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് ടൈപ്പാണ് ഇത്. കൊള്ളാലോ, നൈസ്. താങ്ക് യു ജോസ്. ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും ബ്രോ. ഞാൻ എന്തോ പറഞ്ഞു വന്നത്. ഓക്കെ, അഷിഖ്ലി മാൻ താങ്ക് യു ബ്രോ. നോവ മാൻ താങ്ക് യു മാൻ, താങ്ക് യു. ഡേഞ്ചർ ഡ്യൂഡ് ഹായ്. ഡേഞ്ചർ ഉറങ്ങിയൊന്നുമില്ലടാ, സമയത്തായി ബ്രോ. ഞാൻ 1 മണിക്കൂർ മുമ്പ് പറഞ്ഞു ഞാൻ നിർത്താൻ പോവാണ് എന്ന് കണ്ടില്ല. ഇതൊക്കെയാണ് മാൻ. വെയിറ്റ്, എന്തോ പറയാൻ വന്നത്. ഞാൻ എൻ്റെ ചാനലിലേക്ക് പോകാൻ വേണ്ടി പോയായിരുന്നു. നിങ്ങൾക്ക് ചെറിയൊരു കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ചാനലിനെ പറ്റി. എനിക്ക് 2-3 വീഡിയോസ് ഉണ്ട് എൻ്റെ കുറച്ച് വൈറലായെന്ന് പറയാൻ. ഒന്ന് 19K വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 2 വർഷം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്ത GTA ഒരു വീഡിയോ ആണ്. ബട്ട് അന്നേരം അതത്ര രസമൊന്നും ഇല്ല, ബട്ട് അത്രയും ഇത് കയറിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് റീസെൻ്റ്ലി ഒരു വീഡിയോ ഞാൻ ചെയ്തത് 4 മാസം മുമ്പ് ഗെയിമിങ് സെറ്റപ്പ് 2019 എന്ന് പറഞ്ഞാൽ അതിൽ ലൈക്ക് കുറച്ച് 10,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. നൈസ്. സോ ഇതുപോലെ ലൈക്ക് കുറച്ച് വീഡിയോസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നൈസായിരുന്നു. ആൻഡ് കുറച്ച് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിലെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് നൈസ് സാധനമാണ്. പിന്നെ എന്തൊക്കെയുള്ളത്, പിന്നെ ലൈക്ക് കുറേ പഴയ ഗെയിംസ് കിടപ്പുണ്ട് ഗൈസ്. ഇടയ്ക്കൊക്കെ ഞാൻ നോക്കും കേട്ടോ. ലൈക്ക് Red Dead Redemption ഇനി ഒന്നുകൂടി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ബട്ട് നിങ്ങൾക്ക് ഒരു തവണ കളിച്ച സ്ഥിതിക്ക് വീണ്ടും കളിക്കുന്നതൊക്കെ എങ്ങനെയാണ്, മോശമല്ലേ? സോ എൻ്റെ പഴയ ചാനലിലേക്ക് വെയിറ്റ് കാണിക്കാം. എൻ്റെ സെക്കൻഡ് ചാനൽ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും സബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലാണ്, ഞാൻ ലിങ്ക് തരാം. സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്തോളൂ. അതിൽ ഞാൻ മാത്രമല്ല, വെയിറ്റ്, എൻ്റെ ബ്രൗസറാണെങ്കിൽ ചില സമയത്ത് സ്റ്റക്കായി പോകും. സോ അതിൽ ഞാൻ മാത്രമല്ല സ്ട്രീം ചെയ്യുന്നത്, ഒരുപാട് പേര് സ്ട്രീം ചെയ്യുന്നുണ്ട് എന്നെ കൂടാതെ. ഒരുപാട് സ്ട്രീമേഴ്സ് എന്ന് പറയത്തില്ല, അതിൻ്റെ ഒരു ക്ലാനാണ്. നമ്മൾ പണ്ട് ഒരു ഫോർട്ട്നൈറ്റൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത്ര വളർന്നു വരുമെന്ന് വിചാരിച്ചില്ല. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ വളർന്ന്
ആൻഡ് ഇപ്പം എനിക്ക് ഈ ചാനൽ ആക്സസ് ഉണ്ട്, എനിക്കിതിൽ കയറി ലൈക്ക് സ്ട്രീമൊക്കെ ചെയ്യാം. സോ ഞാൻ ഇടയ്ക്കൊക്കെ സ്ട്രീം ചെയ്യാറുണ്ട്. ഞാൻ ആക്ച്വലി 2-3 ചെയ്തിട്ടുണ്ട്. ഇന്നെങ്ങാണ്ട് അവർ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ PC യിലാണ് കൂടുതലും കളിക്കുന്നത്, ആൾക്കാർ കുറവാണ്. ഞാൻ കളിക്കുന്നതിലേക്ക് ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബട്ട് ബാക്കിയുള്ളത് ഇതൊക്കെ ഞാൻ സ്ട്രീം ചെയ്തതാണ്. ലൈക്ക് THXൻ്റെ ഫോർട്ട്നൈറ്റ് വെയിറ്റ്, ഞാൻ ഫോർട്ട്നൈറ്റ് ഇതിൽ കളിച്ചായിരുന്നോ? വാട്ട്, സീരിയസ്ലി? റിയലി ഞാൻ ഫോർട്ട്നൈറ്റ് കളിച്ചു ഇതിൽ? ലൈക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴല്ല ഫോർട്ട്നൈറ്റ് കളിച്ചത്. അത് ഞാൻ കളിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതിൽ മാത്രം PUBG കളിച്ചിട്ടുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ലൈക്ക് ഒത്തിരി ഉണ്ട്. ലൈക്ക് കണ്ടോ, PUBG ഉണ്ട്, ഫോർട്ട്നൈറ്റ്, ഷീറ്റ്, ഹെവി ഗോ ആൻഡ് അപെക്സ് എന്നത് അത് ഞാൻ കളിച്ചാണ്. അപെക്സ് ലെജൻഡ്സ് ഞാൻ കളിച്ചാണ്. അതൊന്നും ഞാൻ മറന്നുപോയി. ഇതൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. ഈ ചാനലിലും പോസ്റ്റ് ചെയ്തു, എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ലൈക്ക് ഇച്ചിരി ക്രിഞ്ചി ടൈപ്പ് വീഡിയോ ആണ്. പിന്നെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇത് വിയർഡാണ്, അത് കാണാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ ഞാൻ ഇതിൽ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ഗൈസ്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഞാൻ അതിലാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, ഉറങ്ങിയില്ല മാൻ. എന്താണ് ബ്രോ ഉറങ്ങാത്ത? ഉറങ്ങിക്കൂടെ ബ്രോ, ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ? വാവ്, ആഷിക് ബ്രോ റോൾ പ്ലേ ലൈവ് ഇട്ടാൽ റീച്ച് കിട്ടും ബ്രോ. എനിക്ക് ആഗ്രഹമുണ്ട് ബ്രോ, എൻ്റെ ലാപ്പിൽ ഓടിക്കുന്നില്ല. കണ്ടോ, ഇപ്പം തന്നെ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എൻ്റെ ബ്രൗസർ മാത്രമേ ഉള്ളൂ ഓപ്പൺ. നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും, ഓപ്പറയും പിന്നെ ഒരു OBS മാത്രമേ ഉള്ളൂ. എന്നിട്ടും ലൈക്ക് 62% ഓപ്പൺ. അത് മാറിക്കൊണ്ടിരിക്കുക. ലൈക്ക് എൻ്റെ ഇതിൽ സപ്പോർട്ട് ചെയ്തില്ല. ലൈക്ക് ഞാൻ GTA ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന 11, 20 FPS. അത് വെച്ച് കളിക്കാൻ വളരെ ബുദ്ധിമുട്ട്. ഞാൻ RP ഒക്കെ കളിച്ചിട്ടുണ്ട്. ലൈക്ക് കാണിക്കാം, വെയിറ്റ്. RP കളിച്ചതൊക്കെ എവിടെയാണ്? വെയിറ്റ്, എൻ്റെ കുറേ പ്ലേലിസ്റ്റ് ഉണ്ട് ഇവിടെ. GTA RP, വെയിറ്റ്, ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് തരാം. 1 സെക്കൻഡ്. ഞാൻ പണ്ട് കുറേ കളിക്കായിരുന്നു, ലൈക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ. GTA ഫണ്ടിനകത്താണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് കുറേ അടിപൊളി സംഭവം കിടപ്പുണ്ടായിരുന്നു. എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാനിപ്പം GTA ആയിരുന്നല്ലേ, GTA RP റോൾ പ്ലേ വെയിറ്റ്. റോൾ പ്ലേ. റോൾ പ്ലേ ഞാൻ എത്ര 2-3 വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഞാൻ ചെയ്തേക്കുന്നത്. അതുകൂടാതെ കുറേ ലൈക്ക് 5 മണിക്കൂർ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇടയ്ക്ക് ലാഗ് വന്ന് തുടങ്ങും ബ്രോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിർത്തി കളഞ്ഞത്. ഒരു കളിക്കാൻ ഒരു സുഖമില്ലായിരുന്നു. എൻ്റെ പഴയ കോലമാണ് എൻ്റെ ചുരുണ്ട മുടിയും കാര്യങ്ങളൊക്കെ. ലൈക്ക് ഫണ്ണാണ് കളിക്കാൻ. ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലാഗ് ആവുന്നുണ്ട് വീഡിയോ. സോ അതുകൊണ്ടാണ് ലൈക്ക് കണ്ടോ, ഇടയ്ക്ക് ലാഗ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കളിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് പോയത്. അതാണ് മെയിൻ തിങ്. ഈവൻ ദോ ലൈക്ക് ഞാൻ കളിക്കുന്നത് വളരെ ലൈക്ക് നോർമലിനേക്കാൾ ലൈക്ക് ലോ സ്പെക്കിലാണ് ഞാൻ ലൈക്ക് സെറ്റിങ്സ് അത്രയ്ക്ക് ലോ ആക്കിയിട്ട് കളിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് കളിക്കാൻ പറ്റില്ല. അതുകൂടാതെ ഞാൻ കുറേ അല്ലാതെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ലൈക്ക് ഫണ്ണാണ്. കുറേ ട്രിപ്പ് വീഡിയോസും ഫ്രണ്ട്സിൻ്റെ കൂടെ PC കളിച്ച് ഇതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ GTA ഫണ്ണി എന്ന് പറഞ്ഞൊരു ഞാൻ ഇത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ തിങ്ക് ലൈക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല. വാവ്, നൈസ്. ആ പ്ലേലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഫിൽട്ടർ ചെയ്താൽ ചിലപ്പം കിട്ടും. പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ സോ കണ്ട, ഫിൽട്ടർ പ്ലേലിസ്റ്റ് വെച്ച് ചെയ്താലേ കിട്ടത്തുള്ളൂ, അതർവൈസ് കിട്ടാൻ പാടാണ്. എനിവേസ് ഇത്ര ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാണ് ഇനി പറഞ്ഞു നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ ഇവിടെ വെച്ച് എൻ്റെ അപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു. എനിക്ക് 720 ഈ ഒരു ലൈവ് സ്ട്രീമിൽ കിട്ടിയത്. ഞാൻ ഏൺ ചെയ്തത്. താങ്ക് യു ഫോർ നോവ ആൻഡ് നമ്മുടെ ഗോംബായിക്ക് താങ്ക് യു സോ മച്ച് മാൻ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഗൈസ്. സോ നെക്സ്റ്റ് ടൈം ഞാൻ പറയുന്നത് ലൈക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യേണ്ട, പൈസ കൈ വെക്കുക. ആൻഡ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. പോസിറ്റീവ് റിവ്യൂ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിവേസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. നമുക്കിനി അടുത്ത ലൈവ് സ്ട്രീമിൽ കാണാം. ഓക്കെ ബ്രോ, ഗുഡ് നൈറ്റ് മാൻ. താങ്ക് യു മാൻ ആഷിക്ലി ബ്രോ. സോ എനിവേസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത ലൈവ് കാണാം. നോക്കട്ടെ, ഞാൻ നാളെ മോർണിംഗ് കുറച്ച് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് ഒരു ഗെയിം കൂടി ലൈവായിട്ട് ചെയ്യുന്നുള്ളൂ, ലൈക്ക് സ്റ്റോറി ആയിട്ട്.
വെയിറ്റ് അത് ഏത് ഗെയിം ആയിരിക്കണം എന്ന് ആലോചിക്കുന്നത്. ലൈക്ക് കോൾ ഓഫ് ഡ്യൂട്ടി വേൾഡ് വാർ 2 കളിച്ചാലോ എന്ന് ആലോചിക്കുക. ബട്ട് ലൈവ് സ്ട്രീം ആയിട്ട് ലൈക്ക് അപ്ലോഡ് ചെയ്യാതെ ലൈവ് സ്ട്രീം ആയിട്ട് കളിച്ചാലോ എന്ന് ആലോചിക്കണം. ബട്ട് ഒന്ന് ഡയറക്റ്റ് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തൊരു ഗെയിം കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹൊറർ ഗെയിം എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഹൊറർ ഗെയിം ലൈക്ക് പർച്ചേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇപ്പം കറൻ്റ്ലി ലൈക്ക് കുറേ ഗെയിംസിൻ്റെ കിടപ്പുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. നോക്കട്ടെ മാൻ. ഡേഞ്ചർ ഡ്യൂ ബ്രോ. വാവ് മാൻ. പേടിഎം ഓർ ഗൂഗിൾ പേ യൂസ് ചെയ്യാം ബ്രോ. വാട്ട് വൈ ബ്രോ? അതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. അത് ചെറിയ എന്തോ റിസ്ക് എന്താണ്. ഗൂഗിൾ പേ ഇവിടെ നടക്കില്ല. പേടിഎമ്മിനെ പറ്റി എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല മാൻ. നോ മാൻ, ബൈ ബൈ. പോയി കിടന്ന് ഉറങ്ങും മാൻ. യാസ്, എനിക്ക് ഉറങ്ങണം ബ്രോ. ഐ ആം സോ ടയർഡ്. ലുക്ക് അറ്റ് മീ. യാ ഓക്കെ, ഞാൻ വന്നിട്ട് ചെയ്യാൻ മാൻ. വാവ് സ്വീറ്റ് ഡ്രീംസ് മാൻ. ദ വാക്കിംഗ് ഡെഡ് മതി മാൻ. വാക്കിംഗ് ഡെഡ് ലൈവ് സ്ട്രീം ആയിട്ട് ചെയ്യണോ? ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് പറയുന്നു? ഒരു ടൈം ഫിക്സ് ചെയ്യാം. ഒരു ടൈം ലൈക്ക് അറൗണ്ട് ഒരു 5:30 or 6 o'clock സംതിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ബിഗ് ഷൗട്ട് ഔട്ട് ടു ആഡം ബ്രോ മാൻ. താങ്ക് യു നോവ മാൻ. താങ്ക് യു സോ മച്ച് മാൻ. എനിവേസ് ഗൈസ്, ലവ് യു ഓൾ. ആൻഡ് ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ ഉറക്കം കളയുന്നില്ല, ഞാൻ പോവാണ്. ആക്ച്വലി എനിക്ക് ഉറക്കുന്ന സമയമാകുന്നു. എനിക്ക് ആക്ച്വലി ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്, ചെയ്യണം ലൈറ്റ് കാരണമായിരിക്കും. അപ്പോൾ എനിവേസ് മാൻ, ജ്യൂസ് മാൻ, താങ്ക് യു. അഷിഖ്ലി, താങ്ക് യു മാൻ. സെറ്റ് ഓൾ സെറ്റ് മാൻ. ഓക്കെ, പ്ലാനിങ് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ദിവസം സെറ്റ് ചെയ്യാം. ഒരു ദിവസം എല്ലാവരും ഒന്ന് റൈഡ് ചെയ്തിട്ട് റെഡമിനാറ്റി ഇവൻ്റ് ആയിട്ട് വരാം. റെഡമിനാറ്റി അറിയാമല്ലോ അല്ലേ? റെഡമിനാറ്റി നമ്മളൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നുകൂടി റൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാം. ആൻഡ് പുതിയ ഇത് ഡാർക്ക് ഉറങ്ങിയുടെ ഇന്ന് നേരത്തെ ഉറങ്ങി, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. സോ അതാണ് നമ്മുടെ ഉറക്കം കളയുന്ന സാധനമാണ് അവൻ. അവൻ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യണം അവൻ? ഇന്ന് അച്ഛൻ കുറച്ച് ഗെയിം റെക്കോർഡ് ചെയ്ത് കൊള്ളാമെന്നുണ്ടായിരുന്നു അവൻ്റെ കൂടെ. ബട്ട് അച്ഛൻ ഉറങ്ങിപ്പോയി. നമുക്ക് നാളെ ചെയ്യാം. പൊളിയാണ് പാക്കേജ്. ഫസ്റ്റ് സീസൺ തൊട്ട് കളിക്കണം. ഓക്കെ, ഞാൻ നോക്കട്ടെ. ആ ഗെയിം കിട്ടിയ മാൻ. ജി ഡി മാൻ. ഓക്കെ, ഗുഡ് നൈറ്റ് മാൻ. ഗുഡ് നൈറ്റ്. പക്ഷേ എന്താണ് ബ്രോ, എന്നാലും ഉറക്കം വരുന്നില്ല. വാവ് ബ്രോ. ആക്ച്വലി ലൈക്ക് ഞാൻ 2-3 days ആയി നേരത്തെ ഉറങ്ങിയിട്ട്. സോ അതുകൊണ്ടായിരിക്കും ഇന്ന് നല്ല ഉറക്കം വരുന്നതാണ്. ഞാൻ എന്തായാലും എൻഡ് അപ്പ് ചെയ്യട്ടെ. ഇപ്പോഴും കറൻ്റ്ലി 8 people വാച്ച് ചെയ്യുന്നു. 80 likes നമുക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുണ്ട്. പൊളിച്ചല്ലോ മാൻ. താങ്ക് യു ബൈ. Anyways boys, ഞാൻ end up ചെയ്യാണ്. And I'll meet you soon. Otherwise guys, bye, take care, stay safe, stay home and enjoy. Good night, peace.